Dear students, good afternoon all. നമ്മൾ ഇന്ന് +1 റിവിഷനിലേക്ക് റിവിഷൻ എക്സാം നമുക്ക് +1 എക്സാമിന് ആവശ്യമുള്ള റിവിഷൻ നടത്താൻ പോവുകയാണ്. നമുക്കിതിൻ്റെ ഓർഡർ ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റമാണ്, അതിനുശേഷം റിഡോക്സ് റിയാക്ഷൻ, പിന്നീട് ഓർഗാനിക്കിലെ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ, നെക്സ്റ്റ് അതിനുശേഷം ഹൈഡ്രോ കാർബൺ. ഇതാണ് ഞാൻ ആദ്യം ഫോളോ ചെയ്യുന്ന ഓർഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, നമുക്കറിയാം. +1ഉം +2 നമ്മൾ നേരത്തെ +2 എന്ന യൂണിവേഴ്സൽ +2 ചാനലാണ് നമ്മൾ വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ +1 ചാനൽ പ്രത്യേകമായിട്ട് ഇതിലാണ് നമ്മൾ +1 ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലൊന്ന്. ഓക്കെ, +1 ആണ്. റൈറ്റ്, നമ്മൾ തുടങ്ങിയാലോ എന്നാൽ? ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ഐഡിയ, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഔട്ട്ലൈൻ ഞാൻ അങ്ങനെ പറയാം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗം നമ്മുടെ റുദർഫോർഡിൻ്റെ മോഡലാണ്. ആദ്യം റുദർഫോർഡ് മോഡലാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്, അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒന്നാമതായി നമുക്ക് വേണ്ടത് ഫസ്റ്റ് റുദർഫോർഡിൻ്റെ മോഡൽ, റുദർഫോർഡ് മോഡൽ. ഓക്കെ, അപ്പോൾ റുദർഫോർഡിൻ്റെ മോഡൽ, നമുക്ക് എന്താണ് റുദർഫോർഡ് മോഡൽ എന്ന് അറിയണം. അതിൻ്റെ ലിമിറ്റേഷൻസ് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ന്യൂക്ലിയർ മോഡൽ എന്ന് പറഞ്ഞ മോഡൽ ഇതാണല്ലോ. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. റൈറ്റ്, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. റുദർഫോർഡിൻ്റെ മോഡൽ, റുദർഫോർഡ് മോഡലിന് ശേഷം പറയാവുന്ന മോഡൽ ബോറിൻ്റെ അല്ലേ, ബോർ മോഡൽ ഓഫ് ആറ്റമാണ് നെക്സ്റ്റ്. ബോർ മോഡൽ ആറ്റമാണ് തുടങ്ങണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Niels Bohr was the first to explain quantitatively the general features of hydrogen atom structure and its spectrum. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു പോയിൻ്റാണിത്. ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഗിവ് ദ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. അല്ലേ, ബോറിൻ്റെ മോഡലിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോസ്റ്റ്ലേറ്റ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒന്നാമത്തെ പോയിൻ്റ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പോയിൻ്റ്, ഇതിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ബോറിൻ്റെ മോഡൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ്, ഇലക്ട്രോൺസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ ഫിക്സ്ഡ് പാത്ത്.
ഫിക്സ്ഡ് സർക്കുലർ പാത്ത്. ഫിക്സ്ഡ് സർക്കുലർ പാത്ത്. ഇതിൽ കുറച്ച് ലൈൻസ് വരുന്നുണ്ട്, അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് വരുന്നുണ്ട്. ഞാൻ അതാണ് നേരത്തെ നോക്കിയത്, സോറി. ഫിക്സ്ഡ് സർക്കുലർ പാത്തിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത് അല്ലേ, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ ഫിക്സ്ഡ് സർക്കുലർ. ഫിക്സ്ഡ് എന്ന ടേം നിർബന്ധമായി എഴുതിയിരിക്കണം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ്. ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ക്വാണ്ടൈസ്ഡ് അല്ലേ. നമ്മൾ പറയാറുണ്ട് MVR ഈസ് ഈക്വൽ ടു NH/2π. MVR എന്ന് പറഞ്ഞാൽ എന്താ? MVR എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെൻറ്റമാണ്, മാസ്, വെലോസിറ്റി, റേഡിയസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. MVR ഈസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് H/2π. ഇങ്ങനെ പറയാം, H/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന്. വേർ N ഈസ് 1, 2, 3 അല്ലേ, ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇതാണ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എഴുതേണ്ടത് ഇതിലെ എനർജി ഫിക്സ്ഡ് ആയിരിക്കും. എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. എനർജി ഓഫ് ഓർബിറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് ആണ്, ഹാവിങ് എ ഫിക്സ്ഡ് വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ അവിടെ കാണിച്ചു കൊടുക്കാം. എനർജി ഓഫ് nth ഓർബിറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z²/n² ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇതാണ് വാല്യൂ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. നമുക്ക് 4 പോയിന്റ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എക്സൈറ്റേഷനും ഡി എക്സൈറ്റേഷനെ കുറിച്ച് പറയാം അല്ലേ. ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ഫ്രം ലോവർ ഓർബിറ്റ് ടു ഹയർ ഓർബിറ്റ് അല്ലേ. ഇവിടെ N1 N2 അല്ലേ. എങ്ങനെ? ബൈ അബ്സോർബിങ് ക്വാണ്ട ഓഫ് എനർജി. പുറത്തുനിന്ന് ഒരു എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും, ലോവർ എനർജി ലെവലിൽ നിന്നും ഹയർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യും. ഇതിനെ എക്സൈറ്റേഷൻ എന്ന് പറയും. തിരിച്ചും പറയാൻ പറ്റും, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ആർ ഡി എക്സൈറ്റഡ് ഫ്രം ഹയർ ഓർബിറ്റ് ടു ലോവർ ഓർബിറ്റ്. മുകളിൽ നിന്ന് താഴേക്ക് ഡി എക്സൈറ്റ് ചെയ്യും ബൈ എമിറ്റിംഗ് ക്വാണ്ട ഓഫ് എനർജി. പുറത്തേക്ക് എന്ത് ചെയ്യും, ഇത് എമിഷനാണ് അല്ലേ, എമിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡി എക്സൈറ്റ് ചെയ്യും. ഈ പോയിൻ്റൊക്കെ എഴുതിയാൽ മതി, വലിയ പ്രയാസം ഉണ്ടാവില്ല അത് എഴുതാൻ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് എമിഷൻ ലൈൻസ് when the excited electron of hydrogen atom in n is equal to 6 drops to the ground state n is equal to 1. n 6 ന്ന് അല്ലേ, 6 ന്ന് 1ലേക്ക് താഴേക്ക് ഡി എക്സൈറ്റ് ചെയ്യുന്നു, ജംപ് ഡൗൺ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എമിഷൻ ലൈൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായി ഇതിനൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത് N1 ഇത് N2 ആണെങ്കിൽ നമ്പർ ഓഫ് ടോട്ടൽ സ്പെക്ട്രൽ ലൈൻസ് ഈസ് ഈക്വൽ ടു n into n plus 1 divided by 2 എന്നാണ് ഇക്വേഷൻ. where n is the difference between higher level and lower level. അതായത് N2 മൈനസ് N1 ആണ് ഇവിടെ n-ൻ്റെ വാല്യൂ വരിക. അപ്പോൾ 6 മൈനസ് 1 എത്ര വരിക, 5. അപ്പോൾ ഇവിടുത്തെ 5 ആണ് n. അപ്പോൾ വാല്യൂ എന്തായിരിക്കും ഉണ്ടാവുക, 5 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 2 എത്ര ഉണ്ടാവുക, 3 എന്നാവില്ലേ, 3 ഇൻറ്റു 5 15. അപ്പോൾ ആൻസർ എന്തായിരിക്കും, 15 എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ ആണോ? റൈറ്റ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യന് ഒരു കാൽക്കുലേഷൻ നടത്താനാണ്. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ഡ്യൂ ടു ദ ട്രാൻസിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം 4th ഓർബിറ്റ് ടു 2nd ഓർബിറ്റ് അല്ലേ. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് RH തന്നിട്ടുണ്ട്, റൈബർ കോൺസ്റ്റൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. തരുന്ന നിർബന്ധമില്ല, നമുക്ക് അറിയേണ്ടതാണ് ഈ റൈബർ കോൺസ്റ്റൻറ്റ്. ഓക്കെ, നമുക്ക് എഴുതി വയ്ക്കാമല്ലോ. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ നമുക്കറിയാം, 1/λ അല്ലെങ്കിൽ ന്യൂ ബാർ അല്ലേ. ന്യൂ ബാർ 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്നാണ് ഇക്വേഷൻ. അവിടെ എന്താണ് N1, എന്താണ് N2? N1 എന്ന് പറഞ്ഞാൽ ലോവർ എനർജി ലെവലാണ്, N2 എന്ന് പറഞ്ഞാൽ ഹയർ എനർജി ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങോട്ടൊരു ട്രാൻസിഷൻ നടക്കുകയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ 1/λ അല്ലെങ്കിൽ ന്യൂ ബാർ വേവ് അല്ലേ, വേവ് നമ്പർ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ RH വരെ തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. ഓക്കെ, RH എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ N1 N2 എന്ന് നോക്കണം അല്ലേ. 4 ന്ന് 2ലേക്കാണ്, അപ്പോൾ ഇത് 4 ആണ്, ഇത് 2 ആണ്.
ശരി. അപ്പോൾ ന്യൂ ബാർ ഈസ് ഈക്വൽ ടു പറയല്ലേ RH 109,677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു 1/n1 എന്തായിരിക്കും 1/2 1/4 അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാവും -1/4. അപ്പോൾ എന്ത് വരും നമുക്ക് RH വാല്യൂ ഞാൻ ലാസ്റ്റ് കൊടുക്കാം ഇൻറ്റു 1/4 - 1/60 എന്നാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ ഈ 1/4നെ 1/60 എന്ത് 1/4 അതിൻ്റെ 1/4 നമുക്ക് കോമൺ ആക്കി എടുത്താലോ. അപ്പോൾ RH ഇൻറ്റു 1/4 -1/4 എടുക്കാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. കാൽക്കുലേറ്റർ അലൗഡ് ആണല്ലോ, അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ 1/4 ഇവിടെ വരണം അല്ലേ. 1/4 ഇൻറ്റു 1/4 എന്ന് വരും. 1/4 ഞാൻ കോമൺ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ 1/4 ഇൻറ്റു 1 അപ്പോൾ 1 എന്താകും, ഇത് എത്ര വരിക, ഇത് 1 1/4 3/4 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇക്വേഷനിൽ 4 അല്ലേ 1/4 ഇങ്ങനെ കിട്ടും. ഇവിടെ എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ 3/4 അപ്പോൾ 3/4 അല്ലേ ഇൻറ്റു 1/4 പിന്നെ RH വാല്യൂ എത്ര വരിക 109,677. അപ്പോൾ ഈ വാല്യൂ കൊടുത്താൽ അപ്പോൾ 3/16 ഇൻറ്റു 109,677 അല്ലേ. ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ആക്കിയിട്ട് കിട്ടുന്ന അറിയോ 20,564.4 അത്രയും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നായിരിക്കും ഇക്വേഷൻ ഉണ്ടാവും. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി എഴുതണം. റൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. During Rutherford alpha ray scattering experiment, it was observed that most of the alpha particles passed through the gold foil without any deflection. Okay, small fraction deflected by small angles and very few bounced back. ഇങ്ങനെ 3 ഒബ്സർവേഷൻ കിട്ടിയിട്ടുണ്ട് റുദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൽ പറയാണ്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വാട്ട് ആർ ദ മെയിൻ കൺക്ലൂഷൻസ് പെയ്ഡ് ബൈ റുദർഫോർഡിൻ്റെ മെയിൻ കൺക്ലൂഷൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒരു കൺക്ലൂഷൻ അങ്ങനെ പറയാം. ഫസ്റ്റ് കൺക്ലൂഷൻ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. മെജോറിറ്റി സ്പേസ് ഓഫ് ആറ്റം ഈസ് എംപ്റ്റി. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, എംപ്റ്റി സ്പേസ് ഉണ്ട് ആറ്റത്തിനകത്ത്. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല, നിങ്ങളത് പോയിന്റ് മാത്രമേ എഴുതുന്നുള്ളൂ, നിങ്ങളത് കംപ്ലീറ്റ് എഴുതണം. ഓക്കെ, സെക്കൻഡ് നമുക്ക് പറയാമെന്ന് വെച്ചാൽ പിന്നെ സൈസ് ഓഫ് ന്യൂക്ലിയസ് ആണ് അല്ലേ. അപ്പോൾ സൈസ് ഓഫ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 10⁻⁻15, whereas size of atom is 10⁻15 meter കേട്ടോ. Whereas the size of atom is in the order of 10⁻10. ഓക്കെ, ആറ്റം ആങ്സ്ട്രം ലെവലിലും ന്യൂക്ലിയസിൻ്റെ ഓർഡർ ഫെംറ്റോമീറ്റർ ലെവലിലും ആയിരിക്കും എന്നാണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് വളരെ വളരെ ചെറുതാണ് വെൻ കമ്പയർഡ് ടു ആറ്റം എന്നർത്ഥം. ആ പോയിന്റ് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അടുത്തൊരു പോയിന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ സർക്കുലർ പാത്ത്. അവിടെ ഫിക്സ്ഡ് സർക്കുലർ പാത്ത് എഴുതാൻ പാടില്ല, ത്രൂ സർക്കുലർ പാത്ത് എഴുതാൻ പറ്റും. ഫിക്സ്ഡ് എന്ന ടേം ഉപയോഗിക്കുന്നത് നമ്മുടെ ബോറിലേക്ക് എത്തുമ്പോഴാണ്. അത് വേണമെങ്കിൽ എഴുതി വെക്കാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഗിവ് ദ ആറ്റം മോഡൽ പ്രപ്പോസ്ഡ് ബൈ ഹിം. അതായത് ഈ റുദർഫോർഡിൻ്റെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയതിന് പിന്നിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരു ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം എന്നൊക്കെ പറഞ്ഞ സംഭവം ഇതാണ്. അതെങ്ങനെയായിരിക്കും എന്നാണ്, അതെന്താണ് അതിലെ പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്ന്, ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ്
അല്ലേ? ഇങ്ങനെ പറയാൻ പറ്റും, പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആറ്റം ആൻഡ് ഹി കോൾഡ് ന്യൂക്ലിയസ്. ദർ ഈസ് ന്യൂക്ലിയസ്. എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. വെരി സോറി, ഇവിടെ കുറച്ച് ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ, വെരി സോറി. ന്യൂക്ലിയസ് ഉണ്ട് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, പിന്നെ ഇലക്ട്രോൺസിനെ കുറിച്ച് പറയണം. എന്താ പറയേണ്ടത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ സർക്കുലർ പാത്ത്സ്. അത് ഒരു പോയിന്റായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ മൂന്നാമത്തെ പോയിന്റ്, 2 പോയിന്റ് മതിയാകും തോന്നുന്നു. ഇനി മൂന്നാമത്തെ പോയിന്റ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ജസ്റ്റ് നിങ്ങൾ ദർ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിൽ എന്തുണ്ട്? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്ന് എഴുതാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് എഴുതാം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. സിയിലെ ഇതെങ്ങനെയാണ്? വാട്ട് ആർ ദ മെയിൻ ഡ്രോബാക്സ് ഓഫ് ദിസ് മോഡൽ ആൻഡ് ഹൗ നീൽസ് ബോർ ഓവർകെയിം ദിസ് ഡിഫക്റ്റ് ഇൻ ഹിസ് മോഡൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മെയിൻ ഡ്രോബാക്ക് എന്താ വെച്ചാൽ, ഒന്ന് ഫസ്റ്റ് ഡ്രോബാക്ക്, he cannot explain the stability of atom. Rutherford cannot explain the stability of atom. The Rutherford model of atom എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ ആറ്റം അല്ല എന്നുള്ളതാണ്. ആറ്റം ഈസ് നോട്ട് സ്റ്റേബിൾ ഇൻ Rutherford മോഡൽ എന്നാണ് ഒന്നത്. ഇൻസ്റ്റെബിലിറ്റി ആണ് ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റത്തെ കാര്യം. രണ്ടാമത്തെ പോയിന്റ്, നോ എക്സ്പ്ലനേഷൻ ഫോർ ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ Rutherford ആറ്റം. റുദർഫോർഡിൻ്റെ മോഡലിൽ ഇലക്ട്രോൺസുകളുടെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച്, കോൺഫിഗറേഷൻ ഓഫ് ഇലക്ട്രോൺസിനെ കുറിച്ചൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഈ 2 പ്രശ്നം എഴുതിച്ചാൽ മതിയോ? വേണമെങ്കിൽ എങ്ങനെയാണ് ഈ പ്രശ്നം ബോർ പരിഹരിക്കുന്നത്? വേണമെങ്കിൽ എന്ത് ചെയ്യും? ബോർ ബൈ പ്രപ്പോസിങ് ബോർ പ്രപ്പോസ്ഡ്. എന്താ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്? ബോർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഫിക്സ്ഡ് ഓർബിറ്റ് അല്ലേ? ഫിക്സ്ഡ് ഓർബിറ്റ് അല്ലെങ്കിൽ കോണ്ടൈസ്ഡ് ഓർബിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. Condensed by proposing condensed orbit. Bohr overcame this problem by proposing fixed or condensed orbit. Orbital അല്ല, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുണ്ടാവുക. മതി തോന്നുന്നു അല്ലേ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അറ്റോമിക് ഓർബിറ്റൽസ് ആർ പ്രിസൈസ്ലി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ what are known as quantum numbers. Quantum numbers നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നെയിം ദ 4 quantum numbers. ഫസ്റ്റത്തെ പോയിന്റ് ആണ്, എല്ലാവർക്കും അറിയുണ്ടാകും. ഏതൊക്കെയാണ്? നമുക്ക് 4 quantum numbers ഉണ്ട്. ഈ 4 quantum numbersൻ്റെ പേരുകൾ ജസ്റ്റ് എഴുതാനാണ് അല്ലേ? നമുക്കറിയാം, ഒന്ന് എന്താണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ അല്ല, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n. 2 അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡറി ക്വാണ്ടം നമ്പർ എന്ന് പറയും, L. 3 മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, M. 4 സ്പിൻ ക്വാണ്ടം നമ്പർ, S. ഇങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. റെപ്രസെന്റ് ദ ഓർബിറ്റൽ ഗിവൺ ബിലോ. അവിടെ N വന്നിട്ടുണ്ട്, L വന്നിട്ടുണ്ട്. N-ൻ്റെ വാല്യൂ 1, L-ൻ്റെ വാല്യൂ 0. N-ൻ്റെ വാല്യൂ 1ഉം L-ൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ 1, L 0 S ആയിരിക്കും. അപ്പോൾ അതായിരിക്കും 1s ഓർബിറ്റിലാണ് പറയുന്നത്. ശരിയാണോ? മുഹമ്മദ് അർഷദ് സാർ സുഖാണ്. സുഖല്ലേ? സുഖാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തിലേക്ക് പോകാൻ. രണ്ടാമത് നോക്കാം കേട്ടോ. രണ്ടാമത്തത് ഇങ്ങനെയാണ്, n is equal to 2, L is equal to 1. അപ്പോൾ n is equal to 2, L is equal to 1 എന്ന് പറഞ്ഞാൽ P ആയിരിക്കും. 2p ഓർബിറ്റിലാണ്. ഓർബിറ്റിലേതാണ് 2p. നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അസിമുത്തൽ ക്വാണ്ടം നമ്പറും അതിൻ്റെ സബ്ഷെലും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അറിയില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കണം. നമുക്ക് എക്സാമിന് എന്തായാലും ചോദിക്കേണ്ട ഭാഗമാണ് ഇതൊക്കെ. ഓക്കെ, L-ൻ്റെ വാല്യൂ അതുപോലെ സബ്ഷെൽ, കറസ്പോണ്ടിങ് സബ്ഷെൽ. L-ൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണെങ്കിൽ S സബ്ഷെൽ, 1 ആണെങ്കിൽ P, 2, 3, 4 SP, D, F, G, 5 ആണെങ്കിൽ H. ഓക്കെ, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. റൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സി അല്ലേ? ക്വസ്റ്റ്യൻ സി നോക്കാം. ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ നിക്കലിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. എങ്ങനെയായിരിക്കുന്നതാണ്? അപ്പോൾ നമുക്കറിയാം, ആർഗൺ കഴിഞ്ഞിട്ട് നിക്കൽ എന്ന് പറഞ്ഞാൽ 28 ആണല്ലോ. ആർഗൺ, പിന്നെ 4s2 അല്ലേ? 4s2 ആർഗൺ,
4s2 പിന്നെ 3d8 ആണ്. അപ്പോൾ അൺപെർമിറ്റഡ് കാണാത്ത എന്ത് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ വരച്ച് ശരിക്കും ഇതിൻ്റെ ഓർബിറ്റൽ കോൺഫിഗറേഷൻ തന്നെ വരച്ച് നോക്കേണ്ടി വരും വേണ്ടിയല്ലേ. അപ്പോൾ 4s ഇത് 3d 4s 2 ഇലക്ട്രോൺസ് 3dയിൽ 1 2 3 4 5 6 7 8. അപ്പോൾ ഇതിൽ അൺപെർഡ് ഇലക്ട്രോൺസ് ഏതൊക്കെയുണ്ട്? അൺപെർഡ് ഇലക്ട്രോൺസ് ഒന്ന് ഇയാളും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് അൺപെർഡ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? 2 ആണ് ആൻസർ വരിക. ഓക്കെ, ഇതെന്തായിരിക്കും? 2 ആയിരിക്കും ഉണ്ടാവുക. എന്താണ് മുഹമ്മദ് അർഷദ് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്? എന്താണെന്ന് പറയോ? എന്താണ് മനസ്സിലാവാത്തതെന്ന് പറയും? സബ്ഷെൽസ് ആണോ മനസ്സിലാത്തത്? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. റൈറ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 4. സബ്ഷെൽസ് ആണെന്ന് പറയുന്നത്. സബ്ഷെൽസ് ഒന്നുമില്ല. സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഷെല്ലും സബ്ഷെൽസും നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട പോയിന്റാണ്. ഓക്കെ, അതായത് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എസ് പി ഡി എഫ് ജി എച്ച് ഒക്കെ സബ്ഷെൽസ് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസിംതൽ കോണ്ടന്റ് നമ്പർ വാല്യൂ പറയാൻ പറ്റും. എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും, പിക്ക് 1 ആയിരിക്കും, ഡി എത്തുമ്പോൾ 2, എഫ് ആകുമ്പോൾ 3, ജി 4, 5 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ 4f എന്ന് പറയുന്ന ഓർബിറ്റൽ, അതിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്താണ്? n എന്ന് പറയുന്ന സംഭവം ഇതാണ്, n is equal to 4. എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫിന് കറസ്പോണ്ടിങ് 3 ഉണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും? എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 3. അങ്ങനെ n is equal to 4, l is equal to 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് 4f എന്ന് പറയുന്ന 4f എന്ന് പറയുന്ന ഓർബിറ്റലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. മുഹമ്മദ് അർഷദ് നോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. റൈറ്റ്, നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദർ ആർ സം റൂൾസ് ഗവേണിംഗ് ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർബിറ്റൽസ്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അർഷദ് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൺസ് റൂൾ. അപ്പോൾ ഹൺസ് റൂൾ എന്ന് പറയുന്ന സംഭവം എന്താണ്? ഹൺസ് റൂൾ എന്ന് പറഞ്ഞാൽ പെയറിങ്ങുമായി ബന്ധപ്പെട്ട റൂളാണ് അല്ലേ. pairing of electrons in a subshell starts only after each orbitals in the subshell are singly occupied. അതാണ് സംഭവം. സിംഗിൾ ആയിട്ട് ഓരോ ഓർബിറ്റലും സിംഗിൾ ആയിട്ട്, അതായത് പിന്നെ സിംഗിളി അക്കോമഡേറ്റഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെയറിങ് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓക്സിജൻ നോക്കാം. ഓക്സിജൻ 8 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ എന്തായിരിക്കും? 1s2 2s2 2p അല്ലേ. 2p 2p4 എന്നുണ്ടാവും. 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 1s 2s. 2p 4 ഇലക്ട്രോൺ. 2p എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റ് ഉണ്ടായിരിക്കുമല്ലോ അല്ലേ. 2p. അപ്പോൾ എന്തുണ്ടാവുക? ഇവിടെ 1 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ കൊടുക്കാം. ഇനി 2p 4 ഇലക്ട്രോൺസ് എങ്ങനെയാണ്? ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ പെയർ ചെയ്യാൻ പാടില്ല. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 1 1 1 ഓരോന്ന് വീതം ഫില്ല് ചെയ്തതിന് ശേഷം അപ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അപ്പോൾ പെയറിങ് നടക്കുന്നതാണ്. ഇതാണ് എന്ത്? ഹൺസ് റൂൾ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി അതിൻ്റെ മറ്റു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. കോണ്ടന്റ് number gives the address of electron. Electron address ആണ് actually content number. Explain the content number which determines distance of electron from nucleus. Distance of electron from nucleus. അത് ഏതാണ്? അത് ശരിക്കും റേഡിയസ് ആണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഴയ മോഡൽ അനുസരിച്ച് റേഡിയസ് അല്ലേ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന് സൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. സൈസുമായി ബന്ധപ്പെട്ട കോൺ നമ്പർ ഏതാണ്? പ്രിൻസിപ്പൽ കോൺ നമ്പർ n ആണ്. n. ഓക്കെ, ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോൺ നമ്പർ ഏതാണ്? L ആണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും L × L+1 × h/2π. ഇതാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ. അവിടെ എല്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ L ആണ് അവിടുത്തെ കേസ്.
അല്ലെ? ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം കോണ്ടന്റ് നമ്പർ എന്ന പേര് തന്നെ എന്തുണ്ട്? ആർക്കുണ്ട്? സബ്സ്റ്ററ്ററി കോൺ നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ കോൺ നമ്പറിന് എല്ലിനുണ്ട്. ആ പേര് ഓർമ്മിച്ചാലും മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 വരാണ്. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ഓക്കെ, Z is equal to 24. അത് എക്സെപ്ഷണൽ കോൺഫിഗറേഷനുള്ള സംഭവമാണ് അല്ലേ? നമുക്കറിയാം ആർഗൺ കഴിഞ്ഞിട്ട് 4s2 3d4 അല്ലേ? ഇത് ശരിക്കും 24 ആണല്ലോ. അപ്പോൾ 3d4 എന്നാണ് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റഡ്. ഇതാണ് എക്സ്പെക്റ്റഡ് എങ്കിലും ശരിക്കും എങ്ങനെയാണ്? ആർഗൺ 4s1 3d5 എന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു? 4s നിന്ന് 3dയിലേക്ക് ജമ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഓഫ് ബോ പ്രിൻസിപ്പിളിൻ്റെ വയലേഷനാണ്. ഓക്കെ, അങ്ങനെ ആവുള്ള കാരണമൊക്കെ നമുക്കറിയാം അല്ലേ? എന്താണ് ഈ ഹാഫ് ഫീൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് എന്ത്? പാർഷ്യലി ഫീൽഡ് ഓർബിറ്റിനേക്കാളും എന്ത്? പാർഷ്യലി ഫീൽഡിനേക്കാളും സ്റ്റേബിൾ. അതുകൊണ്ടാണ് ഇങ്ങനെ 3d4നേക്കാളും സ്റ്റേബിൾ 3d5 ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ആവാനുള്ള കാരണം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം ചോദിക്കുന്നില്ല. നമുക്ക് ഇതിൽ കോൺഫിഗറേഷൻ മാത്രമേ ഇതിപ്പോൾ ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ആക്ച്വൽ കോൺഫിഗറേഷൻ എന്ന സംഭവം. ഇതാണ് ഞാൻ ആദ്യം എഴുതിയത്. ഇതാണ് എക്സ്പെക്റ്റഡ് ആണ്, ആക്ച്വലി അതാണ് കാണിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സബ്ഷെൽ വിത്ത് അസിമുത്തൽ കോൺ നമ്പർ L is equal to 2. ഈ L is equal to 2 എന്ന് പറഞ്ഞാൽ ശരിക്കും D സബ്ഷെല്ലാണ്. D സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? നിങ്ങൾക്ക് ഓർമ്മിക്കാത്ത തന്നെ D എന്ന് വരക്കുമ്പോൾ നിങ്ങൾ എത്ര വരയ്ക്കുക? നിങ്ങളിങ്ങനെ 5 ബോക്സ് വരക്കുന്നുണ്ട്. ഓരോ ബോക്സിൽ 2 ഇലക്ട്രോൺസ്. ഒരു ബോക്സ് പറഞ്ഞാൽ ഒരു ഓർബിറ്റലാണ്. അപ്പോൾ എന്തുണ്ടാവും? 5 × 2 10 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചോദിക്കണം എന്താണ്? 10 ഇലക്ട്രോൺസ് ആണ് ആൻസർ കൊടുക്കേണ്ടത്. ഇനി വേണമെങ്കിൽ ഇതിന് ഇക്വേഷനൊക്കെ ഉണ്ട് അല്ലേ? ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്താണ് ഇക്വേഷൻ? ഇപ്പോൾ ഒരു സബ്ഷെല്ലിൽ എത്ര നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ സബ്ഷെൽ is equal to 2l plus 1. Number of electrons അർഷി നേരത്തെ ചോദിക്കുന്നത് 1s മുതൽ വേണമെന്നാണ്. 1s മുതൽ വേണ്ട, നമുക്ക് ആർഗൺ മുതൽ മതി. അതിൻ്റെ ഷോർട്ടാണ് ആക്ച്വലി ഇത്. യെസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ. അതെന്തായിരിക്കും? അതിൻ്റെ ഇരട്ടിയായിരിക്കും. 4l plus 2 എന്നായിരിക്കും. അപ്പോൾ ഇക്വേഷൻ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. 4l plus 2 എന്നാണ് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? L is equal to 2 ആണെങ്കിൽ 4l plus 2 എത്ര ഉണ്ടാവുക? 4l plus 2 എന്ന് പറഞ്ഞാൽ 4 × 2 plus 2 എത്ര ഉണ്ടാവും? 8 plus 2 10. ഓക്കെ, 10 ഉണ്ടാവില്ലേ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ ഓർബിറ്റൽ വിത്ത് കോണ്ടന്റ് നമ്പർ n is equal to 1, L is equal to 0. ഏതാണ് സംഭവം? n is equal to 1 നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ ഈ സംഭവം അല്ലേ? നമ്മൾ n is equal to എഴുതിയല്ലേ? n is equal to ഇതേ ക്വസ്റ്റ്യൻ തന്നെ. n is equal to അപ്പോൾ 1s ആണ് ഉദ്ദേശിക്കുന്നത്. 1s ഓർബിറ്റൽ. L is equal to 0 അപ്പോൾ s ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, give the mathematical representation of Heisenberg uncertainty principle and its one important significance എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിഗ്നിഫിക്കൻസ് നമ്മൾ അങ്ങനെ കൃത്യമായി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമുക്ക് വളരെ സിമ്പിളായി നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് ഇക്വേഷൻ. ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ഇക്വേഷൻ. വേർ ഡെൽറ്റ എക്സ് is the uncertainty in position, delta p uncertainty in momentum, h Planck's constant, 4π എന്നുള്ളത് കോൺസ്റ്റന്റ്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? വെലോസിറ്റി ടേബിൾ എഴുതാൻ പറ്റും. ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു m ഇൻറ്റു ഡെൽറ്റ വി. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം എന്നുള്ളത് അത് എറൈസ് ചെയ്യുന്നത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റിയാണ്. മാസിൽ അൺസർട്ടനിറ്റി ഇല്ല. അപ്പം m ഇൻ ഡെൽറ്റ വി എന്ന് പറയാം. അപ്പോൾ ആ ഇക്വേഷൻ ആണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ഓർ ഈക്വൽ h/4π m. ഞാൻ എമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനും വേണമെങ്കിൽ എഴുതാം. രണ്ടായാലും കുഴപ്പമില്ല.
നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഓരോ ടേമും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു പറയണം. ഡെൽറ്റ എക്സ് അൺസെർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്, ഡെൽറ്റ ബി അൺസെർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്, എം മാസ് ഓഫ് ദ ബോഡിയാണ്, ബോഡിയുടെ മാസ്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വി കനോട്ട് നമ്മൾ ജസ്റ്റ് നേരത്തെ ബോറിൻ്റെ മോഡലും എന്താ, ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ത്രൂ ഫിക്സ്ഡ് പാത്ത് എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ പറഞ്ഞ പേരാണിത് ഓർബിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഓർബിറ്റ് എന്നുള്ള നമുക്ക് വി കനോട്ട് സേ ഓർബിറ്റ്, നമുക്ക് ഓർബിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ത്രൂ ഫിക്സ്ഡ് ഓർബിറ്റ് എന്ന ടേം നമ്മൾ എന്ത് ചെയ്യണം, പറയാൻ പറ്റില്ല. ഓർബിറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ഓർബിറ്റൽ, ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓർബിറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ഓർബിറ്റ് എന്ന ടേം എന്തായി, റീപ്ലേസ്ഡ് ബൈ ഓർബിറ്റൽ. എന്താ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രോൺസിനെ കാണാൻ ഏറ്റവും ചാൻസ് കൂടിയ ഭാഗം അല്ലേ, ദ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ എന്താ ഉണ്ടാവുക, പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ ഈസ് മാക്സിമം. ഇലക്ട്രോൺസിനെ കാണാൻ ഏറ്റവും ചാൻസ് ഉള്ള ഭാഗമാണ് ആക്ച്വലി ഈ പറയുന്ന ഓർബിറ്റൽ അല്ലേ, ദ റീജിയൻ അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് maximum, that is called orbital. So Heisenberg's uncertainty principle replaced the term orbit to orbital. Okay, അപ്പോൾ അതാണ് സംഭവം. Question number 6, write two important result observed during photoelectric effect. എന്താ photoelectric effect നിങ്ങൾക്ക് അറിയാലോ അല്ലെ, എന്താണ്, when a beam of light strikes on a metal surface in vacuum, ഒരു മെറ്റൽ സർഫസ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നു, അപ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് മേ ഇജക്റ്റ് ഔട്ട്, പുറത്തേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകും. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ വെൻ എ ബീം ഓഫ് ലൈറ്റ് ഹാവിങ് സഫിഷ്യൻറ്റ് ഫ്രീക്വൻസി ഒരു സഫിഷ്യൻറ്റ് ഫ്രീക്വൻസി ന്യൂ എന്നുള്ള ഒരു ഫ്രീക്വൻസി വേണം, അപ്പോഴാണ് എന്ത് ചെയ്യുക, അത് സംഭവിക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി 2 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിസൾട്ട് അല്ലേ, എന്താണ് ഒബ്സർവ്ഡ് റിസൾട്ട്, ഒരു 2 റിസൾട്ടുകൾ എന്ത് ചെയ്യാം ഇതിനകത്ത് പറയാം. ഒന്ന്, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, ഈ പുറത്തേക്ക് പോകുന്ന ഇജക്റ്റ് ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഫോട്ടോ ഇലക്ട്രോൺ എന്നാ പറയാം. കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഈ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ, അതിന് എന്തായിരിക്കും, അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. സെക്കൻഡ് പോയിന്റ്, number of photoelectrons is directly proportional to intensity of incident light. വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്തായിരിക്കും, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ രണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ മാർക്ക് ഇട്ടുണ്ടെങ്കിൽ ഈ 2 പോയിന്റ് എഴുതി വെക്കണം. ക്ലിയർ. 7, റൈറ്റ് n and l വാല്യൂ ഓഫ് 4D. നമ്മൾ നേരത്തെ ചെയ്തു തോന്നുന്നു അല്ലേ, n is equal to 4, L is equal to 2. അപ്പോൾ എന്തായിരിക്കും, 4D ആയി. Give the names of series of spectral lines of atomic hydrogen and their region അല്ലേ, region in the electromagnetic spectrum. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് 2 കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പറയണം. ഓക്കെ, ഇവിടെ പറയണമെന്ന് വെച്ചാൽ 2 പോയിന്റ് പറയണം. എന്ന് വെച്ചാൽ ഒന്ന്, ഇത് ഏതൊക്കെയാണ് ലൈൻസ് എന്നുള്ളത് എന്ത് ചെയ്യണം, പറയണം. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവും, ലൈമാൻ സീരീസ് അല്ലേ, ലൈമാൻ ബാൽമർ സീരീസ് അല്ലേ, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്, ഇത്രയും സീരീസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതിനൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ N1 ഇത് N2 ആണ്. അപ്പോൾ N1ൻ്റെ വാല്യൂ, N1 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് വരുന്നതാണ്, N1ൻ്റെ വാല്യൂ, N2ൻ്റെ വാല്യൂ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഇതെന്തൊക്കെയാണ്, ഇത് 2, 3, 4 ഒക്കെ ആവാം, ഇത് 3, 4 ഇങ്ങനെ പോകാം, ഇത് 4, 5 എന്നിങ്ങനെ ഈ മുകളത്ത് അല്ലേ, 5, 6 ഇങ്ങനെ പോകാം, 6, 7 ഇങ്ങനെ പോകാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കോളം നിർബന്ധം എഴുതണം നിർബന്ധമില്ല, കാരണം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇനി പറഞ്ഞത് സ്പെക്ട്രൽ റീജിയൻ പറയണം അല്ലേ, റീജിയൻ, സ്പെക്ട്രൽ റീജിയൻ എവിടെയാണെന്നുള്ളത്. ലൈമാൻ സീരീസ് ഏതാണ്,
UV ആണ്, അൾട്രാവയലറ്റ് ആണ്. ബാൽമർ എവിടെയാണ്? വിസിബിൾ ആണ്. ബാക്കി എല്ലാവരും എന്താണ്? IR, ഫാർ IR. യെസ്. ഇതാണ് സംഭവം. ഓക്കെ, ഇനി സ്റ്റേറ്റ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി നേരത്തെ പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് പറഞ്ഞത്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ ഈച്ച് ഓർബിറ്റൽസ് ഇൻ ദ സബ്ഷെൽ ആർ സിംഗ്ലി അക്കോമഡേറ്റഡ് അല്ലെങ്കിൽ സിംഗ്ലി ഓക്യുപ്പൈഡ്. അതാണ് സംഭവം. ഇത് സ്റ്റേറ്റ് ഹൺസ് റൂൾ ചോദിച്ച പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഓഫ് ബോ പ്രിൻസിപ്പിൾ ചോദിക്കാവുന്നതാണ്. ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. സ്റ്റേറ്റ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഗീവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ഓർ ഈക്വൽ h/4πm എന്നാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, എന്താണ് സംഭവം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ the exact position and exact momentum or exact velocity simultaneously of small moving particles like electron. ഇലക്ട്രോണെ പോലെയുള്ള വളരെ സ്മോൾ മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് മൊമെൻറ്റും സെയിം ടൈമിൽ കണ്ടെത്താൻ കഴിയില്ല എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയേണ്ടത്. ക്ലിയർ? അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് ഓഫ് എ ബോൾ ഓഫ് മാസ് തന്നിട്ടുണ്ട് 0.1 കിലോഗ്രാം മൂവിങ് വിത്ത് വെലോസിറ്റി 10 m/s അല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, പിന്നെ ഇതിൽ വേവ് ലെങ്ത് അപ്പോൾ നമുക്ക് ശരിക്കും ഡുവൽ നേച്ചർ ഓഫ് മാറ്ററിലാണെന്ന് വരിക അല്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആരുടെ ഇക്വേഷൻ ആണെന്ന് ഓർമ്മ ഉണ്ടാവും. ഡി ബ്രോളി ഇക്വേഷനാണ്. ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നാണ് ഇക്വേഷൻ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ h എന്താണ്? 6.626 × 10⁻³ അല്ലേ? മാസ് ഇൻ കിലോഗ്രാം ആയിക്കണം. നിങ്ങൾക്ക് അറിയാലോ, മാസ് തന്നിട്ടുള്ള കിലോഗ്രാം 0.1 കിലോഗ്രാം. വെലോസിറ്റി എന്ന് എത്രയാണ്? 10 m/s. അതെന്താണ്? അതും കറക്റ്റ് SI യൂണിറ്റിലാണ്. ആ പോയിന്റ് ഇത് എത്ര വരിക? ഇത് വെട്ടൂലേ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും 6.626 × 10⁻³ മീറ്റർ എന്ന് കിട്ടും. ലാംഡ ചോദിച്ചത് മീറ്റർ തന്നെ എഴുതണം കേട്ടോ. മീറ്റർ എന്ന് എഴുതണം. മീറ്ററിൽ നിന്നുള്ള നമ്മുടെ അതിന് യൂണിറ്റ് ഇതിൽ മാർക്ക് ഉണ്ടാവില്ല, മാർക്ക് കുറയും അല്ലേ? ലാംഡ എന്നുള്ളത് പിന്നെ മാറ്റർ വേവിൻ്റെ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് ഓഫ് അല്ലെങ്കിൽ ഡി ബ്രോളി വേവ് ലെങ്ത് എന്ന് പറയും. അത് മീറ്ററിലാണ് അതിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, ക്ലിയർ? അടുത്ത ചാപ്റ്റർ ഞാൻ റിഡോക്സിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഒന്ന് നമ്മുടെ റുദർഫോർഡിൻ്റെ മോഡൽ ഓഫ് ആറ്റമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം. രണ്ടാമത്തെ കാര്യം ഇതിൽ ബോർ മോഡലിൻ്റെ എങ്ങനെയാണ് ഇത് ബോർ മോഡൽ ഓവർകം ചെയ്യുന്ന അറിയണം. അപ്പോൾ ബോർ മോഡലിലേക്ക് വരുമ്പോൾ ഫിക്സ്ഡ് സ്റ്റേഷനറി അല്ലെങ്കിൽ കോണ്ടൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റ് പ്രപ്പോസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാവണം. അതിൽ എക്സ്പ്രഷൻസും ബോറിൻ്റെ പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കണം. 2 എക്സ്പ്രഷൻസ് നിർബന്ധമായി പഠിച്ചിരിക്കണം. അതിൽ ഒന്ന് എനർജി കാണുന്ന ഇക്വേഷനാണ്, രണ്ടാമത്തത് റേഡിയസ് കാണുന്ന ഇക്വേഷൻ. റേഡിയസ് ഓഫ് nth ഓർബിറ്റ് r = 0.529 × n² / z ആങ്സ്ട്രോം. ഈ ഇക്വേഷൻ അവിടെ നിങ്ങൾ എന്ത് പഠിച്ചേക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നേരെ അതിലറിയേണ്ട മറ്റു 2 പോയിന്റ്, ഒന്ന് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് ആണ്, മറ്റൊന്ന് സ്പെക്ട്രൽ അല്ലേ? സ്പെക്ട്രം ഓഫ് ആറ്റം. ഹൈഡ്രജനാണ് പ്രത്യേകം പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പെക്ട്രം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസും റൈബർ ഇക്വേഷനൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നേരെ 2 തിയറി പഠിക്കണം. ഡുവൽ നേച്ചർ ഓഫ് ഡി ബ്രോളി, അതിൻ്റെ എന്താണെന്ന് അറിയണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കേണ്ട മറ്റൊരു ഡി ബ്രോളി എക്സ്പ്രഷൻ അറിയണം. അതോടൊപ്പം ഹെയ്സൻബർഗിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ എക്സ്പ്രഷൻ അറിയണം. പിന്നെ ഹെയ്സൻബർഗ് കൊണ്ടുവരുന്നത് ഓർബിറ്റൽ കോൺസെപ്റ്റാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ മോഡേൺ തിയറി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് വരണം. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് വന്ന് നമുക്ക് എന്ത് ചെയ്യും? ബാക്കി അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം അവിടെ ഈ പറയുന്ന നമ്മളെ ക്വാണ്ടം നമ്പേഴ്സാണ്. ശേഷം ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ ആവശ്യമുള്ള നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് അറിയണം. 4 റൂൾസ് നിർബന്ധമായി അറിയണം. ഒന്ന് ഓഫ് ബോ പ്രിൻസിപ്പിളാണ്, ഒന്ന് n+l റൂളാണ്,
മറ്റൊന്ന് ഹൺസ് റൂൾ ആണ്, മറ്റൊന്ന് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ശേഷം നിങ്ങൾ ചെറിയ ചെറിയ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ പഠിച്ചു വെക്കണം. ദാറ്റ്സ് ഓൾ. റിഡോക്സിലേക്ക് വന്നാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാം. റിഡോക്സ് ഓക്കെ. ഒന്നാമത്തത് both HCl and NaH contain hydrogen, but the oxidation state of hydrogen in them are different. What is the oxidation state of hydrogen in each compound എന്നാണ് question. Okay. അപ്പോൾ HCl ഉണ്ട്, we have HCl and NaH. രണ്ടിലും ഹൈഡ്രജൻ ഉണ്ട്. രണ്ടിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ഹൈഡ്രജൻ ആണ് നമുക്ക് അറിയേണ്ട മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ അറിയോ? Oxidation number of hydrogen is normally +1 in all its compound. Normally എന്തായിരിക്കും? +1 ആയിരിക്കും. അപ്പോൾ ഇവിടെ +1 ആണ്. വെരി സോറി, +1 ഉണ്ടാവാം. എക്സെപ്റ്റ് ഇൻ മെറ്റൽ ഹൈഡ്രൈഡ്. മെറ്റൽ ഹൈഡ്രൈഡിൽ എന്തായിരിക്കും? അവിടെ -1 ആയിരിക്കും. ഇത് മെറ്റൽ സോഡിയം ഹൈഡ്രജൻ മെറ്റൽ ഹൈഡ്രജൻ അവിടെ എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ. ഇവിടെ എന്താണ്? H+ഉം ഇവിടെ എന്താണ്? H-1. ഇതാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് H+, ഇത് Cl-, ടോട്ടൽ എന്തായിരിക്കും? 0. ഇത് Na+1, ഇത് -1. അപ്പോൾ അത് ടോട്ടൽ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ചോദിക്കുന്നത് ഹൈഡ്രജൻ്റെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ എഴുതിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ജനറലി അല്ലെങ്കിൽ നോർമലി oxidation number of hydrogen is +1 except in metal hydride. അങ്ങനെ ജസ്റ്റ് പഠിച്ചാൽ. What is the oxidation state of sulfur in SO4 2-? സൾഫേറ്റ് അയോൺ എന്നല്ല ഇതിനെ പറയാം. അതിൽ എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് വളരെ സിമ്പിളായി ചെയ്യാവുന്ന കാര്യമാണ്. SO4 2-. അതിൻ്റെ ടോട്ടൽ ചാർജ് 2- ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ചാർജ് 2-2. അപ്പോൾ നമുക്കറിയാം സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ്, അതാണ് എന്ത്? ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സൾഫർ എത്രയാണ് നമുക്ക് അറിയില്ല. സൾഫറാണ് അൺനോൺ ആയിട്ടുള്ളത്, ഓക്സിഡേഷൻ നമ്പർ തന്നിട്ടുള്ളത്. അപ്പോൾ സൾഫർ നമുക്ക് അറിയില്ലെങ്കിൽ X എന്ന് കൊടുക്കുക. ഒരു സൾഫർ X എന്ന് കൊടുത്താൽ മതി. X പിന്നെ എന്താണ്? പ്ലസ് 4 ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ നോർമലി ഓക്സൈഡ്സ് ആണ്, അത് -2 ആയിരിക്കും. അപ്പോൾ 4 × -2 ഈസ് ഈക്വൽ ടു -2. അപ്പോൾ X -8 ഈസ് ഈക്വൽ ടു -2. X is equal to -2 + 8 is equal to 6. A sulfur in +6 state. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. എ ഫാർമർ പ്രിപ്പയർഡ് 1% solution of copper sulfate using iron rod ഉപയോഗിച്ചിട്ടാണ് as a stirrer ഫോർ പ്രിപ്പയറിങ് ബോറോഡോക്സ് മിക്സ്ചർ. അല്ലേ, ബോർഡോ മിക്സ്ചർ എന്ന് പറയില്ല നമ്മൾ. അത് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഫാമർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 1% സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് അയൺ റോഡൊക്കെ ഉപയോഗിച്ച് സ്റ്റിർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് ഡേ ഹി നോട്ടീസ് ദാറ്റ് ബ്ലൂ കളർ almost disappeared and the iron rod get coated with reddish brown material. ഒരു ഒബ്സർവേഷൻ പറയണം. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്താണെന്നറിയോ? What is the reddish brown material deposited on the iron rod? അയൺ റോഡിൽ അപ്പോൾ സംഭവത്താണ് കോപ്പർ സൾഫേറ്റ് എടുക്കുന്നു. കോപ്പർ സൾഫേറ്റിൻ്റെ കളർ നിങ്ങൾക്ക് അറിയുണ്ടാകും, ബ്ലൂ കളറാണ് ഉണ്ടാവുക. കോപ്പർ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അയൺ റോഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപയോഗിച്ച് സ്റ്റിററായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് Fe ആണ്, ഇതാണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ആണ്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. ഒന്ന്, റെഡിഷ് ബ്രൗൺ കളർ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ചെയ്ത് വെക്കാം. അയൺ Fe പ്ലസ് കോപ്പർ സൾഫേറ്റ് നടക്കും, റിയാക്ഷൻ നടക്കും. എന്തുണ്ടാവുമെന്ന് അറിയോ? FeSO4 പ്ലസ് കോപ്പർ ഉണ്ടോ? ഈ കോപ്പർ റെഡിഷ് ബ്രൗൺ കളർ ഉണ്ടാവാം. കോപ്പറിൻ്റെ കളർ എന്തായാലും റെഡിഷ് ബ്രൗൺ ആണ്. കോപ്പർ നിങ്ങൾക്ക് അറിയില്ല, കോപ്പർ റെഡ് എന്ന് പറയില്ല നമ്മൾ. ഓക്കെ, അതുള്ളത് കൊണ്ടാണ് ആക്ച്വലി എന്ത് ചെയ്യണത്? ഇത് ഈ കോപ്പർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ വാട്ട് ഈസ് ദ റെഡിഷ് ബ്രൗൺ? ഇത് കോപ്പറാണ്, കോപ്പർ ഡെപ്പോസിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. അക്കൗണ്ട് ഫോർ ദ കളർ ചേഞ്ച്
ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ കളർ എന്തായിരുന്നു? ബ്ലൂ ആണ്. ബ്ലൂ കളർ ഡിസപ്പിയേഴ്സ് എന്നാണ് പറഞ്ഞത്. ബ്ലൂ കളർ ഡിസപ്പിയർ. ഇതിൻ്റെ കളർ ബ്ലൂ ആണ് ആക്ച്വലി. ഇതെന്താണ്? ബ്ലൂ കളറാണ്. ബ്ലൂ കളർ ഡിസപ്പിയർ ഉള്ള കാരണം എന്താണ്? കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുമ്പോൾ FeSO4 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് അവർ ഈ റിയാക്ഷൻ എഴുതി കൊടുക്കുക. അപ്പോൾ എന്താണ് അവിടെ എന്തുണ്ട്? കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പർ സൾഫേറ്റ് ഈസ് റിയാക്റ്റഡ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ ബ്ലൂ കളർ എന്ത് ചെയ്യും? ഡിസപ്പിയേഴ്സ്. അത് എഴുതിയാൽ മതി. വേറെ പോയിന്റ് എന്താ പറയുക? ജസ്റ്റിഫൈ ദ എബവ് ഫിനോമിനൻ ആസ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇതിൻ്റെ റിയാക്ഷൻ കംപ്ലീറ്റ് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ Fe പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് എന്തുണ്ടാവുക? ഉണ്ടാവുന്നത് FeSO4 പ്ലസ് കോപ്പർ. ഇവിടെ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 0 അതിൻ്റെ എലമെൻ്റൽ ഫോമിലേക്ക് വന്നു. Fe ആണെങ്കിലോ Fe ഇവിടെ 0, ഇവിടെ Fe 2+ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതാ? ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലേ? ഇതെന്തായിരിക്കും? 0 എന്ന് +2ലേക്ക് പോകുന്നതായിരിക്കും ദിസ് ഈസ് ഓക്സിഡേഷൻ അല്ലേ? ഇവിടുന്ന് Cu2+ 0 പോകുന്നതായിരിക്കും ഓക്സിഡേഷൻ. ഇവിടെ കുറയല്ലേ? അതെന്തായിരിക്കും? അത് റിഡക്ഷൻ. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ദിസ് ഈസ് എൻ ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ. ബാലൻസ് ദ ഫോളോയിങ് ഇക്വേഷൻ ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് ആൻസർ ഓക്കെ ആണല്ലോ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കും. 2 മെത്തേഡ് ഉണ്ട് അല്ലേ? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ഉണ്ട്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. രണ്ടിലും നിങ്ങൾ എന്ത് എഴുതി പഠിക്കണം. ഞാൻ പെട്ടെന്ന് ഇതിന് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് പറയാം. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കി. ഇത് H+ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആസിഡിക് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം 2 ഹാഫ് റിയാക്ഷൻ ടീമാണ്. അപ്പോൾ Fe അല്ലേ? Fe എന്തായിട്ട്? Fe2+ എന്തായി മാറുന്നു? Fe3+ ആയിട്ട് മാറുന്നു. ഇവിടെയാണെങ്കിലോ ഇവിടെ CR2O7 2- എന്നുള്ള എന്തായിട്ട് മാറും? Cr3+ ആയിട്ട് മാറും. Cr3+ ആയിട്ട് മാറും. ഇതാണ് ഇപ്പോൾ 2 റിയാക്ഷൻ ആയിട്ട് അല്ലേ? അതിലൊന്നും ഓക്സിഡേഷൻ റിഡക്ഷൻ. അപ്പോൾ ഏതാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ അറിയണം എന്ന് നിർബന്ധമില്ല നമ്മൾ അല്ലേ? നമുക്ക് നിർബന്ധമില്ല, നമുക്ക് അവസാനത്തിൽ മനസ്സിലാവും. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക? നമ്മൾ ഇതിൽ പിന്നെ ഹൈഡ്രജനോ ഓക്സിജനൊക്കെ ആദ്യം ഓക്സിജനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. ഇവിടെ ഓക്സിജനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ ആണെങ്കിലോ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ജസ്റ്റ് എന്തുണ്ട്? ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഇവിടെ നമുക്ക് ഞാൻ ഒരുമിച്ച് ചെയ്തോട്ടെ, പെട്ടെന്ന് എഴുതി പോകണേ. ഇവിടെ എത്ര ഓക്സിജൻ വേണം? 7 ഓക്സിജനെ. ഓക്സിജൻ ഈസ് ബാലൻസ്ഡ് ബൈ H2O. വാട്ടർ ഉപയോഗിച്ച് ഓക്സിജനെ ബാലൻസ് ചെയ്യണം ഇല്ലേ? യെസ്. അപ്പോൾ 7 H2O എന്നാണ് വരിക. അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അവിടെ ഇതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഈ 7 H2O എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ അത് ഹൈഡ്രജൻ ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യണം? H+ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ ഒരുപോലെ അല്ല. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 14 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒറ്റ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാം? Cr2O7 2- അല്ലേ? 2- പ്ലസ് 14H+ ഗീവ്സ് അല്ലേ? ഇവിടെ ഇതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ 2 ക്രോമിയം ഉണ്ടല്ലോ, 2Cr3+ ആവണം. ഓക്കെ, അത് നിർബന്ധമാണ്. ആദ്യം തന്നെ അതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2Cr3+ 7 H2O എന്ന് വേണം, വേണ്ടേ? യെസ്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ നമ്മളിതിൻ്റെ ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ബാലൻസ് ചെയ്തു. ആദ്യം ഓക്സിജൻ പിന്നെ ഹൈഡ്രജൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ് ബാലൻസ് ചെയ്യും അല്ലേ? അപ്പോൾ അവിടെ ബൈ ഇലക്ട്രോൺസ്, ബൈ ആഡിങ് ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടാണ് ചാർജ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ലെഫ്റ്റ് ഹാൻഡ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കൂ. ഇവിടെ Fe2+ അല്ലേ ഗീവ്സ് Fe3+ + 1 ഇലക്ട്രോൺ കൊടുക്കാം. അതിന് കാരണം എന്താ? ഇവിടെ ചാർജ് +2 ആണ്, ഇവിടെ എത്രയാണ്? +3 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 1 ഇലക്ട്രോൺ കൊടുത്താൽ എന്താവും? ഇവിടെ +2 ആയിട്ട് മാറില്ല. അപ്പോൾ അത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത കേസിൽ ഇവിടെ ആണെങ്കിലോ ഇവിടെ എത്ര നോക്കൂ നിങ്ങൾ? ഇവിടെ ചാർജ് എത്ര ഉണ്ടാകും? ചാർജ് ഇവിടെ -2, ഇവിടെ 14H+. എത്ര ഉണ്ടാവും? -2 14 12 ഉണ്ടാവും. ഓക്കെ, ഇവിടെ എത്ര ചാർജ് ഉണ്ടാവുക? ഇവിടെ 2 × 3 ആണ്. 2 × 3 എത്ര ഉണ്ടാവും? 6 ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇവിടെ ആണ് നമ്മൾ എന്ത് ബാലൻസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം?
ഇവിടെ 6 ഇലക്ട്രോൺസ് കൊടുത്താൽ എന്താവും 12 പ്ലസ് ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ -1 ചാർജ് ആണല്ലോ. അപ്പോൾ 12 പ്ലസ് -6 ആകുമ്പോൾ 6 ആവും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ നേരം പ്ലസ് Cr2O7 മൈനസ് പ്ലസ് 14H പ്ലസ് 6 ഇലക്ട്രോൺസ് അല്ലേ, 6 ഇലക്ട്രോൺസ് ഗീവ്സ് 2Cr3 പ്ലസ് 7H2 എന്നായി. അപ്പോൾ ഇവിടെ 6 ഇലക്ട്രോൺസ്, ഇവിടെ എത്രയുണ്ട്, ഇവിടെ 1 ഇലക്ട്രോൺ. അപ്പോൾ ഇത് ഇലക്ട്രോൺസ് രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യണം, ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിനെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഒന്നാകെ. അപ്പോൾ 6Fe2 പ്ലസ് ഗീവ്സ് 6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ ആയി. അപ്പോൾ ഇലക്ട്രോൺസ് എന്താ, ഇലക്ട്രോൺസ് രണ്ട് സൈഡിലും എന്താ സെയിം, ഇവിടെ 6 ഇലക്ട്രോൺസ് ആയി, ഇവിടെ 6 ഇലക്ട്രോൺസ് ആയി. ശരിയല്ല, ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യും, ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യുക. അതാണ് അവസാനത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്ത് കിട്ടും, 6Fe2 പ്ലസ് Cr2O7 മൈനസ് പ്ലസ് 14H ഗീവ്സ്. ഓക്കെ, എന്തൊക്കെയുള്ളത്, 6Fe3 പ്ലസ് 2Cr3 പ്ലസ് 7H2O എന്നായി മാറി. ശരിയല്ലേ, ഇതാണ് സംഭവം. അപ്പോൾ അതാണ് കംപ്ലീറ്റ് ഇക്വേഷൻ. ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്കും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോന്ന് എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ ആർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിലേറ്റഡ് ടു ദ ഓക്സിഡേഷൻ നമ്പർ? എന്തായിരിക്കും, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസിങ് അല്ലെ, പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഓക്സിഡേഷൻ, പ്രോസസ് ഓഫ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് കോൾഡ് റിഡക്ഷൻ. അത്രയേ ഉള്ളൂ. ഡ്യൂറിങ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ one of your friends argues that thermal decomposition of KClO3 is redox reaction, while that of CaCO3 calcium carbonate is not a redox reaction. Give your opinion and substantiate. Okay, വളരെ സിമ്പിൾ ആണ്, സംഗതി വളരെ കറക്റ്റ് ആണ് പറഞ്ഞത് അല്ലേ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ KClO3 എടുക്കാം. KClO3 നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ കൊടുത്താൽ എന്ത് കിട്ടും എന്ന് അറിയണമല്ലോ അല്ലേ. നമ്മൾ ഹീറ്റ് ചെയ്താൽ എന്താ കിട്ടുമെന്ന് അറിയോ, നമുക്ക് കിട്ടുന്നത് KCl കിട്ടും, പിന്നെ ഓക്സിജൻ കിട്ടും. നമ്മളിതിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2KClO3 പിന്നെ 3O2 അല്ലേ. KClO3യിൽ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര, 0. K എന്ന് പറഞ്ഞാൽ 1, ക്ലോറിൻ നമുക്ക് അറിയില്ല, X -6. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്, എന്താ കിട്ടുക, 1 അല്ലേ, 5 -5 +5 ആയിരിക്കും അല്ലേ, +5. അപ്പോൾ ഇതെന്താ, KCl എന്ന് പറഞ്ഞാൽ ഇവിടെ +5 ഉണ്ടാവാം അല്ലേ, C എത്ര -1. ശരിയല്ലേ, യെസ്. പിന്നെ ഓക്സിജൻ എന്താണ്, ഓക്സിജൻ്റെ കേസ് നോക്കുക. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, -2 ആണ്. നോർമലി ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയാണ്, 0. അതിൻ്റെ കാരണം എന്താ, അത് സാധാ നോർമൽ എലമെൻ്റൽ ഓക്സിജൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇത് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് വെക്കുക. ലൈക്ക് ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക, ഈ പ്രോസസ്സ് എന്തായിരിക്കും, ഈ പ്രോസസ്സ് ഇവിടെ ഇങ്ങനെ പോകുന്ന പ്രോസസ്സ്, ദിസ് പ്രോസസ്സ് എന്തായിരിക്കും, അത് +5 നിന്ന് -1 പോവാണ്. അതാണ് റിഡക്ഷൻ അല്ലേ. -2 നിന്ന് 0 പോകുന്ന പ്രോസസ് എന്തായിരിക്കും, അത് കൂടുതൽ ഓക്സിഡേഷൻ നമ്പർ കൂടുതലാണ്. അപ്പോൾ അതായിരിക്കും ഓക്സിഡേഷൻ. അപ്പോൾ ദർ ഈസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ദ റിയാക്ഷൻ ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതേ സംഭവം നിങ്ങൾ കാൽഷ്യം കാർബണേറ്റ് കൊടുത്താൽ, കാൽഷ്യം കാർബണേറ്റിനെ ഇതുപോലെ തെർമൽ ഡീകമ്പോസ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടാറോ, കാൽഷ്യം ഓക്സൈഡ് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, കാൽഷ്യത്തിന് എത്രയുണ്ടാവുക, കാൽഷ്യത്തിൻ്റെ +2 നിങ്ങൾ എഴുതി വെക്കാം കേട്ടോ, ഓരോന്ന് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ എത്ര, ഇത് +4 ആയിരിക്കും, ഇത് -2 ആയിരിക്കും ഓക്സിജൻ്റെ. ഇതേപോലെ ഇത് -2, കാൽഷ്യം +2, ഇവിടെ കാർബൺ ഡൈഓക്സൈഡ് -2, കാൽഷ്യം എത്രയാണ് +4. ഓരോ ചെയ്ത് വെക്കട്ടോ, ഓരോന്നും ചെയ്ത് വെക്കണേ. ഇവിടെ കണ്ട ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു ആറ്റത്തിൻ്റെയും ഒരു എലമെൻറ്റിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കൂടുന്നില്ല, കുറയുന്നില്ല. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോഴും കുറയുമ്പോഴല്ലേ നമുക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ പറയാനുള്ളൂ. അപ്പോൾ ഇത് റിയാക്ഷൻ എന്തല്ല, ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ അല്ല. ഓക്കെ, ഡീകമ്പോസിഷൻ, ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ആർ നോട്ട് റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങളുടെ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെന്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. HAuCl4 ആണ്. എങ്ങനെ സ്റ്റോക്ക് നൊട്ടേഷൻ ചെയ്താൽ HAu, ഇതിൽ പിന്നെ എലമെൻറ്റ് AU അല്ലെ, ഗോൾഡ്,
പിന്നെ Cl4 ഉണ്ട്. അപ്പോൾ ഈ ഗോൾഡിൻ്റെ എലമെൻറ്റ് പിന്നെ നമ്മുടെ മെറ്റൽ എലമെൻറ്റ് അല്ലേ, ഞാൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ എലമെൻറ്റ് ഉദ്ദേശിച്ചു കേട്ടോ. മെറ്റൽ എലമെൻറ്റ് എന്ത് ചെയ്യണം, നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നമ്പർ കൊടുക്കണം, എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ എന്നത്. പിന്നെ Cl4 അങ്ങനെ തന്നെ അല്ലെ. ടോട്ടൽ എത്ര വരിക, ടോട്ടൽ 0. നമുക്ക് H എത്രയാണ്, +1 പ്ലസ് എക്സ് നമുക്കറിയാം, ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ -4, കാരണം ഒരു ക്ലോറിൻ -1 ആണ്, അപ്പോൾ 4 ക്ലോറിൻ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, x -3 = 0, x +3, അപ്പോൾ 3 എന്ന് വരിക. ഇവിടെ 3 എന്ന് കൊടുക്കണം, അങ്ങനെ 3 എന്ന് കാണിച്ചു. ഇതാണ് ശരിക്കും സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് HAuCl4. പിന്നെ MnO2 ആണ്, മാംഗനീസ് ഡയോക്സൈഡ്. Mn എത്രയെന്ന് നോക്കുക, O2. മാംഗനീസ് എത്രയായിരിക്കും, 4 ആയിരിക്കും അല്ലേ, ആയിരിക്കും. കാരണം എന്താണ്, ഒരു ഓക്സിജൻ എത്രയാണ്, -2 ആണ്, 2 ഓക്സിജൻ -4. അപ്പോൾ എന്തായിരിക്കും, അത് അങ്ങോട്ട് പോകുമ്പോൾ +4 ആയിരിക്കും. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ ദ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ. ലൂസിങ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിഡേഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ഈസ് റിഡക്ഷൻ. അതാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് അനുസരിച്ചുണ്ടാവുക. ഫൈൻഡ് ദ ഓക്സിഡൈസർ, ഓക്സിഡൈസിങ് ഏജന്റ്, ആൻഡ് റിഡ്യൂസർ, റിഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ Na സോഡിയം 2Na + Cl2 gives 2NaCl. ഇതാണ് ഇക്വേഷൻ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, 2N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 അല്ലേ. ക്ലോർ എത്രയായിരിക്കും, 0. Na +1 എന്തായിരിക്കും, Cl -1. അപ്പോൾ ഏതാണ് ഓക്സിഡേഷൻ, 0 എന്ന് ഇതിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു, ഓക്സിഡേഷൻ അല്ലേ. ഇതെന്തായിരിക്കും, Cl, ഇതെന്തായിരിക്കും, റിഡക്ഷൻ അല്ലേ. ദ സ്പീഷ്യസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ, അതാണ് ആക്ച്വലി എന്ത്, അതാണ് റിഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ആ റിഡ്യൂസിങ് ഏജന്റ്, ദിസ് ഈസ് റിഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ റിഡക്റ്റന്റ്, റിഡ്യൂസർ. ഇതാണ് എന്ത്, ഓക്സിഡൈസർ. ഓക്സിഡൈസർ അണ്ടർഗോസ് റിഡക്ഷൻ, റിഡ്യൂസർ അണ്ടർഗോസ് ഓക്സിഡേഷൻ. ശരിയല്ലേ? റൈറ്റ്. ഇനി ക്വസ്റ്റ്യൻ ഇല്ലല്ലോ, ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ഗിവൺ ദ റിഡോക്സ് റിയാക്ഷൻ അല്ലേ, തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സ്പീഷ്യസ് വിച്ച് അണ്ടർഗോ റിഡക്ഷൻ ആൻഡ് വിച്ച് അണ്ടർഗോ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. CuO + H2 gives Cu + H2O അല്ലേ. അപ്പോൾ CuO ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം കേട്ടോ. അതിപ്പോൾ CuO Cu ആയിട്ട് മാറി അല്ലേ. റിമൂവൽ ഓഫ് ഓക്സിജൻ അല്ലേ, അതെന്താണ്, അതാണ് റിഡക്ഷൻ. ഓക്കെ, H2 + H2O അതെന്താണ്, അഡീഷൻ ഓഫ് ഓക്സിജൻ, അതെന്താണ് ഓക്സിഡേഷൻ. ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പഴയ ക്ലാസിക്കൽ കൺസെപ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, റിമൂവൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ഹൈഡ്രജൻ ടൈപ്പിൽ ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഐഡന്റിഫൈ, ഇതാണ് ഓക്സിഡേഷൻ പറഞ്ഞു. ഐഡന്റിഫൈ ദ റിഡക്റ്റൻ ആൻഡ് ഓക്സിഡൻ ഇൻ ദ ഫോൾ. ആരായിരിക്കും, ഇതായിരിക്കും, ഇയാളായിരിക്കും റിഡക്റ്റൻ്റ് അണ്ടർഗോ ഓക്സിഡേഷൻ. ഇയാളെന്തായിരിക്കും, ഓക്സിഡൻ്റ് ആയിരിക്കും. ദിസ് ഈസ് ഓക്സിഡൻറ്റ്. ഓക്സിഡൈസിങ് ഏതാണ്, ഓക്സിഡൻറ്റ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, among the following reaction identify one which is not redox reaction. ഇവിടെ ഉണ്ട്, നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ട്. ഓപ്ഷൻ 3 ആണ്. കാൽഷ്യം കാർബണേറ്റ് എന്താണ്, അതോ റിഡോക്സ് റിയാക്ഷൻ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 7. Redox reactions are classified into 4 types. Describe any 3 of them with a suitable example. ഒന്ന് കോമ്പിനേഷൻ റിയാക്ഷൻ ഇല്ലേ, കാർബൺ + ഓക്സിജൻ ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഏത് റിയാക്ഷനാണ്, ഓക്സിഡേഷൻ റിയാക്ഷനാണ്. കാരണം കാർബൺ എന്ത് ചെയ്യുന്നു, കാർബൺ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, കാർബൺ എന്താണ് ഇവിടെ 0, ഇവിടെ കാണുന്നത് ഇത് +4 അല്ലേ. ഇവിടെ ആണെങ്കിലോ ഓക്സിജൻ എത്രയാണ്, 0, അത് -2. അപ്പോൾ ഈ പോയിന്റ്, ഈ ഭാഗം ഏതാണ്, ഇത് ഓക്സിഡേഷൻ, ഈ ഭാഗം എന്താണ്, റിഡക്ഷൻ. ശരിയല്ലേ? അപ്പോൾ ഈ കോമ്പിനേഷൻ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, റിഡോക്സ് റിയാക്ഷൻ ആണ്. അവിടെ എന്തുണ്ട്, ഓക്സിഡേഷനും റിഡക്ഷൻ നടക്കുന്നുണ്ട്. അടുത്തതാണ് ഡീകമ്പോഷൻ റിയാക്ഷൻ അല്ലേ. ഇപ്പോൾ H2O എന്നുള്ളത് H2 + O2 ആവുന്ന പ്രോസസ് അല്ലേ, 2H2O. ഇതെന്തായിരിക്കും ഉണ്ടാവുക, H എന്ന് പറഞ്ഞാൽ +1 ആണ്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇത് 0, ഇത് 0. +1 നിന്ന് 0ക്ക് പോകുന്നത് എന്താണ്, റിഡക്ഷൻ. ഓക്കെ, ഓക്സിജൻ -2 നിന്ന് 0ക്ക് എന്താണ്, കൂടുതലാണ്, എന്താണ്, ഓക്സിഡേഷൻ.
അപ്പോൾ ഇതെന്താണ്? റിഡോക്സ് റിയാക്ഷനാണ്, ഡീകമ്പോസർ റിയാക്ഷൻ. വേറൊരു റിയാക്ഷനാണ് പിന്നെ അടുത്ത റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗീവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഓക്കെ, ദ റിയാക്ഷൻ സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് എന്ന് പറയാം. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0. ഇവിടെ എത്രയാണ്? +2. കോപ്പറിൻ്റെ +2. ഇവിടെ എത്രയാണ്? 0. ആ പ്ലസ് ഇത് പോകുമ്പോൾ ഓക്സിഡേഷൻ. ഇതേതാണ്? റിഡക്ഷൻ. സോ അതെന്തായിരിക്കും? പിന്നെ മറ്റൊന്നെന്താണ്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. നിർബന്ധം നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ചു വെക്കണം. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന കേസാണ്. അപ്പോൾ ഞാൻ 3 പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നിങ്ങൾ പഠിച്ചു വെക്കാം. ഡിസ്പ്രപ്പോർഷനേഷൻ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 8, ജസ്റ്റിഫൈ ദാറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. താഴെ പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ്, തെളിയിക്കണം. ഓക്കെ, H2S പ്ലസ് Cl2 gives 2HCl പ്ലസ് സൾഫർ. നിങ്ങൾക്ക് അറിയുന്നതാണ്, H2Sൽ ഹൈഡ്രജൻ +1 ആയിരിക്കും, 2 ഹൈഡ്രജൻ +2 ആയിരിക്കും. അപ്പോൾ ഇത് -2, ഇത് 0. ക്ലോറിൻ എന്നുള്ളത് എലമെൻ്റൽ ഫോമിൽ 0 ആയിരിക്കും. HCl ക്ലോറിൻ എത്രയാണ്? -1. സൾഫർ എത്രയാണ് ഇവിടെ? 0. -2 നിന്ന് -1ലേക്ക് വരിക, 0 നിന്ന് ഇവിടെ 0ൽ നിന്ന് -1ലേക്ക് വരിക, -2 നിന്ന് 0ലേക്ക് വരിക. ഓക്കെ, ഇതെന്തായിരിക്കും? ദിസ് ഈസ് റിഡക്ഷൻ. ഇതെന്തായിരിക്കും? ഇത് ഓക്സിഡേഷൻ. ഓക്കെ, ഇനി MnO2ൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ കാണണം. നമ്മൾ നേരത്തെ പറഞ്ഞു മാംഗനീസ് അല്ലേ, എന്തായിരിക്കും? 4 പിന്നെ O2 ഇങ്ങനെ ഉണ്ടാവുക. നമുക്കിനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോവാണ് നമ്മൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പുതിയ ചാനലാണ്, ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെല്ലാവരും നമ്മളെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ. യെസ്, കാരണം നമ്മുടെ ഇനിയുള്ള +1ലുള്ള എല്ലാ വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടാവുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, റൈറ്റ്. ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഞാൻ 2 ചാപ്റ്റേഴ്സ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പോകാം. ഫസ്റ്റ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ, പിന്നെ ഹൈഡ്രോ കാർബൺ. അപ്പോൾ ഞാൻ ആദ്യം ഓർഗാനിക് കെമിസ്ട്രി ഫസ്റ്റ് അല്ലേ, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്ക് നോക്കാവുന്നതാണ്. C2H6 C5H12 ആർ മെമ്പേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് വാട്ട് ഈസ് ഹോമോലോഗസ് സീരീസ്. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലേ, നമ്മൾ എന്താ പറയേണ്ടത്? ഹോമോലോഗസ് സീരീസ് ആണല്ലേ, എ സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാവിങ് സെയിം functional group and general formula in which adjacent members, neighboring members differ by CH2 ഗ്രൂപ്പ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്ജസൻറ്റ് മെമ്പേഴ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്ന സെയിം ഫങ്ഷൻ ഗ്രൂപ്പുള്ള സെയിം ജനറൽ ഫോമിൽ എഴുതാൻ പറ്റുന്ന സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് സീരീസ്. What is general molecular formula of above homologous series? അതായത് C2H6 C5H12ൻ്റെ ഒക്കെ CnH2n+2 എന്ന് പറയുന്ന ആൽക്കെയിൻ ആണ് ഇത് സംഭവം, ആൽക്കെയിൻ. അപ്പോൾ ഇതാണിത് ആൻസർ, CnH2n+2 എന്നായിരിക്കും ആൻസർ ഉണ്ടാവും. ആൽക്കെയിൻസ് ആണ്, ആൽക്കെയിൻസ്. റൈറ്റ്, അതൊരു പോയിൻ്റാണ്. അടുത്തത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് CH2 ഗ്രൂപ്പ് ഇൻ ഹോമോലോഗസ് സീരീസ് അല്ലേ, എന്തായിരിക്കും പറയുന്നത് നമ്മൾ? ഇൻ ഹോമോലോഗസ് സീരീസ് ദ മെമ്പേഴ്സ് ആർ ഡിഫേർഡ് ബൈ CH2 ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കാം, CH4 അല്ലേ, C3H8, അതിൻ്റെ മുമ്പ് C2H6, C3H8, C4H10, C5H12, ഇതൊക്കെ ആൽക്കൈൻ്റെ അല്ലേ, ആൽക്കൈൻ, ഈഥേൻ പോലത്തെ സംഭവമാണല്ലോ. ഇതൊക്കെ ഒരു മെമ്പറും അടുത്ത മെമ്പറും തമ്മിൽ. അപ്പോൾ ഈ 2 മെമ്പേഴ്സ് അല്ലേ, ഈ 2 മെമ്പേഴ്സ് മീഥേനും തമ്മിൽ അല്ലേ ആർ ഡിഫേർഡ് ബൈ CH2. ഇപ്പോൾ ഈഥേനും പ്രൊപ്പൈൻ തമ്മിൽ എന്താണ്? CH2. ഒക്കെ CH2 ഡിഫറൻസ് ഉണ്ടാവാം. അതാണ് ഹോമോലോഗസ് സീരീസിൻ്റെ പ്രത്യേകത. നിങ്ങൾ സംശയം ചോദിക്കട്ടോ, സംശയം ചോദിക്കാവുന്നതാണ്.
ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സിമ്പിൾ ആണെന്നെങ്കിലും ചോദിച്ചാൽ ഡൗട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ക്വസ്റ്റൻ നമ്പർ 2. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. IUPAC നെയിം ഏതാണ്? അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് നിങ്ങൾ നോക്കുക, CH3. ഞാൻ കോമ്പൗണ്ട് ഇങ്ങനെ എഴുതാം, CH3, CH, CH3, CH2, CH, CH2, CH3, ഇവിടെ CH3. ഇതാണ് സംഭവം. ഓക്കെ, ഇതിൽ വലിയ ചെയിൻ കണ്ടെത്തണം. ഇതാണ് വലിയ ചെയിൻ അല്ലേ? ഇവിടെ നിങ്ങൾ നമ്പർ ചെയ്യണോ അതോ ഇവിടുന്ന് ഇങ്ങനെ പോകണം എന്നുള്ളതാണ് അടുത്ത അല്ലേ? അപ്പോൾ എന്താ ഉണ്ടാവുക? എവിടെ നമ്പർ ചെയ്യേണ്ടത്? എവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്? ഇങ്ങനെ ആകുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 2ലും ഇവിടെ 4ലും അല്ലേ? 2 4. മറ്റേ ഇവിടെ നിന്നാണ് വരുന്നെങ്കിലോ, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിലോ ഇവിടെ 3ലും പിന്നെ 5ലോ 3. അപ്പോൾ അതല്ലല്ലോ, 2 4 ലോവസ്റ്റ് ലോക്കൻ്റ്. അപ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? 2 4 2,4 ഡൈമീഥൈൽ 2 4 ഡൈമീഥൈൽ അല്ലേ? ഹെക്സൈൻ അല്ലേ പറഞ്ഞത്? ഹെക്സൈൻ. ഓക്കെ, 2 4 ഡൈമീഥൈൽ ഹെക്സൈൻ. ഓക്കെ, അടുത്ത നോക്കാം കേട്ടോ. അടുത്തത് ഇങ്ങനെയാണ്, CH3 ട്വൈസ് ആണ്. അപ്പോൾ CH ഇവിടെ CH3 ഉണ്ടാവും, പിന്നെ CH2, പിന്നെ CH ഇവിടെ Cl ഉണ്ട്, പിന്നെ CH3. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ 1 2 3 4 5. അപ്പോൾ 2ലും 4ലും എന്തുണ്ട്? 2ലും 4ലും അല്ലേ? ഞാൻ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതൊക്കെ നിർബന്ധം അറിയണം. 1 2 3 4 5 ഇങ്ങനെ ഇടാം. ഇനി തിരിച്ച് അവിടെ നിന്നാണെങ്കിലോ 1 2 3 4 5. ഇതിൽ ഈ CH3ക്കും മിഥൈൽ ക്ലോറിനും പ്രത്യേകിച്ച് എന്തില്ല, ഒരാൾ മറ്റേക്കാൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി ഇല്ല. രണ്ടും എന്താണ്? സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. ഒരു മെയിൻ ചെയിൻ ഉണ്ടെങ്കിൽ, കാരണം രണ്ടും എന്തല്ല, ഇതിൽ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പുകളില്ല. ക്ലോറിൻ എന്തല്ല, ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റ് മാത്രമാണ്. നമ്മൾ എന്തല്ല സാധാരണ നമ്മൾ പിന്നെ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് പറയില്ല. സിമ്പിൾ ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്താണ്? ഒരു സബ്സ്റ്റിറ്റ്യൂവൻറ്റ് മാത്രമാണ്. ഹാലോജൻസ് എല്ലാം ബ്രോമിൻ ആണെങ്കിലും ക്ലോറിൻ ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ പിന്നെ എങ്ങനെ ചെയ്യേണ്ടതാണ്? രണ്ടിലും എന്താണ്? ഇവിടെ 2ല് കിട്ടുന്നു, ഇവിടെ എന്ത് 2 ഇവിടെ നിന്ന് 2 കിട്ടുന്നു. രണ്ടും 2 4 എന്നാണ് പറയേണ്ടത്. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും 2 4. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്ലോറിൻ അല്ലേ? സി ആണ് വരിക ക്ലോറിൻ. ഇവിടെ എന്താണ്? മിഥൈലിൻ്റെ M വരിക. അപ്പോൾ അതിൽ ആൽഫബറ്റ് ഉപയോഗിച്ച് ചെറുതാരാണ്? ആദ്യം വരുന്ന ആൽഫബറ്റ് ക്ലോറിൻ്റെ C ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ നമ്പറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടും നമുക്ക്? ആൻസർ എന്തായിരിക്കും? ആൻസർ 2 ക്ലോറോ അല്ലേ? 2 ക്ലോറോ 4 മീഥൈൽ അല്ലേ? പെൻറ്റൈൻ ആണ് കിട്ടുക. യെസ്, 2 ക്ലോറോ 4 മീഥൈൽ പെൻറ്റൈൻ. കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. തന്നിട്ടുണ്ട്, ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് ഇങ്ങനെ തന്നിട്ട് ഒരു സൈക്ലോ ഹെക്സനോൾ തന്നിട്ടുണ്ട്, പിന്നെ ഡബിൾ ബോണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് സൈക്ലോ ഹെക്സനോൾ ആണ് അല്ലേ? സൈക്ലോ ഹെക്സനോൾ ആണ്. പക്ഷേ ഇത് സൈക്ലോ ഹെക്സനോൾ എന്ന് പറഞ്ഞാൽ ഹെക്സീനോൾ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ OH ഇവിടുത്തെ പ്രിൻസിപ്പൽ ഫങ്ഷൻ ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് 1, ഇത് 2, ഇത് 3 4 5 6 ഇങ്ങനെ വരിക. അപ്പോൾ 2ൽ എന്തുണ്ട്? 2ൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈൻ എന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? ഇതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യുമോ എല്ലാവരും? എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? സൈക്ലോ ഹെക്സ് 2 ഈൻ 1 ഓൾ. ആരും ചെയ്തിട്ടുണ്ടോ? സൈക്ലോ ഹെക്സ് 2 ഈൻ 1 ഓൾ. യെസ്, അതാണ് സംഭവം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദ
structure of molecules represented by IUPAC name pent 4-in-2-ol and nitrocyclohexane. ഇത് രണ്ടിൻ്റെ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതണമെന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഉണ്ടാവുക? പെൻറ്റ് 4-in-2-ol എന്നല്ലേ, അപ്പോൾ സി 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 അല്ലേ, എന്തൊക്കെ വരും? ഇവിടെ OH കൊടുക്കാം അല്ലേ, പിന്നെ ഇതിൻ്റെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. 4 ഇത് ഡബിൾ ബോണ്ട് വേണമെന്നാണ്, അപ്പോൾ ഇവിടുന്ന് ഡബിൾ ബോണ്ട് ഇങ്ങനെ വേണം അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇവിടെ CH3 CH CH2 CH CH2 ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പേരാണ് ആക്ച്വലി എന്ത്? പെൻറ്റ് 4-in-2-ol. ഇതിൽ ആർക്കാണ് പ്രയോറിറ്റി? നമ്മൾ ഇവിടുന്ന് ചെയ്യണോ നമ്പർ, ഇവിടുന്ന് ചെയ്യാം നമ്പർ? ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം അല്ലേ. നമ്പർ ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ് 1 2 3 4 5. കാരണം പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് OH, പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് OH എന്താണ്, അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിന് ശേഷം ആര് വരുള്ളൂ? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊക്കെ വരുന്നു. യെസ്. നൈട്രോസൈനോ ഹെക്സൈൻ എന്താണ്? നൈട്രോസൈക്ലോഹെക്സൈൻ. സൈക്ലോഹെക്സൈൻ ഇതാണ് നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NO2 കൊടുത്താൽ മതി. ദിസ് ഈസ് കോൾഡ് നൈട്രോസൈക്ലോഹെക്സൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈക്ലോപ്രോപ്പെയിൻ തന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ദ ബോണ്ട് ലൈൻ സ്ട്രക്ചേഴ്സ് ഓഫ് ആരൊക്കെയാണ്? സൈക്ലോഹെക്സൈൻ. എന്താണ് സൈക്ലോഹെക്സൈൻ്റെ സംഭവം? ഇതാണ് ബോണ്ട് ലൈൻ വരക്കണം കേട്ടോ. യെസ്. 2-bromobutane. 2-bromobutane. ബ്യൂട്ടൈൻ വരക്കുക 1 2 3 4. 2-bromo എന്ന് പറഞ്ഞാൽ ഇവിടെ BR കൊടുക്കുക അല്ലേ, ഇവിടെ എന്ത് ചെയ്യുക? BR. ഇതാണ് 2-bromobutane. അടുത്തെന്താണ്? അടുത്ത ഈ കോമ്പൗണ്ട് വരക്കാനാണ്. അവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 അല്ലേ, 5 കാർബൺ ഉണ്ട്. 1 2 3 4 5. അവിടെ ഇവിടെ OH കൊടുക്കണം, പിന്നെയോ അവിടെ BR കൊടുക്കണം ഇതല്ലേ. യെസ്, കഴിഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4. ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ് ലൈക്ക് നൈട്രജൻ, ഹാലോജൻ, സൾഫർ ആർ ഡൺ ബൈ Lassaigne ടെസ്റ്റ്. ഡിസ്കസ് ദ കെമിസ്ട്രി ഓഫ് Lassaigne ടെസ്റ്റ് ഫോർ എബവ് റിയാക്ഷൻ. എലമെന്റ്. അപ്പോൾ എന്ത് ചെയ്യും? ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. നിങ്ങൾ ബുക്കിലുണ്ട് സംഗതി അല്ലേ. നമ്മൾ Lassaigne എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ റിയാക്ഷൻ നടത്തുകയാണ്. 1 part of sodium fusion extract. Sodium fusion extract എന്താണ്? Lassaigne extract തന്നെ. Add freshly prepared ferrous sulfate solution, heated to boiling, cooled and acidified with constant. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ബ്ലൂ കളർ. ഗ്രീൻ വേണമെന്നില്ല, ബ്ലൂ കളർ അപ്പ് അല്ലേ, പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞില്ലേ, ആ presence of nitrogen. Little of sodium fusion extract is acidified with nitric acid and then add silver nitrate. അപ്പോൾ എന്താവും? AgX ഉണ്ടാവും അല്ലേ, AgX. അപ്പോൾ അത് AgCl ആണെങ്കിൽ എന്ത്? വൈറ്റ് പ്രസിപ്പിറ്റ് ആയിരിക്കും ഉണ്ടാവുക, പ്രസൻസ് ഓഫ് ക്ലോറിൻ. ഇനി പെയിൽ യെല്ലോ ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? പ്രസൻസ് ഓഫ് ബ്രോമിൻ അല്ലെ. പെയിൽ യെല്ലോ മാത്രമല്ല, പെയിൽ യെല്ലോ സോളിബിൾ ഇൻ NH4OH, അമോണിയ ഹൈഡ്രോക്സൈഡിൽ സോളിബിൾ ആവുന്ന തരത്തിലാണെങ്കിൽ. ഇനി യെല്ലോ തന്നെയാണ്, പക്ഷേ ഇൻസോളിബിൾ എന്തായിരിക്കും? AgI ആയിരിക്കും, സിൽവർ അയോഡൈഡ് ആയിരിക്കും. പിന്നെ ലിറ്റിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാ, ആഡ് സോഡിയം നൈട്രോപ്രസൈഡ് സൊല്യൂഷൻ. വയലറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? സൾഫറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ്. ഞാൻ അവിടെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്നുള്ളൂ. ഗിവ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൻ്റെ IUPAC നെയിം പറയാൻ നോക്കാം. അപ്പോൾ അത് നെയിം ചെയ്യുകയാണെങ്കിൽ എവിടെ തുടങ്ങണം അല്ലേ? ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഏറ്റവും വലിയ ചെയിൻ ഏതായിരിക്കും ഉണ്ടാവുക? ഇതാണ് വലിയ ചെയിൻ. യെസ്. അപ്പോൾ അതിന് ഈ വലിയ ചെയിൻ ഇവിടെ നിന്ന് വരുമ്പോൾ അല്ലേ, OH ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം. 1 2 3 4 5 6 7. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ ഈ ഭാഗത്തൊരു CH3 ഉണ്ട്, 2 CH3 ഉണ്ട്. അപ്പോൾ 5 ഡൈമീഥൈൽ അല്ലേ, 5 ഡൈമീഥൈൽ, 5 ഡൈമീഥൈൽ അല്ലേ, 7 അല്ലേ. ഹെപ്റ്റാൻ 2-ol, ഹെപ്റ്റാൻ 2-ol എന്നാണ്. ഹെപ്റ്റാൻ 2-ol.
ഹെപ്റ്റൈൻ എന്ന് പാടില്ല. എയിൻ്റെ ഇ എന്ത് ചെയ്യും? ഇവിടെ ഓൾ എന്നുള്ളതിൻ്റെ വവൽ സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഹെപ്റ്റൈൻ്റെ ഇ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഹെപ്റ്റാൻ ടു ഓൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതിൻ്റെ പേരെന്തായിരിക്കും അടുത്തത്? എന്ത് സംഭവം? ഇത് 1 2 3 4 5 അല്ലേ? ഇവിടെ ആരാണ് ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ്? ഇയാളെ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അതൊക്കെ ചെറിയ മിനിമം നമ്പർ കിട്ടണം അല്ലേ? അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? അത് പെൻഡാൻ 2 ഓൺ അല്ലേ? പെൻഡാൻ 2 ഓൺ. ഓണല്ലേ പറയേണ്ടത്, കീറ്റോൺ ആയതുകൊണ്ട്. യെസ്, ഇതിൻ്റെ പേരെന്തായിരിക്കും? 2,4,6 ട്രൈ ബ്രോമോ. യെസ്, ഓൺ എഴുതുമ്പോഴേ ഹലോ 1 2 3 എന്നുള്ള ഐ ഡി ഓൺ എഴുതുമ്പോൾ ONE എന്ന് വേണം കേട്ടോ. ONE വേണം, എന്നാലേ ശരിയാവുള്ളൂ. ഓക്കെ, ഇത് നോക്കാം നിങ്ങൾ കേട്ടോ. ഇതിൻ്റെ പേര് 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ. 2,4,6 ട്രൈ ബ്രോമോ ഫിനോൾ ആണ് ആക്ച്വലി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6. Carbocations are formed by the heterocyclic cleavage of covalent bond. What is heterocyclic bond fission? Heterocyclic bond fission ആണ് ഇപ്പോൾ RCl അല്ലെങ്കിൽ RX അല്ലേ? കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഷെയ്ഡ് പെയർ ടു വൺ എലമെൻറ്റ് ഈസ് കോൾഡ് heterocyclic cleavage. അപ്പോൾ എന്താ കിട്ടും നമുക്ക്? R പ്ലസും കിട്ടും, എക്സ് മൈനസും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് കാർബോകാറ്റയോൺ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH3Cl എന്ത് ചെയ്യുന്നു? ഇവിടെ കംപ്ലീറ്റ് Cl പോവുകയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? CH3 പ്ലസ് കിട്ടൂലേ? ഇതേ സംഭവം തന്നെ. ഇതിന് പറയുന്ന പേരെന്താണ്? നമുക്ക് കാർബോകാറ്റയോൺ ഫോർമേഷൻ. ഇതിനെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയും. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് 2 ഇലക്ട്രോൺസ് ഓഫ് എ ഷെയ്ഡ് പെയർ to one fragment അല്ലേ ഈസ് കോൾഡ്, അല്ലെങ്കിൽ to one element ഈസ് കോൾഡ് heterocyclic compound. അടുത്ത heterocyclic fission. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് കാർബോകാറ്റയോൺ ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ട് നോക്കാം. അതിൽ CH3 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആരായിരിക്കും? CH3 എന്ന് പറയുന്ന മൂന്നാമത്തെ കോമ്പൗണ്ട്. ടെർഷ്യറി ആണ്, അത് ഏറ്റവും സ്റ്റേബിൾ. ടെർഷ്യറി കാർബോഹൈഡ്രേറ്റ്സ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി. ഇവിടെ സെക്കൻഡറി ഉള്ളത് ഒന്നാമത്തത് CH3 ഒന്നാമത്തത്. ഓക്കെ, പിന്നെയാണ് ആര് വരിക? CH3 പ്രൈമറി വരിക. അതിനുശേഷമാണ് ആര് വരിക? മിഥൈൽ വരിക. മിഥൈൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർഡർ. ഓക്കെ, രണ്ട് കാരണങ്ങളുണ്ട് ഇങ്ങനെ ഓർഡർ വരാനുള്ള. ഒന്ന് ഇൻഡക്റ്റീവ് പ്ലസ് ഐ എഫക്റ്റ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതാ ആൽക്കൈൽ ഗ്രൂപ്പ്? ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. CH3 ഗ്രൂപ്പ്. അതെന്ത് ചെയ്യും? അത് പ്ലസ് ഐ എഫക്റ്റ് കാണിക്കുന്നു. ഇലക്ട്രോൺസ് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കും. ഈ കാർബൺ എന്താണ്? നിങ്ങൾക്ക് അറിയുന്ന പോലെ ഈ കാർബൺ ആക്ച്വലി എന്താണ്? ഈ കാർബൺ എന്താണ്? പോസിറ്റീവാണ്. അതിനൊക്കെ ഇലക്ട്രോൺസ് കൊടുത്താൽ എന്ത് ചെയ്യും? ചാർജ് പെട്ടെന്ന് എന്ത് ചെയ്യും? ഇല്ലാതെയാവും അല്ലേ? അപ്പോൾ ന്യൂട്രലൈസേഷൻ നടക്കും. ന്യൂട്രലൈസേഷൻ ഓഫ് ചാർജ് ഇൻക്രീസസ് സ്റ്റെബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അത് സ്റ്റേബിൾ. രണ്ടാമത്തെ കാരണം അതെ ഹലോ 1 2 3 എന്നുള്ള ഐഡിയയിലുള്ള ആൾ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ കോഞ്ചുഗേഷനാണ്. ഇവിടെ നോക്കൂ, CH3 3H, ഇവിടുത്തെ 3H, ടോട്ടൽ 9 ആൽഫ ഹൈഡ്രൻസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാവരും ഇത് ഹൈപ്പർ കോഞ്ചുഗേഷനിൽ പങ്കെടുക്കും, ഹൈപ്പർ കോഞ്ചുഗേഷൻ കാണിക്കും. ഇവിടെ ആണെങ്കിലോ ഈ മൂന്നെണ്ണം വെറും 6 ഉള്ളൂ, ഇവിടെ വെറും 3 ഉള്ളൂ. ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ പങ്കെടുക്കാനില്ല. ഹൈപ്പർ കോഞ്ചുഗേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 7. റൈറ്റ് the complete condensed and bond line structure of 2-bromobutane. ഓക്കെ, അപ്പോൾ അത് നമുക്ക് 2-bromobutane എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിൻ്റെ കംപ്ലീറ്റ് കണ്ടൻസ്ഡ് ഫോം നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന സംഗതിയാണല്ലോ അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ഫോമിൽ എഴുതുക C അല്ലേ? H ഇവിടെ Br വേണം, ഇവിടെ H ബാക്കിയുണ്ട്.
ഇവിടെ എച്ച്, ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ഇതാണ് കംപ്ലീറ്റ് ഫോർമുല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കണ്ടൻസ് ഫോർമുല ആക്കി. ഇവിടെ CH3 CHBr CH2 CH3. ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ ബോണ്ട് ലൈൻ വരക്കാം. 1 2 3 4. ഇവിടെ എന്ത് ചെയ്യാം, BR കൊടുത്താൽ ബോണ്ട് ലൈനുമായി. ഓക്കെ. രണ്ടാമത്തത്, in the carriers method of estimation of halogen, 0.15 gram of organic compound gave 0.12 gram of AgBr. Find the percentage of bromine in the compound ആണ്. ഞാനതെങ്ങനെ കാണിച്ചെന്ന് ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഇതാണ് ഇക്വേഷൻ കാരിയസ് മെത്തേഡിൽ അല്ലേ. AgBr ആയിട്ടാണ് ഇവിടെ ബ്രോമിൻ ആയതുകൊണ്ട് AgBr അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, AgBr AgX ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആൻസർ എന്താ വരിക, 34.4 ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ അറ്റോമിക് മാസ് ഓഫ് ബ്രോമിൻ തന്നിട്ടുണ്ട്, എത്രയാണ് 80. പിന്നെന്താണ് M1 എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് AgBr തന്നിട്ടുണ്ട് 0.12 gram ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് AgBr നമുക്ക് അറിയേണ്ടതാണ്. AgBrൻ്റെത് 10880. 80 എന്താണ് BR ഏജ് എത്രയാണ് 108. അപ്പോൾ ടോട്ടൽ 188. കൊടുത്തു നോക്കിയാൽ ആൻസർ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ. ക്വസ്റ്റ്യൻ നമ്പർ 8. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്ട് ഇൻ കോവാലന്റ് ബോൺഡ്സ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ. ഞാൻ ഇവിടെ പെട്ടെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്നുള്ളത്, ഇൻഡക്റ്റീവ് എഫക്റ്റ് അല്ലേ, പെർമനൻ്റ് എഫക്റ്റ് ആണ് ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലേ. എന്താ സംഭവം അവിടെ, ഷിഫ്റ്റിംഗ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ത്രൂ കാർബൺ ചെയിൻ ഇൻ പ്രസൻസ് ഓഫ് an electron or group of atom having different electronegativity attached to a carbon chain. This effect propagates only through sigma carbon sigma bond. അതായത് ഒരു CH3CH2Cl എന്ന് പറയുന്ന കോമ്പൗണ്ട് വിചാരിച്ചോളൂ. ആ കോമ്പൗണ്ട് Cl എന്ന് പറയുന്നത് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബൺ സിഗ്മ ബോണ്ടിലൂടെ സിംഗിൾ ബോണ്ടിലൂടെ എന്ത് ചെയ്യും, ഇതിങ്ങനെ അങ്ങോട്ട് വലിക്കും. ഓക്കെ. അപ്പോൾ അതെന്താ, ഇത് സ്ലൈറ്റ് നെഗറ്റീവ് ആകും, ഇത് സ്ലൈറ്റ് പോസിറ്റീവ്, അത് വെരി സ്ലൈറ്റ് പോസിറ്റീവ്, വെരി സ്ലൈറ്റ് പോസിറ്റീവാണ്. ഇതിന് പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന എഫക്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആയിട്ടുള്ള -I എഫക്റ്റ് ആണ്. -I എഫക്റ്റ് അതാണ് ഒന്നാമത്തത്. ഓക്കെ. ഇനി ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ് രണ്ടാമത്തത്. ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് pi electrons to one of the atom join in a multiple bond in presence of an attacking reagent. It is a temporary effect. It is possibly only in compounds contain multiple bond. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2ലേക്ക് ഒരു H+ വരാമെന്ന് വിചാരിക്കും. അതാണ് ഈ പറയുന്ന പുറത്തുനിന്നുള്ള അറ്റാക്കിംഗ് സംഭവം, H+ അറ്റാക്കിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഇത് കാണുന്നതോട് കൂടി എന്ത് ചെയ്യുന്നല്ലോ, ഈ H+ അടുത്തേക്ക് വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബോണ്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടുന്നത് CH3 CH ഇവിടെ എന്താകും, ഇവിടെ പ്ലസ് ആകും, ഇവിടെ CH2 മൈനസ് ആവില്ല. ആ മൈനസ് ഉണ്ടല്ലോ, ഇവിടുത്തെ CH2 മൈനസ് ആണ് ആവുക. ഈ മൈനസ് എന്ത് ചെയ്യും, H+ വന്നിട്ട് എന്ത് ചെയ്യും, ഈ CH3 തന്നെ ആകും. അപ്പോൾ മൈനസ് പോകും. നമുക്ക് എന്താ കിട്ടും, ഒരു കാർബോകാറ്റൻ കിട്ടും. ഓക്കെ. ഇതിന് പറയുന്ന പേരാണ് ആക്ച്വലി എന്ത്, ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഓക്കെ. വേറെ ഒന്ന് റെസൊണൻസ് എഫക്റ്റ് ആണ്. റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പൊളാരിറ്റി പ്രൊഡ്യൂസ്ഡ് in the molecule by interaction of two pi bonds or between a pi bond and lone pair of electrons present on an adjacent atom. അതായത് ഇവിടെ നടക്കുന്നത് അല്ലേ, ഇവിടെ ശരിക്കും കംപ്ലീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് ആക്ച്വലി അല്ലേ. ഇതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എഫക്റ്റ് ആണ് എന്ത്, റെസൊണൻസ് എഫക്റ്റ്. അതിന് പറയുന്നത് മെസോമെറിക് എഫക്റ്റിൻ്റെ പേര്, മെസോമെറിക് എഫക്റ്റ് എന്ന് കേട്ടില്ലേ നിങ്ങൾ? യെസ്, അത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അതായത് ഇപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2, ഇതിനെ പൈ കോഞ്ചുഗേഷൻ എന്ന് പറയുന്നത്. ഇത് പൈ ആണ്, ഇതൊരു പൈ കണ്ടോ, പിന്നെ സിഗ്മ പിന്നെ പൈ, അത് പൈ പിന്നെ സിഗ്മ പിന്നെ പൈ, ഇതിനെ നമ്മൾ കോഞ്ചുഗേഷൻ എന്ന് പറയാം. അപ്പോൾ സംഭവിക്കുക വെച്ചാൽ ഈ ഇവിടുത്തെ ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഈ പൈ ബോണ്ട് ഇല്ലേ, അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ ബോണ്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് ഇവിടെ CH2 ഇവിടെ പ്ലസ് ആകും,
ഇവിടെ സി എച്ച് ഇവിടെ ഡബിൾ ബോണ്ട് ആകും, ഇവിടെ സി എച്ച് ഇവിടെ CH2 ഇവിടെ മൈനസ് ആകും, ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് ആക്ച്വലി ഇതിനെ പറയുന്ന പേരാണ് റെസൊണൻസ് എഫക്റ്റ്. ഹൈപ്പർ കോഞ്ചുഗേഷനെ പിന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് എ പെർമനന്റ് എഫക്റ്റ്. റെസൊണൻസ് എഫക്റ്റും പെർമനന്റ് എഫക്റ്റ് കേട്ടോ. ഇറ്റ് ഈസ് എ പെർമനന്റ് എഫക്റ്റ്. ഇൻ ദിസ് എഫക്റ്റ് സിഗ്മ ഇലക്ട്രോൺസ് ഓർ CH bond of alkyl group enter into partial conjugation with the unsaturated system or with the unshared p orbital. That is, sigma electrons of CH bond get delocalized. അതായത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹൈപ്പർ കോഞ്ചുഗേഷൻ സംഭവിക്കുന്നത് ഇങ്ങനെ. ഇവിടെ നമുക്ക് ഇങ്ങനെ CH3 അല്ലെങ്കിൽ ഇങ്ങനെ CH2 ഡബിൾ ബോണ്ട് CH3 എന്നുണ്ട് വിചാരിച്ചുള്ളൂ. ഇങ്ങനെ തന്നെ എഴുതാം, CH2 CH3 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഒരു പ്രൊപ്പീൻ എടുക്കാം. ഈ പ്രൊപ്പീനിൽ ഇവിടെ നോക്കാം CH ഞാൻ ആ 3 H ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പിന്നെ CH ഡബിൾ ബോണ്ട് CH2. ഇവിടുത്തെ എഫക്റ്റ് നോക്കട്ടോ. ഇവിടെ ഈ CH എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, CH അത് സിഗ്മ ബോണ്ടാണ്. ഈ സിഗ്മ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ശരിക്കും ഒരു സിഗ്മ പൈ ഇൻ്ററാക്ഷൻ ആണ്, സിഗ്മ പൈ ഇൻ്ററാക്ഷൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ CH2 ബാക്കിയാവും. ഈ H+ ഇങ്ങനെ നോ ബോണ്ടായി നിൽക്കും. ഇതിനെ പറയുന്ന പേരാണ് നോ ബോണ്ട് റെസൊണൻസ്. പിന്നെ ബാക്കി എന്തുണ്ടാകും, ഇവിടെ CH ഡബിൾ ബോണ്ട് CH2 എന്നായിട്ട് മാറും അല്ലേ? യെസ്, ഇവിടെ നിന്നുണ്ടാവും, ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. ഇങ്ങനെ കിട്ടും. ഇത് ഈ മൾട്ടിപ്പിൾ ബോണ്ട് സിസ്റ്റത്തിൽ ഒക്കെ ഉണ്ടാവുന്ന കേസാണ്. ഇതിൻ്റെ ഈ ഡബിൾ ബോണ്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ, അതായത് ഡബിൾ ബോണ്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൽഫ കാർബണിലാണ് എന്ത് ചെയ്യുക, അത് സംഭവിക്കുക. ഇതുണ്ട്. അല്ലെങ്കിൽ മറ്റൊന്നെന്ന് വെച്ചാൽ CH3 CH2+, ഇവിടെ CH ഇവിടെ CH ഇവിടെ നിന്നുണ്ടായിരിക്കും. ഇത് കാർബോക്കേറ്റൻ ആണ് ഈ ഭാഗം അല്ലേ? അവിടെ നിന്നുണ്ടാവും ഒരു വേക്കൻറ്റ് പി ഓർബിറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്നുണ്ടാവും ഈ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ മതി. പിന്നെ സിഗ്മ പി ഇൻ്ററാക്ഷൻ എന്ന് പറയാം, പി ഓർബിറ്റൽ, വേക്കൻറ്റ് പി ഓർബിറ്റൽ ഇൻ്ററാക്ഷൻ. അതായാലും എന്തായിരിക്കും, അതും ആക്ച്വലി ഇതിൽ പെട്ടെന്നാണ്. അടുത്ത് നോക്കാം, നമുക്ക് IUPAC നെയിം എഴുതാനാണ് വീണ്ടും. ഇതിൻ്റെ പേരെന്തായിരിക്കും, ഇത് 1, ഇത് 2, ഇത് 3 അല്ലേ? ഇതിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ പേര് അല്ലേ, ആൽഡിഹൈഡ് അല്ലേ ഇത്? ഓക്കെ, പ്രൊപ്പനാളാണിത്. അപ്പോൾ എന്താ പറയുക, 3-chloro പ്രൊപ്പനാൾ. പ്രൊപ്പാൻ 1 ആളിന് എഴുതാൻ നിർബന്ധമില്ല, പ്രൊപ്പനാൾ എഴുതിയാൽ മതി. ആളിന് എഴുതും, മനസ്സിലായല്ലോ. പിന്നെ ഇതെന്താ, ഇത് 1 2 3 4 5. പിന്നെ പെൻഡൈൻ നൈട്രൽ എന്ന് പറയും, C എന്ന് പറഞ്ഞാൽ നൈട്രൽ, പെൻഡൈൻ നൈട്രൽ. അപ്പോൾ 3-methyl പെൻഡൈൻ നൈട്രൈൽ എന്നാണ് പറയാം, ആൽക്കൈൽ നൈട്രൈൽ എന്ന് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റിന്, ഫീനോൾ എക്സിബിറ്റ് റെസൊണൻസ്. നമുക്കറിയാം, ഡ്രോ ദ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീനോൾ. ഫീനോളിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറൊക്കെ ഒന്ന് എഴുതിയാൽ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഫീനോൾ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, ഇവിടെ OH ഉണ്ടാവും. ഈ ഓക്സിജൻ്റെ ലോൺ പെയർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ, ഓക്കെ, ലോൺ പെയർ ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഈ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്താ കിട്ടുക, നമുക്കിത് ഇതുപോലെ കിട്ടും അല്ലേ? ഇവിടെ എന്താ, ഡബിൾ ബോണ്ട് OH അവിടെ പ്ലസ് ആകും. ഇവിടെ എന്തുണ്ട്, ഈ ലോൺ പെയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി. അടുത്ത എന്താ പറയുക, ഇതിങ്ങനെ അടുത്ത റെസൊണൻസ് ഇങ്ങനെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അല്ലേ? ഇങ്ങനെ വന്ന് ഇവിടെ ഡബിൾ ബോണ്ട് OH, ഇവിടെ എന്തുണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ വന്നു, ആ ലോൺ പെയർ ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഓക്കെ, അടുത്ത ലോൺ പെയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കോഞ്ചുഗേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് കോഞ്ചുഗേഷൻ നോക്കാം. ഇത് എന്ത് കോഞ്ചുഗേഷനാണ് ഇത് ലോൺ പെയർ സിഗ്മ പൈ കോഞ്ചുഗേഷനാണ്. ഓക്കെ, ഇവിടെ എന്താണ്, ഇത് ലോൺ പെയർ സിഗ്മ പൈ കോഞ്ചുഗേഷൻ. അങ്ങനെ ആ കോഞ്ചുഗേഷൻ എന്ത് ചെയ്യുക, റെസൊണൻസ് നടക്കുന്നതാണ്. പിന്നെ അടുത്തിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡബിൾ ഇവിടെ പ്ലസ് ഉണ്ട് കേട്ടോ, ഡബിൾ ബോണ്ട് OH പ്ലസ്, പിന്നെ ഡബിൾ ബോണ്ട് ഇതിവിടെ ഡബിൾ ബോണ്ട് ആയി കഴിഞ്ഞു.
പിന്നെ ലോൺ പെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതിൽ ഇത് ലോൺ പെയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ കിട്ടും. അതിങ്ങനെ ആയിരിക്കും അല്ലേ? ഇത് OH തന്നെ തിരിച്ചു വന്നു, ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസൊണൻസ് ഓഫ് ഫീനോൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രിഡിക്ട് ദ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് OH ഗ്രൂപ്പ് ഇൻ ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗിൽ OH ഗ്രൂപ്പ് വരിക, അത് ഫീനോളാണല്ലോ. അത് ഇതെന്ത് ചെയ്യുക? ഈ ഫീനോളിൻ്റെ ഈ OH ഗ്രൂപ്പാണ് ഇവിടെ ഉള്ളത് കൊണ്ട് അത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിരിക്കും. അപ്പം നേരത്തെ കണ്ടല്ലോ, നേരത്തെ കണ്ട എന്താണ് നമ്മൾ അല്ലേ? ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ നേരത്തെ. അതാ ഈ സ്ട്രക്ചറിൽ കണ്ടപ്പോൾ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ നോക്കാം കേട്ടോ. ഈ രണ്ട് ഭാഗങ്ങൾ നോക്കാം. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. ഓർത്തോയിലും പാരയിലും ആക്ച്വലി എന്ത് മൈനസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? അങ്ങോട്ടാണ് ഇലക്ട്രോഫൈൽ പോവുക. അപ്പോൾ OH ഗ്രൂപ്പ് ഈസ് an ortho para directing towards electrophilic substitution reaction. Towards electrophilic substitution reaction. അപ്പോൾ ഇതിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്തായിരിക്കും? ഇത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആയിരിക്കും എന്നാണ് എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് ഹൈഡ്രോ കാർബൺ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഹൈഡ്രോ കാർബൺ നോക്കാം. നമുക്ക് ആദ്യം question number 1. The spatial arrangement of atom which can be converted into one another by rotation around CC single bond are called conformations. Conformation കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. Represent Sohos and Newman projection formula of staggered and eclipse conformation. ഇതിൻ്റെ കേസ് എന്താണ്? അപ്പോൾ ഞാൻ ആദ്യം വരക്കാൻ പോണത് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. ഇതെന്താ? CH3 സിംഗിൾ ബോണ്ട് CH3 ആണല്ലോ. ഇവിടെയാണ് ഈ സിംഗിൾ ബോണ്ട് ഇടയിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. ഫ്രീ റൊട്ടേഷൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ H, ഇവിടെ H, ഇവിടെ H. ബാക്കിൽ എന്തുണ്ടായിരിക്കും? H. ശരിയല്ലേ? യെസ്, ഇങ്ങനെ ഉണ്ടായിരിക്കും. ക്ലിയർ? ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. ഓക്കെ, ഇതിൻ്റെ സ്റ്റാഗേർഡ് പ്രൊജക്ഷൻ ആണെങ്കിൽ വരക്കുമ്പോൾ നമ്മൾ H. ഓക്കെ, ഇവിടെ എന്തുണ്ടാവുക? ഇവിടെ ആയിരിക്കും H. ഇതാണ് സ്റ്റാഗേർഡ്. ദിസ് കോൾഡ് സ്റ്റാഗേർഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. ന്യൂമാൻ പ്രൊജക്ഷനിലെ എക്ലിപ്സും സ്റ്റാഗേർഡ്. എക്ലിപ്സിനെ മറഞ്ഞിരിക്കുക, ഒളിച്ചിരിക്കുക എന്നൊക്കെ അല്ലേ? ഇത് നേരെ ബാക്കിലായതുകൊണ്ടാണ്. ഇത് ഇവിടെ ആണെങ്കിലോ പരമാവധി അല്ലേ ഇങ്ങനെയും ഇങ്ങനെയാണ്. ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്ലിപ്സ് സ്റ്റാഗേർഡ് ആവും. ഓക്കെ, കമ്പയർ ദ സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റാഗേർഡ് ആൻഡ് എക്ലിപ്സ് കൺഫർമേഷൻ. ആരാണ് സ്റ്റേബിൾ? ഏറ്റവും സ്റ്റേബിൾ സ്റ്റാഗേർഡ് ആണ്. എക്ലിപ്സിനേക്കാളും ഏറ്റവും സ്റ്റേബിൾ സ്റ്റാഗേർഡ്, ലീസ്റ്റ് സ്റ്റേബിൾ എക്ലിപ്സ്ഡ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ടോർഷണൽ സ്ട്രെയിൻ ആണ്. അതായത് ഇവിടുത്തെ ഈ CH ബോണ്ടും ബാക്കിലെ CH ബോണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു ബോണ്ട് പെയർ റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? അത് ഏറ്റവും മിനിമം ആയിരിക്കും ഇവിടെ അല്ലെ? വളരെ അകലത്തിലായതുകൊണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ റിപ്പൾഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. അപ്പോൾ മിനിമം റിപ്പൾഷൻ ഉള്ളത് എവിടെയാണ്? അല്ലെ? സ്റ്റാഗേർഡ് ഈസ് സ്റ്റേബിൾ. എന്താ കാരണം? ഇൻ സ്റ്റാഗേർഡ് ദ ടോർഷൻ സ്ട്രെയിൻ ഈസ് മിനിമം. ഓക്കെ, അടുത്തത് കൺസിഡർ ദ റിയാക്ഷൻ. ഓക്കെ, റിയാക്ഷൻ എന്ത് ചെയ്യണം നമ്മൾ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. CH3 CH CH2 BH BR CH3 അല്ലെ? റിയാക്ഷൻ എന്താണെന്നാണ്? CH3 CH2 CH BR. ഓക്കെ, ഐഡന്റിഫൈ ദ മേജർ പ്രൊഡക്റ്റ്. ഇത് മാർക്കോണിക്കോസ് അഡീഷൻ ആണ് അല്ലേ? അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു? HBr ആഡ് ചെയ്യുന്നു. ഇവിടെ H പ്ലസും BR മൈനസും ആയിരിക്കും അല്ലേ? H പ്ലസ് എങ്ങോട്ട് പോകും? BR മൈനസ് എങ്ങോട്ട് പോകും? BR മൈനസും H പ്ലസും ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാവുന്നതാണ്. ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ റിയേജൻറ്റ് ഈസ് ആഡഡ് ടു ദ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. ഇങ്ങോട്ട് പോകും. H പ്ലസ് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താ കിട്ടുക? CH3 CH, ഇവിടെ BR, ഇവിടെ CH3 അല്ലേ? ഇതാണ് ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് ഉണ്ടാവുക. തിരിച്ചാകുമ്പോൾ മൈനർ പ്രൊഡക്റ്റ് ഉണ്ടാവും.
നെയിം ദ റൂൾ ഗവേണിംഗ് ദ റൂൾ എന്താണ്? മാർക്കോണിക്കോസ് അഡീഷൻ. മാർക്കോണിക്കോസ് റൂൾ എന്നതിനെ പറയാം. അടുത്തത്, ഇൻ എ സ്പെഷ്യൽ കണ്ടീഷൻ അഡീഷൻ ഓഫ് HBr to unsymmetrical alkene takes place contrary to Markovnikov's rule. വാട്ട് ഈസ് സ്പെഷ്യൽ കണ്ടീഷൻ എന്നാണ്. സ്പെഷ്യൽ കണ്ടീഷൻ എന്താണ്? പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. പ്രസൻസ് ഓഫ് ഓർഗാനിക് പെറോക്സൈഡ്. പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ മതി. എന്തുണ്ടായിരിക്കും? ഇതിനെ പറയുന്ന പേര് ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ നടക്കും അല്ലേ? അപ്പോൾ പെറോക്സൈഡ് പ്രസൻസ് ആണ്. ഗീവ് ദ മെക്കാനിസം ഓഫ് ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ ജസ്റ്റ് നോക്കാം. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ അതൊക്കെ? CH ഡബിൾ ബോണ്ട് CH2 അതിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ആഡ് ചെയ്യുന്നത് HBrനെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ C6H5 CO ഓക്കെ OOCO C6H5 എന്ന് കൊടുക്കാം. ഇതിന് ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയാം. ബെൻസോയിൽ പെറോക്സൈഡ്. അപ്പോൾ എന്താ കിട്ടുക? റിമെയിൻ പ്രോഡക്റ്റ് CH3 CH2 CH2 Br എന്നാണ് നമുക്ക് മേജർ പ്രോഡക്റ്റ് കിട്ടുക. ഓക്കെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ എന്ന് പറയാം. ഇതിന് മെക്കാനിസം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. മെക്കാനിസം പേര് ഫ്രീ റാഡിക്കൽ അഡീഷൻ എഴുതിയേക്കും, നിർബന്ധമായി എഴുതിയേക്കണം. ഫ്രീ റാഡിക്കൽ അഡീഷൻ. ഓക്കെ, എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഇതുണ്ടല്ലോ C6H5 C6H5 CO OCO C6H5. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നു? ഇത് ജസ്റ്റ് ആദ്യം ഒരു ഹോമോളിസിസ് നടക്കുന്നു. ഹോമോളിസിസ് അതായത് ഈ ബോണ്ട് ഇങ്ങോട്ടും ഈ ബോണ്ട് ഇങ്ങോട്ടും ഓരോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഓരോ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? അപ്പോൾ എന്ത് കിട്ടും നമുക്കിങ്ങനെ C6H5 COO റാഡിക്കൽ കിട്ടും, രണ്ട്. ഓക്കെ, ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പോയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നറിയോ? നമുക്ക് ഇങ്ങനെ റാഡിക്കൽ കിട്ടും. റാഡിക്കൽ എന്തായിരിക്കും? C6 അല്ലേ H5 റാഡിക്കൽ ഉണ്ടാവും. C6H5 റാഡിക്കൽ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്, രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോയിട്ടുണ്ടാവും അല്ലേ? 2 കാർബൺ ഡൈ ഓക്സൈഡ് ഒന്ന് പോയാൽ 2 ഉദ്ദേശം ഓരോന്നിലും ഒന്ന് പോട്ടോ. അപ്പോൾ C6H5 റാഡിക്കൽ ഉണ്ടാവും. ഇതാണ് റാഡിക്കൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാം സ്റ്റെപ്പ് ഫസ്റ്റ്. പിന്നെ അതിന് ശേഷം ഈ C6H5 അല്ലേ ഫിനൈൽ റാഡിക്കൽ അതെന്ത് ചെയ്യുന്നു? HBrമായി റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഹോമോളിസിസ് ഉണ്ടായിട്ട് ഹോമോളിസിസ് HBrമായി റിയാക്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് HBr ഇതാണല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഹോമോളിസിസ് നടന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺസ് പോയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് H റാഡിക്കൽ എങ്ങോട്ട് പോകും? C6H6 ബെൻസീനും കിട്ടും, പ്ലസ് എന്തുണ്ടാവും? Br റാഡിക്കലും കിട്ടും. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് Br റാഡിക്കലിനെയാണ്. ഈ Br റാഡിക്കൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആൽക്കീനുമായി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ Br റാഡിക്കലിൽ കിട്ടുന്ന കേസ് എടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ ആൽക്കീൻ. ഇപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ത് ചെയ്യുന്നു? Br റാഡിക്കലായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് CH3 CH റാഡിക്കൽ CH2Br എന്ന് കിട്ടും. ഓക്കെ, ഇത് മാത്രമല്ല കിട്ടുക, ഇതിന് കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ചു വരാമല്ലോ. CH3 CH അല്ലേ CHBr CH2 റാഡിക്കൽ ഇങ്ങനെ കിട്ടും. ഇതിലാരാ സ്റ്റേബിൾ എന്നറിയോ? ഇതായിരിക്കും സ്റ്റേബിൾ. അതിൻ്റെ കാരണം എന്താണ്? സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഈസ് സ്റ്റേബിൾ ദാൻ ഇത് പ്രൈമറി ഫ്രീ റാഡിക്കൽ അല്ലേ? ഇത് പ്രൈമറി ഫ്രീ റാഡിക്കലിനേക്കാളും സ്റ്റേബിൾ ആരാണ്? സെക്കൻഡറി ആണ്. അപ്പോൾ ഇതായിരിക്കും കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? HBr ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ CH3 CH റാഡിക്കൽ CH2Brലേക്ക് HBr ആഡ് ചെയ്യുന്നു. അപ്പോൾ ഹോമോളിസിസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക.
ഹോമോളിസിസ്. അപ്പോൾ എന്ത് കിട്ടും? ഇത് CH3 CH2 എന്നായിട്ട് മാറും അല്ലേ? പിന്നെ അവിടെ CH2Br എന്നുണ്ടാകും. പ്ലസ് എന്തുണ്ടാകും? Br റാഡിക്കലും ഉണ്ടാകും. അപ്പോൾ ഇതാണ് പിന്നെ ടെർമിനേഷൻ സ്റ്റെപ്പ് പറഞ്ഞിട്ട് അങ്ങനെ നടക്കും. അത് എഴുതേണ്ട ആവശ്യം ഇത്രയും എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു നമുക്ക് കിട്ടുന്നു എഴുതിയേക്കാം. ജസ്റ്റ് ഞാൻ വളരെ ഫാസ്റ്റായി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ് എന്നാണ്. CH3BrNA ഇത് വുഡ്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ 2 പ്രാവശ്യം എന്ത് ചെയ്യും? CH3Br. ഓക്കെ, 2 പ്രാവശ്യം വരും. പ്ലസ് NA അത് 2 പ്രാവശ്യം വരും. ഡ്രൈ ഈതർ CH3CH3 ആണ് കിട്ടുക. ആൻസർ എന്താണ്? CH3CH3 വുഡ്സ് റിയാക്ഷൻ. പിന്നെ കാൽഷ്യം അല്ലേ? CaC2 അല്ലേ? CaC2 കാൽഷ്യം കാർബണൈഡ് H2 റിയാക്ഷൻ. നമുക്ക് എന്ത് കിട്ടും? CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടും. അസറ്റ്ലീൻ അല്ലെങ്കിൽ ഈതൈൻ കിട്ടും അല്ലേ? പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് റെഡ് ഹോട്ട് അയൺ ട്യൂബായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടും? നമുക്ക് ബെൻസീൻ കിട്ടും അല്ലേ? ബെൻസീൻ നിങ്ങൾ പഠിച്ച റിയാക്ഷനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഹയർ ഹോമലോഗ് ഓഫ് ബെൻസീൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഐഡൻറ്റിഫൈ ദ റിയേജൻറ്റ്. ഇതെന്താണെന്നാണ് അല്ലേ? ഇവിടെ CH വന്നു. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ബെൻസീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ടൊളുവിനാക്കുന്ന ഉപയോഗിക്കുന്നതാണ്. ടൊളുവിൻ പ്ലസ് HCl. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്ന പ്ലസ് CH3Cl ഉണ്ടാകും. AlCl3 ഉണ്ടാകും. റിയാക്ഷൻ്റെ പേരാണ് ഫ്രൈഡൽ-ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ആ ക്വസ്റ്റ്യൻ എന്താണെന്നാണ്? ഇതാണ് മിഥൈൽ ക്ലോറൈഡ്. വിച്ച് നെയിം റിയാക്ഷൻ ഈസ് ദിസ് എന്നാണ്. റിയാക്ഷൻ്റെ പേര് ഫ്രൈഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. റിയാക്ഷൻ്റെ പേര് ഫ്രീഡൽ-ക്രാഫ്റ്റ്സ് എന്നും പറയാം, ആൽക്കൈലേഷൻ. റൈറ്റ് ദ റിയാക്ഷൻ മെക്കാനിസം ഓഫ് ദിസ് റിയാക്ഷൻ. റിയാക്ഷൻ മെക്കാനിസം ഇതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ? നമ്മളെ ചുരുക്കി എഴുതാം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് കേസിൽ നമ്മൾ ആദ്യം ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻസീൻ, അപ്പോൾ ആദ്യം ഇലക്ട്രോഫിൽ ഉണ്ടാവും. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫിലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ. ഓക്കെ, അപ്പോൾ എന്താ? CH3Cl പ്ലസ് AlCl3 CH3 പ്ലസ് AlCl4 മൈനസ് ഉണ്ടാവും. ഇതാണ് കാർബോകാറ്റൈൻ ഉണ്ടാവും. മിഥൈൽ കാർബോകാറ്റൈൻ ഉണ്ടാവും. ആണ് ഇലക്ട്രോഫൈൽ. ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ആരാണ്? മിഥൈൽ കാർബോകാറ്റൈൻ ഇലക്ട്രോഫൈലാണ്. അടുത്ത സ്റ്റെപ്പ് ഒരു കാർബോകാറ്റൈൻ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുന്നതാണ്. എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ബെൻസീൻ എടുക്കുക. ബെൻസീന് ഇങ്ങനെ ഉണ്ടാവുക. ബെൻസീനിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന CH3+ വരുന്നു. അപ്പോൾ ഈ ബോണ്ട് എന്താകും? ഞാൻ ബെൻസീൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ബെൻസീന് ഇങ്ങനെ H ഇടണം നിർബന്ധമില്ല. ഓക്കെ, H ഞാനുള്ള കാരണം അവ H ആണ് പോകുന്നതെന്ന് അറിയാൻ. അപ്പോൾ എന്ത് കിട്ടുന്നല്ലോ? ഇവിടെ എന്ത് കിട്ടും? ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്കായിട്ട് ഓക്കെ ഇവിടെ എന്തുണ്ടാകും? ഇവിടെ ഇവിടെ CH3 എന്നുണ്ടാവും. ഓക്കെ, ഇവിടെ എന്തുണ്ടാവും? ഇത് പ്ലസ് ആവും. ഈ ഭാഗം പ്ലസ് ആവും. ഓക്കെ, ഡബിൾ ബോണ്ട് എന്തുണ്ട്? ഇവിടെയും ഇവിടെയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു കാർബോകാറ്റൈൻ, ഒരു അറീനിയം കാർബോകാറ്റൈൻ, അറീനിയം അയോൺ കാറ്റയോൺ, അറീനിയം കാറ്റയോൺ ഉണ്ടാകുന്നു. അതാണ് കാർബോകാറ്റൈൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവസാനം സംഭവിക്കുക അടുത്ത സ്റ്റെപ്പിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആണ്, റിമൂവൽ ഓഫ് പ്രോട്ടോൺ. അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ CH3, ഈ CH3, ആ CH3യിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നല്ലോ? CH3യിലേക്ക് നമ്മൾ എന്താ ഇവിടെ ഈ അറീനിയം കാറ്റയോൺ ഇങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പ്ലസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ H ഉണ്ടല്ലോ, ഇതിലുള്ള H തന്നെയാണ്. ആ H എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ H+ ഇവിടുന്ന് പോകും. ഓക്കെ, അതാണ് എന്ത്? H+ പ്രോട്ടോണിൻ്റെ റിമൂവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനലി വി വിൽ ഗെറ്റ് ദിസ് CH3. ഇങ്ങനെ ആവും ചെയ്യും. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പിൽ നടക്കുക. ഒന്നെന്താണ്? ഒന്ന് ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ, രണ്ടാമത്തത് ഫോർമേഷൻ ഓഫ് അറീനിയം കാറ്റയോൺ, മൂന്നാമത്തത് റിമൂവൽ ഓഫ് H+ പ്രോട്ടോൺ. അടുത്തത് ഓരോന്നിൻ്റെ പേര് പറയാനാണ് അല്ലേ? ഇതിൻ്റെ പേരെന്താണ്? ഫസ്റ്റ് N-ഹെക്സൈൻ എന്താവുന്നു? 2-മിഥൈൽ പെൻറ്റൈൻ ആയി മാറുന്നു അല്ലേ? ഇതിന് ഐസോമറൈസേഷൻ എന്ന് പറയാം.
ഐസോമറൈസേഷൻ. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ അരോമാറ്റൈസേഷൻ എന്ന് പറയാം. അരോമാറ്റൈസേഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ പറയും? ഇതിന് പൈറോളിസിസ് എന്ന് പറയും. പൈറോളിസിസ് അല്ലെങ്കിൽ ക്രാക്കിംഗ് എന്ന് പറയാം. ക്രാക്കിംഗ്, മുറിയാണല്ലോ, കഷ്ണ മുറിയാണ്. നാഫ്തലിൻ ഈസ് എൻ അരോമാറ്റിക് കോമ്പൗണ്ട്. എക്സ്പ്ലെയിൻ ഇസ് അരോമാറ്റിസിറ്റി യൂസിങ് ഹക്കൽ റൂൾ. ദെൻ നാഫ്തലിൻ. ഓക്കെ, ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ദിസ് ഈസ് കോൾഡ് നാഫ്തലിൻ. അല്ല, ഇത് സൈക്ലിക് ആണ്. രണ്ട് ഇതിൽ എന്തുണ്ട്? ഇത് പ്ലനാറാണ് കോമ്പൗണ്ട്. 3 കംപ്ലീറ്റ് കോഞ്ചുഗേഷൻ ഉണ്ട്. കംപ്ലീറ്റ് കോഞ്ചുഗേഷൻ, കാരണം ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ട്, ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ. അപ്പോൾ എന്താണ്? കംപ്ലീറ്റ് കോഞ്ചുഗേഷൻ ഉണ്ട്. അങ്ങനത്തെ ഹക്കൽ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 4n+2 പൈലട്ടോൺസ് ഉണ്ട് എന്നാണ് ഹക്കൽ റൂൾ ഉദ്ദേശിക്കുന്നത്. 4n+2 പൈലട്ടോൺസ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര ഉണ്ട്? ഇവിടെ നോക്കുക നിങ്ങൾ. 2+2+2+2+2 എത്ര ഉണ്ട്? 10 ഇലക്ട്രോൺസ് ഉണ്ട്. അല്ലെ, n = 2 ആകുമ്പോൾ ഉണ്ടാവും 10 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും അല്ലേ? യെസ്. അവിടെ എന്നിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്? n കുഡ് ഹാവ് 0, 1, 2, 3 ഇങ്ങനെ വാല്യൂസ് പറ്റും. 0 അടക്കമുള്ള വാല്യൂസ് പറ്റും. 10 ഇലക്ട്രോൺസ് ഉള്ള കേസ് അതാണ് ഹക്കൽ റൂളിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസാണ്. 6 ഇലക്ട്രോൺസ് ഉണ്ടാവുക, 10 ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ പിന്നെ 14 ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഇതൊക്കെ ഏതാണ്? ഹക്കൽ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസുകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ആൽക്കീൻ ഓൺ ഓസോണോളിസിസ് followed by reduction of ozonite formed with zinc and water give mixture of ethanol and methanol. അല്ലേ, HCH double bond O, C double bond O, methanol അല്ലേ, H ഇവിടെ CH3. This is methanol and this is ethanol. അപ്പോൾ ഇവ തമ്മിൽ പരസ്പരം ഇങ്ങനെ കൂടിച്ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടുന്ന് സി അല്ലേ, ഇവിടെ എന്ത് കിട്ടും? HC ഡബിൾ ബോണ്ട് CH3, അതായത് CH2 ഡബിൾ ബോണ്ട് CH3. ഇതാണ് സംഭവം. പ്രൊപ്പീനെ നമ്മൾ ഓസോണിസ് നടത്തുന്നു. ഓക്കെ, ഓസോണിസ് പറഞ്ഞാൽ O3 സിങ്ക് H2O റിഡക്ഷൻ. അപ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ 2 പ്രോഡക്റ്റ് കിട്ടുന്നു അല്ലേ, പ്ലസ് ദിസ് അല്ലേ, മെഥനോൾ ആൻഡ് എഥനോൾ. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വരച്ചിട്ട് ഈ 2 ഓക്സിജൻ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുക? അതെടുത്തിട്ട് എന്ത് ചെയ്യുക? രണ്ടോട് ഇങ്ങനെ കൂട്ടി, ആ ഓക്സിജൻ ഒഴിവാക്കിയിട്ട് അത് 2 കൂടെ കൂട്ടി കൊടുക്കുക. ഐഡൻറ്റിഫൈ ദ ആൽക്കീൻ അല്ലേ. അപ്പോൾ എഴുതിയിട്ടുണ്ട്, ഇതാണ് ആൽക്കീൻ. പ്രൊപ്പീനാണ്, പ്രൊപ്പീൻ. പിന്നെ ഇല്ലുസ്ട്രേറ്റ് ദ എബവ് മെൻഷൻ റിയാക്ഷൻ യൂസിങ് കെമിക്കൽ ട്രീ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ എഴുതുന്നു. അപ്പോൾ റിയാക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വേണം. CH3 CH, പിന്നെ ഓക്സിജൻ, ഇവിടെ CH2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ, ഇങ്ങനെ വേണം. ഓക്കെ, ഇതാണ് ഓസോണൈഡ്. ഓക്കെ, ഇത് പ്രൊപ്പീൻ ഓസോണൈഡ് ആണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുക? ഇതിൻ്റെയൊക്കെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ അല്ലേ, ഇതിങ്ങനെ ഇങ്ങോട്ട് ബ്രേക്ക് ആവും, ഇതിങ്ങനെ ഇങ്ങോട്ടും ബ്രേക്ക് ആവും. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ ഇത് വെക്കുക CH2 HCH ഒന്നാകും. ഇത് ഇങ്ങനെ ബ്രേക്ക് എന്താകും? CH3 CH ഒന്നാകും. അതാണ് ഇത്. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. തന്നിട്ടുള്ള എന്താണെന്നാണ്? എന്താ കിട്ടും നമുക്ക്? കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. Cl2 എന്തുണ്ടാവും? Cl ഉണ്ടാവില്ലേ? ഓക്കെ, BHC ഉണ്ടോ? BHC കേട്ടോ, BHC ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ല, ഇങ്ങനെ വെച്ചാൽ പോരെ. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ലേ, BHC. ഇത് Cl, അയ്യോ വരക്കാൻ കഴിയുന്നില്ല അല്ലേ. ഓരോന്നും ഇത് Cl എടുത്താൽ Cl അല്ലേ. ബെൻസീൻ ഹെക്സാക്ലോറൈഡ് കിട്ടും. ഓക്കെ, ബെൻസീൻ BHC ആണ് കിട്ടോ, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. അടുത്ത ക്വസ്റ്റ്യന് അടുത്ത ഭാഗം നോക്കുക. ഡ്രോ ദ ന്യൂമാൻ പ്രൊജക്ഷൻ ഓഫ് ദ എക്ലിപ്സ് ആൻഡ് സ്റ്റാഗേർഡ് കൺഫ്യൂഷൻ N ബ്യൂട്ടൈൻ.
ഇത് എൻബ്യൂട്ടിൻ്റെ കേസാണ്. അപ്പോൾ എൻബ്യൂട്ടിൻ്റെ കേസ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ CH3, ഇവിടെ H, ഇവിടെ H, ബാക്കിൽ CH3, ഇവിടെ H, ഇവിടെ H. ഇത് ശരിക്കും പറഞ്ഞാൽ CH3, CH2, CH2, CH3 ആണല്ലോ എൻ ഹെക്സൈൻ. ഞാൻ 2-3 കാർബണിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടേഷൻ നടത്തുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്ത് പറയാം, ഇതിന് എക്ലിപ്സ്, കംപ്ലീറ്റ്ലി എക്ലിപ്സ് എന്ന് പറയാം, എക്ലിപ്സ്ഡ്. ഇതിന് സ്റ്റാഗേർഡ് വരക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, CH3, H നേരെ ഓപ്പോസിറ്റ് കൊണ്ടിട്ട് എന്ത് ചെയ്യാം, ഇവിടെ CH3 കൊടുക്കുക, ഇവിടെ H കൊടുക്കുക, ഇവിടെ H കൊടുക്കുക. ഇറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ്ലി സ്റ്റാഗേർഡ്. കംപ്ലീറ്റ്ലി ഇതിന് ആൻറ്റി സ്ട്രക്ചർ എന്നൊക്കെ പറയട്ടോ, ആൻറ്റി സ്ട്രക്ചർ അത് കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബേയേഴ്സ് റിയേജൻറ്റ് എന്നാണ്. ബേസ് എന്ന ആൽക്കലൈൻ KMnO4, കോൾഡ് ആൽക്കലൈൻ KMnO4 എന്ന് പറയുന്ന പേരാണ് എന്ത്, ബേയേഴ്സ് റിയേജൻറ്റ്. അതെങ്ങനെയാണ്, എതിലുമായ റിയാക്ഷനാണ്. CH2 ഡബിൾ ബോണ്ട് CH2യിലേക്ക് നമ്മൾ ബേസ് റിയേജൻറ്റ് ആൽക്കലൈൻ KMnO4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുക CH2OH, CH2OH, ഗ്ലൈക്കോൾ ഉണ്ടാവും. എതിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയാം. ഓക്കെ, ഗ്ലൈക്കോൾ. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വരിക എന്നാണ്. ഫസ്റ്റത്തെ റിയാക്ഷൻ വുഡ്സ് റിയാക്ഷനാണ്, CH3Br. അപ്പോൾ CH3 ഉണ്ടാവും. ഓക്കെ, CH3CH2Br ആൽക്കോളിക് OH, HBr പോകില്ല. അപ്പോൾ ബാക്കി എന്തുണ്ടാവും, CH2 ഡബിൾ ബോണ്ട് CH2 ആൽക്കീൻ ആയിട്ടുള്ള ഈഥീൻ ഉണ്ടാവും. CH3CONA അതെന്താണ്, ഡീകാർബോക്സിലേഷൻ റിയാക്ഷനാണ്, NaOH ക്യാരി. അപ്പോൾ എന്താ ഉണ്ടാവും, നമുക്ക് അവിടുന്ന് പോയാൽ CH4 മീഥേൻ ഉണ്ടാവും അല്ലേ, അത് ഡീകാർബോക്സിലേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്ന പ്രോസസ്സ്. ഡ്രോ ദ സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് എന്നാണ്. C2H5. അപ്പോൾ C ഡബിൾ ബോണ്ട് C, ഇവിടെ എന്തുണ്ട്, CH3 ഉണ്ട്, C2H5 ഉണ്ട്, ഇവിടെ അതുപോലെ CH3 ഉണ്ട്, ഇവിടെ C2H5 ഉണ്ട്. ഇതാണ് ആക്ച്വലി എന്ത്, ഇതാണ് ഇതിൻ്റെ പിന്നെ സിസ് ഫോം. ഇതിൻ്റെ ട്രാൻസ്ഫോം എന്തായിരിക്കും, C ഡബിൾ ബോണ്ട് C, CH3, C2H5 അല്ലേ, ഇവിടെ എന്തുണ്ടാവുക C2H5, ഇവിടെ എന്തുണ്ടാവും CH3. ഇത് ട്രാൻസ്ഫോം, സിസും ട്രാൻസും ഉണ്ടാവും. എക്സ്പ്ലെയിൻ ദ ജോമെട്രിക് ഐസോമേഴ്സം ടേക്കിംഗ് 2-butene ആസ് എൻ എക്സാമ്പിൾ. 2-butene ആകുമ്പോൾ എന്തായിരിക്കും എന്നാണ്. 2-butene ആകുമ്പോൾ അല്ലേ, CH3, CH ഡബിൾ ബോണ്ട് CH3 ആണല്ലോ. അപ്പോൾ C ഡബിൾ ബോണ്ട് C, ഇവിടെ H, ഇവിടെ CH3, ഇവിടെ H, ഇവിടെ CH3, C ഡബിൾ ബോണ്ട്, ഇവിടെ H, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ H അല്ലേ, കോമൺ ഗ്രൂപ്പ്സ്. ഇവിടെ H ഉം H ഉം സെയിം സൈഡിൽ, ഇവിടെ H ഓപ്പോസിറ്റ് സൈഡിൽ, ഇവിടെ ട്രാൻസ്. ആൻഡ് ദിസ് ഈസ് സിസ് ആൻഡ് ദിസ് ഈസ് ട്രാൻസ് അല്ലേ, ആണ് കാരണം. റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ അബൌട്ട് കാർബൺ ഡബിൾ ബോണ്ട്, അതാണ് ഇതിൻ്റെ കാരണം അല്ലേ. ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് ഡ്യൂ ടു ദ, അല്ലെങ്കിൽ അറൈസ് ഡ്യൂ ടു ദ restricted rotation about carbon double bond. If the common groups are on same side of double bond is called cis form. If they are on opposite side is called trans form. Okay, that's all. ഇതാണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. ഞാൻ കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് അവസാനം പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങളത് വായിച്ച് നോക്കിയാലുള്ള സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, താങ്ക് യു.
ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ ഈ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററുകൾ, CR സാർ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ ഉഷാറാക്കിയിട്ടുണ്ടാവും അല്ലേ? ഏതൊക്കെയാണ് ചാപ്റ്ററുകൾ? നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞു, റിഡോക്സ് റിയാക്ഷൻ കഴിഞ്ഞു, ഹൈഡ്രോ കാർബൺ കഴിഞ്ഞു, ഓർഗാനിക് കെമിസ്ട്രി കഴിഞ്ഞു അല്ലേ? ഈ 4 ചാപ്റ്ററുകളും നിങ്ങൾ അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള 5 ചാപ്റ്ററുകൾ, നമ്മുടെ +1 സിലബസിലുള്ള ബാക്കി 5 ചാപ്റ്ററുകൾ നമ്മളിപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് തീർക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നമ്മുടെ യൂണിവേഴ്സൽ +1 ചാനലാണ്. ഇത് നമ്മുടെ +2 ചാനലായിരുന്നു മുമ്പ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് +1 ചാനൽ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ആദ്യത്തെ ലൈവ് വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ അധികം ഫ്രണ്ട്സിനൊന്നും ഇത് എത്തിയിട്ടുണ്ടാവില്ല, നമ്മുടെ ഒരു പുറത്തോട്ടുള്ള സർക്കിളിലോട്ടൊന്നും എത്തിയിട്ടുണ്ടാവില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബാക്കി ഗ്രൂപ്പിലോട്ടും എല്ലായിടത്തും സ്കൂളിലെ ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ. നമ്മൾ വീഡിയോ ഫസ്റ്റ് ആദ്യം പറയാനുള്ളതാണ്, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. നമ്മുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യും. നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും, എല്ലാവർക്കും ഷെയർ ചെയ്യും വീഡിയോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തോ. മാത്രമല്ല നിങ്ങളിതാ ഇനിയിപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് എക്സാമൊക്കെ അടിപൊളിയാക്കി നിങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രോബ്ലി ഇന്ന് കെമിസ്ട്രി എല്ലാവരും ഇനിയിപ്പോൾ മറ്റന്നാളാണല്ലോ എക്സാം, അപ്പോൾ നാളെ ഇരുന്നിട്ട് കെമിസ്ട്രി പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്ന ഉഴപ്പന്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അവന്മാർക്കൊക്കെ കിട്ടട്ടെ. ഓക്കെ, സോ നമ്മൾ ഇന്ന് അതിലെ ഒരു ഫുൾ മാർക്ക് ബാക്കി ചാപ്റ്റേഴ്സിൽ, ബാക്കി 5 ചാപ്റ്ററിൽ ഫുൾ മാർക്ക് അടിക്കാൻ ഈ 4 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി സെറ്റാക്കി. ഇനിയുള്ള 5 ചാപ്റ്ററും കൂടി നമ്മൾ ബാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി +1 കെമിസ്ട്രിയിൽ ഒരു ഫുൾ മാർക്ക് എന്തായാലും അടിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ സംബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യം ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്നത്. സംബേസിക് കോൺസെപ്റ്റ് നിങ്ങളുടെ നോട്ടോ ടെക്സ്റ്റ് ബുക്കോ നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ എന്താണോ എടുത്തു വെക്ക്. അപ്പോൾ അത് നിങ്ങൾ പ്രോബബ്ലി എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പല സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ. അപ്പോൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി അന്ന് തറവായിട്ട് അത് എന്ത് ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള എല്ലാ മാർക്കും എന്ത് ചെയ്യാം, സെറ്റാക്കാം. സോ എനിവേ, ഓക്കെ, ഹായ് റിൻഷി, ഓക്കെ സർ, ഓക്കെ ഓക്കെ വൈബിനൊന്നും ഒരു കുറവില്ല. ഓക്കെ, സോ നിങ്ങളാണ് നമ്മളെ വൈബ്, നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വൈബിൽ ഇങ്ങനെ പോവാം. ഓക്കെ, സോ ലൈവ് ചാറ്റൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോ. ഇത് നമ്മുടെ ലാസ്റ്റ് മിനിറ്റാണ്. ഇനി ഇവിടെ വെച്ചിട്ട് നാളേക്ക് മാറ്റി വെച്ച് ഇനി SBനോട് നാളെ വന്ന് ചോദിക്കാൻ, സെൻറ്ററിൽ വന്ന് ചോദിക്കാനൊന്നും സമയമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ചോദിച്ചോ, നമുക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞുതരും. സോ എനിവേ, സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോ. നമ്മൾ തുടങ്ങാൻ പോവാണ്. സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ തുടങ്ങും. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, പിന്നെ കെമിക്കൽ ബോണ്ടിങ്, ദെൻ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ ചിലപ്പോൾ പേടിപ്പിക്കുന്ന 2 ചാപ്റ്റേഴ്സ്, തെർമോഡൈനാമിക്സും അതേപോലെ ഇക്വിലിബ്രിയം. അതിൽ നമുക്ക് ഈ പറയുന്ന ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നതായിരിക്കും. സോ എനിവേ മക്കളെ, നമുക്ക് നേരെ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലോട്ട് കടക്കാം. സോ നമുക്ക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, സോ ഞാൻ പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റന്നാളത്തെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് സെഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സെഷൻസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ്. അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. നമ്മളുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? നിങ്ങളത് ഫിസിക്സിൽ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിലും പഠിക്കുന്നതാണ്, അതുകൊണ്ട് മറക്കാൻ ചാൻസ് ഇല്ല. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ പിന്നെ ഇൻട്രൊഡക്ഷനിൽ ചിലപ്പം ക്വസ്റ്റ്യൻ വരാം, അതായത് ഏതൊക്കെയാണ്, മോളിക്യൂൾ ആണോ, ആറ്റം ആണോ, എലമെന്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്, അത് വളരെ ബേസിക് ആണ്, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ദെൻ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഇറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സം ബേസിക് കോൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ്, നോക്കടാ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും അതേപോലെ തന്നെ എന്തും നോക്കടാ, നമ്മളുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനും. അപ്പോൾ ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ മോൾ കോൺസെപ്റ്റിൽ നിന്ന് സിംപ്ലി നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള, നമ്പർ ഓഫ് ആറ്റംസ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അതൊക്കെ വളരെ ബേസിക് ആണ്. ദെൻ നമുക്ക് എംപിരിക്കൽ ആൻഡ് മോളിക്കുലർ ഫോർമുല റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എംപിരിക്കൽ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്യാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ അത് പറഞ്ഞു തരും. ഡോണ്ട് വെറി, അറിയാത്തവർ ആ ഒരു സെഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ സ്റ്റോഷ്യോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റോഷ്യോമെട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചില ആൾക്കാർക്ക്, പക്ഷേ സിമ്പിൾ സ്റ്റോഷ്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ്. നിങ്ങൾ
അല്ല അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സ്റ്റോഷിയോമെട്രി അറിയില്ലെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടാം. ദെൻ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ടേംസ് നമുക്ക് അതിൽ തന്നെ മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി ഈ പറയുന്ന 3 കാര്യങ്ങൾ, ഇതിൻ്റെ 3ൻ്റെ ഡെഫിനിഷൻസ്, അത് 3 റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഓക്കെ, ഹായ് ജെഡി സാർ. ഓക്കെ, ഹായ്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. സോ ഇനി മക്കളെ നമുക്ക് അപ്പോൾ നേരെ ഇനി ക്വസ്റ്റ്യൻസിലോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ. ഇതാണ്, ഇത്രയും കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. സോ ഈ ടോപ്പിക്കുകളൊക്കെ പഠിക്കുക. ഇതിൽ നിങ്ങൾക്ക് വല്ല ഇക്വേഷൻസ് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ ആ പറയുന്ന സെഷൻ ഒന്നും കൂടി നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒന്നും കൂടി എടുത്ത് പഠിക്കുക. അതിലെ ബാക്കി നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ പഠിക്കുക. സോ നമ്മളൊരു ഫുൾ മാർക്കാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടി ആയിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ. സോ ഇനിയും ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ യൂണിവേഴ്സൽ +1 ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണട്ടെ, ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. വിച്ച് among the following measurement contains the highest number of significant figure? എടാ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ഫിഗർ ഇതിൽ ഏതിലുള്ളതെന്നാണ് അല്ലേ? നമുക്കറിയാം, ഇത് വളരെ എളുപ്പമാണ്. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടോ മക്കളെ? നോക്കുക, ഇവിടെ 1.123 into 10⁻³ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത്? ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ അല്ലേ? 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. 1.2 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. ദെൻ 0.123 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. 2 into 10⁵ എത്ര സിഗ്നിഫിക്കന്റ് ഉണ്ട്? എത്ര ഉണ്ടാ? ഒരേ ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ. അപ്പൊ എവിടെയാണ് കൂടുതൽ എന്ന് ചോദിച്ചിട്ടുള്ളത്? അപ്പൊ ഏതാണ് മക്കളെ ആൻസർ? ഹലോ 1 2 3. ഓക്കെ, ആൻസർ അപ്പൊ ഓപ്ഷൻ എ ആയിരിക്കും. ബിക്കോസ് 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ള ഒന്നാണ്, സോറി എ ആണ് നമ്മളുടെ എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഹായ് മൂസിന. ഓക്കെ, മൂസിന J1 സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, സോ J1 സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ J8 J10 J11. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഹൂ പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നോക്കടാ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ആദ്യത്തെ 3 ലോയും ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ബോർഡ് എക്സാമിന്. അതായത് ഇത് ഏത് ലോ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആൻഡ് ലോ ഓഫ് എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഈ പറയുന്ന 3 ലോകളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ആരാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്താണ്? ആരാണ്? നിങ്ങൾ പറ ആരാണ്? ലാവോസിയ അല്ലെ? ആന്റോയിൻ ലാവോസിയ പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദെൻ അടുത്തത് ഇലസ്ട്രേറ്റ് ദ അബോ ലോ ബൈ യൂസിങ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലെ? ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോ ഈവൻ സയൻസിൽ തന്നെ ഉണ്ടാവില്ല. സോ ഹിയർ നോക്കടാ, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി അതിനൊരു എന്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിയാക്ഷൻ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. അതിന് നിങ്ങൾക്ക് മാർക്ക് തന്നിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് H2 + O2 gives H2O വേണമെങ്കിൽ റിയാക്ഷൻ എഴുതാം, ബാലൻസ് ചെയ്യുക, മാസ് എഴുതുക. ഇനി അതല്ലെങ്കിൽ കമ്പസ്റ്റൻ റിയാക്ഷൻ എഴുതുക. കമ്പസ്റ്റൻ റിയാക്ഷൻ നോക്കടാ, നിങ്ങൾ CH4 എടുക്കുക, ദെൻ O2 എടുക്കുക. ദ പ്രൊഡക്റ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എന്താണ്? H2O. ഒന്ന് സിംപ്ലി ബാലൻസ് ചെയ്യുക, ഒരു കാർബൺ ദെൻ 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2 H2O, ദെൻ 2 + 2 അപ്പോൾ 2 O2. ഇനി മാസ് ചെയ്ത CH4ന്റെ മാസ് 16 ഗ്രാം, ദെൻ ഓക്സിജന്റെ മാസ് O2 എന്ന് പറഞ്ഞാൽ 32, അപ്പോൾ 2 O2 എന്ന് പറഞ്ഞാൽ 64 ഗ്രാം, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം. ഇനി 2 H2O എന്ന് പറയുമ്പോൾ 2 × 18 36 ഗ്രാം. നോക്കിക്കടാ, നിങ്ങൾ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ നോക്ക്, 16 + 64 എത്രയാണ്? 80 ഗ്രാം അല്ലേ? 44 + 36 ഗ്രാമും 80 ഗ്രാം അല്ലേ? 80 ഗ്രാം റിയാക്ടന്റ്, 80 ഗ്രാം പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നിങ്ങളുടെ റിയാക്ടന്റിൽ എത്രയാണോ ഉള്ളത് അത്ര തന്നെ എവിടെ ഉണ്ടാവും? പ്രൊഡക്റ്റിലും ഉണ്ടാവും. സോ എനിവേ നമുക്കപ്പോൾ അടുത്ത സെഷനിലോട്ട്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. സോ അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ എനിവേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ബിലാലാണ്. ഓക്കെ ബിലാൽ J8 ബാച്ച് ഒക്കെ ഉണ്ട്. സോ എനിവേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. A given compound always contain exactly the same proportion of elements by weight എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ നോക്കടാ, a given compound always contain exactly the same proportion of element by weight. ഓക്കെ ദാറ്റ് മീൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ H2O എടുത്തെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കുപ്രിക് കാർബണേറ്റോ കുപ്രിക് സൾഫേറ്റോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന വിചാരിച്ചോ, അത് നിങ്ങൾ എവിടെ പോയി തപ്പിക്കഴിഞ്ഞാലും അതിൻ്റെ എലമെന്റ്സിന്റെ പ്രപ്പോർഷൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ്
ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലേ? അപ്പോൾ ഈ ലോ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലായിരുന്നു മക്കളെ? അപ്പോൾ ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. യാ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. എന്താണിത്? കുറെ ലോ ഓഫ് proportion. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ സയന്റിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് ദിസ് ലോ. യാ, നമുക്കറിയാം ആരാടാ? ജോസഫ് പ്രോസ്റ്റ് ഈസ് അവർ സയന്റിസ്റ്റ് അല്ലേ? ഈ ലോ പ്രപ്പോസ് ചെയ്ത സയന്റിസ്റ്റ് ആരാണ്? ജോസഫ് പ്രോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതും കിട്ടി. അപ്പോൾ 2 മാർക്ക് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു. നമ്മൾ ലോയും പഠിച്ചു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. യാ, നോക്കടാ, NOR. യാ വെരി ഗുഡ്. യാ, നോക്കടാ, NO ആൻഡ് NO2 ആർ 2 oxides ഓഫ് നൈട്രജൻ. ആയിക്കോട്ടെ, അതിന് എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇലസ്ട്രേറ്റഡ് ബൈ ദീസ് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എടാ, ഏതാണ്? NO ആൻഡ് NO2, അല്ലെങ്കിൽ നിങ്ങൾ H2 ആൻഡ് H2O2 അല്ലെ? CO ആൻഡ് CO2 ഇവരൊക്കെ കണ്ട ഉറപ്പിച്ചോ. ഇതേതാണ് ലോ? യാ, വെരി ഗുഡ്. ഏതാണ് ലോ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ അല്ലെ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ്ഡ് ബൈ ഡാൾട്ടൺ അല്ലെ? ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്ത ലോ ആണ്. ഇനി സ്റ്റേറ്റ് ദ ലോ മെൻഷൻഡ് എബോവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ ലോ? ഓക്കെ, നമുക്ക് നോക്കാം. യാ, ദിസ് ലോ വാസ് പ്രപ്പോസ്ഡ് ബൈ ഡാൾട്ടൺ. അക്കോർഡിംഗ് ടു ദിസ് ലോ, ഇഫ് 2 elements can combine to form more than one compound, the masses of one element that combined with the fixed mass of the other element are in the ratio of simple or small whole number. അപ്പോൾ ഈ ലോ ചില ആൾക്കാർക്ക് ഇതൊരു വലിയ ലോ ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ കാണാണ്ടൊക്കെ പഠിച്ചു പോയി അവിടെ വെച്ച് മറക്കും. അപ്പോൾ കാണാണ്ട് പഠിച്ചു പോയി മറക്കുന്ന ആൾക്കാർ ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. നിങ്ങൾക്ക് നമുക്ക് H2O H2O2 എക്സാമ്പിൾ എടുക്കാം അല്ലേ? ഇത് H2 അല്ലേ? ഇത് O2 അല്ലേ? ഇവിടെ എന്തുണ്ടായടാ? H2 ഉണ്ടായി. നോക്കടാ, ഇപ്പം ഇത് ഹാഫ് O2 ആണെന്ന് വിചാരിച്ചു. സോ H2 എന്ന് പറഞ്ഞാൽ 2 gram, ഹാഫ് O2 എന്ന് പറഞ്ഞാൽ 16 gram, H2O എന്ന് പറഞ്ഞാൽ 18 gram. ഇനി H2O2 ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? H2 plus O2 gives H2O2. അങ്ങനെയാണെങ്കിൽ ഇത് 2 gram, 32 gram. ഇത് എത്രയാടാ? 34 gram. ഓക്കെ മക്കളെ, അപ്പൊ നോക്കിക്കോ, നിങ്ങൾ 2 gram H2 ഇവിടെ ഫിക്സഡ് ആണ്. ഈ ലോ നല്ലപോലെ നോക്കിക്കോ. If 2 elements can combine to form more than one compound, ഇത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു, നിങ്ങൾക്ക് വാട്ടറും ഉണ്ടാവുന്നു, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഓർമ്മ ഉണ്ടായി, ഈ ഹൈഡ്രജൻ ഓക്സിജൻ 2 elements can combine to form more than one compound. That compound is H2 and H2O2. Then the masses of one element that can be combined with the fixed mass. കണ്ടോ, ഇവിടെ H2 മാസ് ഫിക്സഡ് ആണെന്ന് വിചാരിച്ചോ. 2 gram ആണ്, ഇത് ഫിക്സഡ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ the element, so fixed mass of the other element are in the ratio of small number. അപ്പോൾ ഇവന്റെ മാസ് നോക്കി നിങ്ങൾ. O2 മാസ് H2 ഉണ്ടാവുന്ന റിയാക്ഷനിൽ എത്രയാണ്? 16 ആണ്. ഇനി H2O2 ഉണ്ടാവുന്ന റിയാക്ഷനിൽ എത്രയാണ്? 32 ആണ്. 16:32 നമുക്ക് 1:2 എന്ന് വിളിച്ചൂടെ? യാ, ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. നോക്കിക്കോ, 2 elements can combine to form more than one compound. Then the mass of one element that can be combined with the fixed mass of other element are in the ratio of simple whole number. Yeah, that's enough. നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ പറയും, എന്നിട്ട് അതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാനും പറയും. ചില ക്വസ്റ്റ്യനിൽ അവരത് ഇലസ്ട്രേറ്റ് ചെയ്തിട്ട് ഏതാണ് ലോ എന്ന് ചോദിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇപ്പൊ കണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. സോ റൈറ്റ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആൻഡ് ഇലസ്ട്രേറ്റ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. സോ അത് ഞാൻ പറഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ദ മാസ് ഓഫ് 2 moles of CH4 is. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലോകൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലോയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് നേരെ മോൾ കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. ദ മാസ് ഓഫ് 2 mole of CH4 is എന്നാണ്. ഓക്കെ, യാ, നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സിംപ്ലി പറയാം. 1 mole CH4ന്റെ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ മാസ്. യാ, മോളാർ മാസ് ഓഫ് CH4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ 12, ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 4 × 1. ഓക്കെ, യാ, 4 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ടോട്ടൽ എത്രയായി? 16 ആയി. ഓക്കെ, യാ, ടോട്ടൽ 16 ആയി. ഓക്കെ, സോ അപ്പോൾ മോളാർ മാസ് കിട്ടി. ദെൻ അങ്ങനെയാണെങ്കിൽ 1 മോളുടെ മാസാണ് മോളാർ മാസ്. അപ്പോൾ 2 മോളുടെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് 2 മോൾ
CH4 is equal to 2 into 16, that is equal to 32 gram. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് given mass equal to number of moles equal to given mass divided by molar mass ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം. ഓക്കെ സോ വെരി ഗുഡ് ഹലോ റിൻഷി മിൻഹ വെരി ഗുഡ് ഈ ഹലോ എന്ന് പറഞ്ഞ ആളെ പേരെന്താണ്? ഹലോ 1 2 3 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഹലോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഈ ഹലോന്റെ പേരൊന്ന് പറഞ്ഞോളിട്ടോ, എന്നാൽ പിന്നെ ഞാൻ അത് വിളിക്കാലോ. ഓക്കെ സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് present in 220 gram of carbon dioxide is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Again number of moles ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ വി നോ ദാറ്റ് the number of moles equal to given mass divided by എന്താടാ മോളാർ മാസ്. given mass എത്രയാണ് മക്കളെ? 220 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ 12, 2 ഓക്സിജൻ 32. അപ്പൊ 32 പ്ലസ് 12 44. 220/44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 5. സോ ദ ആൻസർ ഈസ് 5 മോൾ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് വളരെ എളുപ്പം കിട്ടിയിട്ടുണ്ട്. സോ ഈ പറയുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ. സോ ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന സാധനമാണ് മോൾ കോൺസെപ്റ്റ്. അത്ര ഈസിയാണ്, അതൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ആ ക്വസ്റ്റ്യൻ ഒന്നും തെറ്റിക്കരുത്. ഓക്കെ സോ എനിവേ നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകല്ലേ? ഓക്കെ അല്ലേ? എവിടെ കമന്റ് ബോക്സിൽ ആരും ഇല്ലേ? ഓക്കെ സോ മക്കളെ ബാക്കിയുള്ളവരൊക്കെ അപ്പോൾ എല്ലാവരും ആ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്ന് 2 മണിക്കൊക്കെ ചിലപ്പോൾ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും ചില ആൾക്കാർ. ഇപ്പോൾ 5 മണിക്ക് എണീച്ച് ഒക്കെ പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് വരാനുള്ള സമയമായിട്ടുണ്ട്. വേണമെങ്കിൽ അവർക്കൊക്കെ ഒന്നും കൂടി ഒന്ന് അയച്ചു കൊടുത്ത് നോക്കും. എല്ലാവർക്കും ഒരു റിമൈൻഡറൊക്കെ അയച്ചു നോക്കുക, ഇതാ ഇങ്ങനെ ഒരു ലൈവ് ഇവിടെ നടക്കുന്നുണ്ട്, എടാ ഒന്ന് വന്ന് കണ്ടോളൂ. ഓക്കെയാ സോ എനിവേ നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഗിവ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ സോ മക്കളെ എംപിരിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം അല്ലേ, മോൾ കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ ഏറ്റവും സിമ്പിൾ റേഷ്യോ ആണ്. എന്തിന്റെ? നമ്പർ ഓഫ് മോൾസിന്റെ ഏറ്റവും സിമ്പിൾ റേഷ്യോ. അപ്പൊ നമ്മൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ്ട് ആക്കിയാൽ മതി. ഇവിടെ ആരൊക്കെ ഉണ്ട്? C6 ഉണ്ട്, H12 ഉണ്ട്, O6 ഉണ്ട്. എങ്ങനെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഒക്കെ ആക്കുക? എടാ എല്ലാത്തിനും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഓക്കെയാ സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതണമെങ്കിൽ എഴുതാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ പറയുന്ന ആൾ എന്തായിട്ട് മാറി? C6 H12 O6 C1 H2 O1 CH2 O എന്ന് എഴുതിയാ പോരെ? CH2O. അപ്പൊ അത് കിട്ടി, CH2O കിട്ടി. ദെൻ അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? C6H6 ഓക്കെ 66 നമുക്ക് എന്ത് ചെയ്താം? 1:1 എന്ന് എഴുതാം. അപ്പൊ CH. ദെൻ അടുത്തത് CH3COOH. അപ്പൊ CH3COH 2 കാർബൺ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്, ദെൻ 4 ഹൈഡ്രജൻ ഉണ്ട്. ദെൻ ഇതിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2:2:4 എനിക്ക് 1:1:2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ COH2 എന്ന് എഴുതാം. ദെൻ അടുത്തത് C6H6 Cl6 ഓക്കെ 60:60 നമുക്ക് 1:1:1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ CHCl എന്ന് എഴുതാം. CHCl ഓക്കെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇതിന് 2 മാർക്ക് ഉണ്ട് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യന്. സോ 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നമുക്ക് 1 മിനിറ്റ് പോലും വേണ്ട. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിൽ അധിക ക്വസ്റ്റ്യൻസും. പിന്നെ നിങ്ങൾ A+ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ദെൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഡിറ്റർമൈൻ ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇതിന്റെ കെമിസ്ട്രി കഴിഞ്ഞ് നിങ്ങൾ വേണമെങ്കിൽ നാളെ കിടന്ന് ഉറങ്ങിക്കോളി. ഓക്കെ സോ ഉറങ്ങണ്ട, എന്തെങ്കിലുമൊക്കെ ബാക്കിയുള്ളതൊക്കെ നോക്കിക്കോണ്ടി. ഓക്കെ സോ എനിവേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. An organic compound on analysis gave the following composition: carbon 40%, hydrogen 6.66% and oxygen 53.34%. Calculates its molecular formula if its molecular mass is 19. Okay so അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് കണ്ടുപിടിക്കാം. ഇത് ഏതാ ക്വസ്റ്റ്യൻ? ഇതാണ് നമ്മളുടെ എംപിരിക്കൽ ഫോർമുല, അതേപോലെ തന്നെ മോളിക്കുലർ ഫോർമുല കാണാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ സാധാരണ എലമെന്റ്സിന്റെ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. നമ്മൾ അതിന്മേൽ നേരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എലമെന്റ്സ് ഇൻ എ കോമ്പൗണ്ട് ആണ് അല്ലേ? ഒരു കോമ്പൗണ്ടിലുള്ള എലമെന്റ്സിന്റെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇനി അടുത്തത് എന്താ മോളിക്കുലർ മോൾസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് നമ്പർ. അപ്പൊ ഇത് 2 നമ്പർ ഓഫ് മോൾസ് ആണ്. സോ ആരെങ്കിലും ഇതിന്റെ ഈ പറയുന്ന ഒരു പാത്ത് വേ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എംപിരിക്കൽ ഫോർമുലയിലും മോളിക്കുലർ ഫോർമുലയിലും നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണോ?
ഗിവൺ മാസും വേണോ മോളാർ മാസും വേണോ അല്ലേ? നമ്പർ ഓഫ് മോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ? അപ്പൊ നിങ്ങൾ കള്ളിക്കൂട്ടിലൊക്കെ വിരിച്ചുകാണ്ട് കുറെ ടേബിളൊക്കെ ആക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ടേബിളിലുള്ള ആൾക്കാരെ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട് ബോർഡ് എക്സാമിൽ. പണ്ട് നമുക്കൊക്കെ സംഭവിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് മറക്കരുത്. ഇത്രേ ഉള്ളൂ. നമ്പർ ഓഫ് മോൾസിന് ആരൊക്കെ വേണോ? ഗിവൺ മാസും വേണോ മോളാർ മാസും വേണോ? അപ്പൊ ഗിവൺ മാസും മോളാർ മാസും കൊണ്ട് കിട്ടിയ പരിപാടി കണ്ട് കഴിഞ്ഞു. നിങ്ങൾ ഇത് എലമെന്റ്സിന് ഇവിടെ എഴുതുന്നു. ആരൊക്കെയാണ് എലമെന്റ്സ് മക്കളെ? നോക്കിക്കോ. കാർബൺ ഉണ്ട്, പിന്നെ ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ മാസ് പെർസെൻറ്റേജ് തന്നിക്കണേ. ആയിക്കോട്ടെ, മാസ് പെർസെൻറ്റേജ് തന്നെയാണ് മാസ്. അപ്പോൾ ഇതാ ഞാൻ എലമെന്റ്സിന് എഴുതി കഴിഞ്ഞാൽ അടുത്തത് മാസ് എഴുതുന്നു. 40% എന്ന് പറഞ്ഞാൽ 40 ഗ്രാമിനെ പോലെയാണ്. ഓക്സിജന്റെ മാസ് 53.34 ആണ്. ദെൻ ഹൈഡ്രജന്റെ മാസ് വെറും 6.66 ആണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇവരുടെ എന്ത് കണ്ടുപിടിക്കണം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണല്ലോ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ മോളാർ മാസും കൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. സോ മോളാർ മാസ് ഈക്വൽ ടു കാർബണിൻ്റെ 12, ഹൈഡ്രജന്റെ 1, ഓക്സിജന്റെ എത്രയാണ്? 16. ഇനി എന്താ കിട്ടേണ്ടത്? ഇനി നമുക്ക് അറിയേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. സോ ഗിവൺ മാസ് 40 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 12, 6.66 ഗിവൺ മാസ്, മോളാർ മാസ് 1, 53.34 ഡിവൈഡഡ് ബൈ എത്രയാടാ? 16. ആദ്യം തന്നെ 6.66 എത്രയാണ്? 6.66 തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് ആ കാൽക്കുലേഷൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇനി 40/12. ഓക്കെ. 3 12 36. അപ്പോൾ 36, അപ്പോൾ 3.33 വരും. 53 അങ്ങനെ തന്നെ 16 48. അപ്പോൾ ഇതും വരും ഏകദേശം 3.33. ദെൻ നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് ഇതിപ്പോൾ നമ്പർ ഓഫ് മോൾസിന്റെ എന്താണ്? ഒരു സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ അല്ലെങ്കിൽ വെറും ഓൾ നമ്പർ റേഷ്യോ ഒന്നുമല്ല. ഇതിന്റെ ഓൾ നമ്പർ റേഷ്യോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കുക. എന്താണ് സിമ്പിൾ റേഷ്യോ? അതെങ്ങനെ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കുക? ഇത് 3.33 അല്ലേ? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആരോ നോക്കുക. 3.33 ഉണ്ട്, 6.66 ഉണ്ട്. ഇവൻ തന്നെയാണ് ഏറ്റവും ചെറിയ വാല്യൂ. അവരെ കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. സോ 3.33 ഡിവൈഡഡ് ബൈ 3.33 1ആണ്. 6.66 ഡിവൈഡഡ് ബൈ 3.33 2ആണ്. ദെൻ 3.33 ഡിവൈഡഡ് ബൈ 3.33 1ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല റെഡി. ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് എംപിരിക്കൽ ഫോർമുല. എന്താ എംപിരിക്കൽ ഫോർമുല? CH2O ആണ് നമ്മളുടെ എന്ത് എംപിരിക്കൽ ഫോർമുല. പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എംപിരിക്കൽ ഫോർമുല അല്ല. ചില ആൾക്കാർ യെസ് ഐ ഗോട്ട് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ 1 മാർക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടൂല. അല്ലെങ്കിൽ 1.5 മാർക്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്തി കളയും. കാരണം ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? മോളിക്കുലാർ ഫോർമുല ചോദിച്ചിരിക്കുന്നത്. എംപിരിക്കൽ ഫോർമുല അവർക്ക് വേണ്ട. അവർക്ക് എന്ത് മതി? മോളിക്കുലാർ ഫോർമുല മതി. ഇനി വിചാരിച്ചിട്ട് ഇനി കോപ്പി അടിക്കാനും നിൽക്കണ്ട. അപ്പോൾ ഒന്നും കിട്ടൂല. ഓക്കെ. സോ അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടണോ? അപ്പോൾ എന്താ മോളിക്കുലാർ ഫോർമുല? ഇതാ പിടിച്ച ഇക്വേഷൻ. മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു ഈ വര ഇങ്ങനെ വരണ്ടേ നമ്മളെ കുറ്റമല്ല, അത് ആപ്പിളിൻ്റെ എന്തോ പ്രശ്നമാണ്. ഓക്കെ. നെട്ടിമണ്ണ പണി എന്താണ്? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല മാസ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എന്താണ്? എംപിരിക്കൽ ഫോർമുല. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള ഞാനിപ്പോൾ എഴുതിയ ഇക്വേഷൻ പല തവണ ബോർഡ് എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഇക്വേഷൻ ഡയറക്ട്ലി 1 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. എന്താണ് മോളാർ മാസ്? എത്ര മോളാർ മാസ്? 90. അപ്പോൾ 90. ഇനി എംപിരിക്കൽ ഫോർമുല മാസ് കാർബൺ 12, 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയാൽ 30 കിട്ടും. ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്താ മക്കളെ? CH2O. ഓക്കെ. അപ്പോൾ 3 ഇൻറ്റു CH2O കിട്ടും. അപ്പോൾ C3H6O3 നമ്മുടെ ആൻസറും കിട്ടി. ഓക്കെ. സോ അപ്പോൾ ആൻസർ കിട്ടി C3H6O3. യാ മറിയം, വെരി ഗുഡ്. ഓക്കെ. യാ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയോ? എല്ലാവരും പോയോ? ഓക്കെ. സോ അത് നമുക്ക് കിട്ടി. ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കാണാനുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് നമ്പർ ഓഫ് മോൾസ്, ഗിവൺ മാസ്, പിന്നെന്ത് വേണോ? മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് കിട്ടി, പിന്നെ സിമ്പിൾ റേഷ്യോ. പരിപാടി കഴിഞ്ഞ്. പിന്നെ നമ്മളുടെ ഇക്വേഷൻ ഏതാ ഇക്വേഷൻ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുലയാണ് നമ്മളുടെ എന്ത് ഇക്വേഷൻ. സോ എനിവേ പരിപാടി കഴിഞ്ഞു. ദെൻ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. In a chemical reaction, 6 gram hydrogen react with 14 gram oxygen to give water. ഇതാണ് നമ്മളുടെ സ്റ്റോയിഷ്യോമെട്രി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങളോട് എന്ത് ചെയ്യാം?
നിങ്ങളോട് ചോദിക്കാന്നല്ല, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. സ്റ്റോയിഷ്യോമെട്രി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യന് നിങ്ങളൊരു പ്രീവിയസ് ഇയർ 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് സ്റ്റോയിഷ്യോമെട്രി റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അപ്പോൾ ഇത് വരും എന്ന് വിചാരിച്ചിട്ടാണ് പോവാ. നോക്കിക്കോ, അപ്പോൾ എന്താണ് സ്റ്റോയിഷ്യോമെട്രി? സ്റ്റോയിഷ്യോമെട്രി റിലേറ്റ് ചെയ്യുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെ ചെയ്യും? ഓക്കെ, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ 6 gram ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 14 gram ഓഫ് ഓക്സിജൻ ടു ഗിവ് വാട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആയിക്കോട്ടെ. Then identify the limiting reagent in this reaction എന്നാണ് question. Okay, identify the limiting reagent in this reaction. Okay, calculate the amount of H2O produced. Define limiting reagent. അപ്പോൾ ഇവിടെ 3 type of question ഉണ്ട്. സോ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണ് question? ലിമിറ്റിംഗ് റിയേജന്റ് ഉണ്ട്, അതേപോലെ തന്നെ H2Oന്റെ amount കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, പിന്നെ എന്തുണ്ട്? ലിമിറ്റിംഗ് റിയേജന്റ് ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ് ഇൻ ദിസ് റിയാക്ഷൻ. ഓക്കെ, നമുക്ക് കാണാം ഈ റിയാക്ഷനിൽ ലിമിറ്റിംഗ് റിയേജന്റ് കാണാം. അതിനു മുമ്പ് നിങ്ങൾ ഇതിന്റെ ഒരു ബാലൻസ്ഡ് റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ എന്ന് എഴുതണം. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ എഴുതുക? നമ്മൾ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവ് വാട്ടർ അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ H2 പ്ലസ് O2 gives എന്താണ് മക്കളെ? H2O. ഇത് ബാലൻസ്ഡ് ആണോ? അല്ല, ഇത് ബാലൻസ്ഡ് അല്ല. സോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹാഫ് O2 എന്ന് എഴുതി. അപ്പോൾ H2 പ്ലസ് ഹാഫ് O2 gives എന്താണ്? H2 ആണ്. ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് 2H2 പ്ലസ് O2 gives 2H2 എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. സോ ഓക്കെ, സോ അങ്ങനെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് 1 മോൾ ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് ഹാഫ് മോൾ ആണ്. This will be 1 mole, this will be half mole. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 1 mole ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇതിനെ നേരെ മാസിക്ക്, എല്ലാം മാസിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ മാസിക്ക് ആക്കാൻ പോവാണ്. 1 mole H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 gram ആണ്. ഹാഫ് മോൾ O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 × അര എത്രയാണ്? 16 gram ആണ്. 1 mole H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 18 gram ആണ്. ആണല്ലോ. സോ വെയിറ്റ്, 18 gram. ഓക്കെ, 18 gram ആണ്. ഇനി നിങ്ങൾക്കറിയാം, എനിക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ് എന്നാണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു സൂത്രം, 6 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ 40 gram ഓക്സിജൻ അവിടെ ഉണ്ട്. സോ 2 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ എത്ര gram ഓക്സിജൻ വേണടാ? 16 gram ഓക്സിജൻ വേണം. വേണ്ടേ? അങ്ങനെയാണെങ്കിൽ 1 gram ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ 16/2 gram 8 gram O2 വേണം. അങ്ങനെയാണെങ്കിൽ 6 gram H2 റിയാക്ട് ചെയ്യാൻ 6 × 8 6 8 എത്രയാടാ? 48 gram O2 വേണം. പക്ഷെ എൻ്റെ കയ്യിൽ 48 gram O2 ഉണ്ടോ? ഇല്ല, എൻ്റെ കയ്യിൽ വെറും 40 gram ഓഫ് O2 മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഓക്കെ, മറിയാം. ഓക്കെ, 2H2 പ്ലസ് 2O2 gives. ഓക്കെ, വെയിറ്റ്, ഞാൻ അവിടേക്ക് വരാം. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ 48 gram O2 വേണമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ വെറും 40 gram ഓഫ് O2 മാത്രമേ ഉള്ളൂ. 6 gram ഹൈഡ്രജൻ ഉണ്ടായിട്ടും വെറും 40 gram ഓക്സിജനേ ഉള്ളൂ. പക്ഷെ എനിക്ക് 48 gram O2 വേണം. അതായത് നമ്മുടെ പാത്രത്തിൽ O2 പെട്ടെന്ന് എന്ത് ചെയ്ത് തീർന്നു പോയി. സോ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? O2 ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? O2 ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്. ആദ്യം തീർന്നു പോണ ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? O2 എന്ന് വിളിക്കുക. അതായത് 48 gram O2 ഉണ്ടെങ്കിൽ 6 gram H2 എന്ത് ചെയ്യുള്ളൂ? കൺസ്യൂം ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ 6 gram H2 കൺസ്യൂം ചെയ്യൂല. H2 ഇനിയും ബാക്കി ഉണ്ടാവും. ബിക്കോസ് നമ്മുടെ കയ്യിൽ 40 gram O2 മാത്രമേ ഉള്ളൂ. ഇനി കാൽക്കുലേറ്റ് ദ amount of H2O. ഈ H2O എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. സോ ഇവിടെ 1 mole H2 ഉണ്ടെങ്കിൽ എനിക്ക് 1 mole H2O പ്രൊഡക്റ്റ് ആയി വരും. ഹാഫ് മോൾ O2 ഉണ്ടെങ്കിലും എനിക്ക് 1 mole H2O പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഒരിക്കലും നിങ്ങൾ എക്സസ് ആയിട്ടുള്ള H2O വെച്ചിട്ട് പ്രൊഡക്റ്റ് പറയരുത്, തെറ്റിപ്പോ. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രോബ്ലം ഇവനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ രീതിയിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും അത് കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരിക്കലും പറയരുത്. നിങ്ങൾ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രൊഡക്റ്റിന്റെ മാസ് പറയാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ചുകൊണ്ട് പറയാൻ പോവാണ്. സോ വളരെ സിമ്പിൾ ആണ്. നോക്കടാ, 1 mole 1 mole അല്ല, ഹാഫ് മോൾ O2 നിങ്ങൾക്ക് എന്താ തരിക? ഹാഫ് മോൾ O2 gives 1 mole H2O. അങ്ങനെയാണെങ്കിൽ ഹാഫ് മോൾ O2 എന്ന് പറഞ്ഞാൽ 16 gram O2 will give 18 gram എന്താടാ? H2O. സോ അപ്പോൾ 1 gram O2 will give 18/16 gram എന്താണ്? H2O. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മൊത്തം 40 gram O2 ആണ്. അങ്ങനെയാണെങ്കിൽ 40 gram O2 will give 40 × 18/16 gram H2O. സോ അപ്പോൾ ഇത് 3, ഇത് 2, അപ്പോൾ ഇത് 20, അപ്പോൾ ഇത് 60. സോ 60 gram H2 ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, 60 gram H2. ഓക്കെ, വെയിറ്റ്. ഓക്കെ,
ചെറിയ വ്യത്യാസമുണ്ട്. 9/8 ആണ്. 9/8 ഇൻറ്റു 40 ആണ് വരിക. ഓക്കെ, സോ 18/16 ആണ്. ഓക്കെ, ഞാൻ 18/12 എടുത്തിട്ട് ചെയ്ത്. സോ എനിവേ, അപ്പോൾ 40 ഇൻറ്റു 9/8 ഗ്രാം H2 ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്, അപ്പോൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്യുക. ഓക്കെ, സോ വെയിറ്റ്, 5 ഇൻറ്റു 9 45 ഗ്രാം H2. സോറി, 45 ഗ്രാം H2 നമുക്ക് എന്ത് കിട്ടൂടാ, പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. 45 ഗ്രാം H2 നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോറി, ഞാൻ നേരത്തെ 18/16 ഗ്രാം ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കട്ട് ചെയ്ത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് 45 ഗ്രാം H2 പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ദെൻ ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അതിൽ. ഡിഫൈൻ ലിമിറ്റിംഗ് റിയേജന്റ്. എന്താ ലിമിറ്റിംഗ് റിയേജന്റ്? ദ റിയേജന്റ് വിച്ച് ഗെറ്റ് കൺസ്യൂംഡ് ഫസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒന്നുമില്ലടാ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം തീർന്നു പോകുന്ന റിയേജന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലിമിറ്റിംഗ് റിയേജന്റ്. പരിപാടി കഴിഞ്ഞു. സോ വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജന്റ്? ദ reagent in a chemical reaction which get consumed first is known as limiting reagent. അത് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. സോ എനിവേ, ഇനി ഞാൻ നിങ്ങളുടെ ഡൗട്ടിലോട്ട് വരാം. സോ ആദ്യത്തെ ആള് ഓക്കെ, ദ റിയേജന്റ് വിച്ച്, ഓക്കെ യാ, വെരി ഗുഡ് റിൻഷി, വെരി ഗുഡ് യാ. ഓക്കെ, സോ റിൻഷി അതൊരു റിയാക്ഷനോട് ചോദിച്ചിട്ടുണ്ടായി, നിനക്ക് ക്ലിയർ ആയി തോന്നുന്നു, അതുകൊണ്ട് നീ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ സർ, വേപ്പർ ഡെൻസിറ്റി എന്താണ്? വേപ്പർ ഡെൻസിറ്റി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേടാ. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. വെയിറ്റ് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാപ്പർ ഡെൻസിറ്റി, ഓക്കെ, അതിന് പറയാനാണെങ്കിൽ കുറച്ച് തിയറി പറയാനുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞുതരാം. വാപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മോളാർ മാസ്, ഓക്കെ, നിങ്ങളൊരു മോളാർ മാസ് എടുക്കുക, ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ വാപ്പർ ഡെൻസിറ്റി കിട്ടും. അപ്പോൾ വാപ്പർ ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ, കാരണം അതിൻ്റെ തിയറി ഇപ്പോൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ലെങ്തി ആയി പോകും. ഓക്കെ, തിയറി വാപ്പർ ഡെൻസിറ്റി എന്താണ് നിങ്ങൾ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. വാപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്, മോളാർ മാസ് ബൈ 2 ആണ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ വാപ്പർ ഡെൻസിറ്റി തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോളാർ മാസ് തരുന്നതിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ വാപ്പർ ഡെൻസിറ്റി തന്നു കഴിഞ്ഞാൽ മോളാർ മാസ് എങ്ങനെ കാണാം, മോളാർ മാസ് ഈക്വൽ ടു വാപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് ഇതാ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നോക്കടാ, ഈ ഒരു ക്വസ്റ്റൻ മോളിക്കുലാർ മാസ് 90 ആണെന്ന് പറഞ്ഞ ക്വസ്റ്റൻ. ഇതിന് പകരം വാപ്പർ ഡെൻസിറ്റി ഈസ് 45 എന്ന് പറഞ്ഞു. ഓക്കെ, വാപ്പർ ഡെൻസിറ്റി ഈസ് 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 ആണ് മോളാർ മാസ്. അപ്പോൾ 45 ഇൻറ്റു 2 ഈക്വൽ ടു എത്ര കിട്ടി, 90 കിട്ടി. അപ്പോൾ ബുഷ്ര നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ വാപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു മോളാർ മാസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോട്ടെ. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് വേണ്ട, ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിൽ നിങ്ങളുടെ സിലബസിലൊന്നും അങ്ങനെ ഇങ്ങനെ പറയുന്നില്ല, കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, സോ ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. സോ എനിവേ, എല്ലാവരും ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി അതർ ഡൗട്ട്? ഓക്കെ, സോ അപ്പോൾ വാപ്പർ ഡെൻസിറ്റി ഈക്വൽ ടു മോളാർ മാസ് ബൈ 2. അപ്പോൾ നമ്മൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. കെമിക്കൽ റിയാക്ഷൻ ചെയ്താൽ നമ്പർ ഓഫ് മോൾസിനെ ഏതിലാണോ ചോദിച്ചിട്ടുള്ളത് അവിടെ കൺവേർട്ട് ചെയ്യുക. മോളിലാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോളിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ മാസിക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, സോ എനിവേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മിൻഹ, എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇന്നിപ്പോൾ മാത്സിന്റെ +1 നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. +1 സയൻസ് സബ്ജക്ട് ആദ്യം കെമിസ്ട്രി തുടങ്ങുന്നത്. ബാക്കി എല്ലാത്തിനും ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സലിന്റെ +1 ചാനലിൽ എല്ലാത്തിനും ക്ലാസ് ഉണ്ടാവും. നമ്മുടെ എല്ലാ സയൻസ് സബ്ജക്റ്റിനും ക്ലാസ് ഉണ്ട്. ഓക്കെ, സോ അടുത്തത് നിങ്ങൾക്ക് ഇനി ഫിസിക്സും അതേപോലെ തന്നെ മാത്സും പിന്നെ ബയോളജിക്കും സുവോളജി എല്ലാത്തിനും എന്തുണ്ട്, ബോട്ടണിക്കും ഒക്കെ ക്ലാസ് ഉണ്ട്. ഡോണ്ട് വറി. ഓക്കെ, ഞങ്ങളത് ഫുള്ള് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇനി ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റിലുള്ള കോൺസെൻട്രേഷൻ ടേമിൽ മൊളാലിറ്റി അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ഭാഗങ്ങളൊക്കെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഡിഫൈൻ മൊളാരിറ്റി എന്നുണ്ട്. എന്താ മൊളാരിറ്റി? മൊളാരിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഓർമ്മ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഉണ്ടാക്കാം. ആദ്യം അതിന്റെ ഡെഫിനിഷൻ, മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് solute in 1 ലിറ്റർ സൊല്യൂഷൻ. ഇതിപ്പോൾ നമുക്ക് മൊളാരിറ്റിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. എം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ n എന്ന് വിളിച്ച്, ദെൻ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററിനെ ഞാൻ എന്ത് വിളിച്ച്, v എന്ന് വിളിച്ച്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ആണ് അറിയണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഈ ഇക്വേഷൻ അറിയണമെങ്കിൽ n/v എന്ന് പറഞ്ഞ ഇക്വേഷൻ അറിയെങ്കിൽ മക്കളെ n ഈസ് ദ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. ഇനി v നെ നിങ്ങൾ നേരെ എന്തിക്കാക്കുക,
വീനെ എന്തിക്ക് ആക്കുക, വീനെ നേരെ ലിറ്റർ ആക്കുക. ഓക്കെ, സോ വീന് ലിറ്റർ, 1 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഇത് 1 ലിറ്റർ ആണെങ്കിൽ നോക്കിക്കോ, ഇത് 1 ലിറ്റർ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് മൊളാരിറ്റി ഈക്വൽ ആയില്ലേ. അപ്പൊ കണ്ടോ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ ഈസ് നോൺ ആസ് മൊളാരിറ്റി. യാ, ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് സെറ്റായി. ദെൻ നമുക്ക് നേരെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാൻ പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അപ്പോൾ മൊളാരിറ്റി കിട്ടിയ ഇനി വേണമെങ്കിൽ അതിൽ നിന്ന് വേറൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഉണ്ടാക്കാം. ആ ഇക്വേഷൻ നമുക്ക് അടുത്ത സാധനത്തിന് ആവശ്യമുണ്ട് അല്ലേ. നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്ന് വിളിച്ചു, സോറി, നമ്പർ ഓഫ് മോൾസ് നമുക്ക് എന്ത് വിളിക്കാം, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് വിളിച്ചൂടെ. ദെൻ വോളിയം ഇൻ ലിറ്റർ ആണ്, ഈ ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കി കഴിഞ്ഞാൽ ഇൻറ്റു 10⁻³ അത് നേരെ മേലെ കയറി കഴിഞ്ഞാൽ 1000 അപ്പുറത്ത് വരും. അപ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും ഭയങ്കര കാണാപ്പാടൊക്കെ പഠിച്ച ഇക്വേഷൻ ആണ് അല്ലേ. മൊളാരിറ്റി ഈക്വൽ ടു WB/MB × 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ. ഈ ആ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് സെറ്റ് ആക്കാം. സോ ആ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് റിക്വയർഡ് ടു പ്രിപ്പയർ 0.1 molar 250 ml of its aqueous solution. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചോദിച്ചിട്ടുള്ളത് മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് ആണ്. മാസിനെ നമുക്ക് WB എന്ന് വിളിച്ചൂടെ. ഓക്കെ, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര വൃത്തിയാണ്, അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, സോ ഇതിനെ WB എന്ന് വിളിക്കാം. ദെൻ അടുത്തത് റിക്വയർഡ് ടു പ്രിപ്പയർ, ഇതാ മൊളാരിറ്റി തന്നിട്ടുണ്ട്. സോ ഹെൻസ് മൊളാരിറ്റി ഈക്വൽ ടു 0.1 മോളാർ ആണ്. മൊളാരിറ്റി 0.1 മോളാർ ആണ്. ദെൻ WB ആണ് അവന്മാർ ചോദിച്ചിട്ടുള്ളത്. ദെൻ വോളിയം തന്നിട്ടുണ്ട്, എത്ര ml ആണ്, 250 ml ആണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ നമുക്ക് അറിയേണ്ടത്, ഓക്കെ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ക്യാപിറ്റൽ M ഈക്വൽ ടു മൊളാരിറ്റി, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ M ഈക്വൽ ടു WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താടാ വോളിയം. ഇതിൽ ചോദിച്ചിട്ടുള്ളത് WB ആണ്. അപ്പോൾ M നമുക്കറിയാം, V നമുക്കറിയാം, പക്ഷേ MB കണ്ടുപിടിക്കാനാണ് നിങ്ങൾക്ക് മോളിക്കുലാർ ഫോർമുല തന്നിട്ടുള്ളത്. MBയും കൂടെ കണ്ടുപിടിക്കാം. H2C2O4.2H2O. H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ, C2 എന്ന് പറഞ്ഞാൽ 2 കാർബൺ. 2 കാർബൺ എന്ന് പറഞ്ഞാൽ 12 × 2 24. ദെൻ 4 ഓക്സിജൻ, 4 × 16. 4 × 16 എന്ന് പറഞ്ഞാൽ 32 + 32 64. ദെൻ 2 H2O, 18 + 18 എത്ര വന്നടാ, 36. ദെൻ എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും, 10 14 16. ഓക്കെ 16. ദെൻ 4 10 12 126. പരിപാടി കഴിഞ്ഞ് ഇനി നേരെ ഇക്വേഷനിലേക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് WB ആയതുകൊണ്ട് തന്നെ ഞാൻ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ മൊളാരിറ്റി ഇൻറ്റു MB ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. സോ മൊളാരിറ്റി എത്രയാണ് മക്കളെ, 0.1. MB എത്രയാണ്, 126. ദെൻ വോളിയം എത്രയാണ്, 250 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ, സോ 250 1000 വെട്ടിപ്പോയാൽ 4 കിട്ടി. ദെൻ 4. ഓക്കെ, 12 3 4. ഓക്കെ, 12 3 4. ദെൻ 6 1 4, ബാക്കി 2. അപ്പോൾ ബാക്കി 2 ആകുമ്പോൾ 20 5. ഓക്കെ, 31.5. സോ അപ്പോൾ 3.15 ഗ്രാം കിട്ടി. നിങ്ങളത് കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് അതും എളുപ്പമാണ്. സോ 3.15 ഗ്രാമാണ് നമ്മളുടെ മാസ്. ഓക്കെ, സോ ഗിവൺ മാസ്. ഇത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ അടക്കല്ലേ, സെറ്റല്ലേ. ഓക്കെ, ഓക്കെ മറിയം, റിൻഷി, മിൻഹ, ഓക്കെ PV സ്റ്റോറീസ്, ഓക്കെ ബുഷ്ര. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. കമൻറ്റ് ബോക്സ് ഉപയോഗിക്കുക. നിങ്ങളിട്ട് എനിക്ക് വർത്താനം പറയാൻ വേറെ ഇതൊന്നുമില്ല, മാർഗങ്ങളൊന്നുമില്ല, ഓൺലി ലൈവ് ചാറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സോ മക്കളെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇല്ല. ദെൻ നമുക്ക് ഈ ചാപ്റ്റർ ഇനി ബാക്കി എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മൊളാരിറ്റി പറഞ്ഞല്ലോ, ഇതേപോലെ നിങ്ങൾ എന്തും കൂടെ നോക്കുക, മൊളാലിറ്റിയും കൂടെ എന്ത് ചെയ്യുക, മൊളാലിറ്റിയും കൂടെ നോക്കുക. അപ്പോൾ നോക്കട്ടോ, ഇതേ മൊളാലിറ്റിൻ്റെ ആക്കി കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ ഈ ലിറ്റ് മാറിയിട്ട് ലിറ്റ് ആയി കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇങ്ങനെ തന്നെ. ഇവിടെ 1 ലിറ്റർ സൊല്യൂഷന് പകരം എന്ത് വരും, 1 കിലോഗ്രാം എന്ത് വരും മക്കളെ, സോൾവെന്റ് വരും. ഇത്രേ ഉള്ളൂ മൊളാലിറ്റി. ഇക്വേഷൻ എന്താവും, മൊളാലിറ്റി സ്മോൾ m ആണ് റെപ്രസെന്റ് ചെയ്യുക, n ഡിവൈഡഡ് ബൈ എന്ത് വരും, സ്മോൾ m ഈക്വൽ ടു n ഡിവൈഡഡ് ബൈ എന്ത് വരും, WA ഇൻ കിലോഗ്രാം എന്ന് വരും. പിന്നെ ഈ ഇക്വേഷൻ m ഈക്വൽ ടു WB/MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ WA ഇൻ ഗ്രാമും വരും. ഇതാ പരിപാടി കഴിഞ്ഞ്. ഇതാണ് നമ്മളുടെ എന്തിൻ്റെ ഇക്വേഷൻ, മൊളാലിറ്റിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിന് ഒരു കാര്യം കൂടിയ, മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസ് ഉള്ളതുകൊണ്ടും മൊളാലിറ്റിയിൽ ഇവിടെ വോളിയം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ടെമ്പറേച്ചർ മാറുമ്പോൾ വോളിയം എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. ടെമ്പറേച്ചർ മാറുമ്പോൾ വോളിയം മാറും. അപ്പോൾ മൊളാലിറ്റി എന്ന് പറഞ്ഞ ആള് ഒരു ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ക്വാണ്ടിറ്റി ആണ്. പക്ഷേ ടെമ്പറേച്ചർ മാറിയ മാസ് മാറൂല. അപ്പോൾ മൊളാലിറ്റി എന്താണ്, ഒരു ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്
ഇൻഡിപെൻഡന്റ് സാധനമാണ്. ഇതും കൂടിയ ഒന്ന് എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ദെൻ നമുക്ക് മോൾ ഫ്രാക്ഷൻ. എന്താ മോൾ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒന്നില് സംതിങ് ഇൻ വൺ അല്ലേ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 100 കിട്ടിക്കഴിഞ്ഞാൽ അത് 1ൽ 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ 100ൽ 90 കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയാണ്? 100ൽ 90 ആണെങ്കിൽ അത് 1ൽ 0.9 അല്ലേ? ഇത്ര തന്നെ ഉള്ളൂ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടോട്ടൽ ഒരു മോൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് എത്ര മോൾ നമ്മളുടെ കോമ്പണന്റ് ഉണ്ടോ അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? മോൾ ഫ്രാക്ഷൻ. അതായത് chi A equal to a weight. Chi A equal to number of moles of A divided by number of moles of A plus number of moles of B. ഇത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ ആണ്. ഇത് നമ്മളുടെ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കമ്പണന്റ് ആണ്. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാ. അപ്പോൾ നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അടുത്ത ചാപ്റ്റർ ഏതാടാ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് അല്ലേ? നമ്മളുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം ഓൾറെഡി CR സാറ് തീർത്തതാണ്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് periodicity in property എന്ന് പറഞ്ഞ വളരെ രസകരമായിട്ടുള്ള അല്ലേ, ന്യൂമറിക്കൽസ് ഒന്നും ഇല്ലാത്ത വളരെ കോൺസെപ്റ്റ് മാത്രമുള്ള കുറച്ച് ട്രെൻഡുകൾ മാത്രം പഠിച്ചിരിക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ചൊന്ന് എഴുതി വെക്കാനുള്ള ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോവാം. സോ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. സോ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ. സോ എനിവേ അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. എവിടെ എല്ലാവരും ഇവിടെ പോയി? ഓക്കെ. സോ മക്കളെ ബാക്കിയുള്ളവർക്കൊക്കെ ഒപ്പം ഒന്നുകൊണ്ട് ഷെയർ ചെയ്യും. നിങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓനെ പിടിച്ച് നിർത്തി നിങ്ങൾ. ഓക്കെ. സോ എനിവേ അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഓക്കെ. സോ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ അറിയണം? ഈ ചാപ്റ്ററിലൊക്കെ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈവൻ ഫിസിക്കൽ കെമിസ്ട്രിന്ന് നമ്മൾ ഇനോർഗാനിക്കിൻ്റെ ഒരു ചാപ്റ്ററിലേക്ക് ഈവൻ കെമിക്കൽ ബോണ്ടിങ്ങും ആസ് പെർ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണ്. പക്ഷെ എന്നാലും നമുക്കൊരു ഇനോർഗാനിക് ടച്ച് ഉള്ള ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കുറേ കൂടെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ കുറേ കൂടി എന്ത് വരും? കുറേ കൂടെ ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടും കണ്ടതും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഏരിയ കുറച്ച് കൂടുതൽ ഉണ്ടാവും. പക്ഷേ എല്ലാം എന്താണ്? സിമ്പിൾ ആണ്. നമുക്ക് ഇതന്നെ ചോദിക്കുള്ളൂ. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് പ്രോബ്ലം ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതും വളരെ എളുപ്പമാണ്. സോ എനിവേ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ആ ചാപ്റ്ററിൻ്റെ കണ്ടന്റിൽ കൂടെ എങ്ങനെ ക്വസ്റ്റ്യനും കൂടെ എങ്ങനെ ആ ചാപ്റ്ററായിട്ട് സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? സോ എനിവേ അപ്പം നിങ്ങൾ നേരെ സം ബേസിക് കോൺസെപ്റ്റിൻ്റെ ബുക്ക് തൽക്കാലം അവിടെ അടച്ചു വെച്ചിട്ട് ഈ നേരെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റിന്റെ ബുക്ക് കണ്ടെടുക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ എഴുതി വെക്കുക, അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാം? സെറ്റ് ആക്കാം. സോ മക്കളെ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോലെ. സോ എനിവേ ഓക്കെ. സോ സോറി ക്വസ്റ്റ്യനിലോട്ടല്ല, നമുക്ക് ആദ്യം ഈ കണ്ടന്റ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാപ്റ്ററിൽ ആദ്യം പറയുന്നത് ഒരു ജനസിസ് ആണ്, ഒരു ഹിസ്റ്ററിയാണ്. പീരിയോഡിക് ടേബിളിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. ആ ഹിസ്റ്ററി നിങ്ങൾ ബോർഡ് എക്സാമിന് ഓക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ട്രയാഡ്സ് ഒക്കെ ചോദിക്കാം. പക്ഷേ എന്നാലും അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ മോഡേൺ പീരിയോഡിക് ലോ ആണ്. വളരെ സിമ്പിളാണ്. മോഡേൺ പീരിയോഡിക് ലോ പഠിച്ചു കഴിഞ്ഞാൽ മെന്റലീവ് പീരിയോഡിക് ലോയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന്റെ കൂടെ ബോണസ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടി. ദെൻ IUPAC നോമെnclature ഓഫ് എലമെന്റ്സ് ഹാവിംഗ് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 ഒരു മാർക്കിന് സാധാരണ ചോദിക്കാറുണ്ട്. നമ്മളെ മറ്റേ അണ്ണിയോ അല്ലെ, അണ്ണിൽ ബയ്യോ, അണ്ണിൽ കോടിയൊക്കെ പോലത്തെ സാധനങ്ങൾ വളരെ വളരെ എളുപ്പമാണത്. അതിൽ നിങ്ങൾക്ക് എലമെന്റിന്റെ പേര് ചോദിക്കാനുള്ള ചാൻസ്, അതായത് ഇപ്പോഴത്തെ പേര് ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് മറ്റേ അണ്ണിൽ ബയ്യോ അണ്ണിൽ കോടിയൊക്കെ തന്നെ ചോദിക്കാം. കാരണം മറ്റേ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇടങ്ങറായതുകൊണ്ട് തന്നെ അത് ചോദിക്കലില്ല സാധാരണ. ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ പീരിയോഡിക് ടേബിളും കണ്ടെത്തി കഴിഞ്ഞാൽ, മോഡേൺ പീരിയോഡിക് ടേബിളും കണ്ടെത്തി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ ഗ്രൂപ്പും പീരിയഡും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്ഥിരമാണ്. അതുപോലെ ബ്ലോക്ക് ഓക്കെ ഇങ്ങനത്തെ സ്ഥിരമല്ല, അധികം ചോദിക്കാറുണ്ട്. സോ എനിവേ അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരും. ദെൻ പിന്നെ അല്ലെങ്കിൽ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തരും. ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ എഴുതുക, ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, പീരിയഡ് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക, ബ്ലോക്കും കൂടെ. ഗ്രൂപ്പും പീരിയഡ് കണ്ടുപിടിച്ചാൽ ബ്ലോക്ക് വളരെ എളുപ്പമല്ലേ. ഓക്കെ. ദെൻ അടുത്തത് അതേപോലെ തന്നെ ഡിഫറെന്റ് ബ്ലോക്കിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ചോദിക്കും, എസ്പെഷ്യലി ഡി ബ്ലോക്ക്. ഓക്കെ ഡി ബ്ലോക്ക് ഇടക്കിടക്ക് ചോദിക്കലുണ്ട്. ഡി ബ്ലോക്ക് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഏത് ഡിഫറെന്റ് ബ്ലോക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതിൽ എസ്പെഷ്യലി ഡി ബ്ലോക്ക്, എസ് ബ്ലോക്കിന്റെ, പി ബ്ലോക്കിന്റെ, എഫ് ബ്ലോക്കിന്റെ ഒക്കെ ഒരു 2 പോയിന്റ് പഠിച്ചു വെച്ചോണ്ടി അതൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. 2 പോയിന്റ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അങ്ങോട്ട് പഠിക്കുക. ഓക്കെ. ദെൻ അടുത്തത്
അറ്റോമിക് റേഡിയൈൻ്റെ ട്രെൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് സംഭവിക്കും, ടോപ്പ് ടു ബോട്ടം എന്ത് സംഭവിക്കും, അത്രേ ഉള്ളൂ ഇത് ചോദിക്കും. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് ട്രെൻഡും ടോപ്പ് ടു ബോട്ടം ട്രെൻഡും എന്ത് ചെയ്യാം, ചോദിച്ചേക്കാം. ദെൻ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, അയണിക് റേഡിയയിൽ നിന്ന് വരുന്ന സാധനമാണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്താന്ന് ചോദിക്കാം. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. 4-5 എക്സാമ്പിൾ തന്നിട്ട് അതിൽ ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളെ തന്നിട്ട് അതിൻ്റെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ചോദിക്കും. ദെൻ അതേപോലെ തന്നെ അടുത്തതാണ് അയണൈസേഷൻ എൻതാൽപ്പി ട്രെൻഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ. അയണൈസേഷൻ എൻതാൽപ്പിന്റെ ഡെഫിനിഷൻ, അയണൈസേഷൻ എൻതാൽപ്പിന്റെ ട്രെൻഡ്, അയണൈസേഷൻ എൻതാൽപ്പിൽ വരുന്ന എക്സെപ്ഷൻ ഒക്കെ നമ്മളൊന്ന് പഠിച്ചിട്ടേ പോളൂ, ഡോണ്ട് വറി. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡെഫിനിഷൻ, ട്രെൻഡ്, പിന്നെന്താ പറഞ്ഞത്, എക്സെപ്ഷൻ. ഓക്കെ, ഈ 3 ഇലക്ട്രോനെഗറ്റിവിറ്റി ഡെഫിനിഷൻ സിമ്പിൾ ആണ്. ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കാണാനുള്ള ഡിഫറൻറ്റ് സ്കെയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, അതിൽ പിന്നെ എക്സെപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല, അത് വളരെ എളുപ്പമാണ്, പരിപാടി പെട്ടെന്ന് എന്ത് ചെയ്യും, തീരും. ദെൻ അനോമലസ് പ്രോപ്പർട്ടി, എന്തുകൊണ്ട് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ തന്നിട്ട് വല്ല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. പിന്നെ വാലൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. വാലൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് വളരെ സിമ്പിളാണ്. എയും ബിയും അതിൻ്റെ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വാലൻസ് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ ദെൻ അടുത്തത് അസിഡിക്, ബേസിക്, ന്യൂട്രൽ ആൻഡ് ആംഫോട്ടറിക് ഓക്സൈഡ്, അതിൻ്റെ എക്സാമ്പിൾസ്, അതേപോലെ തന്നെ ട്രെൻഡ്. എക്സാമ്പിൾസ് ആണ് ചോദിക്കുക. എക്സാമ്പിൾ ആരൊക്കെയാണ് അസിഡിക്, ആരൊക്കെയാണ് ബേസിക്, അതേപോലെ തന്നെ അതിൻ്റെ എന്തും ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അവരുടെ കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാണ്, നോക്കാനുള്ളത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ ഒരു 10 പോയിന്റിൽ കൂടെ പോയാൽ തന്നെ പരിപാടികൾ മൊത്തം കഴിയും. സോ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് കടക്കാം. സോ മക്കളെ നോക്കിക്കോ, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. എന്താ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് നമ്പേഴ്സ്. എന്തൊക്കെയാണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെന്റ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് നമ്പർ. ഈ അറ്റോമിക് നമ്പർ മാറ്റിയിട്ട് എന്താക്കി കഴിഞ്ഞാൽ, അറ്റോമിക് മാസ് ആക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് അങ്ങോട്ട് മാറും, മെന്റലി പീരിയോഡിക് ലോ ആയിട്ടാണ് മാറും. അപ്പോൾ നമുക്ക് മെന്റലി പീരിയോഡിക് ലോയും പഠിച്ച് മോഡേൺ പീരിയോഡിക് ലോയും പഠിച്ച് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ എന്തൊക്കെയാണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദയർ അറ്റോമിക് നമ്പർ ഈസ് നോൺ ആസ് മോഡേൺ പീരിയോഡിക് ലോ. അതിൽ ഈ പറയുന്ന അറ്റോമിക് നമ്പർ മാറ്റി അറ്റോമിക് മാസ് ആക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി, മോഡേൺ പീരിയോഡിക് ലോ നേരെ മെന്റലി പീരിയോഡിക് ലോ ആയിട്ട് മാറി. ദെൻ ഗിവ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസിഷൻ എലമെന്റ്സിന്റെ 2 പ്രോപ്പർട്ടി അല്ല, നമുക്കൊരു 4 പ്രോപ്പർട്ടി വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് കാണിക്കുന്നുണ്ട്, അവര് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അവരെന്ത് കാണിക്കുന്നുണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ദെൻ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ത് കാണിക്കുന്നുണ്ട്, എടാ അവന്മാര് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. കാറ്റലിറ്റിക് ബിഹേവിയർ, ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ കാറ്റലിസ്റ്റ്. ഓക്കെ, അവർ കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് നമുക്ക് എന്ത് പറയാം, സോ നോക്കടാ, അപ്പോൾ അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, അവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അവർ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യാറുണ്ട്. കോംപ്ലക്സ് കോർഡിനേഷൻ കോംപ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യാറുണ്ട്, കോംപ്ലക്സ് ഫോർമേഷൻ. ദെൻ അവര് കളർ കാണിക്കാറുണ്ട്. സോ കളേർഡ് കോംപ്ലക്സ്. ദെൻ അവരെന്ത് കാണിക്കാറുണ്ട്, സോ പാരാമാഗ്നറ്റിസം കാണിക്കാറുണ്ട്. സോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ദാറ്റ് മീൻസ് പാരാമാഗ്നറ്റിസം കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തൊക്കെ പറയാം? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാം, പിന്നെ പാരാമാഗ്നറ്റിക് ബിഹേവിയർ പറയാം, കോംപ്ലക്സ് ഫോർമേഷൻ പറയാം, കളേർഡ് കോംപ്ലക്സസ് പറയാം, പിന്നെന്താണ്, ഇറ്റ് ആക്ട് ആസ് എ ബെറ്റർ കാറ്റലിസ്റ്റ്. അപ്പോൾ കാറ്റലിസ്റ്റ് ആയിട്ടും അവരെന്ത് ചെയ്യാറുണ്ട്, ആക്ട് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. The IUPAC name of an element with the atomic number 109 is. Okay, so ഇത് വളരെ എളുപ്പമാണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാടാ, അണ്ണ്.
അല്ലേ? ദെൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നില്ല്. ദെൻ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നില്ലാവോ? നിന്നാവോ? സോ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് n ആണ്, നമുക്ക് അവിടേക്ക് വരാം. അപ്പോൾ അണ്ണിൽ എണ്ണിയം, അണ്ണിൽ എണ്ണിയം. ലാസ്റ്റ് ഒരു IUM കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 1ന് പകരം അണ്ണ്, 0ക്ക് പകരം നില്ല്, 9ന് പകരം n, ലാസ്റ്റ് എന്താണ് മക്കളെ? ഒരു IUM കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 109ന്റെ എന്തായി? IUPAC നെയിമായി. സോ ഈ പറയുന്ന ടേബിൾ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെയാ? ഡിജിറ്റ് 0 ആണെങ്കിൽ നെയിം എന്താണ്? നില്ല്. കണ്ട? 1 ആണെങ്കിൽ അണ്ണ്, 2 ആണെങ്കിൽ ബൈ, 3 ആണെങ്കിൽ ട്രൈ, ദെൻ 4 ആണെങ്കിൽ ക്വാഡ്, 5 ആണെങ്കിൽ പെൻഡ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ സെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, ദെൻ 9 ആണെങ്കിൽ n. ഒരു കാര്യം ഓർത്തു വെക്കുക, ഒരിക്കലും ആ പറയുന്ന അബ്രിവേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യില്ല? റിപ്പീറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ നെയിമിംഗ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ്. കാരണം നിങ്ങൾ 4ന് പകരം ടെട്രക്ക് ആലോചിക്കും. പക്ഷെ ടി ഓൾറെഡി 3ക്ക് വന്നതാണ്, അവിടെ ടെട്ര വരൂല, കോഡേ വരുള്ളൂ. അതുകൊണ്ട് 5 പെൻഡ്, 6 എക്സ്, പിന്നെ ഹെപ്റ്റ് വരൂല കാരണം എച്ച് റിപ്പീറ്റ് ചെയ്യില്ല, അതുകൊണ്ട് സെപ്റ്റ്. കണ്ടാ? 8 ഒക്ട്, ദെൻ 9ന് നൊണ്ണ് എന്ന് ആലോചിക്കരുത് കാരണം n ഓൾറെഡി നില്ലിന് വന്നാണ്, അതുകൊണ്ട് സോ എന്നേ വരുള്ളൂ. ദാറ്റ്സ് ഓൾ. ദെൻ നമുക്ക് ഈ പറയുന്ന കാര്യം കിട്ടി. ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും വരാം. 120യോ 119ഓ 104ഓ ഒക്കെ വരാം. ഏത് വന്നു കഴിഞ്ഞാലും വളരെ എളുപ്പമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടന്നൂടെ? ഓക്കെ. So anyway, identify the group and period of element having atomic number 25 in the periodic table. എടാ 25ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റിന്റെ ഗ്രൂപ്പും പീരിയഡും കണ്ടുപിടിക്കാനാണ്. അതിന് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എഴുതുക. ഓക്കെ, അറ്റോമിക് നമ്പർ z equal to 25 ആണെങ്കിൽ, if z equal to 25, if z equal to 25, then the electronic configuration is, നിങ്ങൾക്ക് ഈവൻ ഇത് പറ്റുന്നില്ലെങ്കിൽ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് നോബിൾ ഗ്യാസിന്റെ ശേഷം എഴുതാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. ഇത് 1s2, then 2s2, then 2p6, 3s2, 3p6, ഇപ്പം എത്രയായി? ഓക്കെ, 3s2, 3p6, പിന്നെ 4s2 വരും. ഇപ്പം തന്നെ 10, 20ആയി. then 3d5. അപ്പോൾ കണ്ടോ, ഇതാണ് വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 4s2, 3d5. ഒബിയസ്ലി ദിസ് എലമെന്റ് ഈസ് എ ഡി ബ്ലോക്ക് എലമെന്റ്. ഇനി ഗ്രൂപ്പ് നമ്പർ പറയുകയാണെങ്കിൽ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് എസ് ഇലക്ട്രോൺ പ്ലസ് നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺ. അപ്പോൾ 2 + 5 എത്ര വന്നടാ? 7 വന്ന്. 2 + 5 എത്ര വന്ന്? 7 വന്ന്. ഇനി പീരിയഡ് നമ്പർ നോക്കുകയാണെങ്കിൽ എത്ര പീരിയഡ് നമ്പർ വരിക? പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷെല്ലിലോട്ടാണോ, ഏത് ഷെല്ലാണ് അവിടുത്തെ ഏറ്റവും വലിയ ഷെല്ല്, ദാറ്റ് മീൻസ് ദ ഹയസ്റ്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓർ ദ ഹയസ്റ്റ് ഷെൽ നമ്പർ ഈസ് അവർ പീരിയഡ് നമ്പർ. ഇവിടെ 4 ആണത്. അങ്ങനെയാണെങ്കിൽ പീരിയഡ് നമ്പർ ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. അപ്പോൾ പീരിയഡ് നമ്പർ 4 ആണ്, ഗ്രൂപ്പ് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓക്കെ അല്ലേ? സോ മിൻഹ യാ അണ്ണിൽ എന്നിയും ഓക്കെ അല്ലേ? നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കല്ലേ? predict the formula of the binary compound that would be formed by the combination of the following element. ഓടാ, ലിഥിയം ഓക്സിജനും അലൂമിനിയം അയഡിനും എന്ത് ചെയ്യാണ്? ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ബൈനറി കോമ്പൗണ്ടിന്റെ ഫോർമുല എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിതൊന്ന് തൽക്കാലം എറൈസ് ചെയ്യാം. ഓക്കെ, ഞാനിത് എറൈസ് ചെയ്ത് നമുക്ക് ആ എലമെന്റിനെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് എലമെന്റ്? ബുഷറ എന്താ ചോദിച്ചിട്ടുള്ളത്? അതർ എലമെന്റ് പീരിയഡ് നമ്പർ ഇല്ലാണ്ട് എങ്ങനെ പഠിക്കാമോ? ഓക്കെ, മനസ്സിലായില്ല, ക്വസ്റ്റ്യനൊക്കെ മനസ്സിലായില്ല. പീരിയഡ് നമ്പർ ഓക്കെ, പീരിയഡ് നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാടാ. പീരിയഡ് നമ്പർ നേരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ഏതാ പറഞ്ഞത്? നേരത്തെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞത് 3d5 4s2 അല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ ഷെല്ല് ഏതാണ്? ഏത് എലമെന്റ് ആണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ ഷെല്ല് നോക്കുക, ഏറ്റവും വലിയ ഷെല്ല്, ഏറ്റവും വലിയ ഈ നമ്പർ നോക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ഇവിടെ ഇപ്പോൾ 4 അല്ലേ? ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഇപ്പോൾ അതെന്താണ്? അപ്പോൾ നോക്ക്, ഫോർ എക്സാമ്പിൾ 3p6 ലാസ്റ്റ് എൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതിൻ്റെ പീരിയഡ് നമ്പർ എത്രയായിരിക്കും? 3 ആയിരിക്കും. ദെൻ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? ഇത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 6 + 12 18 വരും. അപ്പോൾ എത്ര ഉള്ളൂ? ഓക്കെ, ഗ്രൂപ്പ് നമ്പർ ഇനി ഗ്രൂപ്പ് നമ്പറാണ് ചോദിച്ചെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഇതാണ്. നമ്മളിപ്പോൾ എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ് ബ്ലോക്കിൽ ഒന്നെങ്കിൽ NS1 വരും, അല്ലെങ്കിൽ എന്ത് വരും?
NS2 വരും. NS1 ആണെങ്കിൽ എസ്സിൽ 1 ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു 1, ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു 2. ഇനി ഡി ബ്ലോക്ക് ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു N-1 ഡി ഇലക്ട്രോണും അതേപോലെ തന്നെ NS ഇലക്ട്രോണും കൂടി അങ്ങോട്ട് കൂട്ടുക. എസ്സിലുള്ള ഇലക്ട്രോണും ഡിയിലുള്ള ഇലക്ട്രോണും കൂടി കൂട്ടുക. ഇനി പി ബ്ലോക്ക് ആണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പിയിലേക്കാണ് പോവുക. അവിടുത്തെ പി ഇലക്ട്രോണിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? 12 കൂട്ടിയാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3p6 ആണ് നിങ്ങളുടെ വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്കിൽ 6 + 12 അവൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 18 ആണ്. ഇനിയിപ്പോൾ ഒരു 3p3 ആണ് നമ്മളുടെ കോൺഫിഗറേഷൻ എങ്കിൽ 3+ എന്ത് ചെയ്താൽ മതി? 12 ചെയ്താൽ മതി. അപ്പോൾ എന്തായി? 15 ആയി. ഇത്രയുള്ള പരിപാടി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കല്ലേ? സോ അടുത്ത ക്വസ്റ്റൻ അല്ല, ഇതിൻ്റെ തന്നെ ഒരു പാർട്ട് ക്വസ്റ്റൻ ഉണ്ട്. ഓക്കെ, വെയിറ്റ്. സോ അപ്പോൾ നമുക്കിനി ഈ പറയുന്ന രണ്ട് കോമ്പൗണ്ടുകൾ രണ്ട് എലമെന്റുകൾ കോമ്പൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരൊക്കെയാണ് എലമെന്റ്? നമ്മുടെ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം ഉണ്ട്, പിന്നെ ആരും ഉണ്ട്? ഓക്സിജനും ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ നേരെ ലിഥിയത്തിന്റെ വാലൻസ് എത്രയെന്ന് നോക്കുക. ലിഥിയത്തിന്റെ വാലൻസ് എത്രയാ? ലിഥിയം നമുക്കറിയാം, ലിഥിയം ഈസ് ആൽക്കലി മെറ്റൽ. ദാറ്റ് മീൻസ് ഒരു ഗ്രൂപ്പ് നമ്പർ എലമെന്റ് ആണ്. ആൽക്കലി മെറ്റൽസിന്റെ വാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു 16ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ് ആണ്. ഓക്സിജന്റെ വാലൻസ് നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 2 ആണ്. ഇത് നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് എന്തായി? The compound is Li2O. The compound is Li2O. Then അടുത്ത കോമ്പൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അലൂമിനിയം ഉണ്ട്, പിന്നെ ആരുണ്ട്? അയഡിൻ ഉണ്ട്. അലൂമിനിയം ഉണ്ട്, അയഡിൻ ഉണ്ട്. അലൂമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയാമെങ്കിൽ അത് നോക്കിയാൽ മതി. അലൂമിനിയം 3+. കണ്ട, അലൂമിനിയം ഏതാണ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം. പി ബ്ലോക്കിൽ ആദ്യത്തെ പി ബ്ലോക്കിലെ 13ാമത്തെ ഗ്രൂപ്പ് അപ്പോൾ വാലൻസ് 3. അയഡിന് ഹാലജൻസ് -1, അതായത് 1 അവർ വാലൻസ്. അപ്പോൾ നേരെ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? Al-I3. Al-I3 ആൻഡ് Li2O. വളരെ എളുപ്പമല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 1 മാർക്കൊക്കെ നമുക്ക് പുഷ്പം പോലെ കിട്ടും. സോ സിമ്പിളാണ്. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. Which of the following represent the general outer electronic configuration of group 15 elements? Group 15 elements ആണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ഗ്രൂപ്പ് 15 elements? ഓക്കെ, ഗ്രൂപ്പ് 15 നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് 15 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 രീതിയിൽ, ഒന്നെങ്കിൽ ഗ്രൂപ്പ് 15ന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കാണാണ്ട് പഠിച്ചിരിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോ. ഇനി അതല്ലെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഗ്രൂപ്പ് 1 മുതൽ 2 വരെ എസ് ബ്ലോക്ക് ആണ്. ദെൻ 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക് ആണ്. 13 മുതൽ അങ്ങോട്ട് ആരാണ്? പി ബ്ലോക്ക് ആണ്. അപ്പോൾ P1 ആണ് 13ാമത്തെ ഗ്രൂപ്പ്, P2 ആണ് 14ാമത്തെ ഗ്രൂപ്പ്, P3 ആണ് 15ാമത്തെ ഗ്രൂപ്പ്. പരിപാടി കഴിഞ്ഞു. ഓക്കെ, സോ അപ്പോൾ നമ്മോട് ചോദിച്ചിട്ടുള്ള ഗ്രൂപ്പ് 15 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 15ന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3 ആയിരിക്കും. സോ ദാറ്റ് ഈസ് NS2 NP3. NS2 NP3 is the right answer. പരിപാടി കഴിഞ്ഞില്ലേ? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക. പി ബ്ലോക്കിൽ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു എത്രയാണ്? 12 + p ഇലക്ട്രോൺ ആണ്. അപ്പോൾ പിയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 3 ഇലക്ട്രോൺ ഉണ്ടാവും. പി ഇലക്ട്രോൺ 3 ആണ്. അപ്പോൾ NS2 NP3 is the right answer. സിമ്പിൾ അല്ലേ? ഇനി എക്സ്പ്ലെയിൻ ദ വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് ഓഫ് എലമെന്റ്സ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. നിങ്ങളൊരു പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന അറ്റോമിക് റേഡിയൻ്റെ ട്രെൻഡാണ് അവന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. അറ്റോമിക് റേഡിയൻ്റെ ട്രെൻഡ് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അറ്റോമിക് റേഡിയൻ്റെ ട്രെൻഡ്. ഓക്കെ, സോ വെയിറ്റ്, ഞാനിത് അറേസ് ചെയ്യാൻ പോണ്. ഓക്കെ, ദെൻ നോക്കിക്കോ. അപ്പോൾ അറ്റോമിക് റേഡിയസ് ഇവർ ചോദിച്ചിട്ടുള്ളത് ടോപ്പ് ടു ബോട്ടം ആണെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റും കൂടെ പറയാം. സോ ഓർമ്മ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ആലോചിക്കുക. സോ ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് 2-3 പോയിന്റ് എഴുതി കൊടുത്താൽ നല്ലതാണ്. ഇനി ഇത്രേ ഉള്ളൂ. നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾ എവിടേക്ക് മൂവ് ചെയ്യാണ്? നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യാണ്. ഓക്കെ, 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒറ്റ അടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്താ കാരണം? ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇലക്ട്രോൺസ് ആർ എൻ്ററിങ് ഇൻ ടു സെയിം ഷെല്ലാണ്. ഓക്കെ, ഞാൻ മെയിൻ റീസണിലോട്ട് വരാം. ഇലക്ട്രോൺസ് ആർ എൻ്ററിങ് ഇൻ ടു സെയിം ഷെൽ. ഇങ്ങനെ സെയിം ഷെല്ലിലോട്ട് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സോ സെയിം ഷെല്ലിലോട്ട് ഇലക്ട്രോൺ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഷീൽഡിങ് സംവാട്ട് എന്തായിരിക്കും എന്നറിയോ? ഷീൽഡിങ് കോൺസ്റ്റന്റ് ആകും. ഷീൽഡിങ് എന്തായിട്ട് നിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഷീൽഡിങ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നറിയോ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സൈസ് എന്ത് ചെയ്യുന്നറിയോ? ഡിക്രീസ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് 2 മാർക്കിന് ഇതല്ല, ഈ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറഞ്ഞത്. ഇന്നൊരു പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ
വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും ഈ പറയുന്ന 2 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. അതായത് ഇത്രയേ ഉള്ളൂ. സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് the electrons are entering into same shell, hence the shielding is constant, then effective nuclear charge increases, size decreases. ഇനി ടോപ്പ് ടു ബോട്ടം ആണ് ചോദിച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ലെഫ്റ്റ് ടു റൈറ്റ്, ഇത് ഏതാണ് ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി സിമിലർലി നമ്മോട് ചോദിച്ചത് ഏതാണ് ടോപ്പ് ടു ബോട്ടം എന്ന് വിചാരിച്ചു. ദിസ് വിൽ ബി ടോപ്പ് ടു ബോട്ടം. ഏതാണ് ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നത് എവിടേക്കല്ല, സെയിം ഷെല്ലിലോട്ടല്ല. ദ ഇലക്ട്രോൺ ആർ എൻ്ററിങ് into new shell. Electron are entering into new shell ആണ്. അപ്പോൾ പുതിയ ഷെല്ലിലോട്ട് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുമ്പോൾ ഷീൽഡിങ് എന്ത് ചെയ്യും, ഷീൽഡിങ് ഇൻക്രീസ് ചെയ്യും. ഷീൽഡിങ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ സൈസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. ഫ്രം top to bottom, the electron are entering into new shell, hence shielding increases, effective nuclear charge decreases, size increases. Yeah, that's all. So അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റിലേഷൻഷിപ്പും കൂടി ഉണ്ടാക്കാം. The size and effective nuclear charge is inversely related അല്ലേ. അതായത് സൈസും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും എന്താണ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അത് ഇൻവേഴ്സ് റിലേഷനിലാണ്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ സൈസ് കുറയും, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ സൈസ് എന്ത് ചെയ്യും, കൂടും. നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക, ഈ ഒരു കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ടോപ്പ് ടു ബോട്ടം ട്രെൻഡും കിട്ടി, ലെഫ്റ്റ് ടു റൈറ്റ് ട്രെൻഡും കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. സോ കണ്ടോ, ഇതേ കാര്യമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കണ്ടോ. ലിഥിയം ടു ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനൊക്കെ ഒരേ പീരിയഡിൽ വരുന്ന എലമെന്റ് ആണ്. ദെൻ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ടോപ്പ് ടു ബോട്ടം ആണ്, സൈസ് ഡിക്രീസസ്. കണ്ടോ, ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറഞ്ഞ്, ടോപ്പ് ടു ബോട്ടം സൈസ് കൂടി. ലിഥിയം ടു സീഷ്യം ടോപ്പ് ടു ബോട്ടം സൈസ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ next question, the cation is smaller than corresponding neutral atom while anion is larger. Give reason എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ എളുപ്പമാണ് അതിന്റെ റീസൺ. നിങ്ങളൊരു എലമെന്റ് എടുക്കുന്നു, സേ ദിസ് എലമെന്റ് ഈസ് ഇ. ഈ ആണ് നമ്മളുടെ എലമെന്റ് എന്ന് വിചാരിച്ചോ. നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാക്കാം. ഈ കാറ്റയോൺ ആയിട്ട് മാറുകയാണ്. ഈ എന്തായിട്ട് മാറുകയാണ്, കാറ്റയോൺ ആയിട്ട് എന്ത് ചെയ്യാണ്, മാറുകയാണ്. ഈ കാറ്റയോൺ ആയിട്ട് മാറുകയാണ്. കാറ്റയോൺ ആവാന്ന് പറഞ്ഞാൽ ഇവൻ എന്തായി, ഇ പ്ലസ് ആയി. കാറ്റയോൺ ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം, അവിടുന്ന് എന്ത് ചെയ്യണം, കുറയണം. ദെൻ അടുത്തത് ഈ എന്തായിട്ട് മാറുകയാണ്, ആനയോൺ ആയിട്ട് മാറുകയാണ്, ഇ മൈനസ്. ആനയോൺ ആകുമ്പോൾ അവനൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം, വാങ്ങിക്കണം. എടാ, ഒരു ന്യൂട്രൽ ആറ്റം അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ് ആറ്റം ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴും ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നതാണ്. ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം അവിടെ ന്യൂക്ലിയർ ചാർജ് കോൺസ്റ്റന്റ് ആണ്. ന്യൂക്ലിയസിലെ ആൾക്കാരെ എണ്ണ സെയിം ആണ്. അപ്പോൾ അവനക്ക് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇലക്ട്രോൺ എന്ത് ചെയ്താൽ മതി, കുറച്ച് ഇലക്ട്രോണിനെ പിടിച്ച് എന്ത് ചെയ്താൽ മതി, വലിച്ചാൽ മതി. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യൂടാ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും, സൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ഹെൻസ് എ കാറ്റയോൺ ഈസ് സ്മോളർ ദാൻ ദാറ്റ് ഓഫ് പാരന്റ് ആറ്റം ഡ്യൂ ടു എന്താണ്, ഡ്യൂ ടു ഹയർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഇനി ആനയോണിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ വരുന്നുണ്ട്. ന്യൂക്ലിയസിലുള്ള ആൾക്കാർ എണ്ണ സെയിം ആണ്. അപ്പോൾ ന്യൂക്ലിയസിൽ ഓൾറെഡി ഉള്ള ആൾക്കാർ ഒരു ഇലക്ട്രോണും കൂടെ വലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിളി അവന് പെട്ടെന്ന് വലിക്കാൻ പറ്റൂല. അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, കുറയും, സൈസ് എന്ത് ചെയ്യും, കൂടും. ദാറ്റ് മീൻസ് ആൻ ആനയോൺ ഈസ് ലാർജർ ദാൻ ദ പാരന്റ് ആറ്റം ഡ്യൂ ടു ലോവർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 1.5 മാർക്കും കിട്ടും. സോ പരിപാടി എളുപ്പമായി, പരിപാടി എന്ത് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സെലക്ട് ദ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ഫ്രം ദ ഫോളോയിങ്. എടാ, ഇതിൽ നിന്ന് ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്? O മൈനസ് ഉണ്ട്, F മൈനസ് ഉണ്ട്, Na പ്ലസ് ഉണ്ട്, പിന്നെ ആരുണ്ട്, Mg+ ഉണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്? ഓക്കെ, സോ ഒബിയസ്ലി നമുക്കറിയാം F മൈനസും Na+ ഐസോ ഇലക്ട്രോണിക് ആണ്. കാരണം ആ സീരീസ് എഴുതി കഴിഞ്ഞാൽ നിയോൺ ആണ് നമ്മളുടെ ഒരു നോബിൾ ഗ്യാസ് എന്ന് വിചാരിച്ചോ. നിയോണിന്റെ കയ്യിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, സോ ഇതേ
നിയോണിന്റെ തൊട്ടടുത്തുള്ള എലമെന്റ് ആണ് സോഡിയം. സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ഇനീഷ്യലി 11 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഒരു ഇലക്ട്രോണിന്റെ വിട്ടുകൊടുത്തപ്പോൾ അത് Na+ ആയി, അപ്പോൾ 10 ഇലക്ട്രോൺ ആയി. എഫ് ഫ്ലൂറിന്റെ കയ്യിൽ 9 ഇലക്ട്രോൺ, ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺ ആയി. ദാറ്റ് മീൻസ് F-. ഇനി ഇതേ സീരീസിലുള്ള അടുത്ത എലമെന്റ് ആണ് O2-, അയോൺ. അടുത്ത അയോൺ ആണ് O2-. ഇപ്പുറത്ത് ആരുണ്ടാവും? Mg2+ ഉണ്ടാവും. അതേപോലെ തന്നെ Al3+ ഉണ്ടാവും, N3- ഉണ്ടാവും. ഇവരൊക്കെ എന്താണ്? ഒരു സീരീസ് ആണ്. ഇവരൊക്കെ എന്താണ്? ഒരു സീരീസ് ആണ്. ഓക്കെ, ദെൻ അതിന്റെ പാർട്ടായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആരൊക്കെയാണ് ഐസോ ഇലക്ട്രോണിക്? F-ഉം Na+ഉം എന്താണ്? ഐസോ ഇലക്ട്രോണിക് ആണ്. ദെൻ among N3-, O2-, F-, Na+ and Al3+, which one has the smallest size എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതേ സീരീസിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവരുടെ എല്ലാവരും 10 ഇലക്ട്രോണുള്ള സ്പീഷീസ് ആണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആർക്കായിരിക്കും? എടാ അലൂമിനിയം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ വെറും 7, അതായത് 7 പ്രോട്ടോൺ ഉള്ളൂ. പക്ഷെ അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 പ്രോട്ടോൺ ഉണ്ട്. ഈ 13 പ്രോട്ടോണുകൾ ചേർന്നിട്ട് 10 ഇലക്ട്രോൺ വലിച്ചു കഴിഞ്ഞാൽ അത് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു കാര്യം പറയാം, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ആർക്കായിരിക്കും? അലൂമിനിയം 3+നായിരിക്കും. സോ ദ ആൻസർ ഈസ് അലൂമിനിയം 3+. ദ ആൻസർ ഈസ് അലൂമിനിയം 3+. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓക്കെ, സോ എവിടെ പോയി എല്ലാവരും? കമന്റ് ബോക്സിലൊന്നും ആരും ഇല്ലല്ലോ. ലൈവ് ചാറ്റിലൊക്കെ എവിടെ പോയി? എല്ലാവരും ഇവിടെ പോയി. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അത് ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, explain the general periodic trend of first ionization enthalpy along a period and group in the periodic table. എടാ ഫസ്റ്റ് ionization enthalpyന്റെ ഗ്രൂപ്പിലും പീരിയോഡിലുള്ള ട്രെൻഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സൈസിന്റെ ട്രെൻഡ്. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ionization enthalpyന്റെ ട്രെൻഡ് പറയാൻ പോവാണ്. സോ ഫസ്റ്റ് ionization enthalpy ലെഫ്റ്റ് ടു റൈറ്റും ടോപ്പ് ടു ബോട്ടം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് പറയാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് പോവാന്ന് വിചാരിച്ചോ. ഇത് ലെഫ്റ്റ് ടു എന്താണ്? റൈറ്റ് ആണ്. സോ ഫസ്റ്റ് ionization enthalpy. എന്താ ionization enthalpy? The energy required to remove an electron from isolated gaseous atom. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താ ചെയ്യണത് മക്കളെ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാണ്, ഓർ സൈസ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. എടാ സൈസ് കുറയുമ്പോൾ ഈ ന്യൂക്ലിയസ് ഇലക്ട്രോൺ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഈ ഇലക്ട്രോൺ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് മീൻസ് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് the effective nuclear charge increases or atomic size decreases, hence ionization enthalpy increases. ഇനി അതാണ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്ത്? അലോങ് എ പീരിയഡ്. ഇതാണ് പീരിയഡിലെ ട്രെൻഡ്. ഇനി ഞാൻ ഗ്രൂപ്പിലെ ട്രെൻഡ് പറയാൻ പോവാണ്. അതായത് ടോപ്പ് ടു ബോട്ടം അഥവാ അലോങ് എ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രൂപ്പിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താ ചെയ്യണത്? കുറയാണ് ചെയ്യണത്. ദാറ്റ് മീൻസ് സൈസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ പ്രോബബ്ലി അയണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസ് ചെയ്യും. സോ ഫ്രം ടോപ്പ് ടു ബോട്ടം അലോങ് എ ഗ്രൂപ്പ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഡിക്രീസസ്. ദാറ്റ് മീൻസ് സൈസ് ഇൻക്രീസസ്. ഹെൻസ് അയണൈസേഷൻ എന്താൽപ്പി ജനറലി ഡിക്രീസസ് എന്ന് പറയാം. ഇത് എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? 2 മാർക്ക് കിട്ടും. ദെൻ ഈ അയണൈസേഷൻ എന്താൽപ്പിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. വാട്ട് ഈസ് അയണൈസേഷൻ എന്താൽപ്പി എന്ന്? ഇറ്റ് ഈസ് ദ എനർജി required to remove an electron from isolated gaseous atom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്. ഇവിടെ 1 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, സോ അടുത്തത് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. വൈ എന്നാണ്. സോ ഇതൊരു എക്സെപ്ഷണൽ ബിഹേവിയറാണ്. കാരണം എൻ്റെ പീരിയോഡിക് ടേബിളിൽ നൈട്രജൻ കഴിഞ്ഞിട്ട് അടുത്ത എലമെന്റ് ആണ് ഓക്സിജൻ. അപ്പോൾ പ്രോബബ്ലി ഞാൻ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യുന്ന, അതായത് നൈട്രജനേക്കാളും അയണൈസേഷൻ എന്താൽപ്പി ആര് കാണിക്കണം? ഓക്സിജൻ കാണിക്കണം. അപ്പോൾ പ്രോബബ്ലി നൈട്രജൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതൊരു എക്സെപ്ഷണൽ ക്യാരക്ടർ അല്ലേ? സോ ആ എക്സെപ്ഷണൽ ക്യാരക്ടർ നമുക്ക് ഇവിടെ നോക്കാം. സോ ഇതാ അയണൈസേഷൻ എന്താൽപ്പിന്റെ ട്രെൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, നിങ്ങൾക്കറിയാം ലിഥിയം ടു ബെറീലിയം കൂടുന്നുണ്ട്, പക്ഷെ ബോറോണിലോട്ട് ഒരു കുറവ്. ദെൻ കാർബൺ ടു നൈട്രജൻ കൂടി,
ദെൻ ഓക്സിജനിലോട്ടൊരു കുറവ്. ഈ കുറവാണ് അവർ പറഞ്ഞത്. ശരിക്ക് ഇതാ ഈ ഫ്ലൂറിൻ്റെ നൈട്രജൻ്റെ ഇടയിൽ വരേണ്ടത് ഇവിടെ വരേണ്ട ആളായിരുന്നു ഓക്സിജൻ, പക്ഷേ അവിടെ വരുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് നോക്കാം. സോ വെയിറ്റ്, നോക്കോ. അപ്പോൾ എന്തുകൊണ്ട് ഇതാ ഇവിടെ വരുന്നില്ല നോക്കോ. ഇത് ഞാൻ വളരെ എളുപ്പം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ ഒന്ന് എഴുതാൻ പോവാണ്. നോക്കോ, ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ ഓക്സിജൻ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എന്താടാ O+. ദാറ്റ് മീൻസ് ഓക്സിജൻ ഗീവ്സ് O++1 ഇലക്ട്രോൺ. ഈ എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാം. ഈ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് 2s2 എന്താണ് 2p4 ആണ്. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, 2s2 2p3 ആയിട്ട് മാറും. ഇനി സിമിലർലി ഞാൻ നൈട്രജനും കൂടെ എന്ത് എഴുതാണ്, നൈട്രജൻ എന്തായിട്ട് മാറുക മക്കളെ, N++ ഇലക്ട്രോൺ ആയിട്ട് മാറുകയാണ്. സോ ഹിയർ ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി, ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഇത് 2s2 2p3 ഈ നൈട്രജൻ എന്തായിട്ട് മാറുകയാണ്, 2s2 2p2 ആയിട്ട് മാറുകയാണ്. ഇതിൽ ആരാ സ്റ്റേബിള്, ഇതാ ഈ പെർട്ടിക്കുലർ ആൾ എന്താണ്, സ്റ്റേബിൾ ആണ്, ഇവൻ സ്റ്റേബിൾ ആണ്. ഇതാ ഈ O+ എന്താണ്, സ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് O+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലി സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഓക്സിജന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. എന്താ കാരണം, ഡ്യൂ ടു ദ ഹൈലി സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് O+. ഹെൻസ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എക്സ്പെക്റ്റഡ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അവൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും, കുറവായിരിക്കും. സോ എനിവേ ഒന്നുകൂടെ പറയാണ്, ഇത്രയേ ഉള്ളൂ. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് O+ ഈസ് ഹൈലി സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹെൻസ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എക്സ്പെക്റ്റഡ്. ഓർ ദ അതർ ഹാൻഡ് നൈട്രജൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ദ നൈട്രജൻ ഈസ് ഓൾറെഡി ഇൻ എ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹെൻസ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് നൈട്രജൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എക്സ്പെക്റ്റഡ്. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ്റെത് നമ്മളുടെ എക്സ്പെക്ടേഷനേക്കാളും കുറച്ച് കൂടുകയും ചെയ്യും, ഓക്സിജൻ്റെത് നമ്മളുടെ എക്സ്പെക്ടേഷനേക്കാളും കുറച്ച് എന്ത് ചെയ്യും, കുറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ ആണ് അവരവിടെ ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ അടുത്തത് നമ്മൾ നേരെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് പോവാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക് property ആണ്. Define electron gain enthalpy. What is mean by electron gain enthalpy? It is the energy required no അല്ലെങ്കിൽ needed no ഒന്നും പറയരുത്. അത് ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പം പോസിറ്റീവ് ആവാം. It depends on atoms, it depends on elements. So അങ്ങനെയാണെങ്കിൽ it is the energy change എന്നേ പറയാൻ പാടുള്ളൂ. So electron gain enthalpy is the enthalpy change during an isolated gaseous atom accept an electron. കണ്ടോ, ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്, അന്നേരമുള്ള എനർജി ചേഞ്ച്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് ആൻ ഐസൊലേറ്റഡ് gaseous atom accept an electron. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നോക്കോ, why is the electron gain enthalpy of fluorine less negative than that of chlorine എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ഒരു എക്സെപ്ഷൻ ഉള്ള വകുപ്പാണ്. സോ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിന്റെ ട്രെൻഡ് പറയുകയാണെങ്കിൽ, സോ ജനറലി നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് കൂടും, ടോപ്പ് ടു ബോട്ടം കുറയും നമ്മൾ പറയാറ്. പക്ഷേ നിങ്ങൾ ഫ്ലൂറിനും ക്ലോറിനും എടുക്കുമ്പോൾ ശരിക്ക് ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ത് ചെയ്യണമായിരുന്നു, കുറയണമായിരുന്നു. പക്ഷെ ഇത് അവിടെ സംഭവിക്കുന്നില്ല. അവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താ ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആര് കാണിക്കുന്നുണ്ട്, ക്ലോറിൻ കാണിക്കുന്നുണ്ട്. വൈ? സോ നമുക്കതിന് ആൻസർ കണ്ടുപിടിക്കാം. സോ ഞാൻ ഫ്ലൂറിൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെയാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ നോക്കിക്കോ, നിങ്ങൾ ഫ്ലൂറിൻ്റെ ഒരു സൈസാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, നിങ്ങൾ ഫ്ലൂറിനും ക്ലോറിനും ഒന്ന് എടുക്കുക. സോ ഞാൻ ഫസ്റ്റ് ഫ്ലൂറിൻ എടുത്തു, ദെൻ ഞാൻ ആരെടുത്തു, ഫ്ലൂറിൻ ഉണ്ട്, പിന്നെ ആരും ഉണ്ടടാ, ദിസ് വിൽ ബി ക്ലോറിൻ. ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഞാനിപ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 1s2, ദെൻ 2s2 2p5 ആണ്, 1 2 3 4 5. ദെൻ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, ദെൻ 2s2
2p5 2p6 വരും. ദെൻ 3s2 3p5 1 2 3 4 5 ഓക്കെ 1 2 3 4 5 6 7 ഓക്കെ യാ ഇതാണ് രണ്ടാൾക്കാരുടെ സൈസ്. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു ഇലക്ട്രോണെ കയറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ്റെ 2pക്കാണ് ഞാൻ പുതിയൊരു ഇലക്ട്രോണെ കയറ്റുന്നത്. ഫ്ലൂറിൻ്റെ എവിടേക്കാണ് ഞാൻ പുതിയൊരു ഇലക്ട്രോണെ കയറ്റുന്നത്? 2pക്കാണ്. പക്ഷെ ക്ലോറിൻ്റെ നോക്കുമ്പോൾ ഞാൻ പുതിയൊരു ഇലക്ട്രോണെ കയറ്റുന്നത് എവിടേക്കാണ്? 3pക്കാണ്. സോ ഈ പറയുന്ന ഫ്ലൂറിൻ്റെ ഈ ഇലക്ട്രോണുകൾ തമ്മിൽ വളരെ അടുത്തായതുകൊണ്ട് തന്നെ ഇവർ ഹൈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കാണിക്കുന്നുണ്ട്. ഈ ഹൈ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ കാരണം ഫ്ലൂറിന് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ കുറച്ചൊന്ന് മടിക്കും. ഇലക്ട്രോൺ വാങ്ങിക്കാൻ കുറച്ചൊന്ന് മടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറച്ചൊന്ന് എന്ത് ചെയ്യും? കുറയും. പക്ഷെ ക്ലോറിനെ സംബന്ധിച്ച് ഇത് കയറുന്നത് ഒരു വലിയ 3p ഷെല്ലിലോട്ടാണ്. സോ ഈ പറയുന്ന വലിയൊരു തേർഡ് ഷെല്ലിലോട്ടാണ്. ഈ തേർഡ് ഷെല്ലിൽ ഈ പറഞ്ഞ റിപ്പൾഷൻ ഒന്നും എന്തല്ല ബാധകമല്ല. ബിക്കോസ് അതൊരു വലിയ ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ തേർഡ് ഷെല്ലിലോട്ട് ഇലക്ട്രോൺ പെട്ടെന്ന് എന്ത് ചെയ്തോളൂ? കയറി പോയിക്കോളൂ. സോ ദാറ്റ്സ് വൈ ഇവിടെ ആ റിപ്പൾഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. ദാറ്റ് മീൻസ് ഇത്രയേ ഉള്ളൂ. The electron gain enthalpy of fluorine is less negative than that of chlorine due to its smaller size. The inter-electronic repulsion is high, hence the negative electron gain enthalpy is lower than that expected. നമുക്ക് എന്ത് ചെയ്യാം പറയാം? നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ കാരണം എന്താണ്? സിംപ്ലി സൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? പറയാൻ പറ്റും. സിംപ്ലി സൈസ് വെച്ചിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എത്രയോ തവണ ഡീൽ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അല്ലേ? സോ നമുക്ക് നേരെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോലെ അടുത്ത ക്വസ്റ്റിലോട്ട് പോലെ. ഇത് ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ അല്ലേ? സോ എനിവേ ഓക്കെ യാ അമാൻ ഷരീഫ് യാ റിൻഷി ബുഷ്ര. സോ ഓക്കെ എവിടെ പോയി എല്ലാവരും? സോ മക്കളെ നമ്മൾ നേരെ അടുത്ത കോൺസെപ്റ്റിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കുകയാണ്. സോ ഡിഫൈൻ ഇലക്ട്രോണെഗറ്റിവിറ്റി. വാട്ട് ഇസ് മീൻ ബൈ ഇലക്ട്രോണെഗറ്റിവിറ്റി? യാ എന്താ ഇലക്ട്രോണെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ ഇറ്റ് ഈസ് സിംപ്ലി ദ മെഷർമെന്റ് ഓഫ് അല്ലേ? അത് എന്താണ്? ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ്. നമുക്കൊരു ക്വാളിറ്റി ആയിട്ട് ഇലക്ട്രോണെഗറ്റിവിറ്റി പറയാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഒരു ക്വാണ്ടിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. സോ ഇലക്ട്രോണെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് ആൻ ability of an atom attract a shared pair of electron. നോക്കടാ ഒരു ആറ്റം നിങ്ങൾ നോക്കിക്കോ. ഒരു AB എന്ന് പറയുന്ന ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. AB എന്ന് പറയുന്ന ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതൊരു ഷെയർഡ് പെയർ ഓഫ് ആറ്റം അല്ലേ? ഇതൊരു ഷെയർഡ് പെയർ ഓഫ് ആറ്റം അല്ലേ? ഈ ഷെയർഡ് പെയർ ഓഫ് ആറ്റത്തിനെ A കൂടുതൽ അവൻ്റെ അടുത്തോട്ട് വലിക്കാന്ന് വിചാരിച്ചോ. ദാറ്റ് മീൻസ് A ഈസ് ഇലക്ട്രോനെഗറ്റീവ് ആൻഡ് B ഈസ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വളരെ പറയാം. അതായത് ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് എ shared pair of electron is known as electronegativity. Name any one scale to express electronegativity of elements. Yeah, obviously നമുക്ക് പോളിംഗ് സ്കെയിൽ പറഞ്ഞൂടെ? പോളിംഗ് സ്കെയിൽ പറയാം. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ജാഫെ മില്ലിക്കൻ സ്കെയിൽ ഉണ്ട്, ആൽഫ്രഡ് റോഷോ സ്കെയിൽ ഉണ്ട്. ഇതൊക്കെ NCERT പരാമർശിക്കുന്ന ഡിഫറെന്റ് സ്കെയിലുകളാണ്. സോ പ്രോബ്ലി നമുക്ക് അതൊക്കെ പറയാം. സോ നിങ്ങൾക്ക് പോളിംഗ് സ്കെയിൽ എന്തായാലും ഓർമ്മ ഉണ്ടാവും. പോളിംഗ് സ്കെയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിക്കോളൂ. ഇനി which is the most electronegative element in the full periodic table? അത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പറയും which is the most electronegative element in the periodic table. പറയടാ ഏതാണ് most electronegative element in the periodic table? ആരാണ്? ഓക്കെ സോ ആരാണ് periodic table ലെ most electronegative element? യാ റിൻഷി വെരി ഗുഡ്. യാ ഫ്ലൂറിൻ is the most electronegative element in the periodic table. So anyway നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. യാ വെരി ഗുഡ് അമാൻ ഷെരീഫ് വെരി ഗുഡ്. യാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. സെലക്ട് വെയിറ്റ് യാ account for the following. First ionization enthalpy of boron is less than that of carbon എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ ബോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ. നമുക്ക് പീരിയോഡിക് ടേബിളിലെ എലമെന്റ്സ് നോക്കി കഴിഞ്ഞാൽ ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെ പോകും. ഈ ബോറോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p1 ആണ്. കാർബണിൻ്റെ 2s2 എന്താണ്? 2p2 ആണ്. ഇവിടെ യാതൊരുവിധ എക്സെപ്ഷനോ കാര്യങ്ങളോ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. സോ നമുക്കിവിടെ അപ്പോൾ നിങ്ങൾ നേരെ കയറിയിട്ട് അതൊരു എക്സെപ്ഷണൽ കേസ് അറിയാണ്ട് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും നിൽക്കണ്ട. The first ionization enthalpy of boron is less than that of carbon ആണ്. It is due to from left to right the first ionization enthalpy is generally decreases. എന്താ കാരണം? effective nuclear charge increases. അപ്പോൾ അത്രേ ഉള്ളൂ. account for the following എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the effective nuclear charge of
carbon is greater than that of boron, or the size of carbon is less than that of boron, hence the ionization enthalpy of carbon is greater than that of boron, or boron is less than that of carbon എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അല്ലാതെ ബെറീലിയം ബോറോൺ ഒക്കെ വെച്ചിട്ട് അതിന്റെ ആൻസർ പോയിട്ട് ഇവിടെ എഴുതരുത്. ഇത് ബോറോണും കാർബണും ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തെറ്റിക്കരുത്. Then നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. ഫസ്റ്റ് മെമ്പർ ഓഫ് ഗ്രൂപ്പ് ഡിഫർ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. എന്തായിരുന്നു റീസൺ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അനോമലസ് പ്രോപ്പർട്ടി അല്ലേ? എടാ പീരിയഡ് നമ്പർ 2ലുള്ള എലമെന്റ്സ് ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഒരുപാട് എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അതിനെ നമുക്ക് അനോമലസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാം. സോ എന്തുകൊണ്ടാണ്? സോ അനോമലസ് പ്രോപ്പർട്ടീസിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സൈസ് പറയാം, ഹയർ ചാർജ് പറയാം, സ്മോൾ സൈസ്, ഹയർ ചാർജ് പെർ റേഡിയസ് റേഷ്യോ പറയാം. ദെൻ ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ പറയാം. ദെൻ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈ അയണൈസേഷൻ എന്താൽപ്പി, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ റീസൺ ആയിട്ട് പറയാം. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. ദ ഫസ്റ്റ് മെമ്പർ ഓഫ് every group differ from the rest members due to anomalous properties. This anomalous properties due to smaller size, higher charge and absence of vacant d orbital ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ absence of vacant d orbital ഒക്കെ നമുക്ക് റീസൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. മക്കളെ നോക്കിക്കോ, ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് എളുപ്പല്ലേ? ഇത് എവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആസിഡിക്, ബേസിക്, ആംഫോട്ടറിക് ആൻഡ് ന്യൂട്രൽ ഓക്സൈഡ്. ഇവിടുന്ന് 1 മാർക്കിന് സാധാരണ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നോക്കിക്കോ, Na2O + H2O എന്താ കിട്ടുക? NaOH കിട്ടും. Cl2O7 + H2O എന്താ കിട്ടുക? HClO4 കിട്ടും. എന്ത് കിട്ടും? HClO4. വേണമെങ്കിൽ ബാലൻസ് ചെയ്തോ, 2 HClO4, ഇവിടെ 2 NaOH. എന്തുകൊണ്ടാണ് ഇത് കിട്ടുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പീരിയോഡിക് ടേബിളിൽ പറയുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഓക്സൈഡ്സിന്റെ അസിഡിക് ക്യാരക്ടർ കൂടുന്നുണ്ട്. അതായത് പീരിയോഡിക് ടേബിൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പീരിയോഡിക് ടേബിളിന്റെ ഇവിടെ ഉള്ളവരൊക്കെ ബേസിക് ഓക്സൈഡാ, ഇവിടെ ഉള്ളവരൊക്കെ അസിഡിക് ഓക്സൈഡാ. ഇതാ ഇവിടെ ഈ ഒരു സെൻട്രൽ പോർഷനിൽ ആരുണ്ട്? ആംഫോട്ടറിക് ഓക്സൈഡ്. സെൻട്രൽ പോർഷൻ ഞാൻ വെറുതെ കാണിക്കുകയാണ്, ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, ഇവിടേക്കൊക്കെ ഉണ്ടാവും. ആംഫോട്ടറിക്കും ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്? ന്യൂട്രലും ഉണ്ട്. സോ ഇതിൽ ഈ പറയുന്ന എന്റെ ഓക്സൈഡ് കണ്ട ബേസിക് ഓക്സൈഡാ. ബേസിക് ഓക്സൈഡ് വാട്ടറിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമോ? ഒരു ബേസ് കിട്ടും. NaOH ഒരു ബേസ് ആണ്. ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് എബവ് ഓക്സൈഡ് ബൈ എക്സാമിനിങ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ എബവ് റിയാക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഹിയർ Na2O is a acidic oxide, hence this acidic oxide അല്ല, basic oxide, hence Na2O react with water to form a base. ഇനി Cl2O7 is a acidic oxide, hence it react with the water to form a acid HClO4. കണ്ടോ? ഇനി ആംഫോട്ടറിക്കിനൊക്കെ പറ്റിയിട്ട് ഈ പറയുന്ന 2 എക്സാമ്പിൾ ഓർത്ത് വെച്ചു. Na2O എന്തിന് എക്സാമ്പിൾ ആണ്? ബേസിക്കിന് എക്സാമ്പിൾ ആണ്. Cl2O7 എന്തിന് എക്സാമ്പിൾ ആണ്? ആസിഡിക്കിന്. ആംഫോട്ടറിക്കിന് എക്സാമ്പിൾ ഇത് അവിടെ പഠിച്ച നമ്മൾ Al2O3 NCERT പറയുന്ന എക്സാമ്പിൾ. ദെൻ അടുത്ത എക്സാമ്പിൾ ആണ് ന്യൂട്രലിന്റെ എക്സാമ്പിൾ. കാർബൺ മോണോക്സൈഡ്, NO, N2 ഒക്കെ എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ ന്യൂട്രൽ ഓക്സൈഡിന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്ത് പഠിച്ച്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തീർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സോ ഇതിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ ഇവിടെ മോഡേൺ പീരിയോഡിക് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അയണൈസേഷൻ എന്താൽപ്പിന്റെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിന്റെ ട്രെൻഡും എക്സെപ്ഷനും, ആ ക്ലോറിന്റെയും ഫ്ലൂറിന്റെയും ക്വസ്റ്റ്യന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. അതേപോലെ തന്നെ ഓക്സിജന്റെയും ഈ പറയുന്ന നൈട്രജന്റെ എക്സെപ്ഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതും ഇനിയും ചോദിക്കാം. ദെൻ നമുക്ക് ഈ പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പറും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ. സോ എനിവേ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യുക? പഠിക്കാം. സോ എനിവേ ബൈ. സോ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റിനോട് ബൈ പറയാം. നിങ്ങളോടല്ല, വെയിറ്റ് നോക്കടാ, നമുക്ക് അടുത്ത ചാപ്റ്റർ ഉണ്ട്. ഇനി നമുക്ക് നേരെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കിടിലം ചാപ്റ്ററിലോട്ട് പോവാം. സോ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് കെമിക്കൽ ബോണ്ടിങ്.
സോ മക്കളെ ബാക്കി എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക, എല്ലാവരോടൊന്ന് പറ. ഇവിടെ നമ്മളെ ആൾക്കാരെ കാണാനില്ലല്ലോ, ഇവിടെ നമ്മളുടെ ഒരു സ്ട്രെങ്ത് ഒന്നും ആയിട്ടില്ലല്ലോ. സോ എനിവേ നമുക്ക് നേരെ അടുത്ത ചാപ്റ്ററിലോട്ട് കിടക്കാം. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഓക്കെ, അമാൻ ഷെരീഫ്, റിൻഷി, വെരി ഗുഡ്. അമാൻ ഷെരീഫ്, ബാക്കിയുള്ളവരൊക്കെ എവിടെ? സോ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. സോ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ പ്ലീസ് നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യും. ഓക്കെ, വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ അടിക്കുക. ഓക്കെ, സോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, പുതിയ ചാനലാണ്. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ പറ. ദെൻ യെസ് മക്കളെ നോക്കിക്കോ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ്. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ അതിൽ കുറേ മാർക്കൊക്കെ പോകാറുണ്ട്, കാരണം ഞങ്ങൾ സ്ട്രക്ചർ മാറ്റി ഒക്കെ സ്ട്രക്ചർ തെറ്റിച്ചു എന്നൊക്കെ വന്ന് പറയാറുണ്ട്. സോ ലൂയിസ് ഡോട്ട്സ് റെപ്രസെൻറ്റേഷൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റൻ അവിടുന്ന് വരാറുണ്ട്. ഫോർമൽ ചാർജ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ മെയിൻലി ഓസോണിൻ്റെയാണ് ചോദിക്കാറ്. O3ൻ്റെ ഫോർമൽ ചാർജ്, O3യിൽ ഡിഫറൻറ്റ് ഓക്സിജൻ്റെ ഫോർമൽ ചാർജ്. ദെൻ ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂള്, ഒക്ടറ്റ് റൂളിൻ്റെ ലിമിറ്റേഷൻസ് ചോദിക്കാറുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. പൊളാരിറ്റി കമ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡെഫിനിഷൻസും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്, നമുക്ക് ഇങ്ങനെ ഇപ്പം തന്നെ പഠിച്ചു പോകണുള്ളൂ. ദെൻ ഫജാൻസ് റൂള് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫജാൻസ് റൂൾ ബേസ് ചെയ്തിട്ട് അയണിക് ക്യാരക്ടറും അതേപോലെ തന്നെ ഈ പറയുന്ന എന്തുകൊണ്ട് അവൻ മോർ കോവലൻ്റ് ആയി അല്ലെങ്കിൽ മോർ ബേസിക് ആയി എന്നൊക്കെയുള്ള മോർ അയണിക് ആയി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ VSEPR തിയറി, VSEPR തിയറി നിങ്ങൾക്ക് മെയിൻലി അറിയേണ്ടത് ദിസ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിൻ്റെ എന്താണ് പോസ്റ്റുലേറ്റ് ആണ്. ആ പോസ്റ്റുലേറ്റ് പഠിച്ചേക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ആ പോസ്റ്റുലേറ്റ് അറിയാതെ പോകരുത്. ആ പോസ്റ്റുലേറ്റ്സ് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ദെൻ പൊട്ടൻഷ്യൽ എനർജി കർവ് ഫോർ ഹൈഡ്രജൻ മോളിക്യൂൾ, ബാലൻസ് ബോണ്ട് തിയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കർവ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ പൊട്ടൻഷ്യൽ എനർജി കർവ് അതേപോലെ എടുത്ത് എന്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ദെൻ salient features of hybridization, എടാ ഹൈബ്രിഡൈസേഷൻ്റെ ഫീച്ചേഴ്സ്, ദെൻ ഹൈബ്രിഡൈസേഷൻ സ്ട്രക്ചറും കാണാനുള്ള ക്വസ്റ്റ്യൻസ്, ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ദിസ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഈ MO തിയറിന്ന് ചോദിക്കുന്നത്, MO തിയറിൻ്റെ പോസ്റ്റുലേറ്റ് ചോദിക്കാറുണ്ട് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് MO ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വളരെ റയർ ആയിട്ട് MO ഇലക്ട്രോണിക് ഡയഗ്രം എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് നമുക്ക് ഫ്ലൂറിനും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും ഒക്കെ പഠിച്ചു വെക്കണം. സോ ഒരാളത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ എന്ത് അറിഞ്ഞാൽ മതി, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ട്രെൻഡ് അറിഞ്ഞാൽ തന്നെ നമുക്കത് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ദെൻ ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്, അതിൻ്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഹൈഡ്രജൻ ബോണ്ടിങ്ങും അതിൻ്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ മക്കളെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറ, റെഡിയാണോ? ഓക്കെ, ആരും ഇല്ലല്ലോ. സോ അമാൻ ഷെരീഫ്, ഓക്കെ. ദെൻ വെർ ഈസ് അതേഴ്സ്? ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് എടുക്കല്ലേ. ഓക്കെ, സോ എനിവേ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ഒക്ടറ്റ് റൂൾ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒക്ടറ്റ് റൂൾ എന്ന്? അവിടെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, അക്കോർഡിംഗ് ടു ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ, ഒക്ടറ്റ് റൂൾ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇത്ര കാര്യം ആലോചിച്ചാൽ മതി. ഒരു എലമെന്റ് എന്തിനാണ് കോമ്പൗണ്ട് ആവുന്നത്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരു 8 ഇലക്ട്രോൺ അവൻ്റെ ഒക്ടറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കോമ്പൗണ്ട് ഉണ്ടാക്കണമെന്നാണ് ഒക്ടറ്റ് റൂൾ പറയുന്നത്. ദാറ്റ് മീൻസ് ആൻ ആറ്റം ഓർ എലമെന്റ് ട്രാൻസ്ഫർ
or share electron by attaining a octet electronic configuration is known as octet rule. So കുറേ കൂടി വൃത്തിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ atom can atoms can combine either by transfer of valence electron from one atom to another, that means gaining or losing, or sharing of valence electron, that means ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യാം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം. സോ in order to have an octet in their valence shell, so കുറച്ചും കൂടി സിമ്പിൾ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ളടാ, ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ എന്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാലൻസിൽ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അവന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവന് ഇലക്ട്രോണെ ഷെയർ ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും, പരിപാടി കഴിഞ്ഞ്. ഇതാണ് എന്ത് ഒക്ടറ്റ് റൂൾ. ഇനി റേറ്റ് എനി 2 ഡ്രോബാക്സ് ഓഫ് ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിൻ്റെ ഡ്രോബാക്ക് ആണ് എന്ത് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്, എക്സ്പാൻഡഡ് ഒക്ടറ്റ്, പിന്നെന്താണ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്, ഇതൊക്കെ പറഞ്ഞൂടെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇൻകംപ്ലീറ്റ് ഒക്ടറ്റിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ BeCl2. ആരാണ് BeCl2? കണ്ടോ 1 2 3 4 ബെറിലിയത്തിന് 4 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ഒക്ടറ്റ് റൂൾ പ്രകാരം ഇവന് 8 ഇലക്ട്രോൺ ആകുമ്പോഴേ സ്റ്റേബിൾ ആവുള്ളൂ, പക്ഷെ 4 ഇലക്ട്രോണിലെ BeCl2 സ്റ്റേബിൾ ആണ്. അതേപോലെ BeCl3, ക്ലോറിൻ 1 2 3 4 5 6 കണ്ട 6 ഇലക്ട്രോൺ വെച്ചിട്ട് തന്നെ ഇവൻ എന്താണ് സ്റ്റേബിൾ ആണ്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇനി അടുത്ത ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് ഒക്ടറ്റ് പറഞ്ഞൂടെ. എക്സ്പാൻഡഡ് ഒക്ടറ്റിന് എക്സാമ്പിൾ ആണ് PCl5, ക്ലോറിൻ. ഫോസ്ഫറസിന് ഇതിൽ 10 ഇലക്ട്രോൺ ആയി, എന്നിട്ട് PCl5ന് കുഴപ്പമൊന്നുമില്ല. ദെൻ SF6, ഫ്ലൂറിൻ. SF6ൽ സൾഫറിന് ചുറ്റിലും 12 ഇലക്ട്രോൺ ഉണ്ട്. ബട്ട് സൾഫർ SF6 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇതൊക്കെ അതിൻ്റെ ഡ്രോബാക്ക് ആണ്. ഇനിയും ഡ്രോബാക്ക് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ഉണ്ട്, എക്സ്പാൻഡഡ് ഒക്ടറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് പറയാം. പിന്നെ എന്താ പറയാ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നോബിൾ ഗ്യാസ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ പാടില്ല, പക്ഷെ നോബിൾ ഗ്യാസ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. XeOF2 പോലെയുള്ള കോമ്പൗണ്ടുകളൊക്കെ നോബിൾ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. സോ എനിവേ അപ്പോൾ അതൊക്കെ ഡ്രോബാക്ക് ആണ്. സോ എനിവേ ഈ ഡ്രോബാക്കിൽ ഏതെങ്കിലും 2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും 2 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനോട് കിടക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ give 2 example of compound having expanded octet. ഞാൻ ഓൾറെഡി അതിന് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതാണ് എക്സ്പാൻഡഡ് ഒക്ടറ്റിൻ്റെ എക്സാമ്പിൾ PCl5ഉം SF6ഉം. ഈ 2 എക്സാമ്പിൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 1 മാർക്ക്. ആരൊക്കെയാണ് PCl5 and SF6. Next, draw the Lewis dot symbol of Cl2 and NF3. എടാ ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ പല ആൾക്കാർക്കും Cl2 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ വാലൻസിൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺ ഉണ്ട്. അടുത്ത ക്ലോറിൻ്റെ വാലൻസിൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺ ഉണ്ട്. ഈ 7ാമത്തെ ഇലക്ട്രോൺ ബോണ്ട് ഉണ്ടാക്കി. ഇപ്പം Cl2ൻ്റെ എന്തായി ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആയി. Cl2ൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആയി. ഇനി NF3 നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒറ്റയടിക്ക് എങ്ങനെയാണ് വരച്ചു വെക്കും അല്ലേ, പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ NF3ൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാമെന്ന് ശരിക്കുള്ള അതിൻ്റെ ഒരു മെത്തേഡും കൂടി ഞാനൊന്ന് പറയുകയാണ്. നിങ്ങൾ ഈ NF3 ഒക്കെ പോലെയുള്ളൊരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ നൈട്രജൻ്റെ വാലൻസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. നൈട്രജൻ്റെ വാലൻസിൽ നിങ്ങൾക്ക് അറിയാം 5 ഇലക്ട്രോൺ ഉണ്ട്. ഫ്ലൂറിൻ്റെ വാലൻസിലാകട്ടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഫ്ലൂറിൻ്റെ വാലൻസിൽ മൊത്തം ഒരു ഫ്ലൂറിൻ്റെ വാലൻസിൽ 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, 7 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 3 ഫ്ലൂറിൻ്റെ വാലൻസിൽ 7 + 7 + 7 21 ഇലക്ട്രോൺ. മൊത്തം ഈ സ്പീഷീസിൻ്റെ കയ്യിൽ, ഈ മോളിക്യൂളിൻ്റെ കയ്യിൽ 26 ഇലക്ട്രോൺ ഉണ്ട്. ഈ 26 ഇലക്ട്രോണിൽ സെൻട്രൽ എലമെൻറ്റ് നിങ്ങൾ ആദ്യം ചൂസ് ചെയ്യുക. NF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ആണ് സെൻട്രൽ എലമെൻറ്റ്. ദെൻ നിങ്ങളൊരു സ്കെൽട്ടൺ വരക്കുക. നമുക്ക് ഓരോരോ ബോണ്ട് വെച്ച് ചിലവാകും. അപ്പോൾ ഈ സ്കെൽട്ടൺ വരക്കാൻ തന്നെ നമുക്ക് 6 ഇലക്ട്രോൺ ചിലവായി. ബാക്കി റിമൈനിങ് 20 ഇലക്ട്രോൺ. ഈ 20 ഇലക്ട്രോൺ ഒക്ടറ്റ് ഫില്ല് ആവണ വരെ സൈഡ് എലമെൻറ്റ്സിന് കൊടുക്കുക. 1 2 3 4 5 6. ഫ്ലൂറിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയേ 6. ദെൻ ഉണ്ടോ 7ാമത്തെ ഇലക്ട്രോൺ 8ാമത്തെ ഇലക്ട്രോൺ. ദെൻ അടുത്ത ഫ്ലൂറിന് 1 2 3 4 5 6. അടുത്ത ഫ്ലൂറിന് 1 2 3 4 5 6. മൊത്തം 3 ഫ്ലൂറിന് 6 ഇലക്ട്രോൺ വെച്ചിട്ട് നമ്മൾ 18 ഇലക്ട്രോൺ ചിലവാക്കി. ബാക്കി റിമൈനിങ് 2 ഇലക്ട്രോൺ അതിന് നിങ്ങൾ സെൻട്രലിലോട്ട് കൊടുക്കുക.
നോക്കുക, എന്നിട്ട് ഒക്ടറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യുക. സോ അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കിക്കോ, ഈ ഫ്ലൂറിൻ്റെ കയ്യിൽ 2 4 6 8 ഇലക്ട്രോൺ, ദെൻ 8 ഇലക്ട്രോൺ 8 ഇലക്ട്രോൺ. നൈട്രജൻ്റെ കയ്യിൽ 1 2 3 4 5 6 7 8 8 ഇലക്ട്രോൺ. യാ, അപ്പോൾ എല്ലാവരും 8 ഇലക്ട്രോൺ തികച്ചിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ദ കറക്റ്റ് ലൂയിസ് ഡോട്ട് സിമ്പിൾ. പരിപാടി കഴിഞ്ഞ്. ഇങ്ങനെയാണ് നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ എനിവേ ദിസ് ഈസ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. യെസ് കിടിലങ്ങൾ, കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കട്ടെ. ഓക്കെ, യാ. So represent the Lewis structure of ozone molecule and assign the formal charge on each atom. ഓസോണിന്റെ ലൂയിസ് സ്ട്രക്ചർ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ വരക്കുകയാണെങ്കിൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജന്റെ കയ്യിൽ 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 6+6+6 ടോട്ടൽ 18 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ 3 ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ സെൻട്രൽ എലമെന്റ് ഒബ്വിയസ്ലി എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ഓക്സിജനെ ഞാൻ പിക്ക് ചെയ്ത് ദെൻ ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ഒരു സ്കെൽട്ടൺ വരച്ച് ദിസ് വിൽ ബി ഓക്സിജൻ, ദിസ് വിൽ ബി ഓക്സിജൻ. സ്കെൽട്ടണിന് വേണ്ടിയിട്ട് എനിക്ക് 4 ഇലക്ട്രോൺ ചിലവായി. സോ -4 ഇലക്ട്രോൺ. അപ്പോൾ ബാക്കി 14 ഇലക്ട്രോൺ ഉണ്ട്. ഈ 14 ഇലക്ട്രോൺ ഞാൻ സൈഡിലോട്ട് കൊടുക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12. ഇതിൽ 12 ഇലക്ട്രോൺ ചിലവായപ്പോൾ ബാക്കി എത്ര ഇലക്ട്രോൺ ഇടാ? 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ ഞാൻ അവിടെ കൊടുത്തു. പക്ഷെ നിങ്ങൾ ഒക്ടറ്റ് റൂൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവന് 8 ഇലക്ട്രോൺ ആയി, ഇവനും 8 ഇലക്ട്രോൺ ആയി. പക്ഷെ ഇവന് വെറും 1 2 3 4 5 6 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഇവന് ഹാപ്പി അല്ല, അവൻ എന്താണ്, സാഡ് ആണ്. അവൻ സാഡ് ആണ് കാരണം അവന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഇതിൽ ഏതെങ്കിലും 2 ഇലക്ട്രോൺ കൊണ്ട് ഒഴിവാക്കിയിട്ട് അതിന് വെച്ചിട്ട് ഒരു ബോണ്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ. 8 ഇലക്ട്രോൺ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ. യാ, ഇവൻ ഹാപ്പി ആയി. ഓക്കെ, യാ, അവൻ ഹാപ്പി ആയി. ദെൻ ഇവൻ്റെ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ. എല്ലാവരും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ഇനി അങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓരോരോ ഓക്സിജനും ഒന്ന് നമ്പർ ഇടാൻ പോവാണ്. ദിസ് വിൽ ബി ഓക്സിജൻ നമ്പർ 1, ദിസ് വിൽ ബി ഓക്സിജൻ നമ്പർ 2, ദിസ് വിൽ ബി ഓക്സിജൻ നമ്പർ 3. ഇനി ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാം. യാ, ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്യാൻ പോവാണ്. ദ ഫോർമൽ ചാർജ് ഈക്വൽ ടു, വളരെ എളുപ്പമാണ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, വെയിറ്റ്, നമ്പർ ഓഫ്, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നത്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ്, മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ്. ഇതാണ് ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഇനി ഓരോന്നിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർമൽ ചാർജ് ഓൺ ഫസ്റ്റ് ഓക്സിജൻ ഈക്വൽ ടു, എടാ ഓക്സിജന്റെ വാലൻസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ? ഓക്സിജന്റെ വാലൻസിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. മൈനസ് ഇവിടെ നോക്ക്, ഓക്സിജന്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ 1 2 3 4 5 6. യാ, അപ്പോൾ -6. Then -6 minus half into bond pair of electron. Bond pair of electron എന്ന് പറയുമ്പോൾ this will be 1, this will be 2. ഓക്കെ, 2. ഓക്കെ, അപ്പോൾ 6 - 6 0 മൈനസ് ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ഒന്നാമത്തെ ഓക്സിജൻ്റെ മേലെയുള്ള ഫോർമൽ ചാർജ് എത്രയാണ്? -1 ആണ്. ഇനി ഫോർമൽ ചാർജ് ഓൺ സെക്കൻഡ് ഓക്സിജൻ, ഫോർമൽ ചാർജ് ഓൺ സെക്കൻഡ് ഓക്സിജൻ ഈക്വൽ ടു അഗെയിൻ ബാലൻസ് ഇലക്ട്രോൺ 6 മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ. യാ, ഇവിടുത്തെ ലോൺ പെയർ ഇലക്ട്രോൺ വെറും 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളൂ. സോ -2. ദെൻ എന്ത് കിട്ടിയടാ? ഹാഫ് ഇൻറ്റു, വെയിറ്റ്, ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഈക്വൽ ടു എത്രയാടാ? 6 - 2 -3 ഈക്വൽ ടു എത്ര വന്ന്? +1 വന്നു. ഈക്വൽ ടു +1 വന്നു. ദെൻ അടുത്തത് ഫോർമൽ ചാർജ് ഓൺ തേർഡ് ഓക്സിജൻ. യാ, ഫോർമൽ ചാർജ് ഓൺ തേർഡ് ഓക്സിജൻ. തേർഡ് ഓക്സിജൻ്റെ ഫോർമൽ ചാർജ് നോക്കുമ്പോൾ ബാലൻസിൽ 6 ഇലക്ട്രോൺ മൈനസ് എത്ര ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്? 1 2 3 4. ഓക്കെ, 4 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ദെൻ ഹാഫ് ഇൻറ്റു ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ 1 2 3 4. ഓക്കെ, യാ, ഇറ്റ് ഈസ് ഈക്വൽ ടു 4. അങ്ങനെയാണെങ്കിൽ 6 - 4 -2 ഈക്വൽ ടു എത്ര വന്നടാ? 0 വന്നു. ഓക്കെ, യാ, പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. -1 +1 and 0 is the formal charge. So നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടി, നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കിട്ടി. ദെൻ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വെയിറ്റ്, സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഡിഫൈൻ ഡൈപോൾ മൊമെന്റ്. എന്താണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡൈപോൾ മൊമെന്റ് μ ഈക്വൽ ടു, ഡൈപോൾ മൊമെന്റ് μ ഈക്വൽ ടു Q ഇൻറ്റു എന്താണ്? R ആണ്.
സോ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ചാർജ് ആണ്, ആൻഡ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു atoms. That means two ions. Two ions ആണ് ഒരു കാറ്റയോണിന്റെ ആനയോണിന്റെ എന്താണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡൈപോൾ മൊമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ എ കാറ്റയോൺ ആൻഡ് ആനയോൺ ആണ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈപോൾ മൊമെന്റ്. അപ്പോൾ കാറ്റയോൺ ആനയോൺ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് എന്ന് പറയാം. ദാറ്റ് ഈസ് മോർ അപ്രോപ്രിയേറ്റ്. കുറച്ചും കൂടി അതാണ് നല്ലത്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. സോ അല്ലെങ്കിൽ സിംപ്ലി ഒരു മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. സിംപ്ലി ദ ഡൈപോൾ moment is defined as the product of charge into എന്താണ് product of charge and distance of separation between എന്ത് പറഞ്ഞാൽ മതി? ചാർജസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 is 0. സോ വൈ? ഓക്കെ, നമുക്ക് ആദ്യം BF3ന്റെ സ്ട്രക്ചർ എന്ന് വരക്കാം. BF3ന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബോറോൺ ആണ് സെൻട്രൽ എലമെന്റ്. ബോറോൺ എന്ന് പറഞ്ഞാൽ 13th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ബാലൻസിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. സോ ഈ 3 ഇലക്ട്രോൺ 3 ഫ്ലൂറിൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് BF3. സോ അപ്പോൾ ഈ BF3നെ സംബന്ധിച്ച് ഇവന്റെ ഡൈപോൾ മൊമെന്റ് എന്തുകൊണ്ട് 0 ആവുന്നതാണ്? ബിക്കോസ് ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ. ഈ പറയുന്ന വെക്ടർ ഈ ബോറോൺ ഫ്ലൂറിന്റെ വെക്ടർ, ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, നേരെ മേലക്കാണ്. ഇവന്റെ വെക്ടർ ഇങ്ങോട്ട് വരും, ഇവന്റെ വെക്ടർ ഇങ്ങോട്ടും പോകും. സോ ഈ രണ്ട് വെക്ടറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടറിന്റെയും കൂടെ സമ്മ് നേരെ ഇതിനെന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ദാറ്റ് മീൻസ് ഇൻ BF3 അല്ലെങ്കിൽ ദ സ്ട്രക്ചർ ഓഫ് BF3 ഈസ് trigonal planar. Hence dipole moment vectors are cancel each other and net dipole moment is 0. പരിപാടി കഴിഞ്ഞു. അതായത് BF3ക്ക് എന്താ സ്ട്രക്ചർ? ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഡിഫൈൻ ബോണ്ട് ആംഗിൾ. എന്താ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബോണ്ട് ആംഗിൾ അല്ലേ? ബി എടാ ഇത് എന്ത് ഇലക്ട്രോണാ? ഇതൊരു ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലേ? സോ ബോണ്ട് ആംഗിൾ ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു ബോണ്ട് പെയർ ഇലക്ട്രോൺ സറൗണ്ടിങ് ടു ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ചുറ്റിലുള്ള രണ്ട് ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ഇടയിലുള്ള ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് ആംഗിൾ, ഓർ ഇറ്റ് ഈസ് സിംപ്ലി ദ ആംഗിൾ ബിറ്റ്വീൻ ടു ബോണ്ട് പെയർ ഇൻ എ ആറ്റം എന്ന് പറഞ്ഞാൽ മതി. പരിപാടി കഴിഞ്ഞു. ദെൻ അടുത്തത് NH3 ആൻഡ് NF3 molecule have pyramidal shape with a lone pair of electron on nitrogen atom, but dipole moment of NH3 is 4.9 into 10 raised to minus 13 coulomb meter and that of NF3 is 0.8 into 10 raised to minus 13. Okay, that means NH3ന്റെ ഡൈപോൾ മൊമെന്റ് NF3ന്റെ ഡൈപോൾ മൊമെന്റിനേക്കാളും വളരെ കൂടുതലാണ് എന്ന് അർത്ഥം. അത് എന്തുകൊണ്ടാണെന്നാണ്. പക്ഷേ ഇവരുടെ സ്ട്രക്ചർ പിരമിഡലാണ്. ഇവർക്കൊക്കെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോണേ ഉള്ളൂ. ജസ്റ്റ് ആ സ്ട്രക്ചർ ഒന്ന് വരച്ച ആൻസർ കിട്ടും. This is NH3. This will be NH3 having a lone pair of electron and this will be NF3 having a lone pair of electron. Nitrogen compare ചെയ്യുമ്പോൾ the most electronegative element is nitrogen. അപ്പോൾ ഞാൻ ഡൈപോൾ മൊമെന്റ് വെക്ടർ ഇങ്ങനെ കാണിക്കുകയാണ്. ആൻഡ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും നൈട്രജനും കമ്പയർ ചെയ്യുമ്പോൾ ദി ഇലക്ട്രോൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഈ പറയുന്ന ഡൈപോൾ മൊമെന്റിന്റെ നെറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആയിരിക്കും? ഈ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും. ഇനി ഫ്ലൂറിനെ സംബന്ധിച്ച് ഇവന്റെ ഡൈപോൾ മൊമെന്റ് നോക്കുമ്പോൾ എടാ നൈട്രജനും ഫ്ലൂറിന് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഈസ് ഫ്ലൂറിൻ ആൻഡ് നൈട്രജനും ലോൺ പെയറും കമ്പയർ ചെയ്യുമ്പോൾ ലോൺ പെയറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ നെറ്റ് ഡൈപോൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഡൈപോൾ പാർഷ്യലി ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ വരിക, കുറച്ച് മേലേക്കും പോകുന്നുണ്ട്, കുറച്ച് എവിടേക്കും പോകുന്നുണ്ട്, താഴേക്കും പോകുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഡ്യൂ ടു ദ സ്ട്രക്ചർ ഓഫ് NH3 its dipole moment vectors are added, but in case of NF3 the dipole moment vectors are partially cancelled. Hence the dipole moment is in NH3 is greater than that of എന്താണ് NF3 എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. സോ അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. നമ്മൾ അതിനൊരു റീസണും പറഞ്ഞു. നിങ്ങൾക്ക് 2 മാർക്കും കിട്ടി. അങ്ങനെ ഒരു 2 മാർക്ക് അടുത്ത എക്സാമിന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം? കടക്കാം. സോ എനിവേ സോ ഞാൻ വരച്ചിട്ടുള്ള സ്ട്രക്ചർ ഇവർ കുറച്ചും കൂടി വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ എന്നിരുന്നാലും കുഴപ്പമില്ല. സോ ഞാൻ വരച്ച സ്ട്രക്ചർ തന്നെയാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ എടുക്കാം. ഓക്കെ,
With the help of Fajan's rule, explain why the ionic compound LiCl exhibit a covalent character. എടാ LiCl ഒരു ionic compound ആണെന്നാണ് ഇവർ പറയുന്നത്, പക്ഷെ അവൻ covalent character എന്ത് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. വൈ? ഓക്കെ, സോ അതാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്, നമ്മളുടെ ഫജാൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ഫജാൻസ് റൂൾ? നമുക്ക് ആദ്യം അതൊന്ന് പറയാം. എന്താണ് ഫജാൻസ് റൂൾ? സോ അക്കോർഡിംഗ് ടു ഫജാൻസ്, an ionic compound show covalent character when ഒന്ന് size of cation decreases, രണ്ട് size of anion increases, മൂന്ന് ചാർജ് ഇൻക്രീസസ്. ഇത്രേ ഉള്ളൂ. അത് ഫജാൻസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയണിക് കോമ്പൗണ്ട് കോവലന്റ് ക്യാരക്ടർ കാണിക്കും എപ്പോ കാറ്റയോൺ ചെറുതാവുക, കാറ്റയോൺ ചെറുതാവുക, സൈസ് ഓഫ് കാറ്റയോൺ ഡിക്രീസസ്, ആൻഡ് ആനയോൺ വലുതാവുക. ദെൻ ചാർജ്, കാറ്റയോണിന്റെ ചാർജ് കൂടുക എന്ന് പറഞ്ഞാൽ അല്ലേ, +1 +2 +3 ആകുമ്പോൾ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡീൽ ചെയ്താണ്. ദെൻ ഇനി എന്താണ് അടുത്തെന്താണ് ചാർജ്, ദെൻ സൈസ് ഓഫ് ആനയോണിന്റെ ചാർജിനെ പറ്റി പറയുകയാണെങ്കിൽ ആനയോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് -1 -2 ആകുമ്പോഴും സൈസ് എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ നമുക്ക് അതൊക്കെ പ്രോബ്ലി ഫജാൻസ് റൂൾ പ്രകാരം എന്ത് ചെയ്യും, ഒരു അയണിക് കോമ്പൗണ്ടിന്റെ കോവലന്റ് ക്യാരക്ടർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആരാണ്, LiCl ആണ്. ആരാ LiCl? Li പ്ലസും Cl മൈനസും. സോ വി നോ ദാറ്റ് Li+ ഈസ് എ സ്മോളർ കാറ്റയോൺ. Li+ എന്താണ്, ഒരു സ്മോളർ കാറ്റയോൺ ആണ്. എന്താ കാരണം? Li+ നമ്മളുടെ Li+ എവിടെ വരുന്ന ആളാണ്, നമ്മുടെ ആൽക്കലി മെറ്റലിൽ വരുന്ന ഏറ്റവും സൈസ് കുറഞ്ഞ മെറ്റലാണ് ആര്, Li+. അപ്പോൾ ഡ്യൂ ടു ദ സ്മോളർ സൈസ് ഓഫ് കാറ്റയോൺ ദാറ്റ് മീൻസ് LiCl ഷോസ് അല്ലെങ്കിൽ എക്സിബിറ്റ് എ കോവാലന്റ് ക്യാരക്ടർ എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫജാൻസ് റൂളും എക്സ്പ്ലെയിൻ ചെയ്തു. സോ എവിടെ പോയി മക്കളെ, നമ്മുടെ ആൾക്കാരൊക്കെ എവിടെ പോയി? ആൾക്കാരൊക്കെ വളരെ കുറഞ്ഞു വരുന്നുണ്ടല്ലോ. ഇവിടെ പോകുന്നത് നിങ്ങൾ? ഓക്കെ, രാത്രിയായില്ലേ, 6:48. ഓക്കെ, 7 മണി ആവാനായി. ഇനിയിപ്പോൾ എന്തായാലും പഠിക്കേണ്ട സമയമാണ്. ഇതാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ചാപ്റ്റർ ആണ്ട് തീർന്ന്. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്യും. സോ അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാണ്. റൈറ്റ് എനി 2 പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, VSEPR തിയറിന്റെ പോസ്റ്റ്ലേറ്റ്. അപ്പോൾ നമ്മളിവിടെ NCERT കൊടുത്തിരിക്കുന്ന പോസ്റ്റ്ലേറ്റ് അതേപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ പോസ്റ്റ്ലേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടെ നമുക്ക് പറഞ്ഞുതരാം, എങ്ങനെ നമുക്കൊരു പോസ്റ്റ്ലേറ്റ് അതിൻ്റെ പേരിൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കാന്നുള്ളത്. നോക്കിക്കോ, ഇത് അതിവിടെ നോക്ക്. ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ് അപ്പോൺ ദ The shape of a molecule depend upon the number of valence shell electron pair around the central metal atom. So the valence shell electron pair repulsion theory ന്റെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന്റെ ഷേപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ഷേപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ അപ്പോൾ ഇവിടെ കിട്ടി ദ ഷേപ്പ് ഓഫ്, ഒരു പോയിന്റ് അവിടെ നിന്ന് കിട്ടി, ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് valence shell electron pair around the central atom. ഓക്കെ, അപ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺസ് ആണ് ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ ഷേപ്പ് എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. പെയർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ സിൻസ് ദർ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. എടാ, ഈ പറയുന്ന ബോണ്ടഡ് പെയർ ആവട്ടെ ലോൺ പെയർ ആവട്ടെ, അവർ രണ്ടുപേരും എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതായത് അവർ റിപ്പൽ ചെയ്യും. സോ ദ തിയറിന്റെ പേര് തന്നെ അങ്ങനെയാണ്, വാലൻസ് ഷെൽ റിപ്പൾഷൻ തിയറി. ദീസ് പെയർസ് ഓഫ് ഇലക്ട്രോൺ ടെൻഡ് ടു ഓക്യുപ്പൈസ് സച്ച് എ പൊസിഷൻ ഇൻ സ്പേസ് ദാറ്റ് മിനിമൈസ് റിപ്പൾഷൻ ആൻഡ് മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ them. ഈ ഇലക്ട്രോൺ പെയർ മിനിമം റിപ്പൾഷനും മാക്സിമം ഡിസ്റ്റൻസും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ ഒക്യുപ്പൈ ചെയ്യണത്. സോ പരിപാടി കഴിഞ്ഞ് 3 പോയിന്റ് ഇപ്പോൾ നിങ്ങൾക്ക് അയ്മന്നിന് കിട്ടി. ദ വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്ഫിയർ വിത്ത് ഇലക്ട്രോൺ പെയർ ലോക്കലൈസിംഗ് ഓൺ ദ സ്ഫെറിക്കൽ സർഫസ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. സോ എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ ആൻഡ് ദ 2 or 3 electron pair of a multiple bond are treated as a single super pair. സോ മക്കളെ ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ പറയുന്നത്, എടാ ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ കണ്ടു കഴിഞ്ഞാൽ അതിന് നിങ്ങളൊരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. വേർ 2 or more resonance structure can represent
represent a molecule, the VSEPR model is applicable for any such structures. So നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ട് പോസ്റ്റുലേറ്റ് ചെയ്താനാണ്. ആ രണ്ട് പോസ്റ്റുലേറ്റ് ഞാൻ അപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി തരാം. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി helps to find the structure of a molecule. ഒരു പോസ്റ്റുലേറ്റ് ആയി. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ദീസ് ഇലക്ട്രോൺ പെയർ അറൗണ്ട് എ ആറ്റം റിപ്പൾ ഈച്ച് അതർ. ദെൻ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ആയി. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ദിസ് റിപ്പൾഷൻ in such a way that to minimize repulsion and maximize the distance. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയി. സോ ഇറ്റ് ഈസ് ക്ലിയർ. മൂന്ന് പോസ്റ്റുലേറ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നാലാമത്തെ പോസ്റ്റുലേറ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ഈസ് കൺസിഡർ ആസ് എ സിംഗിൾ സൂപ്പർ ബോണ്ട് എന്നൊക്കെ തള്ളി മറിയിക്കാം. സോ അതും കിട്ടി. സൽമാൻ റഹ്മാൻ. സോ ഹിയർ ഇറ്റ് ഈസ്. ഗൈസ് ലിസൺ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വെയിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. If a z-axis is internuclear axis, ആയിക്കോട്ടെ, name the type of covalent bond formed by the overlapping of 2py orbital. എടാ നമ്മുടെ കയ്യിലൊരു z-axis ഉണ്ട്. z-axis ഞാൻ വരയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു z-axis ഉണ്ട്. ഞാൻ ഈ z-ആക്സിസിലുള്ള പി ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പി സെഡ് ഓർബിറ്റൽ ആണല്ലോ. പക്ഷെ ഇവർ പറഞ്ഞിട്ടുള്ളത് രണ്ട് പി വൈ ഓർബിറ്റൽ ഈ z-ആക്സിസിൽ കൂടെ അടുത്ത് വരികയാണ്. ആയിക്കോട്ടെ, അപ്പോൾ പി വൈന് ഞാനിത് ഇങ്ങനെ വരക്കാം. ഒരു പി വൈ, ഇതൊരു പി വൈ, ദെൻ ഇത് അടുത്തൊരു പി വൈ. ഈ രണ്ട് പി വൈ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കും? ഇവർ തമ്മിൽ സൈഡ് വൈസ് അല്ലേ ഇൻട്രാക്ട് ചെയ്യുള്ളൂ. സൈഡ് വൈസ് ഇൻട്രാക്ഷൻ നമ്മൾ എന്താ വിളിക്കുക? സൈഡ് വൈസ് ഇൻട്രാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പൈ ബോണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരുണ്ടാക്കുന്ന ബോണ്ട് കോവലന്റ് ബോണ്ട് നോക്കടാ. സോ നെയിം ഓഫ് ദി ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് എന്നാണ്. ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് സിഗ്മ ബോണ്ട് ആണോ? അല്ല, ഏത് ബോണ്ടാണ്? പൈ ബോണ്ട്. പക്ഷേ പി സെറ്റും ആണെങ്കിൽ സിഗ്മ ബോണ്ടാണ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെ പി സെറ്റും ആണ് വരുന്നെങ്കിൽ ഇതൊരു പി സെഡ്, ഇത് അടുത്ത പി സെഡ്. ഇവർ തമ്മിൽ എന്ത് ബോണ്ടാണ് ഉണ്ടാക്കുന്നത്? സിഗ്മ ബോണ്ടാണ്. ഇനി പി എക്സ് ആണ് സെഡ് ആക്സിസിൽ കൂടെ വരുന്നെങ്കിലും അതെന്തായിരിക്കും? പൈ ബോണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്ക് ഒരു രണ്ട് ആറ്റത്തിൻ്റെ ഇടയിൽ മൂന്ന് ബോണ്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഒന്ന് ഈ പറയുന്ന സിഗ്മ ബോണ്ടും രണ്ട് പൈ ബോണ്ടും ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുക. അത് ഇതാണ് റീസൺ. സോ എനിവേ ഇവന്മാർ കുറച്ചും കൂടി വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇത് തന്നെയാണ് നമ്മളും കാണിച്ചത്. സൈഡ് വൈസ് ഇൻട്രാക്ഷൻ നമ്മൾ കുറച്ചും കൂടി വലുതായിട്ട് ഇലാബറേറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. Draw the potential energy curve for the formation of hydrogen molecule on the basis of internuclear distance between the hydrogen atom. മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാലൻസ് ബോണ്ട് തിയറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ കർവ്. ഈ കർവ് പ്രകാരം നിങ്ങൾക്കറിയാം ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് സെപ്പറേറ്റ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവർ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ഇവരെ ഞാൻ അടുത്തോട്ട് കൊണ്ടുവരികയാണ്. കണ്ടോ, അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം അടുത്തോട്ട് വരുമ്പോൾ ഇതിൻ്റെ ബോണ്ട് എനർജി എന്ത് ചെയ്യണതാണ് നിങ്ങൾക്ക് കുറയണ കാണാം. ബോണ്ട് എനർജി കുറയുക ഇൻ ദ സെൻസ് ഇവിടെ എനർജി 0 435.8 വരെ കുറയുന്നുണ്ട്. സോ നെഗറ്റീവ് ആണ്. അപ്പോൾ ബോണ്ട് എനർജി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞ് പൊട്ടൻഷ്യൽ എനർജി കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് എനർജി എന്ത് ചെയ്യാണ്? പുറത്തോട്ട് റിലീസ് ചെയ്യാണ്. സിസ്റ്റം സ്റ്റേബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എന്തല്ല? സ്റ്റേബിൾ അല്ല. ഈ ഹൈഡ്രജൻ മോളിക്യൂൾ എന്തായി? സ്റ്റേബിളായി അതിൻ്റെ മാക്സിമം സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്ത് ആ മാക്സിമം സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുമ്പോൾ അവൻ്റെ ഈ പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ 435.8 അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് എനർജി. കാരണം ഈ 435.8 എനർജി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ മോളിക്യൂളിനെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ഹൈഡ്രജൻ ആറ്റം സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡിസ്റ്റൻസ് ഇല്ലേ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിന് അടുത്തോട്ട് കൊടുന്ന് അവൻ ഹൈഡ്രജൻ മോളിക്യൂൾ ആകുമ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയിൽ ഈ ഡിസ്റ്റൻസ് ഇല്ലേ ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അല്ലേ? ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഓർ ബോണ്ട് ലെങ്ത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ കർവ് വളരെ എളുപ്പമാണ് വരക്കാൻ അല്ലേ? ഇങ്ങനെ വരക്കുക, ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ. സോ ഇങ്ങനെ വരക്കുക, ദെൻ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുന്ന് നേരെ കണ്ട്. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. സോ എനിവേ ആ ബോണ്ട് കർവ് നല്ല വൃത്തിക്ക് ഇതവിടെ കാണുന്നുണ്ട്. ഈ കർവ് പഠിക്കാതെ പോകണ്ട. ഈ കർവ് 2-3-4 പ്രാവശ്യം ഒരു 2-3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ ബോർഡ് എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ ലാസ്റ്റ് എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ എനിവേ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കല്ലേ? വെയിറ്റ്, കുറച്ച് വെള്ളം കുടിക്കട്ടെ, എൻ്റെ സൗണ്ട് പോയി തുടങ്ങി.
Okay, yeah. So right, any two characteristics of hybridization, right? Any two characteristics of hybridization. എടാ ഹൈബ്രിഡൈസേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഹൈബ്രിഡൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ, അല്ലേ? ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഈക്വൽ ടു ദ, ദിസ് ഇസ് ദ പോയിന്റ്, ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ദാറ്റ് ക്യാൻ ബി കമ്പൈൻഡ്. അതായത് എത്ര അറ്റോമിക് ഓർബിറ്റൽ, ഫോർ എക്സാമ്പിൾ ഒരു എസും 3 പി ഓർബിറ്റലും കമ്പയർ എന്ന് വിചാരിച്ചോ. അപ്പോൾ ടോട്ടൽ 4 അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്. നമുക്ക് 4 ഹൈബ്രിഡ് ഓർബിറ്റൽ, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എനിക്ക് കിട്ടി. സോ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടി. ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻഡ്. ഇനി ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ആർ ഓൾവേസ് ഈക്വലന്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ്. ഇത് രണ്ടും വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് പോസ്റ്റ്ലേറ്റ് അല്ലേ? ഈ പറയുന്ന എല്ലാ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ ഷേപ്പും എനർജി എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ and the hybridized orbital are always equivalent in energy and shape. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ 2 പോയിന്റ് ആയി. ദെൻ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. The hybrid orbital are more effective in forming stable bonds than pure atomic orbital. പ്യൂർ അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ ഒരു സ്റ്റേബിൾ ബോണ്ട് ഉണ്ടാക്കാൻ ഹൈബ്രിഡ് ഓർബിറ്റലിന് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന കോൺസെപ്റ്റിൽ തന്നെ എത്തുന്നത്. ദീസ് ഹൈബ്രിഡ് ഓർബിറ്റൽ ആർ ഡയറക്റ്റഡ് ഇൻ സ്പേസ് ഇൻ സം പ്രിഫേർഡ് ഡയറക്ഷൻ ടു ഹാവ് മിനിമൈസ് റിപ്പൾഷൻ ആൻഡ് minimum repulsion between electron pairs and thus stable arrangement. Therefore the type of hybridization indicates the geometry of the molecule. അതായത് ഈ ഹൈബ്രിഡ് ഓർബിറ്റൽ നമ്മളുടെ സ്പേസിൽ അല്ലെങ്കിൽ 3D അറേഞ്ച് ചെയ്തിട്ടുള്ള എന്തിനാണ്, ഒരു മിനിമം റിപ്പൾഷനിൽ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഒരു സ്റ്റേബിൾ അറേഞ്ച്മെന്റ് ആണ് നമുക്ക് കിട്ടുക. ഈ സ്റ്റേബിൾ അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്കൊരു മോളിക്യൂളിന്റെ ജോമെട്രി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ആദ്യത്തെ 2 പോയിന്റ് വളരെ സിമ്പിൾ ആണ്. അത് ഭയങ്കര ക്യാച്ചിയാണ് ആ പോയിന്റ്. അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തോളൂ, നമ്മുടെ ഓർമ്മയിൽ നിന്നോളൂ. ആ 2 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കിയുള്ളത് ഓർമ്മ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. സോ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുക, എഴുതാൻ പറ്റണം. അത്രയേ ഉള്ളൂ. ദെൻ അടുത്തത് മാച്ച് ദ മോളിക്യൂൾ ഇൻ match the molecules given in column A with their hybridization given in column B. Okay, match the following ആണ്. നമുക്ക് ആ കോളം ഒന്ന് മാച്ച് ചെയ്യാം. നോക്കടാ, ഇത് പലർക്കും തെറ്റാണ് ചാൻസ് ഉള്ള ഒരു സാധനമാണ്. പക്ഷേ ഇവിടെ നമ്മളിത് ക്ലിയർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു സെൻട്രൽ എലമെന്റ് നോക്കുക. ആരാ സെൻട്രൽ എലമെന്റ്? ബെറീലിയം അല്ലേ? ബെറീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ഗ്രൂപ്പ്? ബെറീലിയം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ബെറീലിയത്തിൽ 2 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 വാലൻസ് ഇലക്ട്രോൺ ആര് കൊണ്ടുപോയി? ക്ലോറിൻ കൊണ്ടുപോയില്ലേ? 2 ക്ലോറിൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ലോൺ പെയർ ഉണ്ട്? 2 ബോണ്ട് പെയർ. മക്കളെ 2 ബോണ്ട് പെയർ, ലോൺ പെയർ ഇല്ല. അപ്പോൾ 2 ബോണ്ട് പെയർ മാത്രമാണെങ്കിൽ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് ഏതായിരിക്കും? SP ഹൈബ്രിഡൈസേഷൻ. ദ സ്ട്രക്ചർ ഈസ് ലീനിയർ. അതായത് ഈ 1ന്റെ ആൻസർ എന്താണ്? D ആണ്. ഇനി PCl5 സെൻട്രൽ എലമെന്റ് ആരാണ്? ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജന് ഫോസ്ഫറസ്. വാലൻസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ? 5 ഇലക്ട്രോൺ ഉണ്ട്. വാലൻസിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 5 ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ഇത് എന്തായി? 5 ബോണ്ട് പെയർ ആയി. 5 ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ hybridization is sp3d. Okay, sp3d hybridization. അപ്പോൾ 2ന്റെ ആൻസർ എന്താ വരിക? 2ന്റെ ആൻസർ sp3d ആണെങ്കിൽ A വരും. ദെൻ അടുത്തത് CH4 ഇല്ലേ? ഫസി വെരി ഗുഡ്. എന്താ ഫസി? ഈ കമന്റ് ഡിലീറ്റ് ചെയ്യണേ. കറക്റ്റാണ്. എന്താ കുഴപ്പം? Okay, then അടുത്തത് CH4 എന്ന് പറഞ്ഞാൽ കാർബണിന്റെ കയ്യിൽ 4 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഈ 4 വാലൻസ് ഇലക്ട്രോൺ ഹൈഡ്രജൻ കൊണ്ടുപോയി 4 വാലൻസ് ഇലക്ട്രോൺ ഹൈഡ്രജൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 4 ബോണ്ട് പെയർ എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ. സോ അപ്പോൾ 3ന്റെ ആൻസർ sp3 ആണെങ്കിൽ B ആണ് ആൻസർ. ദെൻ 4ന്റെ ആൻസർ BCl3 ബോറോൺ. അഗൈൻ ബോറോണിന്റെ കയ്യിൽ 3 വാലൻസ് ഇലക്ട്രോൺ. ദെൻ അത് ആര് കൊണ്ടുപോയി? 3 ക്ലോറിൻ കൊണ്ടുപോയി. അപ്പോൾ 3 ബോണ്ട് പെയർ ആണെങ്കിൽ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. So the answer is option C. ഇതാണ് നമ്മുടെ ആൻസർ. D, A, B, C is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. എക്സ്പ്ലെയിൻ ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് BF3 മോളിക്യൂൾ. നമ്മളിപ്പോൾ BF3 പറഞ്ഞിട്ടുള്ളൂ. സോ ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് 2 മാർക്കിന് പറയണം. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ അറിയിക്കാം. ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ഈസ് 2s2 2p1. 2s2 2p1 ആണ് ബോറോണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതൊന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 1 ഇലക്ട്രോൺ. ഇനി ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. 1 2 3. ഇനി വരുന്നത് ആരാണ്? 3 ഫ്ലൂറിൻ മോളിക്യൂളാണ് വരുന്നത്. സോ 3 ഫ്ലൂറിൻ മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലൂറിൻ ഇരിക്കാൻ 3 എന്ത് വേണം?
3 ഓർബിറ്റൽ വേണം. അപ്പോൾ ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽ കണ്ടെടുത്ത് അപ്പോൾ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് ലൈക്ക് ഇത് ഇങ്ങനെയായി. ഇത് ഒരു പി ഏതൊരു ഓർബിറ്റൽ, ഇത് sp2 ഓർബിറ്റൽ. ഈ sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. ഹെൻസ് ദ ഹൈബ്രിഡൈസേഷൻ ഈക്വൽ ടു sp2. ഹൈബ്രിഡൈസേഷൻ sp2 ആണെങ്കിൽ ഇതാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. ദിസ് വിൽ ബി അവർ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇതാണ് നമ്മുടെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. അപ്പോൾ ഇത് ആരാണ് എലമെന്റ്? ബോറോന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ്. ഈ sp2 ഹൈബ്രിഡ് ഓർബിറ്റലിലേക്ക് വരുന്നത് ആരാടാ? ഫ്ലൂറിൻ ആണ് വരുന്നത്. അപ്പോൾ ഫ്ലൂറിൻ്റെ കയ്യിൽ ആരുണ്ട്? ഫ്ലൂറിൻ്റെ ഒരു പി ഓർബിറ്റൽ, ഫ്ലൂറിൻ്റെ അടുത്ത പി ഓർബിറ്റൽ, ഫ്ലൂറിൻ്റെ അടുത്ത പി ഓർബിറ്റൽ. അപ്പോൾ 3 ഫ്ലൂറിൻ്റെ പി ഓർബിറ്റൽ വന്ന് അവിടേക്ക് നേരെ ബോണ്ട് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 2 1 2 1 2. സോ ദ സ്ട്രക്ചർ ഈസ് ലൈക്ക് ദിസ്: ബോറോൺ, ഫ്ലൂറിൻ, 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 ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ. ട്രയഗണൽ പ്ലാനാർ സ്ട്രക്ചർ ആണ്. സോ അപ്പോൾ ഇത്രയുള്ള ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ഈസ് 2s2 2p1 ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ എന്ന് പറഞ്ഞാൽ 2s1 2p2 വരും. ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഈസ് sp2. അങ്ങനെയാണെങ്കിൽ ദ സ്ട്രക്ചർ ഈസ് എന്താണ്? ട്രയഗണൽ പ്ലാനാർ ആണ്. ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് റെഡി. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. Predict the hybridization of phosphorus. Predict the hybridization of phosphorus atom in PCl5 molecule. ഇത് നമ്മൾ പറഞ്ഞതാണ്. PCl5 മോളിക്യൂളിൽ ഫോസ്ഫറസിന്റെ വാലൻസിൽ 1 2 3 4 5 ഇലക്ട്രോൺ ഉണ്ട്. 5 ക്ലോറിൻ വരുന്നു. 5 ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ 5 ബോണ്ട് പെയർ ആയി. 5 ബോണ്ട് പെയർ ആയി കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3d. sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി അക്കൗണ്ട് ഫോർ ദ ഹൈ റിയാക്ടിവിറ്റി ഓഫ് PCl5. എടാ PCl5ന്റെ സ്ട്രക്ചർ ഇതാണ് അല്ലേ? ഇതാണ് PCl5ന്റെ സ്ട്രക്ചർ. ക്ലോറിൻ 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 ക്ലോറിൻ. ഈ PCl5ന്റെ സ്ട്രക്ചറിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ പ്രോബബ്ലി ഈ പറയുന്ന ക്ലോറിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ക്ലോറിൻ. ഈ ക്ലോറിനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ക്ലോറിൻ. ഈ ഇക്വറ്റോറിയൽ ക്ലോറിനുകൾ തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ഈ ആക്സിയൽ ക്ലോറിനുകളും ഇക്വറ്റോറിയൽ ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 90 ഡിഗ്രിയിൽ ഹൈ റിപ്പൾഷൻ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവനെ സംബന്ധിച്ച് 90 ഡിഗ്രിയിൽ ഇവനും 90 ഡിഗ്രിയിൽ ഇവനും മാത്രമേ റിപ്പൽ ചെയ്യുള്ളൂ. പക്ഷേ ഇവനെ സംബന്ധിച്ച് ഇവിടുന്ന് റിപ്പൾഷൻ, ഇവിടുന്ന് റിപ്പൾഷൻ, ഇവിടുന്ന് റിപ്പൾഷൻ, മൊത്തം 3 റിപ്പൾഷനുകൾ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട്. ഈ 3 റിപ്പൾഷൻ നേരിടുന്നതുകൊണ്ട് തന്നെ പ്രോബ്ലി ഇവിടെ ഹൈ റിപ്പൾഷൻ ഇവൻ ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന ആക്സിയൽ ബോണ്ട് എന്ത് ചെയ്യുന്നറിയോ? ഇലോങ്ങേറ്റ് ചെയ്യും. അപ്പം നമുക്ക് പറയാം ഡ്യൂ ടു high repulsion in axial bonds, these axial bonds are elongate. These axial bonds are elongate. ഈ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്തു പോകും. ഈ ആക്സിയൽ ബോണ്ട് എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്തു പോകും. എന്തിനാ ഇലോങ്ങേറ്റ് ചെയ്യണത്? റിപ്പൾഷൻ കുറക്കാൻ. ഈ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യണോണ്ട് തന്നെ ഈ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യണ തന്നെ ട്രൈഗണൽ പിരമിഡലിനാണ് ഷേപ്പ്. predict the hybridization അല്ലേ പറഞ്ഞത്? hybridization is sp3d. trigonal trigonal bipyramidal തന്നെയാണ് ഷേപ്പ്. ദെൻ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പിൽ ഈ ആക്സിയൽ ബോണ്ട് എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും. ഈ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആക്സിയൽ ക്ലോറിൻ എന്തായിട്ട് മാറൂടാ? ആക്സിയൽ ക്ലോറിൻ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നറിയോ? ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആക്സിയൽ ക്ലോറിൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി എന്ത് ചെയ്യുന്നറിയോ? റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ അക്കൗണ്ട് ഫോർ ദ ഹൈ റിയാക്ടിവിറ്റി ഓഫ് PCl5 മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹൈ റിപ്പൾഷൻ ഇൻ ആക്സിയൽ ബോണ്ട്. ദിസ് ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ്സ് ആൻഡ് ദ ആക്സിയൽ ക്ലോറിൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. സോ ദ റിയാക്ടിവിറ്റി ഇൻക്രീസസ്. നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലി പറയാം ദീസ് ആർ ദ റീസൺസ്. ഓക്കെ. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ഫഹമ്മ ക്ലിയർ അല്ലേ? സോ എനിവേ എനി ഡൗട്ട്? Any doubts? Okay, നോക്കണം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. റൈറ്റ് എനി 2 സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. MO തിയറിന്റെ 2 സാലിയന്റ് ഫീച്ചർ ആണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. സോ ഒരുപാട് സാലിയന്റ് ഫീച്ചറുകൾ ഉണ്ട്. സോ നമുക്ക് ഇതാ NCERT തന്നിട്ടുള്ളത് ഒരുപാട് ലെങ്തി ഫീച്ചേഴ്സ് ആണ്. പക്ഷെ നമുക്ക് ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കൊണ്ടെടുക്കാം. നോക്കിക്കോ. സോ ദ ഇലക്ട്രോൺ ഇൻ എ മോളിക്യൂൾ ആർ പ്രസന്റ് ഇൻ
the electron in a molecule are present in the various molecular orbital as the electron of atom are present in the various atomic orbital. അവിടെ ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ എവിടെ കാണാൻ പറ്റുക? അറ്റോമിക് ഓർബിറ്റലിൽ. അതേപോലെ ഒരു മോളിക്യൂളിൽ ഇലക്ട്രോണിനെ കാണുന്നത് എവിടെയായിരിക്കും? മോളിക്കുലർ ഓർബിറ്റലിലായിരിക്കും. അതാണ് ഒരു സാലിയൻ ഫീച്ചർ. ദാറ്റ് മീൻസ് the electrons in a molecule will be in molecular orbital like the electrons in atoms are in atomic orbital. നമുക്കത് ഒരു പോയിന്റ് ആയിട്ട് പറയാം. ഇനി the atomic orbital that means the electron in a molecular present in various molecular orbital. The atomic orbital of comparable energy and proper symmetry combine to form molecular orbital. For example, ഒരു വണ്ണസും കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു സിഗ്മ വണ്ണസും അല്ലെങ്കിൽ ഒരു സിഗ്മ സ്റ്റാർ വണ്ണസും ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ദാറ്റ് മീൻസ് കമ്പയറബിൾ എനർജി ഉള്ള ഈ പറയുന്ന അറ്റോമിക് ഓർബിറ്റൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. സോ അറ്റോമിക് ഓർബിറ്റൽ comparable energy and proper symmetry combine to form a molecular orbital. ഇനി while an electron in an atomic orbital is influenced by nucleus അല്ലേ, ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് എന്തുണ്ട്? ന്യൂക്ലിയസിന് അട്രാക്ഷൻ ഉണ്ട്. അതേപോലെ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 or more nuclei. കാരണം നമുക്കറിയാം ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അതിൽ കൂടുതലോ ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂളിനകത്തുള്ള ഇലക്ട്രോൺ ഈ പറയുന്ന 2 അതിൽ കൂടുതലോ ന്യൂക്ലിയസുകൾ അവൻ എന്ത് ചെയ്തേക്കാം? ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. Then the number of molecular orbital, this is the most important point. The number of molecular orbital formed is equal to the number of combining atomic orbital. That means 2 atomic orbital കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 molecular orbital കിട്ടും. 10 atomic orbital കമ്പൈൻ ചെയ്താൽ നമുക്ക് 10 atomic എന്ത് കിട്ടും? 10 molecular orbital കിട്ടും. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. Then the bonding molecular orbital has lower energy. ബോണ്ടിങ് നമുക്കറിയാം സ്റ്റാർ ഇല്ലാത്തത് അല്ലെ, സിഗ്മ വണ്ണസിന്റെ എനർജി സിഗ്മ സ്റ്റാർ വണ്ണസിനേക്കാളും കുറവായിരിക്കും. The bonding molecular orbital has lower energy and hence greater stability നമുക്ക് പറയാം. സോ ഇനി ബാക്കി just as the electron probability distribution around a nucleus in an atom is given by an atomic orbital, the electron probability distribution around a group of nuclei in a molecule is given by molecular orbital എന്ന് പറയാം. Then the molecular orbital like atomic orbital are filled in accordance with Aufbau principle, Pauli's exclusion principle, Hund's rule. അതായത് അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ മോളിക്കുലർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോഴും അവൻ ആൻസർ റൂളും പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും ഓഫ്ബാ പ്രിൻസിപ്പിളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മോട് വെറും 2 പോയിന്റേ ചോദിച്ചിട്ടുള്ളൂ. സോ റൈറ്റ് എനി 2 സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ അറ്റോമിക് ഓർബിറ്റൽ ഓഫ് കമ്പയറബിൾ എനർജി ആൻഡ് പ്രോപ്പർ സിമിലറി കമ്പൈൻഡ് എന്ന് പറയാം. ദ ഇലക്ട്രോൺ ഇൻ എ മോളിക്കുലർ പ്രസന്റ് ഇൻ ദ വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയാം. അതേപോലെ തന്നെ ദ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് വലിയ സെൻറ്റൻസ് ആക്കിയിട്ടൊന്നും എഴുതണ്ട. സോ ഞാനിങ്ങനെ കാണിച്ചേ ഉള്ളൂ. സോ നമ്മൾ പറയുമ്പോൾ എല്ലാം പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയാൽ മതി. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ. ഫ്ലൂറിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് അവർ ആദ്യം ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിൻ്റെ ബാലൻസിൽ 9 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 9 + 9 18 ഇലക്ട്രോൺ ആയി. അപ്പോൾ 18 ഇലക്ട്രോൺ നമുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2 ആൻഡ് ഫ്ലൂറിൻ ആണ്. ഇപ്പോൾ ഫ്ലൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈട്രജൻ്റെ മേലൊക്കെ അങ്ങോട്ടുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെ കേസിലും നമ്മൾ ആദ്യം ആരെ പ്ലേസ് ചെയ്യണം? നിങ്ങൾ ആദ്യം സിഗ്മ 2pz2നെ പ്ലേസ് ചെയ്യണം. എന്നിട്ട് പൈ 2px ഈക്വൽ ടു എന്ത് വരും? പൈ 2py 2 ടോട്ടൽ 2 4 6 8 10 12 14 ആയി. ദെൻ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, മൊത്തം 2 4 6 8 10 12 14 16 18 ഇലക്ട്രോൺ ആയി. ദീസ് ആർ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കുക. നോക്കടാ, നൈട്രജൻ വരെ 14 വരെയുള്ള ആളെ കേസിൽ ഈ സിഗ്മ 2pz ഇവരുടെ രണ്ടാളുടെ എവിടെ ആയിരിക്കും? ഇടയിലായിരിക്കും. പക്ഷെ 14ന്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിഗ്മ 2pz എവിടെ ഉണ്ടാവും? പുറത്തുണ്ടാവും. ഇത് തെറ്റിപ്പോണ ആൾക്കാർ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മൾ ചെറിയ കുട്ടികളായിരിക്കും. ചെറിയ കുട്ടി, ഇത് അച്ഛൻ, ഇതാരാണ്? അമ്മ. ഈ അച്ഛൻ്റെ അമ്മേൻ്റെ ഇടയിൽ ആയിരിക്കും ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ
നമ്മളൊക്കെ എന്ത് ചെയ്യുക കിടന്നുറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ അച്ഛൻ്റെ അമ്മേൻ്റെ എന്ത് ചെയ്ത് ഇടയിൽ കിടക്കൂല, പിന്നെ നമ്മൾ പുറത്തായി. സോ ഇങ്ങനെയൊക്കെ ആലോചിക്കാം. സോ എനിവേ അപ്പോൾ പരീക്ഷകളിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, അത് തെറ്റിക്കരുത്. സോ തെറ്റിക്കാതെ കറക്റ്റ് ആൻസറിൽ എന്ത് ചെയ്യുക എത്തുക. ദെൻ ഫൈൻഡ് ദ ബോണ്ട് ഓർഡർ ഓഫ് ഫ്ലൂറിൻ മോളിക്യൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് 2 മാർക്കുണ്ട് ബോണ്ട് ഓർഡർ. ആ 1 മാർക്ക് അതിൻ്റെ ഇക്വേഷൻ 1 മാർക്ക് കാണാനുമാണ്. സോ ബോണ്ട് ഓർഡറിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് എന്താണ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ബോണ്ടിങ് ഇലക്ട്രോൺ എണ്ണിക്കഴിഞ്ഞാൽ 2, 4, 6, 8, 10 ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ട്. ഇനി ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ എണ്ണിക്കഴിഞ്ഞാൽ 2, 4, 6, 8 ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഹാഫ് ഇൻറ്റു 2 വരും. ഹാഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറും കിട്ടി. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് N2, കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ ആൻഡ് പ്രെഡിക്റ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ബിഹേവിയർ. സോ സിമിലർലി നമ്മുടെ N2 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ N2ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 14 ഇലക്ട്രോൺ ആണ് N2ലുള്ളത് അല്ലേ. 7 + 7 14 ഇലക്ട്രോൺ. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ സിഗ്മ 1s2, sigma star 1s2, sigma 2s2, then sigma star 2s2, then pi 2px ആണ് വരിക. pi 2px equal to pi 2py because 14 ആണ്. ദെൻ അടുത്തത് സിഗ്മ 2pz വരും. സിഗ്മ 2pz Z2. ഓക്കെ, ഇപ്പോൾ എത്ര ഇലക്ട്രോൺ ആയി? 2, 4, 6, 8, 10, 12, 14 ഇലക്ട്രോൺ ആയി. പരിപാടി കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺ. സോ ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2, 4, ദെൻ 6, 8, 10, ദെൻ 10 മൈനസ് 2, 4. ഓക്കെ, 10 മൈനസ് വെയിറ്റ് 10 മൈനസ് 4 അപ്പോൾ ഈക്വൽ ടു 6. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 3. ദെൻ പ്രെഡിക്റ്റ് ഇറ്റ്സ് മാഗ്നറ്റിക് ബിഹേവിയർ. ഇവിടെ എല്ലാ ഇലക്ട്രോണുകളും പെയർഡാണ്. എല്ലാ ഇലക്ട്രോണുകളും പെയർഡ് ആയതുകൊണ്ട് തന്നെ ഇവൻ എന്താണ് ഡയാമാഗ്നറ്റിക് ആണ്. സിൻസ് ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ്, അപ്പോൾ ഇവൻ ഡയാമാഗ്നറ്റിക് ആണ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്ലൂറിൻ്റെ കേസിൽ എല്ലാവരും പെയർഡ് ആണ്, അതുകൊണ്ട് ഫ്ലൂറിനും എന്താണ് ഈ പറയുന്ന പോലെ ഡയാമാഗ്നറ്റിക് ആണ്. ബട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ ബോണ്ടിങ് യൂസിങ് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്നാണ്. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രജൻ ബോണ്ടിങ്? ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ എളുപ്പമാണ്. സോ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡൈപോൾ interaction. It is a special type of dipole interaction between hydrogen and highly electronegative elements like fluorine, chlorine, highly electronegative elements like fluorine, oxygen, nitrogen and sometimes with chlorine. അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാനിതാ ഒരു ഹൈഡ്രജൻ എടുത്തേ. ഈ ഹൈഡ്രജനും ഫ്ലൂറിനും ആയിട്ടുള്ള ബന്ധം ഈ പറയുന്ന ഒരു HF കൂടി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ. കണ്ട, ഇങ്ങനെ 2 HF ഉണ്ട്. അപ്പോൾ ഇവനൊരു ഡൈപ്പോളാണ്. ഹൈഡ്രജൻ ഡെൽറ്റ പ്ലസ്, ഫ്ലൂറിൻ ഡെൽറ്റ മൈനസ്, ഇവൻ ഡെൽറ്റ പ്ലസ്, ഇവൻ ഡെൽറ്റ മൈനസ്. ഇതാ ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ. ആര്? ഈ പറയുന്ന ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിനോ ഹൈഡ്രജനും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈഡ്രജൻ ബോണ്ട്. അപ്പോൾ എന്താ ഹൈഡ്രജൻ ബോണ്ട്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇതാണ്ടോ, ഇതൊരു ഡൈപ്പോൾ അല്ലേ? ഒരു സ്ട്രോങ് ഡൈപ്പോൾ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് എ special type of dipole interaction between hydrogen and highly electronegative elements like fluorine, oxygen, nitrogen and sometimes with chlorine. phone call. Okay, phone call ആലോചിക്കുക. fluorine, oxygen, nitrogen and sometimes with chlorine. so ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇനി സ്യൂട്ടബിൾ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആയി HF. ഇങ്ങനത്തെ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താ വിളിക്കുക? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താ ഇപ്പോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ 2 മോളിക്യൂൾ ആണ്. 2 മോളിക്യൂളുടെ ഇടയിലാണ് ഹൈഡ്രജൻ ബോണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കാം. ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. നോക്കിക്കോ, ഈ എക്സാമ്പിൾ നോക്കിക്കോ. This will be OH and this will be NO2. ഓക്കെ, എടാ ഇവരുടെ ഇടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്ന് വിചാരിച്ചു. ആരുടെ ഇടയിൽ? ഇതാ ഇവരുടെ ഇടയിൽ. ഈ ഓക്സിജന്റെ ഈ ഹൈഡ്രജന്റെ ഇടയിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് വന്നു. ഇത് 2 മോളിക്യൂൾ ആണോ? അല്ല, ഇത് ഒരു മോളിക്യൂളിൽ തന്നെ 2 എലമെന്റ് ആണ്. ഒരു മോളിക്യൂളിന്റെ അകത്ത് തന്നെയുള്ള ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള എന്താണ്? ഡൈപ്പോൾ ഇൻട്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താ വിളിക്കുക? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് ചോദിക്കാറുണ്ട്. സോ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനും ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനും
എക്സാമ്പിൾസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഇസ് സിമ്പിൾ. സോ അപ്പോൾ എന്താ ഹൈഡ്രജൻ ബോണ്ടിങ്? ഇറ്റ് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ between hydrogen and highly electronegative elements like fluorine, oxygen, nitrogen and sometimes with chlorine. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇന്റർമോളിക്കുലറിന്റെ എക്സാമ്പിൾ HF, ഇൻട്രാമോളിക്കുലറിന്റെ എക്സാമ്പിൾ ഓർത്തോ നൈട്രോ ഫിനോൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ അല്ലേ? സോ I think it's clear. Okay. So നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങും അങ്ങനെ ഒരു കിടിലൻ ചാപ്റ്ററും കൂടി നമ്മൾ തീർത്തിട്ടുണ്ട്. സോ കെമിക്കൽ ബോണ്ടിങ്ങും നമ്മൾ തീർത്തു. ദെൻ നമുക്ക് അടുത്ത ഒരു ഫിസിക്കൽ കെമിസ്ട്രിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലോട്ട് കിടക്കാം, തെർമോഡൈനാമിക്സ്. നമുക്ക് തെർമോഡൈനാമിക്സിലേക്ക് പോവാം. സോ എനിവേ, കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഈ പറയുന്ന കെമിക്കൽ ബോണ്ടിങ്ങിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചോദിക്കാം. സോ എനിവേ, നമുക്ക് എന്നിട്ട് നേരെ പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള തെർമോഡൈനാമിക്സിലോട്ട് നമുക്ക് കിടക്കാം. വെയിറ്റ്. എവിടെ പോയി എല്ലാവരും? ഹലോ. ആരോ ബാച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബാച്ച് ചോദിച്ച ആൾ പോയോ? സോ എനിവേ മക്കളെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്നും കൂടെ ഷെയർ ചെയ്യും വീഡിയോ. നമ്മൾ അടുത്ത ചാപ്റ്റർ കിടക്കുകയാണ്, തെർമോഡൈനാമിക്സ് കിടക്കുകയാണ്. അപ്പോൾ ഇനി ഈ ചാപ്റ്റർ വേണ്ടവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്തോ. സോ മക്കളെ, അപ്പോൾ നമ്മൾ നേരെ ഇനി തെർമോഡൈനാമിക്സിലേക്ക് പോവാണ്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? സോ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പ്രോബ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ഇവിടെ എന്ത് ചെയ്യാൻ പോകണം, തീർക്കാൻ പോവാണ്. സോ തെർമോഡൈനാമിക്കിൽ ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് സിസ്റ്റം. ഓക്കെ, അതായത് നമുക്കറിയാം ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. അതിൽ മാറ്ററിൻ്റെ അതേപോലെ തന്നെ എനർജിൻ്റെ എന്തുണ്ട്, ഡിഫറെൻറ്റ് ഫ്ലോ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കി വെക്കണം. പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷനും അതേപോലെ തന്നെ പാത്ത് ഫംഗ്ഷനും. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഒന്നോ രണ്ടോ എക്സാമ്പിൾ വെച്ചിട്ട് എന്താന്ന് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. നമുക്ക് ആ അതിലെ മെയിൻ പോയിന്റ് മാത്രം നോക്കി അതിൽ ഇലാബറേറ്റ് ചെയ്യാനുള്ളതുള്ളൂ. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എൻതാൽപ്പി ആൻഡ് ഇന്റേണൽ എനർജി തമ്മിലുള്ള കണക്ഷന് അതേപോലെ തന്നെ അവരുടെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ, എൻതാൽപ്പി ആൻഡ് ഇന്റേണൽ എനർജി. ഓക്കെ, സോ റിൻഷി പി വി കോവാലൻസി എങ്ങനെ കാണാം? മക്കളെ, കോവാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലടാ. കോവാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് അറൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അതൊരു കോമ്പൗണ്ട് എടുക്കാന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ തെർമോഡൈനാമിക്സ് തിരിച്ചു തരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പോൾ ഞാൻ ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്. BF4- ആണെന്ന് വിചാരിച്ച എൻ്റെ കോമ്പൗണ്ട്. ഇതിൽ ബോറോണ്ട് ചുറ്റിൽ എത്ര ഫ്ലൂറിൻ ഉണ്ടടാ? 4 ഫ്ലൂറിൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോവലൻസി എത്രയാണ്? 4. നമ്പർ ഓഫ് കോവലന്റ് ബോണ്ടിനെയാണ് നമ്മൾ കോവലൻസി എന്ന് വിളിക്കുക. അല്ലാതെ കോവലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കോൺസെപ്റ്റ് ഒന്നുമല്ല. ഇറ്റ് ഇസ് സിംപ്ലി ദ നമ്പർ ഓഫ് എന്താണ് കോവലന്റ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോവലൻസി എന്ന് വിളിക്കുക. ഓക്കെ, സോ ക്ലിയർ ആയോ? അതേപോലെ തന്നെ ഇപ്പോൾ AlF6 3- ആണെങ്കിൽ AlF6 3- ആണെങ്കിൽ കോവലൻസി ഈക്വൾ ടു എത്രയാണ്? 6 വരും. കോവലൻസി ഈക്വൾ ടു 6. 6 ഫ്ലൂറിൻ ഉണ്ട് ചുറ്റിലും. ഓക്കെ,
ഓക്കെ ദെൻ നമ്മൾ തെർമോഡൈനാമിക്സിലേക്ക് തിരിച്ചു പോവാണ്. സോ അപ്പോൾ ടൈപ്പ് ഓഫ് സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ, അതേപോലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അത് കണക്ട് ചെയ്യുന്ന ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അതിൽ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് കാണാനുള്ള ഇക്വേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം. പിന്നെ എൻതാൽപ്പി ആൻഡ് ഇന്റേണൽ എനർജി കണക്ട് ചെയ്യുന്ന ഇക്വേഷനും കാര്യങ്ങൾ, എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT ഇക്വേഷനൊക്കെ ഇല്ലേ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി കാര്യമായിട്ട് ഡീൽ ചെയ്യുക. സോ എക്സ്റ്റൻസീവ് ഇന്റൻസീവ് പ്രോപ്പർട്ടി സാധാരണ ഒരു മാർക്കിന് എപ്പോഴും അതിൻ്റെ എന്ത് ചോദിക്കാറുണ്ട്, എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, ഇറ്റ് ഇസ് കമ്പസ്റ്റൻ, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രോബ്ലംസ്, അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചോദിക്കുക, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ എൻറ്റയർ തെർമോഡൈനാമിക്സ് ഈസ് SS law ഡിഫൈൻ ചെയ്യാൻ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ദെൻ സ്പോണ്ടേനിറ്റി ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്, സ്പോണ്ടേനിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ എൻട്രോപ്പി, ഇത് മൂന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പറയാം അല്ലേ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഒരൊറ്റ കോൺസെപ്റ്റിൽ ഇതുമാണെങ്കിൽ ഇത് മൂന്ന് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ദെൻ SS law ബേസ് ചെയ്തിട്ടുള്ള ഈ രണ്ട് കാര്യം നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാം. ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, സ്റ്റേറ്റ് ഫംഗ്ഷൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും എൻതാൽപ്പി ആൻഡ് ഇന്റേണൽ എനർജി ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം. സിമ്പിൾ ആണ്. സോ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. വെയിറ്റ്. നെയിം ദ തെർമോഡൈനാമിക് സിസ്റ്റം വിത്ത് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്. നോക്കടാ, വെയിറ്റ്. Name the thermodynamic system with the exchange of energy and matter with surrounding. എനർജി മാറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്ത് സിസ്റ്റം ആണ്, ദാറ്റ് സിസ്റ്റം ഈസ് ഒബ്വിയസ്ലി എന്ത് സിസ്റ്റം ആണ്, ഓപ്പൺ സിസ്റ്റം ആണ്. ഇതാ മക്കളെ നോക്കിക്കോ, മാറ്ററും എനർജിയും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഓപ്പൺ സിസ്റ്റം. ആ സിസ്റ്റത്തിന് നിങ്ങൾക്ക് എന്ത് വിളിക്കാം, ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. വെരി ഗുഡ് മറിയം, വെരി ഗുഡ്. സൽമാൻ റഹ്മാൻ, വെരി ഗുഡ്. നോക്കടാ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റത്തിന് നമുക്ക് എന്ത് വിളിക്കാം, ഓപ്പൺ സിസ്റ്റം എന്ന് വിളിക്കാം. ദെൻ ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഇവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ മാറ്റർ എന്ത് ട്രാൻസ്ഫർ ചെയ്യൂല. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്, മാറ്റർ എനർജി എന്ത് ചെയ്യൂല, ട്രാൻസ്ഫർ ചെയ്യൂല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. സോ എനിവേ ദെൻ അടുത്തത് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്, energy can neither be created nor be destroyed is known as first law of thermodynamics. അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 2 മാർക്ക് കിട്ടും അല്ലേ. ഡെൽറ്റ U equal to Q plus W, അതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. സോ ദ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്, അങ്ങനെയും വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ഓർ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നിങ്ങൾക്ക് ഏതാണോ ഓർമ്മയുള്ളത് അത് നിങ്ങൾക്ക് പ്രോബബ്ലി എന്ത് ചെയ്യാം, അതിന് ആൻസർ ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കുന്നു. ഡിഫൈൻ എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഗിവ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. എടാ, എക്സ്റ്റൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. എന്താ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി? നിങ്ങൾക്ക് ഇന്റൻസീവ് പ്രോപ്പർട്ടി ഓർത്തു വെക്കാൻ നല്ല എളുപ്പമാണ്. ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ്. എന്തിന് ഇൻഡിപെൻഡന്റ്? അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ അമൗണ്ട് ഓഫ് മാറ്ററിന് എന്താണ്, ഇൻഡിപെൻഡന്റ്. അപ്പൊ നമുക്ക് പറയാം, സോ ദ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ദ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റൻസീവ്. അങ്ങനെയാണെങ്കിൽ ആരാ ഇന്റൻസീവ്? ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, എടാ, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എനിവൺ ചാറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് വന്ന് പറയാം എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ദാറ്റ് മീൻസ് ദോസ് പ്രോപ്പർട്ടീസ് വിത്ത് ഡിപ്പെൻഡ് ദ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. മാസ് ഡിപ്പെൻഡ് ചെയ്യില്ലേ? എടാ, മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, മാസ് കൂടും. ഇനി വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? മാസ് പറയാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, വോളിയം പറയാം. മാസ് പറയാം, അതേപോലെ തന്നെ വോളിയം പറയാം. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ ഇന്റൻസീവ് അല്ലേ? ടെമ്പറേച്ചർ മാസ് കൂടിയാൽ ടെമ്പറേച്ചർ കൂടൂല. ദെൻ അതേപോലെ തന്നെ ഡെൻസിറ്റി, മാസ് ബൈ വോളിയാണ്. ഡെൻസിറ്റി എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമുക്ക് എക്സ്റ്റൻസീവിന് മാസും വോളിയം പറയാം. അതേപോലെ തന്നെ ഇന്റൻസീവിന് നമുക്ക് എന്ത് പറയാം, ടെമ്പറേച്ചർ ആൻഡ് ഡെൻസിറ്റി പറയാം. PV സ്റ്റോറീസ്, വെരി ഗുഡ്. മാസ് വോളിയം, വെരി ഗുഡ്. നോക്കടാ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനോട്. വാട്ട് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ? പേരിൽ തന്നെ ഉണ്ട്. സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റേറ്റ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് ദോസ് പ്രോപ്പർട്ടീസ്, ദോസ് ഫംഗ്ഷൻസ് ഓർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ്
ഓൺലി ഓൺ ദ സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ഇറസ്പെക്റ്റീവ് ഓഫ് ദ പാത്ത്. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഒക്കെ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഓൺ ദ അതർ ഹാൻഡ് പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് എന്ത്? വർക്ക്. ഈ വർക്ക് അത് വന്ന വഴി അല്ലെങ്കിൽ അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് നമ്മൾ അവനെ പാത്ത് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. പക്ഷേ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദ ഐസോതെർമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്? അഗെയിൻ ഐസോതെർമൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ Q ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ Q ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. Q 0 ആണെങ്കിൽ എടാ ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്കും 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ W0 ആണ്, Q0 ആണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറും എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്? P എക്സ്റ്റേണൽ. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ 0 ആകുമ്പോഴാണ് ഫ്രീ എക്സ്പാൻഷൻ നടക്കുക. അപ്പം നമുക്ക് P എക്സ്റ്റേണലും എന്ത് പറയാം? 0 പറയാം. ഇതെല്ലാം 0 ആണെങ്കിൽ ΔU 0 ആയിരിക്കും. പക്ഷെ അവന്മാർ പറഞ്ഞത് ΔU നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. സോ ദാറ്റ് ഈസ് പ്രോബബ്ലി എന്താണ്? ഇൻകറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? നോട്ട് കറക്റ്റ് എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ആൻസർ കിട്ടി. ഇനി calculate the amount of work done during the expansion of an ideal gas from 2 liter to 10 liter against a constant external pressure 1 atm എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിന് നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ അറിയണം. W ഈക്വൽ ടു മൈനസ് P ഡെൽറ്റ V എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം എക്സ്റ്റേണൽ പ്രഷർ 1 atm ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു ഇനി ഡെൽറ്റ V 2 ലിറ്ററിന് 10 ലിറ്ററിലേക്കാണ് പോണത്. അപ്പോൾ ഡെൽറ്റ V എന്ന് പറഞ്ഞാൽ 10 മൈനസ് എന്താണ്? 2 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -8 ലിറ്റർ. വോളിയത്തിൻ്റെ യൂണിറ്റ് ലിറ്റർ ATM. സോ -8 ലിറ്റർ ATM ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം വർക്ക് ഡൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതിന് 2 മാർക്കും ഉണ്ട്. W ഈക്വൽ ടു -P ഡെൽറ്റ V. അപ്പോൾ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 atm ആണ്. ഡെൽറ്റ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ 10 ലിറ്റർ അല്ലേ? എടാ ഐഡിയൽ ഗ്യാസ് ഫ്രം 2 ലിറ്റർ ടു 10 ലിറ്റർ ആണ്. അപ്പോൾ V ഫൈനൽ ഈസ് 10 ആൻഡ് V ഇനീഷ്യൽ ഈസ് 2. സോ 10 - 2 ഈക്വൽ ടു 8. ഓക്കെ, ദ ആൻസർ ഈസ് -8. ദെൻ റൈറ്റ് ദ SS ലോ. എടാ SS ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ദിസ് വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇൻ എൻറ്റയർ തെർമോഡൈനാമിക്സ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റന്നാളത്തെ എക്സാമിന് നമുക്കിത് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഞാൻ ഗസ് ചെയ്യുന്നു മിക്കവാറും SS ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് ഓഫ് സമ്മേഷൻ അടുത്ത എക്സാമിന് എന്ത് ചെയ്തേക്കാം? ചോദിച്ചേക്കാം. സോ നോക്കിക്കോ, SS ലോ നമുക്ക് ഇത്രയേ ഉള്ളൂ. SS ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഈസ് സെയിം വെദർ ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. SS ലോക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡെഫിനിഷൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്. SS law states that the total enthalpy change for a process is the same whether the reaction taking place in a single step or several step എന്നുള്ളത്. സോ എനിവേ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സോ SS law ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, എങ്ങനെയും പഠിച്ചിട്ടേ പോകാവൂ. സോ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. സോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എ എന്താവുകയാണ്? B ആവുകയാണ്. ഇതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H. ഇനി ഇവന് C ആയി, ദെൻ D ആയി, പിന്നെ B ആയി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിനെ ഞാൻ ഡെൽറ്റ H1, ഇതിനെ ഞാൻ ഡെൽറ്റ H2, ഇതിനെ ഞാൻ ഡെൽറ്റ H3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദിസ് ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ H1 പ്ലസ് എന്താണ്? ഡെൽറ്റ H2 പ്ലസ് എന്താണ്? ഡെൽറ്റ H3 ആയിരിക്കും. ദിസ് വിൽ ബി SS ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഉണ്ടോ, ഒരു സ്റ്റെപ്പിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്താണ്? സെയിം ആണെന്നാണ് ആര് പറയുന്നത്? SS ലോ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലൂടെ അടക്കാം. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ CaCO3 gives CaO plus carbon dioxide given delta H formation. Given delta H formation of CO3 gives a -1206.92 kilojoule per mole and -635 എല്ലാവരും ഉണ്ട്. സോ നിങ്ങളോട് കാണാൻ പറഞ്ഞത് ദിസ് എൻതാൽപ്പി ഓഫ് എന്താണ്? റിയാക്ഷൻ ആണ്. സോ നമുക്കൊരു ഇക്വേഷൻ സിമ്പിളായിട്ട് പറയാം. ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഡെൽറ്റ H റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് formation of product. Enthalpy of formation of product minus sum of enthalpy of formation of
റിയാക്റ്റൻ്റ് എന്ന് വിളിച്ചൂടെ? സോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്രൊഡക്റ്റാണ്, -393.51, ആൻഡ് CaO ഒരു പ്രൊഡക്റ്റാണ്, -635.09. ദെൻ CaCO3 ഒരു പ്രൊഡക്റ്റാണ്, റിയാക്റ്റൻ്റ് ആണ്, -1206.92. 1206.92. യാ, അപ്പോൾ -393 -1028.60, ഓക്കെ 60, ദെൻ മൈനസും പ്ലസ് 1206.92. ഇറ്റ് ഇസ് ഈക്വൽ ടു 1206.92 178.32. ഓക്കെ, യാ 178.32 ഈസ് ദ റൈറ്റ് ആൻസർ. കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കിട്ടും. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1 മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ എവിടെ നിന്ന് ഉണ്ടാവണടാ? 1 മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ എന്തുണ്ടാവണം? കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ്സ് ഉണ്ടാവണം. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെന്റ് അതിൻ്റെ എന്തിലായിരിക്കണം? മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് അഗ്രിഗേഷനിലായിരിക്കണം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ CH3OH അവർ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ CH3OH 1 മോൾ CH3OH ഫോം ചെയ്യണമെന്ന് വിചാരിച്ചോ. 1 മോൾ CH3OH ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലി നമുക്ക് പറയാം ഈ CH3OH എവിടുന്ന് ഫോം ചെയ്യണം? ഇവിടെ കാർബൺ ഇല്ലേ, 1 മോൾ കാർബണിൻ്റെ സോളിഡ് സ്റ്റേറ്റ് കണ്ട, കാർബൺ സോളിഡ് എന്ന് ഫോം ചെയ്യണം. ദെൻ ഇവിടെ ആരുണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ H2 ഗ്യാസ് ആണ്, അപ്പോൾ 2H2. ദെൻ ഓക്സിജൻ ഉണ്ട്. എത്ര ഓക്സിജൻ ഉണ്ട്? ഓക്സിജൻ ഈസ് O2, അപ്പോൾ ഹാഫ് O2, ദെൻ ഗ്യാസ്. ഇതാണ് അതിൻ്റെ എന്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഹാവിങ് ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് അഗ്രിഗേഷൻ എന്ന് എന്ത് ചെയ്യാം പറയാം. ഓർ സിംപ്ലി ഇങ്ങനെ പറഞ്ഞാൽ മതി, എൻതാൽപ്പി ഫോർമേഷൻ ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഡ്യൂറിങ് 1 മോൾ ഓഫ് substance is formed from its most stable form of elements എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, യാ ദാറ്റ്സ് ഓൾ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. എടാ തന്നിട്ടുള്ള ഡേറ്റന്ന് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, സോ അപ്പോൾ ഞാൻ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ലിക്വിഡിനെ ഞാനിതാ ഇങ്ങനെ എഴുതി. ഇവൻ ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്യുന്ന ഇക്വേഷൻ എനിക്കിത് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. എന്നിട്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇതാ ഇവൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇവിടെ ഉണ്ടല്ലോ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പമുള്ള പണി ഇവിടെ ഇപ്പോൾ കാർബൺ സോളിഡ്, ദാറ്റ് മീൻസ് കാർബൺ സോളിഡ് ഈസ് കാർബൺ ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഇതിന് എനിക്ക് എവിടെ വേണം? റിയാക്ടൻ സൈഡിൽ വേണം. ഈ ഇക്വേഷനിൽ ഇത് റിയാക്ടൻ സൈഡിലല്ലേ? അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കണ്ടുപിടിക്കണത് ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മേലെ എഴുതിയിട്ടുള്ള ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ 2 ഞാൻ ആഡ് ചെയ്യുന്നു. ദെൻ അപ്പോൾ ഇവനായേ ഇനി H2 വേണം. H2 എത്ര വേണം? 2 വേണം. ഇവിടെ എത്ര H2 ഉള്ളൂ? 1 H2 ഉള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ 3 1 H2 കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 2 ഇൻറ്റു ഇക്വേഷൻ 3 എടുത്ത്. അപ്പോൾ എനിക്ക് 2 H2 ആയി. ഇനി O2 എല്ലായിടത്തുള്ളതുകൊണ്ട് O2നെ ഞാൻ മൈൻഡ് ആക്കണില്ല. എനിക്ക് പ്രോഡക്റ്റ് സൈഡിൽ ആര് വേണം? CH3OH വേണം. പക്ഷെ ഇവിടെ CH3OH റിയാക്ടൻ സൈഡിലാണ്. അപ്പോൾ ഒന്ന് ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇത് റിയാക്ടൻ സൈഡിലാണ് ഉണ്ടാവുക, പക്ഷെ ഒന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് സൈഡിൽ കണ്ട് പോയിക്കോളൂ. ദാറ്റ് മീൻസ് ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്യുക? കുറക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 ഇക്വേഷൻ നിങ്ങളിതാ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാം. സോ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2ൻ്റെ ഡെൽറ്റ എച്ച് -393 ആണ്. ദെൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 3 ആണ്. സോ -256 ആയി. ദെൻ മൈനസ് ഇക്വേഷൻ നമ്പർ 1 മൈനസ് അപ്പം എന്തായി? 726 ആയി. യാ ദാറ്റ്സ് ഓൾ. സോ ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. അപ്പോൾ 256 -393 പ്ലസ് -256 -256 ഇതെല്ലാം കൂടി 965 726 കുറച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 9, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 2. ദിസ് ഇറ്റ് ഇസ് ഈക്വൽ ടു -239 വരും. യാ അപ്പോൾ നമുക്ക് -239 കിലോ ജൂൾ പെർ മോൾ നമുക്ക് എന്ത് ചെയ്ത് ആൻസർ ആയിട്ട് കിട്ടി. ദിസ് വിൽ ബി ഓക്കെ. ഞാൻ കാൽക്കുലേഷൻ കുറച്ച് മറ്റേ എന്താ പറയുക
സ്പീഡിൽ ചെയ്യുന്നുണ്ട്, കാരണം നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കേണ്ട, കാൽക്കുലേഷൻ പാർട്ട് പേടിക്കേണ്ട. കാൽക്കുലേഷൻ പാർട്ട് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. സോ എനിവേ അത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റൻ ആണ്. സോ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എൻതാൽപ്പി ഫോർമേഷൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതി. ആ ഇക്വേഷൻ ഞാനിതാ ഇവിടുന്ന് എന്ത് ചെയ്ത് ഞാൻ ആഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്തിട്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എളുപ്പമായി. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ ഈസ് 5. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ G0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ വളരെ എളുപ്പമാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ട് ഡെൽറ്റ G ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. ഏതാ ഇക്വേഷൻ? ഡെൽറ്റ G0 ഈക്വൽ ടു -2.303 RT log K എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, RT log K. അപ്പോൾ ദാ -2.303, ആറിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 8.314. ദെൻ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 300 Kelvin. ദെൻ ലോഗ് 5 തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു -2.303. ഓക്കെ, ഇത് ചെയ്ത് ഞങ്ങൾക്ക് ആൻസർ കിട്ടും. വെയിറ്റ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യണില്ല, കംപ്ലീറ്റ് ഫ്രാക്ഷനൊക്കെ വരുന്നതുകൊണ്ട് സമയം എടുക്കും. സോ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? സോ എവിടെ പോയി എല്ലാവരും? ഓക്കെ, ഇന്നത്തെ ന്യൂമറിക്കൽ പാർട്ട് വരുമ്പോൾ എല്ലാവരും ബാക്കിൽ പോകണമല്ലോ. എവിടെ പോയി? ഓക്കെ, സോ എനിവേ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നടക്കുന്നു. വെയിറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ എൻട്രോപ്പി. എന്താണ് എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻട്രോപ്പി ഈസ് ദ ഡിഗ്രി ഓഫ് റാൻഡംനെസ്, അല്ലേ, ഓർ ദ ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്സിനെ നമുക്ക് എൻട്രോപ്പി എന്ന് വിളിക്കാം. ആൻഡ് എക്സ്പ്ലെയിൻ ബൈ ഗിവിംഗ് റീസൺ വെദർ എൻട്രോപ്പി increases or decreases in the following process. അവിടെ അവർ രണ്ട് പ്രോസസ്സ് തന്നിട്ടുണ്ട്. അവിടെ എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സം കൈൻഡ് ഓഫ് റാൻഡംനെസ് ആണ്, അല്ലേ? ഒരു ലിക്വിഡ് സോളിഡ് ആവുകയാണ്. ഒരു ലിക്വിഡ് എന്തായിട്ട് മാറുകയാണ്? സോളിഡ് ആവുകയാണ്. നിങ്ങൾക്കറിയാം ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റാൻഡം ആണ്. പക്ഷെ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓർഡർലി അറേഞ്ച്മെന്റാണ്. അപ്പോൾ ഓർഡർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി എന്താണ്? കുറവാണ്. ഡിസോർഡർ ആവുക എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി കൂടും. അപ്പോൾ ഓർഡർ ആവുക എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എന്ത് ചെയ്യും മക്കളെ? എൻട്രോപ്പി കുറയുന്നു. അപ്പോൾ ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ഓൺ ദ അതർ ഹാൻഡ് സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും ചെയ്യും. പക്ഷെ അതല്ല ചോദിച്ചിട്ടുള്ളത്. അടുത്തത്, ടെമ്പറേച്ചർ 0 Kelvin എവിടേക്ക് പോവാണ്? 115 Kelvin. നിങ്ങൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പറയുന്ന ആറ്റങ്ങൾക്ക് കൂടുതൽ എനർജി കിട്ടുമ്പോൾ അവരുടെ മോഷൻ ഉള്ള ടെൻഡൻസി കൂടും. ദാറ്റ് മീൻസ് അവർ ഒന്ന് വൈബ്രേറ്റ് ചെയ്യാനെങ്കിലും തുടങ്ങും. എന്തായാലും അത് ഡിസോർഡർ ആവണതിന് ഈക്വൽ ആണ്. അതായത് ഡിസോർഡർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രോപ്പി എന്ത് ചെയ്യും മക്കളെ? എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും. എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും. സോ അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ എൻട്രോപ്പി കുറയും. ഇനി 0 Kelvin 115 Kelvin പോകുമ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യും? കൂടും. ഇറ്റ്സ് സിമ്പിൾ. അപ്പം നമ്മൾ ഇതും തീർത്തു. ഇനി റൈറ്റ് the equation showing the relationship between entropy and Gibbs energy. മക്കളെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എൻട്രോപ്പി ആൻഡ് ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മറ്റേ ഇക്വേഷൻ എഴുതി ഇത് ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S, അല്ലേ? പക്ഷേ ഇവിടെ എൻട്രോപ്പി ആൻഡ് ഗിബ്സ് എനർജി എന്ന് വെച്ചുകൊണ്ട് അത് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. G ഈക്വൽ ടു H മൈനസ് TS എന്ന് എഴുതിയാൽ മതി. ദിസ് വിൽ ബി ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ. പക്ഷെ നിങ്ങൾ ഇത് എഴുതിയാൽ ചിലപ്പോൾ മാർക്ക് ഇടാതിരിക്കൊന്നുമില്ല. സോ G equal to H minus TS is the most appropriate form because അവർ ഗിബ്സ് എനർജി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ അല്ലേ? സോ അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ തീർത്തിട്ടുണ്ട്. ദെൻ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാണ്. ഓക്കെ, വാട്ട് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ്? എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്? സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്? ദോസ് കെമിക്കൽ റിയാക്ഷൻസ് which is occur without the help of an external agent, അല്ലേ? ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ സഹായം ഇല്ലാതെ ക്യാരി ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പോണ്ടേനിയസ് പ്രോസസ്. അങ്ങനെയാണെങ്കിൽ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവന്റെ ഡെൽറ്റ G എന്താവണം? നെഗറ്റീവ് ആവണം, അല്ലേ? അതാണ് സ്പോണ്ടേനിയസിന്റെ ഒരു അൾട്ടിമേറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതാണ് ഇവരോട് ചോദിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യനിൽ. ഫൈൻഡ് ദ ടെമ്പറേച്ചർ above which the reaction MgO plus C gives Mg plus CO becomes spontaneous. അതിന്റെ ഡെൽറ്റ H തന്നിട്ടുണ്ട്, പിന്നെ എന്തും തന്നിട്ടുണ്ട്? ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ ഇക്വേഷൻ. ഇവരെന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ എസ് ആണ്. ഇവിടുത്തെ ഡെൽറ്റ H പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഡെൽറ്റ G നെഗറ്റീവ് ആവാൻ ഒരേ ഒരു വകുപ്പേ ഉള്ളൂ. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്താവണം? ഹൈ ആവണം. ആ ഹൈ ടെമ്പറേച്ചർ എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത്. ഞാനിത് ആ ഹൈ ടെമ്പറേച്ചർ കാണാൻ വേണ്ടിയിട്ട് ഈ ഡെൽറ്റ G അങ്ങോട്ട് 0 ആക്കാണ്. കാരണം ഡെൽറ്റ G 0 ആയി അതിൻ്റെ തൊട്ട് മേലെയുള്ള ടെമ്പറേച്ചറിലാണ് അവൻ എന്താവുക?
അല്ലേ? അത് ഞാൻ പറയുന്ന ടെമ്പറേച്ചർ 0 ആവുന്ന ടെമ്പറേച്ചറിന്റെ തൊട്ട് മേലുള്ള ടെമ്പറേച്ചർ അവൻ എന്താവും? സ്പോണ്ടേനിയസ് ആവും. ദാറ്റ് മീൻസ് ഇഫ് ഡെൽറ്റ ജി ഈക്വൽ ടു 0, ഇഫ് ഡെൽറ്റ ജി ഈക്വൽ ടു 0, ഡെൽറ്റ എച്ച് ബിക്കംസ് എന്തായിരിക്കും? ടി ഡെൽറ്റ എസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഈക്വൽ ടു എങ്ങനെ കാണാം? ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ എന്ത് കാണാടാ? ഡെൽറ്റ എസ് കാണാം. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ 490 ആണ്. ബട്ട് ഇറ്റ് ഇസ് കിലോ ജൂൾ. ശ്രദ്ധിക്കണം, യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കുക. കിലോ ജൂൾ ആയതുകൊണ്ട് ഇൻറ്റു 10⁻³ എന്ത് വന്ന്? 3 വന്ന്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ? 198 ആണ്. അപ്പോൾ 490 ഡിവൈഡഡ് ബൈ എന്ത് വരുടാ? 198 വരും. അപ്പോൾ 490 ഡിവൈഡഡ് ബൈ 198 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2.4747 ഇൻറ്റു 10⁻³ ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 2474.7 കെൽവിൻ. 2474.7 കെൽവിനിൽ ആ കെമിക്കൽ റിയാക്ഷൻ്റെ ഡെൽറ്റ ജി 0 ആണ്. അതിൻ്റെ തൊട്ട് മേലെ ടെമ്പറേച്ചർ, ദാറ്റ് മീൻസ് ഫൈൻഡ് ദ ടെമ്പറേച്ചർ അബോവ് വിച്ച് ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ 2474.7ൻ്റെ തൊട്ട് മേലത്തെ ടെമ്പറേച്ചറിൽ ആ റിയാക്ഷൻ എന്താണ്? ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. അത്രയും വലിയൊരു ടെമ്പറേച്ചർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ റിയാക്ഷൻ എന്തായിട്ട് നടക്കും? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. സോ this is all about the chapter thermodynamics. So thermodynamicsil നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീൽ ചെയ്തിട്ടുണ്ട്. സോ സ്പോണ്ടേനിറ്റി ബേസ് ചെയ്യുന്ന സ്പോണ്ടേനിറ്റിൻ്റെ കണ്ടീഷൻസ് നമ്മൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡെൽറ്റ ജി ഈക്വൽ ടു വെയിറ്റ്, ഡെൽറ്റ ജി ഈക്വൽ ടു ഈ ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ കണ്ടീഷൻ പ്രകാരം ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഈ റിയാക്ഷൻ എല്ലായ്പ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ദിസ് ഈസ് ഓൾ അബൌട്ട് തെർമോഡൈനാമിക്സ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ തെർമോഡൈനാമിക്സിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പുട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കി പോവാം. പക്ഷേ ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആസ്കിങ് ഫ്രം യുവർ ബോർഡ് എക്സാം. ഓക്കെ, സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എന്ത് ചെയ്യാം? കടക്കാം. അടുത്ത ചാപ്റ്ററിലോട്ട് നമുക്ക് കടക്കാം. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ഇൻ എൻറ്റയർ +1 കെമിസ്ട്രി. ദ ചാപ്റ്റർ നെയിം ഈസ് ഇക്വിലിബ്രിയം. നമ്മൾ നേരെ ഇക്വിലിബ്രിയത്തിലോട്ട് കടക്കുകയാണ്. സോ ഇക്വിലിബ്രിയം ഈസ് പ്രോബബ്ലി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. സോ അപ്പോൾ നമ്മൾ ഇനി ഒരു കലാശ കൊട്ടിനാണ് ഒരുങ്ങുന്നത്. നിങ്ങൾക്ക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് വരാം. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇനിയും ആരെങ്കിലും ഇക്വിലിബ്രിയത്തിന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വീഡിയോ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. സോ മക്കളെ ഓക്കെ അല്ലേ? Okay, yeah, Rinshi PV, okay. Where is others? Okay, where is others? Okay, Mariam, Salma Rahman. Okay. Hey guys, നമുക്കപ്പോൾ ഇക്വിലിബ്രിയത്തിൽ പോകാം. നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് KP, KC ആൻഡ് ദയർ റിലേഷൻഷിപ്പ് ആൻഡ് ദയർ ഡെറിവേറ്റീവ്സ്. എടാ KPയും KCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, KPയും KC എഴുതാൻ ചോദിക്കും. KPയും KCയും തമ്മിലുള്ള ബന്ധം അത് ഡിറൈവ് ചെയ്യാനും പറയും. വളരെ സിമ്പിളായിട്ട് ഡെറിവേഷനാണ്. ഡെറിവേഷൻ ഒന്നും കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ്ട? പേടിക്കണ്ട. ദെൻ ഹോമോജിനസ് ആൻഡ് ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയ. അതിൽ എന്താണ് ഹോമോജിനസ് ഇക്വിലിബ്രിയ, എന്താണ് ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയ? ഓക്കെ, വളരെ സിമ്പിൾ ആണ്, നമുക്ക് പറയാം. ദെൻ എക്സ്റ്റെന്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ അല്ലേ? എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ KC വെച്ചിട്ടും ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ നമ്മൾ QC വെച്ചിട്ടാണ് എന്ത് ചെയ്യാറ്? പറയാറ് അല്ലെ? ഇക്വിലിബ്രിയം കോഷ്യന്റ് വെച്ചിട്ട് നമുക്ക് പറയാം. സോ ഇത് രണ്ടും പ്രോബ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ ലാഷാർട്ടിലെ പ്രിൻസിപ്പിളും അതിൻ്റെ എഫക്റ്റുകളും നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർക്കാതെ പോകണ്ട. പക്ഷെ അത് അറിയാത്തവർ ആരും ഉണ്ടാവില്ല. ഐ നോ ദാറ്റ് ബിക്കോസ് നമ്മളത് 10ാം ക്ലാസ് മുതലേ കെയർ ചെയ്ത് വരുന്ന കാര്യമാണ് അല്ലേ? ദെൻ ആസിഡ് ബേസ് കോൺസെപ്റ്റ്, അതിൽ ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് ആവട്ടെ, ലോറി ബ്രോൺസ്റ്റഡ് ആവട്ടെ, അറീനിയസ് ആവട്ടെ, എല്ലാം പ്രീവിയസ് ഇയർ ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാം എളുപ്പമാണ്, നമുക്ക് ഒന്ന് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ദെൻ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ അല്ലേ? നമുക്കറിയാം KIP =
കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു OH മൈനസ്. അത് അതിൻ്റെ ഡെഫിനിഷൻ ഒന്നുമില്ല, അത് നേരെ വേർഡ്സിലാക്കിയാൽ മതി അല്ലേ. ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആൻഡ് OH മൈനസ്. നമുക്ക് അവിടേക്ക് എത്താം, ഡോണ്ട് വറി. ദെൻ പിഎച്ചിന്റെ ഡെഫിനിഷൻ ചോദിക്കും, പിഎച്ച് കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും, പിഎച്ച് കാണാനും ചോദിക്കും, എങ്ങനെയും ചോദിക്കും. ദെൻ പിഎച്ച് പോലെ തന്നെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റും അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫയും തമ്മിലുള്ള കണക്ഷനും അത് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും റയർ ആയിട്ട് ചോദിക്കാറുണ്ട്. And the most important two concept in entire equilibrium, ഈ പറയുന്ന നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കോമൺ അയൺ എഫക്റ്റും ബഫർ സൊല്യൂഷനും. ആ മാറി മാറി ചോദിക്കൂടാ, കോമൺ അയൺ എഫക്റ്റ് ചോദിക്കും, ബഫർ സൊല്യൂഷൻ ചോദിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടി ചോദിക്കും. ഇതിൽ രണ്ടും എന്തായാലും വരും, ഇത്രയും കാലം വന്നിട്ടുണ്ട്, ഇനിയും വരും. ഓക്കെ, സോ ഇനി സോലിബിലിറ്റി ആൻഡ് സോലിബിലിറ്റി പ്രൊഡക്റ്റ് അല്ലേ, എസും അതേപോലെ തന്നെ KSPയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ചോദിക്കാറുണ്ട്. സോ നമുക്ക് നേരെ ഇനിയും സമയം വൈകിക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലേ. ഇപ്പോൾ 8 മണി ആവാറായി, 7:45. ഇപ്പോൾ നമ്മൾ ഓക്കെ വളരെ കുറച്ച് കുട്ടികളാണെങ്കിൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറയുന്ന ഒരു 4-5 മണിക്കൂർ ഇരുന്നിട്ടുണ്ട്. സോ എനിവേ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് അടക്കാം. സോ ഇക്വിലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻസ് സ്ട്രൈറ്റ് ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് തന്നെ നമ്മൾ ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. സോ ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നിങ്ങൾ നിങ്ങളുടേതായ ഒരു വേർഡിൽ അത് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ പണ്ട് മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഒക്കെ അതേ കണ്ടന്റ് തന്നെ ആയിരിക്കും നിങ്ങളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് അതേ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് whenever there is a change in concentration, pressure or temperature of a system at equilibrium, the system will try to readjust or re-establish the equilibrium in such a way that to cancel the effect of that change. ഒന്നുമില്ല, നിങ്ങളൊരു ഇക്വിലിബ്രിയം കണ്ടീഷനെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം നിങ്ങൾ എന്ത് ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കിയത് അതിനെ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ ആ ഇക്വിലിബ്രിയത്തിന് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് ആര് പറയുന്നത്, ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. സോ നിങ്ങൾ നിങ്ങളുടെ ഡെഫിനിഷനിൽ അത് എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ പ്രോബ്ലി നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എടുക്കാം. വെയിറ്റ്, അതിൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് കിടക്കാം. വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം പ്രോസസ്? ഓക്കെ, വാട്ട് ആർ ദ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം പ്രോസസ്? നിങ്ങൾക്ക് ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തന്നിട്ടുണ്ട്. ഈ ഇക്വിലിബ്രിയം റിയാക്ഷനിൽ നിങ്ങൾ ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ വളരെ പെട്ടെന്ന് അതൊന്ന് പറയാം. നോക്കിക്കോ, ഈ പെർട്ടിക്കുലർ റിയാക്ഷനിൽ എടാ ഇവിടെ എൻ്റെ പ്രൊഡക്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടല് 1 മോൾ N2 3 മോൾ H2, ദാറ്റ് മീൻസ് 4 മോൾ എന്തുണ്ട്, സോറി നോട്ട് പ്രൊഡക്റ്റ് സൈഡ്, റിയാക്ടൻറ്റ് സൈഡിൽ 4 മോൾ ഉണ്ട്. ഇനി പ്രൊഡക്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 2 മോളാണ് അല്ലേ. സോ പ്രഷറിൻ്റെ എഫക്റ്റ് ആണ് നിങ്ങൾ പറയണമെങ്കിൽ, സോ നിങ്ങൾ പറയുന്നത് പ്രഷറിൻ്റെ എഫക്റ്റ് ആണെങ്കിൽ ദിസ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിൽ പ്രഷർ കൂടുതലായിരിക്കും. അതായത് എൻ്റെ റിയാക്ടൻറ്റ് സൈഡിൽ പ്രഷർ കൂടുതലും പ്രൊഡക്റ്റ് സൈഡിൽ പ്രഷർ കുറവാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രഷറിൻ്റെ എഫക്റ്റ് പിന്നെ ഒന്നുമില്ല. നിങ്ങൾ പ്രഷർ കൂട്ടുക എന്ന് വിചാരിച്ചോ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്താലും സിസ്റ്റം അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം പ്രഷർ കുറക്കും. എവിടേക്കാണ് പ്രഷർ കുറയുക, ഇവിടെ നോക്ക്, ഇത് ഹൈ പ്രഷർ, ഇത് ലോ പ്രഷർ. അപ്പോൾ ഇങ്ങോട്ടേക്ക് പ്രഷർ എന്ത് ചെയ്യും, കുറയും. പ്രഷർ കുറയുമ്പോൾ പ്രോബബ്ലി അപ്പോൾ ഏത് റിയാക്ഷനാണ്, അതെന്ത് റിയാക്ഷനാണ്, അത് ഫോർവേഡ് ഡിറക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം പ്രഷർ കുറക്കും, പ്രഷർ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ഡിറക്ഷൻ. അപ്പോൾ ഇത് ഫോർവേഡ്. അപ്പോൾ പ്രഷർ കിട്ടിയേ, അപ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ പ്രഷർ കുറഞ്ഞു കൊടുത്തേക്ക്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞു കൊടുത്തേക്ക്, പരിപാടി കഴിഞ്ഞ്. ഇനി ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. എടാ ഇനി ആ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റേക്ക് വരുമ്പോൾ ആ റിയാക്ഷൻ ഒന്ന് ഞാൻ കണ്ടെടുത്ത് മാറ്റി ചെയ്താണ്. N2 + H2 ഗീവ്സ് NH3 ആണല്ലോ, പ്ലസ് ദാറ്റ് മീൻസ് അവിടുത്തെ ഡെൽറ്റ H നെഗറ്റീവാണ്. എന്താ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ നെഗറ്റീവ് പറയാം. സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടുമ്പോൾ പോസിറ്റീവാണ്, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഹീറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്, ഇങ്ങനെ പറഞ്ഞൂടെ, ഹീറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ ഇവന്മാർ പറഞ്ഞ ടെമ്പറേച്ചർ കൂട്ടുക എന്നാണ്. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂട്ടുകയാണ് അല്ലേ. ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് കൂട്ടുകയാണ്. എടാ അക്കോർഡിംഗ് ടു ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഹീറ്റ് ഇവിടെ വൺ ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. സോ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ കൂട്ടുമ്പോൾ, ഞാൻ കോൺസെൻട്രേഷൻ
ഉപയോഗിക്കണോണ്ടൊന്നും തോന്നരുത്, കാരണം നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഹീറ്റ് കൂട്ടുമ്പോൾ, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ, ഹീറ്റ് കൂടുമ്പോൾ സിസ്റ്റം ഹീറ്റ് കുറക്കാൻ നോക്കും. അപ്പോൾ സിസ്റ്റം ഹീറ്റ് കുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഡയറക്ഷനിലേക്ക് നടക്കും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഹീറ്റ് കൂട്ടുമ്പോൾ സിസ്റ്റം ഹീറ്റ് കുറക്കാൻ നോക്കും. അപ്പോൾ ഏത് ഡയറക്ഷനിലോട്ട്? ബാക്ക്വേർഡ് ഡയറക്ഷനിലോട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, എടാ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ബാക്ക്വേർഡ് ഡിറക്ഷനും ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫോർവേഡ് ഡിറക്ഷനാണ് എന്ത് ചെയ്യുക നടക്കുക. സോ ടെമ്പറേച്ചർ കുറയുമ്പോൾ നോക്ക് ഹീറ്റ് കുറയും, ഹീറ്റ് കുറയുമ്പോൾ പ്രോബബ്ലി സിസ്റ്റം ഹീറ്റ് കൂട്ടാൻ നോക്കും, അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ. ഇനി റിമൂവൽ ഓഫ് NH3, ഒബിയസ്ലി NH3 ഈസ് എ പ്രൊഡക്റ്റ്. നിങ്ങൾ പ്രൊഡക്റ്റ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ സിസ്റ്റം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ നോക്കും. ദാറ്റ് മീൻസ് അഗെയിൻ അതെന്ത് റിയാക്ഷനാണ്? ഫോർവേഡ് റിയാക്ഷൻ. Again അതെന്ത് റിയാക്ഷൻ ആണ്? ഫോർവേഡ് റിയാക്ഷൻ. I think it's clear. Okay, I think it's clear. It is very very basic. Okay, then നമുക്ക് നേരെ അടുത്ത കോൺസെപ്റ്റിലോട്ട് അടക്കാം. സോ മക്കളെ, നമുക്ക് നേരെ ലാഷാർട്ടിലെ പ്രിൻസിപ്പിൾ കഴിഞ്ഞു, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാണ്. റൈറ്റ് എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഓക്കെ, എടാ ഈ പറയുന്ന പെർട്ടിക്കുലർ റിയാക്ഷനിൽ Kcന്റെ എക്സ്പ്രഷൻ എഴുതാനാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ Kcന്റെ എക്സ്പ്രഷൻ എന്ന് എഴുതാം. ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഈക്വൽ ടു, എടാ ഇവിടെ NH3 അല്ലേ, ദ കോൺസെൻട്രേഷൻ ഓഫ് NH3 സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 all raised to 3. Then ഇതാണ് എന്റെ കേസിന്റെ ഇക്വേഷൻ. ഇനി ബിന്റെ കേസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ the Kc of B equal to the concentration of Hi സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? I2 ആണ്, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 ആണ്. അപ്പോൾ കെ പി അല്ല, Kc രണ്ടാളത് കിട്ടി. ഇത് വളരെ എളുപ്പമല്ലേ? എടാ ഇതിനുണ്ട് 2 മാർക്ക്. അപ്പോൾ 2 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്ത് കിട്ടി. ഓക്കെ, സോ then നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. വെയിറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹോമോജിനസ് ഇക്വിലിബ്രിയം? എന്താ ഹോമോജിനസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്ക് A+B gives C+D ആണെന്ന് വിചാരിച്ചോ. ഇവിടെ എ ഗ്യാസ് ആണ്, ബി ഗ്യാസ് ആണ്, സി ഗ്യാസ് ആണ്, ഡി ഗ്യാസ് ആണ്. ദാറ്റ് മീൻസ് ഒരു കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ അവിടുത്തെ പ്രൊഡക്റ്റും റിയാക്ടൻറ്റും എല്ലാം ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അങ്ങനത്തെ ഇക്വിലിബ്രിയത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോജിനസ് ഇക്വിലിബ്രിയം. ഇവിടെ ഒരാൾ ഈ പറഞ്ഞ സി എങ്ങാനും ഇവിടെ ഗ്യാസ് സ്റ്റേറ്റ്, സി ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചോ. ഈ റിയാക്ഷൻ പിന്നെന്തല്ല? ഹോമോജിനസ് ഇക്വിലിബ്രിയം അല്ല. അത് എന്തിന് എക്സാമ്പിൾ ആണ്? അത് ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയത്തിന് എന്താണ്? എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ ഹോമോജിനസ് ഇക്വിലിബ്രിയം, ഹെറ്ററോജിനസ് ഇക്വിലിബ്രിയം നിങ്ങൾക്കൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യും? പറയാൻ പറ്റും അല്ലേ? ദെൻ അടുത്തത്, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Kp ആൻഡ് Kc ഫോർ ദ റിയാക്ഷൻ H2 plus I2 gives 2Hi. നിങ്ങൾക്കറിയാം Kp യും Kc തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ Kp ഈക്വൽ ടു Kc ഇൻറ്റു RT റൈസ് ടു ഡെൽറ്റ NG ആണ്. ഇവിടുത്തെ ഡെൽറ്റ NG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മോൾ പ്രൊഡക്റ്റ് മൈനസ് 1 2 മോൾ റിയാക്ടൻറ്റ് 0 ആണ് അല്ലേ? അപ്പോൾ RT റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? RT റൈസ് ടു 0 ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് Kp ഈക്വൽ ടു എന്ത് വന്നടാ? Kp ഇൻറ്റു RT റൈസ് ടു 0. ദാറ്റ് മീൻസ് Kp ഈക്വൽ ടു എന്ത് വന്നടാ? Kc എന്ന് വന്നു. Kp ഈക്വൽ ടു Kc. ഈ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാനും നമ്മോട് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് ഒന്ന് ഡിറൈവ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആൻഡ് Kp ഫോർ എ ജനറൽ റിയാക്ഷൻ AA plus BB gives CC plus DD. ഓക്കെ, ഇൻ കേസ് ഇതിൻ്റെ Kc ഞാനൊന്ന് ആദ്യം ഇതാണ്. Kc ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എയർ, Kc equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B എന്ന് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് Kp equal to Kp equal to the partial pressure of C raised to C, partial pressure of D raised to D divided by partial pressure of A raised to A into partial pressure of B raised to B എന്ന് പറഞ്ഞൂടെ. ഇനി നമുക്ക് ഒരു ഫെമിലിയർ ഇക്വേഷൻ ഇവിടേക്ക് കൊണ്ടുവരാം. PV equal to nRT. ദാറ്റ് മീൻസ് ഹിയർ P equal to N/V/RT. ഈ N/V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അതിന് നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഈസ് മൊളാരിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഇൻറ്റു എന്താണ്? RT ആണ്. അപ്പോൾ P equal to CRT ആണ്. ഇത് ഞാൻ നേരെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ PC റൈസ് ടു സീനെ എനിക്കിതാ കോൺസെൻട്രേഷൻ ഓഫ് C റൈസ് ടു C ഇൻറ്റു RT റൈസ് ടു C എന്ന് വിളിച്ചൂടെ. ഇനി PD റൈസ് ടു Dനെ
കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി ഇൻറ്റു ആർ ടി റൈസ് ടു ഡി. അപ്പോൾ ആർ ടി റൈസ് ടു സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡിനെ എനിക്ക് ആർ ടി റൈസ് ടു സി പ്ലസ് ഡി എന്ന് വിളിക്കാം. ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ ഇൻറ്റു ആർ ടി റൈസ് ടു എ, ഇനി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി ഇൻറ്റു ആർ ടി റൈസ് ടു ബി. അപ്പോൾ ഇതിനെ എനിക്ക് എ പ്ലസ് ബി എന്ന് വിളിക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, എടാ ഇത്രയും സംഭവത്തിന് എനിക്ക് ഇത്രയും സംഭവത്തിന് എനിക്ക് കെ സി എന്ന് വിളിച്ചൂടെ? സോ അതിനെ എനിക്ക് കെ സി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ദി സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബിനെ നമുക്ക് ഡെൽറ്റ എൻ ജി എന്ന് വിളിക്കാം. ദാറ്റ് മീൻസ് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റൈസ് ടു ഡെൽറ്റ എൻ ജി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? സോ അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ഡെറിവേഷൻ 2 മാർക്കിന് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്, കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് യൂസ്ഫുൾ ടു പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. സോ എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ പറയുന്നത് കെ പിന്റെ വാല്യൂ വെച്ചിട്ടും ഡിറക്ഷൻ ഓഫ് റിയാക്ഷൻ നമ്മൾ ക്യൂ സി വെച്ചിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാനിത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പറയാൻ പോവാണ്. സോ നോക്കിക്കോ, ഇതാണ് ആദ്യത്തെ ആള്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഇക്വിലിബ്രിയത്തിൽ കെ സിന്റെ വാല്യൂ ആണ് നിങ്ങൾ പറയുന്നത് വിചാരിച്ചു. ആരുടെ വാല്യൂ? കെ സിന്റെ വാല്യൂ. ഈ കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. കെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാണ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണല്ലോ. ഈ കെ സിന്റെ വാല്യൂ 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ ഈ വാല്യൂ ചെറുതാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ വളരെ ചെറുതാവണം, അല്ലെങ്കിൽ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ വളരെ എന്ത് ചെയ്യണം, കൂടണം. ദാറ്റ് മീൻസ് റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ്. ദാറ്റ് മീൻസ് വളരെ കുറച്ച് റിയാക്റ്റൻ്റ് എന്തായിട്ടുള്ളൂ, പ്രൊഡക്റ്റ് ആയിട്ടുള്ളൂ. അതിലങ്ങോട്ട് മുമ്പിലേക്ക് പോകാൻ മടിയാണ് എന്ന്. ഇനി ഇതെങ്ങാനും ഈ വാല്യൂ എങ്ങാനും 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ നമുക്ക് പ്രോബബ്ലി പറയാം ബോത്ത് ദ റിയാക്റ്റന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ പ്രസന്റ് അറ്റ് ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് ഈ റിയാക്ഷൻ എന്താണ്, 2 ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി ഈ വാല്യൂ എങ്ങാനും 10⁻³ നിൽക്കണമെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പറയേണ്ടി വരും. ദാറ്റ് മീൻസ് ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലും റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവായിരിക്കും. ദാറ്റ് മീൻസ് റിയാക്ഷൻ പ്രൊസീഡ്സ് ഓൾമോസ്റ്റ് കംപ്ലീഷൻ. ദാറ്റ് മീൻസ് ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കണം. പക്ഷേ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി നടന്നു എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ബാക്ക്വേർഡ് ഡിറക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പോസിബിളി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ നല്ല സിമ്പിളായിട്ട് പറയാം. ദാറ്റ് മീൻസ് കെ സിൻ്റെ വാല്യൂ 10⁻³ ആണെങ്കിൽ അതെന്താണ്, റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ് ആണ്. ഇറ്റ് ഈസ് 10⁻³ ആണെങ്കിൽ റിയാക്ഷൻ എന്താണ്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. ഇനി 10⁻³ to 3 ആണെങ്കിൽ അതെന്താണ്, ബോത്ത് ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ പ്രസന്റ് അറ്റ് ഇക്വിലിബ്രിയം. അവിടെ റിയാക്ടന്റോ പ്രൊഡക്റ്റോ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വിലിബ്രിയത്തിൽ ഉണ്ടെന്ന് അർത്ഥം. ഇനി ക്യൂ സി ആണ് നിങ്ങൾ പറയുന്നത് വിചാരിച്ചു. അഗെയിൻ ക്യൂ സി ഈക്വൽ ടു നമുക്കറിയാം പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്, റിയാക്റ്റന്റ് തന്നെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് ആണ്. അപ്പോൾ ക്യൂ സി എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ കൊണ്ടുവരുന്നത് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ക്യൂ സിയും കെ സിയും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ടാണ് ക്യൂ സിയും കെ സിയും എന്തായത്, ഈക്വൽ ആവുന്നത്. കാരണം ക്യൂ സി ഈക്വൽ ടു കെ സി ആണെങ്കിൽ ഈ റിയാക്ഷൻ എന്താണ്, ഇക്വിലിബ്രിയത്തിലാണ്. ദ റിയാക്റ്റന്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ അറ്റ് ഇക്വിലിബ്രിയം. ഇനി ഇൻ കേസ് ക്യൂ സിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് വിചാരിച്ചു. ദാറ്റ് മീൻസ് ക്യൂ സിൻ്റെ വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കൂടണം. റിയാക്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കുറയണം. അപ്പോഴാണല്ലോ പ്രോബ്ലി ക്യൂ സി കൂടുക. അപ്പോൾ ക്യൂ സി എങ്ങാനും കെ സിനേക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനേക്കാളും കൂടുതലും റിയാക്റ്റന്റ് ഇക്വിലിബ്രിയം കണ്ടീഷനേക്കാളും എന്താണ്, കുറവാണ്. പ്രൊഡക്റ്റ് കൂടുമ്പോൾ അക്കോർഡിംഗ് ടു ലാഷാരിലെ പ്രിൻസിപ്പിൾ നമ്മുടെ സിസ്റ്റം പ്രൊഡക്റ്റ് കുറക്കാൻ നോക്കും. ദാറ്റ് മീൻസ് എന്ത് നടക്കും, ബാക്ക്വേർഡ് ഡിറക്ഷൻ നടക്കും. ബാക്ക്വേർഡ് ഡിറക്ഷൻ കണ്ടോ. അപ്പോൾ ഇതെന്താണ്, ബാക്ക്വേർഡ് ആണ്. അപ്പോൾ ക്യൂ സി കേസിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാം. ഇനി ക്യൂ സി എങ്ങാനും കേസിനേക്കാളും കുറവാണെങ്കിൽ ക്യൂ സി എങ്ങാനും കേസിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യൂ സി ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ആർ ആണ്. ക്യൂ സി കുറയണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കുറയണം, അല്ലെങ്കിൽ റിയാക്റ്റന്റ് എന്ത് ചെയ്യണം, കൂടണം. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ക്യൂ സി എന്ത് ചെയ്യും, കുറയും. അപ്പോൾ ക്യൂ സിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ സിസ്റ്റം കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കും. ദാറ്റ് മീൻസ് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എന്ത് റിയാക്ഷൻ ക്യാരി ചെയ്യും, ഫോർവേഡ് ഡിറക്ഷൻ ക്യാരി ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു റിയാക്ഷൻ്റെ ഡയറക്ഷൻ പറയാൻ പറ്റും ക്യൂ സി വെച്ചിട്ട്. സോ അപ്പോൾ ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 3 മാർക്ക്. സോ ഞാൻ ഒന്നും കൂടെ പറയാണ്, കെ സി 10⁻³
റിയാക്ഷൻ ഹാർഡ്ലി പ്രൊസീഡ്സ് ആണ്. കേസ് 10⁻³ റിയാക്ഷൻ പ്രൊസീഡ്സ് ഓൾമോസ്റ്റ് കംപ്ലീഷൻ ആണ്. 10⁻³ 10⁻³ ഇടയിലാണെങ്കിൽ അവിടെ നമ്മളെ ഇക്വിലിബ്രിയത്തിൽ എന്തുണ്ട്, പ്രൊഡക്റ്റും അതേപോലെ തന്നെ റിയാക്റ്റൻറ്റും ഉണ്ട്. ഇനി QC ആണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ, QCയും KC ഈക്വൽ ആണെങ്കിൽ ഇവിടെ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും എന്തിനാണ്, ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. QC ഗ്രേറ്റർ ആണെങ്കിൽ പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണ്, ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് ഡിറക്ഷനിലേക്ക് നടക്കും. ഇനി QC കുറവാണെങ്കിൽ എന്തിലേക്ക് കടക്കും, ഫോർവേഡ് ഡിറക്ഷനിലേക്ക് കടക്കും. ദിസ് ഈസ് ഓൾ അബൌട്ട് എക്സ്റ്റെൻഡ് ആൻഡ് അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എക്സ്റ്റെൻഡും പിന്നെന്താണ് ഈ ഡയറക്ഷൻ ഓഫ് ദ ഇക്വിലിബ്രിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് റൈറ്റ് ദ ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ഓരോരോ കോൺസെപ്റ്റ് അറിയാം. ഇപ്പോൾ അറീനിയസ് H+ കൊടുക്കണം അല്ലെ, HCl ആലോചിച്ചാൽ മതി. H+ കൊടുക്കണവൻ ആസിഡാണ്, OH- വാങ്ങിക്കണവൻ എന്താണ്, ബേസ് ആണ്. ഇതാണ് അറീനിയസ്. ഇനി ലോറി ബ്രോൺസ്റ്റഡിലേക്ക് എത്തുമ്പോൾ രണ്ടും പ്രോട്ടോണിന്റെ ടേംസിൽ, ദാറ്റ് മീൻസ് H+ ടേംസിലേക്ക് ആവും. ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺ ഡോണർ, ദാറ്റ് മീൻസ് H+ കൊടുക്കണവൻ ആസിഡും H+ വാങ്ങിക്കണവൻ എന്താണ്, ബേസും ആണ്. ഇതാണ് ലോറി ബ്രോൺസ്റ്റഡ്. അതായത് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+ ആൻഡ് ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് H+. ഇതാണ് ലോറി ബ്രോൺസ്റ്റഡ്. അപ്പോൾ ആസിഡ് എന്ത് ചെയ്യും, ഡൊണേറ്റ് H+ and base accept H+. H+നെ വാങ്ങിക്കണം ബേസ്, H+നെ കൊടുക്കണം എന്താണ്, ആസിഡ്. ഇനി ലൂയിസിക്ക് വരികയാണെങ്കിലോ, ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ നമുക്ക് ആസിഡ് എന്ന് വിളിക്കാം, ഇലക്ട്രോൺ പെയർ ഡോണറിനെ, അതായത് പ്രോട്ടോണിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഡോണർ പ്രോട്ടോൺ ഡോണറാണ് ആസിഡ് എങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ് ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ ആസിഡ്. ഇനി പ്രോട്ടോൺ ആക്സെപ്റ്റർ ആണ് ബേസ് എങ്കിൽ ഇലക്ട്രോൺ ഡോണർ ആണ് എന്ത്, ബേസ്, എവിടെ, ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റിൽ. അപ്പോൾ ഇത് നമുക്ക് സുഖമായിട്ട് പറയാം. ഇനി എന്താ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, pH = -log concentration of H+ ആണ്. അതായത് pH is defined as the negative logarithm of എന്താണ്, ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ആണ്. അതിന് നിങ്ങൾക്ക് എന്ത് വിളിക്കാം, pH എന്ന് വിളിക്കാം. pH എന്ന് വിളിക്കാം. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, NH3ന്റെ കോൺജുഗേറ്റ് ആസിഡും പറയണം, കോൺജുഗേറ്റ് ബേസും പറയണം. അപ്പോൾ NH3 ആണ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചോ, വെയിറ്റ്, ദിസ് വിൽ ബി അവർ NH3. കോൺജുഗേറ്റ് ആസിഡ് ആണെങ്കിൽ ഇവിടെ കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെങ്കിൽ NH3 എന്തായിട്ട് ആക്ട് ചെയ്യണം, ബേസ് ആയിട്ട് ആക്ട് ചെയ്യണം. NH3 ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ NH3 എന്ത് ചെയ്യണം, ഒരു H+നെ വാങ്ങിക്കണം. NH3 H+നെ വാങ്ങിക്കുമ്പോൾ ഇവൻ എന്തായിട്ട് മാറും, NH4+ ആയിട്ട് മാറും. അപ്പോൾ ഇവൻ എന്താണ്, കോൺജുഗേറ്റ് ആസിഡ് ആണ്. അപ്പോൾ NH3ന്റെ കോൺജുഗേറ്റ് ആസിഡ് NH4+ ആണ്. ഇനി അടുത്തത് ഞാൻ ദ സിമിലർ വേ ഞാൻ NH3 എടുക്കുന്നു. ഈ NH3നെ ഞാൻ എന്താക്കി മാറ്റുകയാണ്, NH3 ഒരു കോൺജുഗേറ്റ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. സോ NH3 കോൺജുഗേറ്റ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ്, ഇത് ആസിഡ് ആവും. ഓക്കെയാ, ഇത് ആസിഡ് ആവും. അങ്ങനെയാണെങ്കിൽ ഇവൻ ആസിഡ് ആണെങ്കിൽ ഇവൻ എന്ത് ചെയ്യും, H+നെ കൊടുക്കും. അപ്പോൾ ഇവിടെ +H+, അപ്പോൾ ഇത് എന്തായിട്ട് മാറൂടാ, NH2- ആയിട്ട് മാറും. സോ ഇതാണ് നമ്മളുടെ ആസിഡ് ബേസ് കോൺസെപ്റ്റ്. ഇനി HSO4- ആണെങ്കിൽ അഗെയിൻ ഞാൻ HSO4- എടുക്കുന്നു. ഇവൻ്റെ ഫസ്റ്റ് എനിക്ക് കോൺജുഗേറ്റ് ആസിഡ് വേണം. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ആവണമെങ്കിൽ ഇവൻ എന്താവണം, ഇവൻ ബേസ് ആവണം. ബേസ് എന്ത് ചെയ്യും, H+നെ വാങ്ങിക്കും. H+നെ വാങ്ങിക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറൂടാ, H2SO4 ആയിട്ട് മാറും. ഇനി സിമിലർലി നിങ്ങൾ HSO4- എടുക്കുന്നു. ഈ HSO4- എന്തായിട്ട് മാറുന്നു, SO4 2- എന്തായിട്ട് മാറുന്നു, H+ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവൻ എന്താണ്, ഇവൻ ആസിഡാണ്, ഇവൻ അപ്പം എന്താണ്, കോൺജുഗേറ്റ് ബേസ് ആണ്. സോ ഇതാണ് നമുക്ക് എഴുതേണ്ടത്. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും 2 മാർക്ക്, ഓരോന്നിനും 1/2 മാർക്ക് വെച്ച് കിട്ടും. ഓക്കെ, സോ ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് എഴുതാനുള്ള വേ. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ആരും കമൻറ്റ് ബോക്സിലൊന്നും കാണാനില്ലല്ലോ. ഓക്കെ, yes, then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. വാട്ട് ആർ ബഫർ സൊല്യൂഷൻ? വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ? എന്താണ് ബഫർ സൊല്യൂഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ, ബഫർ സൊല്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾക്ക് ഒരു ഷുവർ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. എന്താ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ദോസ് സൊല്യൂഷൻസ് വിച്ച് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH when we add a small amount of acid or base is known as buffer solution. അല്ലേ, എടാ നോക്കടാ, അങ്ങനെയാണെങ്കിൽ the solutions with resist the change in pH on dilute
solution or with the addition of small amount of acid or alkali is called buffer solution. നിങ്ങളൊരു സൊല്യൂഷനിലേക്ക് ആസിഡോ ബേസോ കുറച്ച് ആഡ് ചെയ്ത് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ്, നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, നമ്മൾ ആസിഡോ ബേസ് അതിനേക്കാൾ വലിയ സാധനങ്ങളെ കഴിക്കുന്നുണ്ട് അല്ലേ, എന്നിട്ടും നമ്മളുടെ ബ്ലഡിൻ്റെ pH എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ബഫർ സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് എനി എക്സാമ്പിൾ ഓഫ് അസിഡിക് ഓർ ബേസിക് ബഫർ. നോക്കാം നമുക്ക് ബേസിക് ബഫറിനോ അസിഡിക് ബഫറിനോ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എടാ നിങ്ങൾ ബഫർ സൊല്യൂഷൻ ബേസിക് ബഫർ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബേസിന് എടുക്കാം. ഈ ബേസിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു സ്ട്രോങ് ബേസിന് എടുക്കരുത്. ആരെടുക്കണോ, ഒരു വീക്ക് ബേസിന്. ഫോർ എക്സാമ്പിൾ ഞാനൊരു വീക്ക് ബേസ് ആയിട്ട് NH4OH എടുത്ത്, കണ്ട NH4OH വീക്ക് ബേസ് ആണ്. ഈ വീക്ക് ബേസിന് ഒരു സോൾട്ടിന് എടുക്കുക. ആരായിട്ടുള്ള സ്ട്രോങ് ആസിഡിനായിട്ടുള്ള സോൾട്ട്. സ്ട്രോങ് ആസിഡിനായിട്ടുള്ള സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ഇപ്പോൾ ഇതാ NH4OHും HCl കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, NH4Cl കിട്ടും. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഇത് ബേസിക് ബഫറിന് എക്സാമ്പിൾ ആണ്. കണ്ട, ഇനി അസിഡിക് ബഫർ എങ്ങനെ എഴുതാ, നിങ്ങൾ ഇതേപോലെ തന്നെ അസിഡിക് ബഫർ ഒരു വീക്ക് ആസിഡിന് എടുക്കുക. ഫോർ എക്സാമ്പിൾ അസറ്റിക് ആസിഡ്, കണ്ട CH3COH ഞാനൊരു വീക്ക് ആസിഡിന് എടുത്ത്. ഇനി ഈ വീക്ക് ആസിഡിന് ഒരു സ്ട്രോങ് ബേസിന്റെ കൂടെ നോക്ക്, CH3COHും NaOHും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, CH3COO മൈനസും Na+ഉം. കണ്ട, അതായത് സോഡിയം അസറ്റേറ്റ് ഉണ്ടാവും. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഇത് ബേസിക് ബഫർ ആണെങ്കിൽ ഇതെന്താണ്, ഇത് അസിഡിക് ബഫർ ആണ്. കിട്ടി, ഇത്രേ ഉള്ളൂ. ഇത് രണ്ടും കിട്ടിയില്ല, നിങ്ങൾക്ക് ബ്ലഡ് ഉണ്ട് എഴുതിയേക്കാം. ഓക്കെ, സോ എക്സാമ്പിൾ ചോദിച്ചാൽ, പക്ഷെ ഇവർ അസിഡിക് ബഫറും ബേസിക് ബഫറും എന്ന് ചോദിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലി ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. NH4OH and NH4Cl is basic buffer and CH3COH and CH3CONA is acidic buffer. ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ BB ആണല്ലേ. ഓക്കെ, സോറി, this will be BB and this will be AB. okay, so നമുക്ക് അടുത്ത ഇതിൽ കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡ് എന്തായിരുന്നു, ലൂയിസ് ആസിഡ് അല്ലേ, ആസിഡ് എന്ന് പറഞ്ഞാൽ H+ കൊടുക്കണമാണ്. പക്ഷേ ലൂയിസ് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിൻ്റെ ടേംസിലാണ്. അപ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. സോ അപ്പോൾ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. അപ്പോൾ ഇലക്ട്രോൺ ആര് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്, OH- H+ വാങ്ങിക്കും. അപ്പോൾ നമുക്ക് അത് പറയാൻ പറ്റില്ല. F- H+ വാങ്ങിക്കും. സ്റ്റിൽ അപ്പോൾ H+ വാങ്ങിക്കണ ഒരു ബേസ് ആണ്. അപ്പോൾ OH- ബേസ് ആണ്, F- ബേസ് ആണ്. NH3 ഓൾസോ H+ വാങ്ങിക്കും, എന്നിട്ട് അതിന് NH4+ ആവും. അപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ BCl3 നിങ്ങൾക്കറിയാം, BCl3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി BCl3. ഈ പറയുന്ന ബോറോണിൻ്റെ കയ്യിൽ ഒരു വാക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്. ഈ വാക്കൻ്റ് ഓർബിറ്റലിലോട്ട് ഈ ബോറോണ് ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്തോളും, ആക്സെപ്റ്റ് ചെയ്തോളും. ദാറ്റ് മീൻസ് BCl3 ഈസ് ആക്ട് ആസ് എ ബെറ്റർ ലൂയിസ് ആസിഡ്. BCl3 ഒരു വാക്കൻ്റ് ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെ അവന് പ്രോബബിളി ഒരു ഇലക്ട്രോൺ പെയറിനെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഹെൻസ് BCl3 ആക്ട് ആസ് എ ബെറ്റർ ലൂയിസ് ആസിഡ്. ദെൻ വാട്ടർ ബഫർ സൊല്യൂഷൻ ഗീവ് എക്സാമ്പിൾ. നമ്മളിത് ഓൾറെഡി ഡീൽ ചെയ്താണ് ഈ ക്വസ്റ്റൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റനിൽ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. എടാ വളരെ എളുപ്പമാണ്. ഈ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും നിങ്ങൾ നേരെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. ഇതാരാണ്, CH3CO- Na+ അല്ലേ. CH3CO- നിങ്ങൾക്ക് CH3COH എന്ന് വിളിച്ചൂടെ. ദെൻ NaOH. ഓക്കെ, NaOH. അപ്പോൾ ഇതെന്താണ്, ഇത് വീക്ക് ആസിഡാണ്. ഇതെന്താണ്, സ്ട്രോങ് ബേസ് ആണ്. അപ്പോൾ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആൻസർ ഇപ്പം തന്നെ കിട്ടി. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. NH4Cl it will be NH4+ and Cl-. അപ്പോൾ ഇത് OH-, ഇത് HCl. ഇതെന്താണ്, NH4OH എന്ന് പറഞ്ഞാൽ വീക്ക് ബേസ് ആണ്, HCl എന്ന് പറഞ്ഞാൽ സ്ട്രോങ് എന്താണ്, ആസിഡാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആൻസർ. ഓക്കെ, ദെൻ CH3CO- അതെല്ലാം നമുക്ക് ഉറപ്പാണ്. നമുക്ക് ബാക്കി കൂടെ നോക്കാം. ഞങ്ങൾ രണ്ട് ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിലോ, CH3COO- പിന്നെ ആരാണ്, NH4+. ഓക്കെ, ദിസ് വിൽ ബി CH3COH and NH4OH-. അപ്പോൾ ഇത് വീക്ക് ആസിഡാണ്, ഇത് വീക്ക് ബേസ് ആണ്. ഓക്കെ, ദെൻ NH4+ and SO4 2-. ദിസ് വിൽ ബി H2SO4. അതേപോലെ തന്നെ NH4 എന്താണ്, OH. അപ്പോൾ ഇത് സ്ട്രോങ് ആസിഡാണ്, ഇതെന്താണ്, വീക്ക് ബേസ് ആണ്. ഓക്കെ, സോ ദിസ് വിൽ ബി അവരുടെ കറക്റ്റ് ആൻസർ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് അല്ലേ. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. ദെൻ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് എടുക്കട്ടെ. ഓക്കെ, ഡിഫൈൻ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. എങ്ങനെയാണ് വാട്ടറിൻ്റെ അയണിക് പ്രൊഡക്റ്റ്. അയണിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KIP = കോൺസെൻട്രേഷൻ ഓഫ് H+ or H3O+ ഇൻറ്റു എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് OH-. ദാറ്റ് മീൻസ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയോൺ ആൻഡ് ഹൈഡ്രോക്സിൽ അയോൺ. നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് പറയാം. സോ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. സോ അടുത്ത ക്വസ്റ്റ്യൻ, ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ് ഈസ് 4.5 × 10⁻⁴. കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.04 molar solution of nitrous acid in water. So here the
ഹിൻറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഹിൻറ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, ഹിൻറ്റ് എന്താണ്, റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNO2 പ്ലസ് H2O gives H3O പ്ലസ് എന്താടാ NO2 മൈനസ് ആണ്. H3O പ്ലസ് NO2 മൈനസ് ആണ്. ഇവർ കെ എ തന്നിട്ടുണ്ട് കേട്ടോ, സി ആൽഫ സ്ക്വയർ, ഇല്ലെങ്കിൽ നമ്മൾ അത് അപ്രോക്സിമേറ്റ് ചെയ്തൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവർ ഡയറക്റ്റ്ലി കെ എ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് കാണേണ്ടത് പി എച്ച് ആണ്. പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പി എച്ച് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ഓഫ് എന്താണ് എച്ച് പ്ലസ് ഓർ എന്താണ് H3O പ്ലസ് ആണ്, ആണല്ലോ. സോ അപ്പോൾ നമുക്ക് ഇവിടെ H3O ഇത് ഇനീഷ്യലി നിങ്ങൾ വിചാരിച്ചോ ഇത് സി ആണ്, ഇത് സി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് 0, ഇത് 0. ഇവിടുന്ന് സി മൈനസ് സി ആൽഫ പോയി. അപ്പോൾ ഇവിടുന്ന് സി മൈനസ് സി ആൽഫ പോയി. അപ്പോൾ ഇത് സി ആൽഫ, ഇത് എത്രയാടാ സി ആൽഫ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ലോഗ് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സി ആൽഫ അല്ലേ, ഇറ്റ് ഇസ് സി ആൽഫ അല്ലേ. അപ്പോൾ എനിക്ക് സി ആൽഫ കണ്ടുപിടിക്കണം. പക്ഷേ എന്തെങ്കിലും തന്നിട്ടുണ്ടോ, സി ആൽഫ കണ്ടുപിടിക്കണം, എന്തെങ്കിലും തന്നിട്ടുണ്ടോ? സോ സി ആൽഫ കണ്ടുപിടിക്കണം. നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഇതാ, ഇവിടെ കെ എ തന്നിട്ടുണ്ട്. ഹിയർ ദ വാല്യൂ ഓഫ് കെ എ ഈക്വൽ ടു എന്താണ് 4.5 × 10⁻⁻⁴ ആണ്. ഇനി സിയും തന്നിട്ടുണ്ട്. പി എച്ച് 0.4 മോളാർ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഹിയർ കെ ആൽഫ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. ദാറ്റ് മീൻസ് എനിക്കിവിടെ ആൽഫയും കൂടി കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു കെ എ ഡിവൈഡഡ് ബൈ സി. ഓക്കെ, ആൽഫ സ്ക്വയർ ഈക്വൽ ടു കെ എ ഡിവൈഡഡ് ബൈ സി. കെ എൻ്റെ വാല്യൂ എത്രയാടാ 4.5 × 10⁻⁴ ഡിവൈഡഡ് ബൈ സിൻ്റെ വാല്യൂ 4 × 10⁻² എന്ന് എഴുതി കൂടെ. 0.04 എനിക്ക് 4 × 10⁻² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 4.5 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, വെയിറ്റ്. So 4.5 divided by 4 equal to 1.125 into 10⁻² എന്ത് വരും, -2 വരും. പക്ഷേ ഇത് ആൽഫ ആണതുകൊണ്ട് ഇതെന്തായി, റൂട്ടായി. അപ്പോൾ പ്രോബബ്ലി റൂട്ട് ചെയ്യാം. വെയിറ്റ്, റൂട്ട് ഓഫ് 1.125, റൂട്ട് ഓഫ് 1.125. ഓക്കെ, നമുക്ക് പ്രോബ്ലി കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് 1.125 റൂട്ടിനെ നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഇസ് ഈക്വൽ ടു 1.06 × 10⁻⁻1 എന്ന് വരും. സോ അപ്പോൾ പി എച്ച് ഈക്വൽ ടു എത്ര വന്നടാ, മൈനസ് ഇൻറ്റു ലോഗ് സിൻ്റെ വാല്യൂ. ഓക്കെ, ദെൻ ഹിയർ സി ആൽഫ, സിൻ്റെ വാല്യൂ എത്രയാണ്? സി ഈക്വൽ ടു 4 × 10⁻², അല്ലെങ്കിൽ സി ഈക്വൽ ടു ദിസ് വിൽ ബി സി. ഓക്കെ, ദിസ് വിൽ ബി സി. Okay, C equal to 0.04 into 0.106 വരും. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ വെയിറ്റ്, log 0.04 into 0.106 it is equal to 2.37 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ പി എച്ച് കിട്ടി. ഇത്രയേ ഉള്ളൂ പരിപാടി. സോ 2.37. ഓക്കെ, സോ എനിവേ അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാ ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സി ആൽഫ കണ്ടുപിടിക്കണം. സി ആൽഫ കണ്ടുപിടിക്കാൻ ഞാൻ ആൽഫ കണ്ടുപിടിച്ചു. ഈ സി ആൽഫൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ പി എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് സി ആൽഫ, കാരണം H3O പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഈ സി ആൽഫ. അത് നേരെ ഇവിടെ കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഞാൻ 3 മാർക്ക് ഉണ്ട് ആ ക്വസ്റ്റിന്, കാരണം അത് നിങ്ങളെ ബോർഡ് എക്സാമിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല കുറച്ചൊരു ലെവലുള്ള ക്വസ്റ്റൻ ആണ്. സോ എനിവേ 3 മാർക്കും ഉണ്ട്, ഡോണ്ട് വരി. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ അടുത്തത് കോമൺ അയൺ എഫക്റ്റ്. കോമൺ അയൺ എഫക്റ്റ് ഈസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ this equilibrium. So illustrate the common ion effect with the example, and if the concentration of അത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ കോമൺ അയൺ എഫക്റ്റ് നോക്കാം. എന്താ കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ അയൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ suppression of dissociation of weak electrolyte. It is the suppression or it is the decrease in dissociation of weak electrolyte by adding a strong electrolyte containing a common ion. നിങ്ങൾ ഇപ്പോൾ നോക്ക്, ഇവിടെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഞാൻ CH3COH കൺസിഡർ ചെയ്യാണ്. ഈ CH3COH ഡിസോസിയേറ്റ് ചെയ്യുന്ന CH3CO- H+ ഉണ്ടാവും. ഇവിടെയൊക്കെ ഞാനൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള ആരെ ആഡ് ചെയ്യാണ്, CH3COONA ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഈ CH3CONA ആരൊക്കെ ഉണ്ട്, CH3COONA ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്.
ലാർജ് എമൗണ്ട് ഓഫ് CH3CO മൈനസും Na പ്ലസും ഉണ്ടാവും. ഇവിടെ ഒരു കോമൺ അയോൺ ആണ് ആര്? CH3CO മൈനസ്. ഈ CH3CO മൈനസ് കോമൺ അയോൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിയാക്ഷൻ മിക്സറിൽ ഇവന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കൂടും. ഇങ്ങനെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അക്കോർഡിംഗ് ടു Le Chatelet പ്രിൻസിപ്പിൾ ഇവിടുത്തെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ നോക്കും. ദാറ്റ് മീൻസ് ഏത് ഡിറക്ഷനിൽ റിയാക്ഷൻ നടക്കും? ബാക്ക്വേർഡ് ഡിറക്ഷനിൽ. അങ്ങനെ ബാക്ക്വേർഡ് ഡിറക്ഷനിൽ റിയാക്ഷൻ നടക്കാന്ന് പറഞ്ഞാൽ അത് ഡിസോസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഡിസോസിയേഷൻ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമൺ അയൺ എഫക്ട്. അപ്പൊ എന്താ കോമൺ അയൺ എഫക്ട് എന്ന് പറഞ്ഞാൽ ദ സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ആഡിങ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിങ് എ കോമൺ അയോൺ. സോ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് എടുക്കാം, അതിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് CH3CO മൈനസിന് എടുക്കാം. ഇനി അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ NH4OH എടുക്കാം, അതേപോലെ തന്നെ NH4Cl എടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്നിട്ട് എന്ത് ചെയ്യാം? ഈ NH4OH ഉം NH4Cl വെച്ചിട്ട് അല്ലെങ്കിൽ NH4OH ഉം ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ട്രോങ് NaOH വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? പറയാം. സോ ഏതെങ്കിലും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എടുക്കാം. അവിടെ ഒരു കോമൺ അയൺ എഫക്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ ഡിസോസിയേഷന്റെ ഓപ്പോസിറ്റ് നടക്കും. ദിസ് ഈസ് നോൺ ആസ് കോമൺ അയൺ എഫക്ട്. സോ നമുക്ക് നേരെ ഓക്കെ, അവിടെ ഒരു പാർട്ട് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 3 × 10⁻³ കാൽക്കുലേറ്റ് ഇറ്റ്സ് pH. pH കണ്ടുപിടിക്കാനാണ്. pH ഈക്വൽ ടു മൈനസ് ലോഗ് H+ ആണ് കോൺസെൻട്രേഷൻ. സോ മൈനസ് ലോഗ് 3 × 10⁻³ ഓക്കെ. അപ്പോൾ ഇതിനെ എനിക്ക് മൈനസ് ലോഗ് 3 പ്ലസ് ലോഗ് മൈനസ് ലോഗ് പ്ലസ് ലോഗ് 10⁻³ എന്ന് പറയാം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നേരെ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുകയാണ്. ലോഗ് 10⁻³ 3 എന്ന് വിളിക്കാം. ലോഗ് മൈനസ് ലോഗ് 3 ഈക്വൽ ടു 0.47 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2.52. Okay, 2.53 is the right answer. 2.53 is the right answer. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമില്ല. 2 മാർക്കൊക്കെ വെറുതെ തരുന്ന പോലെയാണ്, പക്ഷേ വെറുതെ തരുന്നതല്ല, നമ്മൾ പഠിച്ചിട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്നുള്ളൂ, പക്ഷേ പഠിച്ചവർക്ക് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. സോ എനിവേ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലൂടെ എടുക്കാം. The solubility of MgOH twice at 298 Kelvin is 1.5 × 10⁻⁴. Calculate its solubility product. നോക്കട്ടെ, MgOH twice അല്ലേ? MgOH twice ന്റെ ഡിസോസിയേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ഇറ്റ് ഈസ് Mg2+ + 2OH മൈനസ് അല്ലേ? അപ്പോൾ ഇത് S ആണെങ്കിൽ ഇത് എന്താവും? 2S ആയിരിക്കും. അപ്പോൾ KSP ഈക്വൽ ടു S × 2S × 2S ഹോൾ സ്ക്വയർ. അപ്പോൾ S × 4 × S² വരും. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 4S³. സോ 4S³ എന്ന് പറഞ്ഞാൽ 4 × സോലിബിലിറ്റിൻ്റെ വാല്യൂ നമുക്ക് അവർ തന്നിട്ടുണ്ട്. സോലിബിലിറ്റി എത്രയാടാ? 1.5 × 10⁻⁴ ഹോൾ ക്യൂബ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് KSPൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ KSP ഈക്വൽ ടു 4 × 1.5 × 10⁻⁴ ഹോൾ ക്യൂബ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്. അപ്പോൾ ഇങ്ങനത്തെ സോലിബിലിറ്റി പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. സോ ഗൈസ്, ഐ തിങ്ക് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്ക്രീൻ കാണുന്നില്ലേ? ഐ തിങ്ക് വെയിറ്റ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അപ്പോൾ? ഓക്കെ, പെട്ടെന്ന് എന്തോ ഗ്ലിച്ച് ഉണ്ടായതാണ്. ഓക്കെ, അപ്പോൾ കാണുന്നുണ്ട്. സോ ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? സോ ഹലോ,
സ്ലൈഡ് വരുന്നില്ലല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്ലസ് 1 കെമിസ്ട്രിയിൽ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ട് ഇരുന്ന് പഠിക്കുക. ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് എല്ലാ ഡൗട്ട് വരുന്ന പോർഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിവൈൻഡ് അടിച്ച് കാണുക. ഓക്കെ, അപ്പോൾ മറ്റന്നാളത്തെ എക്സാമിന് 7-ാം തീയതി വരുന്ന കെമിസ്ട്രി എക്സാമിന് എല്ലാ വിധ ഭാവങ്ങളും നൽകുന്നു. സോ എനിവേ നന്നായിട്ട് എക്സാം ചെയ്താൽ നാളെ ഇരുന്നിട്ട് ഇതിൽ ഡൗട്ടുള്ള പോർഷൻസ് മൊത്തം എന്ത് ചെയ്യുക, പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. സോ ബൈ. ഓക്കെ, ഇതുവരെ ഇരുന്ന് കണ്ട എല്ലാ സ്റ്റുഡൻസിനും നന്ദി. ഓക്കെ, ബൈ.